Hi all, welcome back to a new video. So guys, ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ മാരത്തോൺ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെയും സ്റ്റഡി മെറ്റീരിയൽസിന്റെയും MTPന്റെയുമായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ സെക്ഷനിൽ, ഈ മാരത്തോൺ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഈ സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒന്ന് ചെയ്ത് നോക്കാം. റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് MCQ സെക്ഷൻ ആണ്. അതായത് 15 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ട് അങ്ങനെ 30 മാർക്കിനുള്ള സെക്ഷനാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2 ബേസിക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 സെക്ഷനായിട്ട് 7 മാർക്ക് ഈച്ച് വെച്ചിട്ട്. Then question number 3, BOE, Bill of Exchange, Joint Venture, Consignment, 7 mark questions. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാം. Then lease or HP ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനും വരാം. Then question number 4 ഒന്നെങ്കിൽ NPO അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ സിംഗിൾ എൻട്രി ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിന് 14 മാർക്കിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 ചാപ്റ്ററിന് 7 മാർക്ക് ഈച്ച് വെച്ചിട്ട് 14 മാർക്കിന്റെ ഒരു സെക്ഷൻ ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 4. Then question number 5 പാർട്ട്ണർഷിപ്പിന്റെ ഒരൊറ്റ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Then question number 6 ബ്രാഞ്ച് ഓർ ഡിപ്പാർട്ട്മെന്റ്, ഒന്നെങ്കിൽ ബ്രാഞ്ച് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് 7 മാർക്കിനുള്ള ക്വസ്റ്റ്യനും. Then ഇൻഷുറൻസ് ക്ലെയിം 7 മാർക്കിനും. Then question number 7 AB സ്ലോട്ടിൽ AS അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ചോദിക്കുന്നത്, 7 മാർക്ക് വെച്ചിട്ട്. അങ്ങനെ ഈ സെക്ഷനും 14 മാർക്ക്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8 നമുക്ക് ABC സെക്ഷനായിട്ടും ചോദിക്കാം, AB സെക്ഷനായിട്ടും ചോദിക്കാം. A സെക്ഷനിൽ ഒന്നെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കാം, ദെൻ അല്ലെങ്കിൽ B ആൻഡ് Cയിൽ ഓരോന്നിനും ചിലപ്പോൾ 5, 5, 4 അങ്ങനെ ഒരു സെക്ഷനിൽ നമുക്ക് 14 മാർക്സ് ആണ് വരുന്നത് കേട്ടോ, ഒരു സ്ലോട്ടിൽ. അപ്പോൾ ഇവിടെ 14 മാർക്ക് വരുമ്പോൾ ഒരു ASന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് B സെക്ഷനിലേക്ക് വരുമ്പോൾ, ഈ B ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മുടെ NPO അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സിന്റെ ഏതെങ്കിലും ഒരു 5 മാർക്കിന്റെ ഒരു ചെറിയ സ്ലോട്ട് ചോദിക്കും. ദെൻ C സെക്ഷനിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ ഒരു 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, ചിലപ്പോൾ എന്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാനോ അല്ലെങ്കിൽ പാർട്ട്ണർ P&L അപ്രോപ്രിയേഷൻ കാണാനോ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും 4 മാർക്സിന്റെ. ഇതിലുണ്ടല്ലോ ഈ ക്വസ്റ്റ്യൻ നമ്പർ 3 and 6 ഉണ്ടല്ലോ, ഈ 3 and 6 സ്ലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. കാരണം ഇത് December 25 ദെൻ June 25 ഈ സ്ലോട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ സ്ലോട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ക്വസ്റ്റ്യൻ നമ്പർ 2 എപ്പോഴും ഓക്കെ തന്നെയാണ്, ബേസിക്സ് ഓഫ് അക്കൗണ്ട്സ്. 4 നമുക്ക് ഈ സെക്ഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇത് തന്നെയായിരിക്കും. 7 AS തന്നെയായിരിക്കും. പക്ഷേ ഈ സ്ലോട്ട് ക്വസ്റ്റ്യൻ ആൻഡ് 6 and 3 ക്വസ്റ്റ്യനും 6th ക്വസ്റ്റ്യനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ബ്രാഞ്ച് ഡിപ്പാർട്ട്മെന്റ് ഈ സെക്ഷനിലേക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഇതങ്ങോട്ട് ചോദിക്കാം. അങ്ങനെ ഇതങ്ങോട്ട് സ്ലോട്ട് മാറാറുണ്ട് 3 and 6. ഓക്കെ, ദെൻ ഈ സ്ലോട്ട് വെച്ചിട്ട് നമുക്കൊരു ABC അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ 2 പാർട്ടായിട്ട് നമ്മൾ മാരത്തോൺ ചെയ്യുന്നത്. 2 പാർട്ടായിട്ടായിരിക്കും. പാർട്ട് 1 and 2 വെച്ചിട്ടായിരിക്കും. പാർട്ട് 1 നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ട്സിങ്, അതിൽ തന്നെ BRS ഡിപ്രീസിയേഷൻ എല്ലാം കവർ ചെയ്യും. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ജോയിന്റ് വെഞ്ചർ, കൺസൈൻമെന്റ്, ഫൈനൽ അക്കൗണ്ട്സ്, സിംഗിൾ എൻട്രി, ദെൻ NPO. ഇത്രയും സെക്ഷൻസ് ആയിരിക്കും ഫസ്റ്റ് പാർട്ടിൽ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ് മീൻസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, അക്രൂവൽ കോൺസെപ്റ്റ്, പീരിയോഡിസിറ്റി, മണി മെഷർമെന്റ്, ഗോയിങ് കൺസേൺ, മാച്ചിങ്, ഡുവൽ ആസ്പെക്ട്, റിയലൈസേഷൻ, കോസ്റ്റ് കോൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻസ്. ഇത്രയും ഡിസ്കഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യണത് വാട്ട് ഈസ് ജേർണൽ, ലെഡ്ജർ. ഓടിച്ചു വിടും. കാരണം അക്കൗണ്ടിങ് ഫണ്ടമെന്റൽസിൽ നമുക്ക് 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ റെക്ടിഫിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ BRS ആവാം, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ആവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആയിരിക്കാം. സ്കിപ്പ് ചെയ്ത് പോയാൽ ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് 14 മാർക്സ് ആയിരിക്കും. റെഡി? അപ്പൊ ആദ്യം നമുക്ക് MCQന് ആവശ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ് ആദ്യത്തെ പോർഷൻ. പക്ഷേ നമുക്ക് ഫണ്ടമെന്റൽസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടെയാണ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊന്ന് ഓടിച്ചു വിട്ട് പോകാം. വാട്ട് ഈസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഇവിടെ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആയിരിക്കണം എന്നുള്ളതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്, അല്ലെ? ഏതൊരു ബിസിനസ്സിലും ആ ഓണറും ആ ബിസിനസ്സും തമ്മിൽ സെപ്പറേറ്റ് പേഴ്സൺ ആയിരിക്കണം. അതുകൊണ്ടാണ് ആ ബിസിനസ്സിലേക്ക് ഞാൻ എന്നും പറയുന്ന കാര്യമാണ്, എന്തുകൊണ്ട് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയപ്പെടുന്നു? ഒരു ബിസിനസ്സിലേക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, ആ ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ,
ആ ക്യാപിറ്റൽ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. എവിടെ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്ത പേഴ്സൺസിനാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളുടെ ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലാണ് എന്ത് നമുക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളത്. എന്തുകൊണ്ട് ലൈബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു? നാളെ ഈ ക്യാപിറ്റൽ ബിസിനസ് ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അവിടെ ക്യാപിറ്റൽ ഏത് സൈഡിൽ വരുന്നത്? ലൈബിലിറ്റി സൈഡിൽ വരുന്നത്. സോ ഏത് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യാനുള്ള റീസൺ? അക്കൗണ്ടിങ് കഴിഞ്ഞിട്ട് ഈ കോൺസെപ്റ്റ് സിമ്പിൾ കഴിഞ്ഞു. ദെൻ എക്രൂവൽ കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാട്ട് ഈസ് എക്രൂവൽ കോൺസെപ്റ്റ്? എക്രൂവൽ മീൻസ് നമുക്ക് ഓരോ വർഷവും നമുക്ക് ഇൻക്വയറി ആവണം, അല്ലെങ്കിൽ നമ്മൾ മെറ്റ് ചെയ്യുന്ന എക്സ്പെൻസ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാ വർഷവും നമ്മൾ ബിൽഡിങ്ങിന് റെന്റ് കൊടുക്കാറുണ്ട്. പെർ മന്ത് നമുക്ക് 1000 rupees റെന്റ് ആണ് കൊടുക്കാറ്. അപ്പോൾ ഓരോ മാസവും 1000 rupees റെന്റ് മീൻസ് പെർ ഇയർ നമുക്ക് 12,000 rupees ആണ് എന്ത് വരുന്നത്? റെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഈ വർഷത്തെ റെന്റ് നമ്മൾ 12,000 കൊടുത്തില്ല, നമുക്കാകെ കൊടുക്കാൻ കഴിഞ്ഞത് 10,000 മാത്രമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ 10,000 ആണോ നമ്മുടെ ഈ വർഷത്തെ എക്സ്പെൻസ്? അല്ല. കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും കറണ്ട് ഇയർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എപ്പോഴും 12,000 ആയിരിക്കും, ബിക്കോസ് ഓഫ് അക്രൂവൽ കോൺസെപ്റ്റ്. സോ പേ ചെയ്താലും പേ ചെയ്തിട്ടില്ലെങ്കിലും, ഇനി കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും, കറണ്ട് ഇയറിൽ കിട്ടേണ്ട ഒരു ഐറ്റം ആയിരുന്നോ അല്ലെങ്കിൽ കറണ്ട് ഇയറിൽ കൊടുക്കേണ്ട ഒരു ഐറ്റം ആയിരുന്നോ? അങ്ങനെയെങ്കിൽ നമ്മൾ ആ കറണ്ട് ഇയറിൽ തന്നെ അതിനെ റെക്കോർഡ് ചെയ്യണം, കൊടുത്താലും കൊടുത്തില്ലെങ്കിലും, കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും. അതാണ് എന്ത്? അക്രൂവൽ കോൺസെപ്റ്റ്. ദെൻ വാട്ട് ഈസ് പീരിയോഡിസിറ്റി? എപ്പോഴും പറഞ്ഞ കാര്യമാണ്, എന്റെ ക്ലാസ് കേട്ടവർക്കറിയാം. പീരിയോഡിസിറ്റി മീൻസ് എന്താണ്? പീരിയോഡിസിറ്റി, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ബിസിനസ് ഇങ്ങനെ ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും പ്രോഫിറ്റ് മോഹിച്ചുകൊണ്ടായിരിക്കും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്, അല്ലെ? ഒരിക്കലും ലോസ് മോഹിച്ചുകൊണ്ടല്ല ഒരു ബിസിനസ് ഒരു പേഴ്സൺ സ്റ്റാർട്ട് ചെയ്യണത്. മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ പ്രോഫിറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബിസിനസിന്റെ പെർഫോമൻസ് അറിഞ്ഞിട്ട് വേണം മുന്നോട്ടേക്ക് ആ ബിസിനസിന്റെ എൻഹാൻസ്മെന്റ് നമുക്ക് തീരുമാനിക്കണം, അല്ലെ? അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടയോ, അല്ലെ? നമുക്ക് മുന്നോട്ടേക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യണോ, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കുന്നത് ആ ബിസിനസിന്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ്. ആ പെർഫോമൻസ് വേണമെങ്കിൽ നമുക്ക് നെറ്റ് റിസൾട്ട് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം. ആ നെറ്റ് റിസൾട്ട് അറിയണമെങ്കിൽ നമുക്കൊരു പീരീഡ് വേണ്ടേ? ആ ഒരു പീരീഡ് വരെ നമുക്ക് ആ പീരീഡ് വെച്ചിട്ടാണ് നമ്മൾക്ക് എന്ത് അനാലിസിസ് നടത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പാരിസൺ ചെയ്യുന്നതിന് നമുക്കൊരു ഇന്റർവെൽ വേണം. ആ ഇന്റർവെൽ ആണ് എന്ത്? പീരിയോഡിസിറ്റി കോൺസെപ്റ്റ്. നമ്മളുടെ ഇന്റർവെൽ എത്ര മാസമാണ്? മന്ത്ലി എത്ര മാസമാണ്? 12 മാസമാണ്. അത് പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് മണി മെഷർമെന്റ്? മണി മെഷർമെന്റ് മീൻസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് പ്രകാരം ഇവിടെ നമ്മൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ ഇടപാടുകളും എന്ത് തന്നെയായിരിക്കണം? മണി കണ്ടന്റ് ഉള്ളതായിരിക്കണം. ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയിരിക്കണം. മണി കണ്ടന്റ് ഉള്ളതായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പറഞ്ഞ ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ അതിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ഇല്ലെന്നാണോ? നോ, ക്യാഷ് കണ്ടന്റ് ഉണ്ടാവണം. ക്രെഡിറ്റ് സെയിൽ നടത്തി കഴിഞ്ഞാൽ നാളെ ആ ഡെപ്റ്റർ നമുക്ക് എന്ത് തരണം? ക്യാഷ് തരണം, അല്ലേ? അപ്പൊ ക്യാഷ് മണി കണ്ടന്റ് ഇല്ല എങ്കിൽ ആ ട്രാൻസാക്ഷൻ ഒരിക്കലും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. സോ ആസ് പെർ അക്കൗണ്ടിങ് പോളിസീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്യാഷ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ എംപ്ലോയീസ്, നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് എംപ്ലോയീസ് ട്രെയിനിങ് കൊടുത്തു. എംപ്ലോയീസ് ട്രെയിനിങ്ങിന് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിനിങ്ങിന് നമ്മൾ ഫീസ് കൊടുക്കുന്നത് എത്രയാണോ? നമ്മളുടെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഒരു ഔട്ട്സൈഡ് മെന്ററെ നമ്മൾ വരുത്തി. ആ മെന്റർക്ക് കൊടുക്കുന്ന ഫീസ് ഈസ് ക്യാഷ് മെഷർമെന്റ് ആണ്, മണി മെഷർമെന്റ് ആണ്, അല്ലെ? പക്ഷെ എത്രത്തോളം എംപ്ലോയിക്ക് സ്കില്ല് ഡെവലപ്പ് ആയി എന്നുള്ളത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ മണി മെഷർമെന്റ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ വാട്ട് ഈസ് ഗോയിങ് കൺസേൺ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇൻഡെഫിനിറ്റ് ലൈഫിലേക്കാണ്. ഇൻഡെഫിനിറ്റ് ലൈഫ്, അല്ലെ? സോ നാളെ നിർത്താൻ, 20 കൊല്ലം കഴിയുമ്പോൾ നിർത്താൻ, അല്ലെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ നിർത്താൻ അല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്. സോ ഇൻഫിനിറ്റ് ലൈഫിലേക്കാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്. അത് ഏത് കോൺസെപ്റ്റ് വെച്ചിട്ടാണ്? ഗോയിങ് കൺസേൺ. സോ അവിടെ ഗോയിങ് കൺസേണിൽ നമ്മുടെ ബിസിനസ്സിലെ ഫൈനൽ അക്കൗണ്ട്സിൽ തന്നെ ഗോയിങ് കൺസേൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? നമ്മൾക്ക് അസറ്റുകൾ ഉണ്ട്.
ഈ അസറ്റുകളെ ഈ അസറ്റുകളെ നമ്മൾ കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും ആക്കി മാറ്റാറുണ്ട് അല്ലെ. ഈ കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും ആക്കി മാറ്റുന്നത് തന്നെ ഏത് കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്? ഗോയിങ് കൺസേൺ ഉള്ളത് കൊണ്ടാണ്. കാരണം കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ വിത്തിൻ 12 months നമുക്ക് ലിക്വിഡ് ക്യാഷ് ആയിട്ട് മാറ്റാൻ കഴിയുമ്പോൾ കൺവേർട്ടഡ് ഇൻറ്റു ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റുന്നതും, ദെൻ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ഈസ് മോർ ദാൻ 12 months എന്ന് പറയാൻ കഴിയുന്നതും അവിടെ നമ്മൾ ഏത് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. മനസ്സിലായല്ലോ? ദെൻ മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് മീൻസ് എല്ലാവർക്കും അറിയാം, എല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയാണ്. എന്താണ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മാച്ചിങ് കോൺസെപ്റ്റ് മീൻസ് എന്താണ്? അതാത് വർഷത്തെ ഇൻകം അതാത് വർഷത്തെ എക്സ്പെൻസിനോട് മാച്ച് ആയിരിക്കണം എന്നാണ് പറയാ അല്ലെ. അപ്പൊ ഒരു വർഷം ഒരു ഇൻകം ഏൺ ചെയ്താൽ ആ ഇൻകം ഏൺ ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം എക്സ്പെൻസ് മെറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നോ? മനസ്സിലായല്ലോ? ആ ഇൻകം ഏൺ ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം എക്സ്പെൻസ് മെറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നോ ആ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. അതാണ് നമുക്ക് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ഡുവൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ? ഡുവൽ ആസ്പെക്ട് മീൻസ് ഏതൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴും രണ്ട് ആസ്പെക്റ്റുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും. ഈ ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് ആയിരിക്കണം. ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് ആയിരിക്കണം. അല്ല എങ്കിൽ അക്കൗണ്ടിങ് തെറ്റും. അപ്പോൾ ഡുവൽ ആസ്പെക്ട് ഫോളോ ചെയ്യാതെ നമുക്ക് റെക്കോർഡിങ്സ് കറക്റ്റ് ആവത്തില്ല. ഓക്കെ, അപ്പം ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് ആയിരിക്കണം. കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെബിറ്റ് വന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്രെഡിറ്റ് റെക്കോർഡ് ചെയ്തിരിക്കണം. ഒരു ക്രെഡിറ്റ് വന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെബിറ്റ് റെക്കോർഡ് ചെയ്തിരിക്കണം. ഇതാണ് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. വാട്ട് ഈസ് റിയലൈസേഷൻ കോൺസെപ്റ്റ്? എന്താണ് റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ? റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സെയിൽ നടന്നു. അത് ക്യാഷ് സെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ആയിരിക്കാം. ക്യാഷ് സെയിൽ ആയാലും ക്രെഡിറ്റ് സെയിൽ ആയാലും റവന്യൂ ഉറപ്പാണ് ഇല്ലേ? ഓക്കെ, ദെൻ പിന്നീട് അത് ബാഡപ്റ്റ് ആകാം, അല്ലെങ്കിൽ അവർ ഇൻസോൾവെന്റ് ആകാം, അതൊക്കെ പോട്ടെ. പക്ഷെ ക്യാഷ് സെയിൽ ആൻഡ് ക്രെഡിറ്റ് സെയിൽ നമുക്ക് റവന്യൂ റെക്കഗ്നേഷൻ ഓക്കെ ആണ്, കറക്റ്റ് ആണ്, നമുക്ക് എല്ലാം മെഷറബിൾ ആണ്. പക്ഷെ ഇത് നോക്കാം, നമുക്കൊരു ഡെലിവറി ഓർഡർ കിട്ടിയ പാടെ നമുക്ക് സെയിൽ ആക്കി ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വൺസ് നമ്മൾ ആ ഗുഡ്സ് ഡെലിവറി ചെയ്യുമ്പോഴാണ് നമുക്കത് സെയിൽ ആവുക അല്ലെ. ഇനി നേരെ മറിച്ചിട്ട് നമുക്ക് സെയിൽ നടക്കുന്നതിന് മുന്നേ, സപ്ലൈക്ക് മുന്നേ നമുക്ക് എന്ത് കിട്ടി? അഡ്വാൻസ് പേയ്മെന്റ് കിട്ടി. ആ അഡ്വാൻസ് പേയ്മെന്റ് ഈ വർഷം കിട്ടി. നമ്മൾ പക്ഷെ ഈ വർഷം ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നില്ല. ഗുഡ്സ് സെയിൽ ചെയ്യണത് നെക്സ്റ്റ് ഇയറിലാണ്. ഗുഡ്സ് സെയിൽ ചെയ്യണത് നെക്സ്റ്റ് ഇയറിലേക്കാണെങ്കിൽ നമുക്ക് കറണ്ട് ഇയറിൽ അതിനെ സെയിലായിട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ റിയലൈസേഷൻ കോൺസെപ്റ്റ് പറയണത് എന്താ? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അതിനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്കൊരു അഡ്വാൻസ് പേയ്മെന്റ് ഈ വർഷം കിട്ടി, സെയിൽ നടക്കുന്നത് നെക്സ്റ്റ് ഇയർ ആണെങ്കിൽ സെയിൽ എപ്പോഴാണ് നമുക്ക് കറസ്പോണ്ടിങ് സെയിൽ നമുക്ക് എപ്പോഴാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ? നെക്സ്റ്റ് ഇയറിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അടുത്തൊരു കോസ്റ്റ് കോൺസെപ്റ്റ്. ഏതൊരു അസറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് കോസ്റ്റിലായിരിക്കണം. എന്താ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോസ്റ്റിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫേർണിച്ചർ വാങ്ങി. ആ ഫേർണിച്ചർ നമ്മൾ വാങ്ങിച്ചത് 10,000 റുപ്പീസിനായിരുന്നു ഫേർണിച്ചർ വാങ്ങിയത്. ആ ഫേർണിച്ചറിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 12,000 ഉണ്ട്. 12,000 റെക്കോർഡ് ചെയ്യണോ 10,000 റെക്കോർഡ് ചെയ്യണോ? 10,000. കാരണം നമ്മൾ വാങ്ങിയ എത്ര കോസ്റ്റിനാണ്? നമ്മൾ വാങ്ങിയ കോസ്റ്റ് 10,000 ആണ്. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എത്രയ്ക്കാണ്? 10,000-നാണ്. സോ കോസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലായോ? പിന്നെ അഡീഷണൽ ഉണ്ട്, നമ്മളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യും. ഇങ്ങനെ അസറ്റ് മേടിക്കുമ്പോൾ നമുക്ക് 10,000 രൂപ ചെലവ് വന്നു. ദെൻ അസറ്റ് ഇവിടെ വന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു 1,000 റുപ്പീസ് വേജസ് ആയിട്ട് കൊടുക്കണം. ദെൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ ഒരു 100 രൂപ കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ നമ്മളെ ഫേർണിച്ചറിന്റെ ടോട്ടൽ കോസ്റ്റ് വരിക അല്ലെ. അതെ, പക്ഷേ അവിടെയും ഈ 10,000 അല്ലേ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്? എത്രയാ? 10,000. അപ്പൊ നമ്മളുടെ ഫിക്സഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 10,000 കൂടെ നമ്മൾ 1000 രൂപ വേജസ് കൊടുത്തു, 100 രൂപ ഇൻസ്റ്റാളേഷൻ ചാർജ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അതും നമ്മൾ റെക്കോർഡ് ചെയ്യണത് ഏതിനായിരിക്കണം? അറ്റ് കോസ്റ്റിലല്ലേ റെക്കോർഡ് ചെയ്യണം. 10,000 വാങ്ങിയ വില, നമുക്ക് വേജസ് വന്നു 1,000 റുപ്പീസ്, 100 റുപ്പീസ് ഇൻസ്റ്റാളേഷൻ വന്നു. ഇതെല്ലാം കൂടെ എന്താണ്? അറ്റ് കോസ്റ്റ്. ഇതിന്റെ കോസ്റ്റ്, അസറ്റിന്റെ കോസ്റ്റ് എത്രയായി മാറി? 11,100 ആയി മാറി. മനസ്സിലാവുന്നുണ്ടോ? നേരെ മറിച്ചിട്ട് ഈ അസറ്റ് വാങ്ങിക്കുമ്പോൾ 10,000 രൂപയ്ക്ക്, പക്ഷെ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ 12,000 ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 12,000 പ്ലസ് 1,000 പ്ലസ് 100 ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് കോസ്റ്റ് കോൺസെപ്റ്റ്. ഓക്കെ, ദെൻ കൺവെൻഷൻസിൽ നമ്മൾ പറയുന്നത് ഇതെല്ലാം ഓരോ പ്രിൻസിപ്പിൾസ്, ഓരോ റൂൾസ് ആണ് കേട്ടോ. ഈ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ഈ റൂൾസ് ഫോളോ ചെയ്തിട്ടുകൊണ്ടാണ്. ദെൻ വാട്ട് ഈസ് കൺസർവേറ്റിസം? കൺസർവേറ്റിസം മീൻസ് anticipate all losses but no profit.
എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് കൺസർവേറ്റിസം. നമുക്ക് ഒരിക്കലും ലാഭത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ മുൻകൂട്ടി ഒരു ലോസ് കണ്ടുകൊണ്ട് നമുക്ക് ഈ വർഷം തന്നെ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. അതിൽ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടൊരു എക്സാമ്പിൾ ആണ് ബാഡ് ഡെപ്റ്റിന്മേൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അല്ലെ. ബാഡ് ഡെപ്റ്റിന്മേൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ബാഡ് ഡെപ്റ്റ് മീൻസ് ഡെപ്റ്റേഴ്സിന്മേൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പോ ഇവിടെ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്നത് തന്നെ ക്രെഡിറ്റ് സെയിൽ ചെയ്യുമ്പോഴാണ്, കടത്തിന് വിൽക്കുമ്പോഴാണ് ആര് വരുന്നത്, ആര് ജനറേറ്റ് ആവണത്, ഡെപ്റ്റേഴ്സ് ജനറേറ്റ് ആവണത്. അപ്പൊ ഈ ഡെപ്റ്റേഴ്സ് ജനറേറ്റ് ആകുന്ന സമയത്ത് ഈ ഡെപ്റ്റേഴ്സ് നമുക്ക് മൊത്തം 1 lakh ഉണ്ടെങ്കിൽ ഈ 1 lakhനകത്ത് ആകെ മൊത്തം നമുക്ക് 90 കിട്ടുള്ളൂ, 10,000 കിട്ടാതിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് ഈ 10,000 എന്ന ലോസ് നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ കൺസർവേറ്റിസം. മനസ്സിലായോ? പക്ഷെ ഒരിക്കലും ഒരു ഇൻകം വരാനുണ്ടെന്നും പറഞ്ഞിട്ട് അടുത്ത വർഷം വരാനിരിക്കുന്ന ഒരു ഇൻകത്തിനെ ഈ വർഷമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ വരാൻ പോകുന്ന ഇൻകത്തിനെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, മുൻകൂട്ടി റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ വി ക്യാൻ ആന്റിസിപ്പേറ്റ് ലോസ്. ദെൻ കൺസിസ്റ്റൻസി മീൻസ് നമ്മൾ ഏതൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അത് സ്റ്റേബിൾ ആയിരിക്കണം, സ്റ്റെബിലിറ്റി ഉണ്ടാവണം അല്ലെ. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഡിപ്രീസിയേഷൻ ചെയ്യാണ്, അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ വാല്യൂഷൻ ചെയ്യാണ്, ഇൻവെസ്റ്റ്മെന്റ് വാല്യൂഷൻ ചെയ്യാണ്, അങ്ങനെ ഓരോ ഐറ്റത്തിനും നമ്മൾ വാല്യൂവേഷൻ ചെയ്യണ സമയത്ത് ഇപ്പോൾ ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ഒരു കോമൺ എക്സാമ്പിൾ ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ മെത്തേഡ്സ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, WDV ഉണ്ട് ഇല്ലേ, നമ്മുടെ സം ഓഫ് ഡിജിറ്റ് മെത്തേഡ് ഉണ്ട്, ദെൻ അങ്ങനെ ഓരോരോ ആനുവിറ്റി മെത്തേഡ് ഉണ്ട്. അങ്ങനെ ഓരോ മെത്തേഡ്സിലൂടെയും നമുക്ക് ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡ് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. കൺസിസ്റ്റന്റ് ആയിരിക്കണം മീൻസ് സ്റ്റെബിലിറ്റിയോടുകൂടി ഫോളോ ചെയ്യണം എന്നർത്ഥം. മാറ്റങ്ങൾ ഇന്ന് നമ്മളൊരു WDV ചെയ്തു, ദെൻ മറ്റൊരു അസറ്റ് നാളെ നമ്മൾ എന്ത് ചെയ്തു, ഇതേ സെയിം അസറ്റ് നമ്മൾ എന്ത് ചെയ്തു, SL മെത്തേഡ് ചെയ്തു, പിന്നീട് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, WDV ചെയ്തു. അപ്പൊ സെയിം അസറ്റിനെ തന്നെ നമ്മൾ മാറിയും മറിച്ചും മെത്തേഡുകൾ മാറ്റാൻ പാടില്ല. പക്ഷെ ബ്ലോക്ക് ഓഫ് അസറ്റിനെ മാറ്റാം. ഒരു സെപ്പറേറ്റ് ഒരു രണ്ട് ടൈപ്പ് ഓഫ് അസറ്റ് ഉണ്ടെങ്കിൽ ആ 2 ടൈപ്പ് ഓഫ് അസറ്റിനെ നമുക്ക് 2 രീതിയിലുള്ള മെഷർമെന്റ് കൊടുക്കാം. പക്ഷെ വൺസ് ആ മെഷർമെന്റ് കൊടുത്താൽ, വൺസ് ആ മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ, വൺസ് ഇപ്പൊ സ്ട്രെയിറ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. മാറ്റണമെങ്കിൽ അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള റീസൺ പറയണം. ദെൻ ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയാം. ഫുൾ ഡിസ്ക്ലോഷർ മീൻസ് നമ്മുടെ ബിസിനസ്സിൽ ഒരു വർഷം ഉണ്ടാകുന്ന എന്തെല്ലാം ട്രാൻസാക്ഷൻസ് ഉണ്ടോ അതെല്ലാം റെക്കോർഡ് ചെയ്യണമെന്നാണ്. എന്ത് ട്രാൻസാക്ഷൻസ് ഉണ്ടായാലും അതെല്ലാം റെക്കോർഡ് ചെയ്യണമെന്നാണ്. പക്ഷെ ഇവിടെ ഫുൾ ഡിസ്ക്ലോഷറിനെ ഓവർ റൈഡ് ചെയ്തിട്ടാണ് ഇവിടെ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് വന്നത്. മെറ്റീരിയാലിറ്റി മീൻസ് എന്താ, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം റെക്കോർഡ് ചെയ്യുക, ഇൻസിഗ്നിഫിക്കന്റ് ഐറ്റംസ് റെക്കോർഡ് ചെയ്യണമെന്നില്ല എന്നും പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തുകൊണ്ട് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ഓരോരുത്തർക്കും ഓരോന്നാണ്. കാരണം എനിക്ക് 5,000 രൂപ മെറ്റീരിയൽ ആണെങ്കിൽ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിട്ട് 5,000 രൂപ എന്ന് പറയുന്നത് മെറ്റീരിയൽ അല്ല, ഇമ്മെറ്റീരിയൽ ആയിരിക്കും 5,000 രൂപ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഓരോ പേഴ്സണെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് മെറ്റീരിയൽ ആണോ ഒരു ഐറ്റം ഇമ്മെറ്റീരിയൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്. റെഡി? ഓക്കെ അല്ലേ? ഇത്രയുമാണ് നമ്മളുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ആണുള്ളത്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതേപോലെ തന്നെയാണ് റെസിപ്റ്റും, ക്യാപിറ്റൽ റെസിപ്റ്റും ഉണ്ട്, റവന്യൂ റെസിപ്റ്റും ഉണ്ട്. വൺസ് നമ്മൾ ഈ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ മീനിങ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ദെൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി കോമൺ സെൻസ് നമുക്ക് കത്തും എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് എന്താണ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ എന്താണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ മീൻസ്? നമുക്ക് രണ്ടിലും എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ ഒരു മീനിങ് ഉണ്ട് അല്ലെ. എക്സ്പെൻഡിച്ചർ മീൻസ് എന്താണ്, നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഔട്ട് ഫ്ലോ ആണ് എക്സ്പെൻഡിച്ചർ, ക്യാഷ് ഔട്ട് ഫ്ലോ. അപ്പോ ആ ക്യാഷ് ഔട്ട് ഫ്ലോനെ നമുക്ക് ഒന്നുകിൽ റവന്യൂ ആക്കി മാറ്റാം, അല്ലെങ്കിൽ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. എപ്പോഴാണ് അതിനെ ക്യാപിറ്റൽ എന്ന് വിളിക്കുക? വെൻ ദാറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് എ ലോങ് ടേം ബേസിസ്. നമുക്കൊരു എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്യാഷ് ഔട്ട് ഫ്ലോ വരുന്നുണ്ടെങ്കിൽ ആ ക്യാഷ് ഔട്ട് ഫ്ലോ ഈസ് ഫോർ എ ലോങ് ടേം ആണെങ്കിൽ, അതിന്റെ ബെനിഫിറ്റ് ഈസ് ഫോർ എ ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കാം. ഓക്കെ,
Then what is revenue expenditure? നമുക്ക് cash outflow is for a short term ആണ്. That means ആ cash outflow ൽ നമുക്ക് കിട്ടുന്ന benefit is for a short term ആണെങ്കിൽ നമുക്കതിനെ revenue expenditure എന്ന് വിളിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഫിക്സഡ് അസറ്റ് മേടിക്കുകയാണ്. ഒരു ഫിക്സഡ് അസറ്റ് മേടിക്കുക, പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും അത് എന്ത് എക്സ്പെൻഡിച്ചർ ആണ്? ഫിക്സഡ് അസറ്റ് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് അസറ്റിൽ നിന്ന് കൊണ്ടിട്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ്? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ആണ് നമുക്ക് ഈ ഫിക്സഡ് അസറ്റിൽ നിന്ന് കിട്ടുക അല്ലെ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് മാത്രം, താൽക്കാലികമായ ഒരു ബെനിഫിറ്റ് മാത്രമാണ് നമുക്ക് ഫിക്സഡ് അസറ്റിൽ നിന്ന് കിട്ടുക അല്ല. ഒരു ബിസിനസ് റൺ ചെയ്ത് പോകാനായിട്ട് ആ ബിസിനസിന്റെ എൻഹാൻസ്മെന്റും ആ ബിസിനസിന്റെ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റിയും ഒക്കെ എന്ത് മാത്രമല്ല അതിന്റെ നോർമൽ ആക്ടിവിറ്റി ഓഫ് റവന്യൂ കൊണ്ട് മാത്രമായിരിക്കില്ല, സൈഡ് വഴി അവരുടെ ഇൻഫ്ര ആൻഡ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഫിക്സഡ് അസറ്റും വേണം. ആ ഫിക്സഡ് അസറ്റും നമ്മുടെ ബിസിനസ് ഏൺ ചെയ്യുന്ന ഒരു പ്രോഫിറ്റിന്റെ ഒരു ഭാഗമല്ലേ? അതെ. അപ്പൊ ബിസിനസിന്റെ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അസറ്റ് ആണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ആ ഫിക്സഡ് അസറ്റ് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് താൽക്കാലികമായി ഒരു ഷോർട്ട് ടേം ബെനിഫിറ്റ് തരുന്ന ഒരു ഒന്നാണോ? അല്ല. ഇറ്റ് ഈസ് ഫോർ എ ലോങ് ടേം. അപ്പൊ ലോങ് ടേം ബെനിഫിറ്റ് വരുന്ന ഒരു എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, ദെൻ അടുത്തത് സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് എ non-recurring nature or a non-repeating nature. Then revenue expenditure is a recurring or a repeating nature. അതായത് വൺസ് നമുക്ക് ഈ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ, ഒരു എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ആ എക്സ്പെൻസ് നോൺ റിക്കറിംഗ് ആണെങ്കിൽ, എന്താണ് നോൺ റിക്കറിംഗ് മീൻസ്? നോൺ റിപ്പീറ്റിംഗ് നേച്ചർ അല്ല. വൺസ് ഇൻ എ ഇയർ അല്ലെങ്കിൽ വൺസ് മാത്രമേ നമുക്കത് ഇൻക്വയർ ആവേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അത് റിപ്പീറ്റ് ആയിട്ട് അതേ എക്സ്പെൻഡിച്ചർ മെറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും, അങ്ങനെ അല്ലെങ്കിൽ നമുക്കതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും മാറ്റാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്താണ് റവന്യൂ? എക്സാമ്പിൾ എന്താണ് പറയാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ, റെന്റ്, സാലറി, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ ചാർജസ്, ഇതൊക്കെ ബിസിനസ് റൺ ചെയ്ത് പോകാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എക്സ്പെൻസ് ആണ് അല്ലെ. ഈ ബിസിനസ് റൺ ചെയ്ത് പോകാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എക്സ്പെൻസ് ഒക്കെ നമുക്ക് റിപ്പീറ്റിംഗ് അല്ലേ? റിപ്പീറ്റഡ്ലി എല്ലാ മാസവും നമുക്ക് റെന്റ് കൊടുത്താലേ നമുക്ക് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ നമ്മളുടെ കയ്യിൽ ബിൽഡിംഗ് ഉണ്ടാവുള്ളൂ. എല്ലാ മാസവും നമ്മൾ സാലറി കൊടുത്താലേ ബിസിനസ് റൺ ചെയ്ത് പോകാൻ നമ്മളുടെ കയ്യിൽ എംപ്ലോയീസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ബിസിനസ് റൺ ചെയ്ത് പോകാൻ നമുക്ക് വരുന്ന എക്സ്പെൻഡിച്ചർ, ഡേ ടു ഡേ മെറ്റ് ചെയ്യാനുള്ള എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം റിപ്പീറ്റിംഗ് നേച്ചർ ആയതുകൊണ്ട് തന്നെ അതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ദെൻ നോൺ റിപ്പീറ്റിംഗ് എക്സ്പെൻഡിച്ചേഴ്സ് വന്നാൽ മാത്രം, അപ്പൊ നോൺ റിപ്പീറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് കണക്റ്റഡ് ആവാം? ഇനി വൺസ് ഒരു നോൺ റിപ്പീറ്റിംഗ് നേച്ചർ എക്സ്പെൻഡിച്ചർ വന്നു, പക്ഷെ നമുക്ക് അതിൽ നിന്ന് എന്തും കൂടെ കിട്ടണം? ഇൻക്രീസ് ഇൻ എ പ്രോഫിറ്റ് കപ്പാസിറ്റി. നമ്മളുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഓക്കെ, നമ്മളുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് എൻഹാൻസ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബിസിനസ്സിനൊരു വളർച്ച വരുന്നുണ്ടെങ്കിൽ, ബിസിനസ്സിന് എൻഹാൻസ്മെന്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസിന്റെ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി കൂടുന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് എക്സ്പെൻഡിച്ചർ ആണ്? നമ്മൾ മെറ്റ് ചെയ്ത എക്സ്പെൻഡിച്ചർ കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. ഇനി നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് നമ്മളൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഡിസംബർ 2023 നമുക്ക് വന്ന ചോദ്യമാണ്. Okay, state with the reasons whether the following are the capital expenditure or revenue expenditure. Expense incurred in connection with obtaining a license for starting the factory were rupees 10,000. Expense incurred in connection with obtaining a license for starting the factory. ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് അതിന് മേലെ എന്ത് വേണം? എന്ത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം? ഒരു ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പൊ ആ ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്, ആ ബിസിനസിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ ഫാക്ടറി സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി അത്യാവശ്യമായി ഈ ഫാക്ടറി റെഡി ടു യൂസ് ആകാൻ വേണ്ടി വരുന്ന ഒരു കോസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഒരു ഫിക്സഡ് അസറ്റ് മേടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫിക്സഡ് അസറ്റിന്റെ കോസ്റ്റ് 10,000 ആണ്, വേജസ് 1000 ആണ്, 100 രൂപ ഇൻസ്റ്റാളേഷൻ ആണ്. അപ്പൊ എന്തിനാണ് ഈ 10,000ന്റെ കൂടെ 1000 100 രൂപയൊക്കെ കൂട്ടി ആ ഫർണിച്ചറിന്റെ വാല്യൂ 11,100 ആക്കി മാറ്റിയത്? എന്തുകൊണ്ടാണ്? ഈ വരുന്ന എക്സ്പെൻസ് ഒക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് മെറ്റ് ചെയ്യേണ്ടി വന്ന ഈ 1000 രൂപയും ഈ 100 രൂപയൊക്കെ ഈ ഫർണിച്ചർ, ഈ ഒരു അസറ്റ് റെഡി ടു യൂസ് ആവാനായിട്ട് നമുക്ക് മെറ്റ് ചെയ്യേണ്ടി വരുന്ന എക്സ്പെൻസ് ആണ്. മെറ്റ് ചെയ്യേണ്ടി വന്ന
എക്സ്പെൻസ് ആണ് ഈ 1000 100 ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് റെഡി ടു യൂസ് ആകാൻ നമുക്ക് ഈ പറഞ്ഞ എക്സ്പെൻസ് മെറ്റ് ചെയ്തേ മതിയാവുള്ളൂ എങ്കിൽ നമുക്ക് ഈ വന്ന എക്സ്പെൻസ് എല്ലാം എന്ത് എക്സ്പെൻസ് ആണ്? ക്യാപിറ്റൽ ആണ്. ദാറ്റ് മീൻസ് ഈ അസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് മാറും. അപ്പൊ അസറ്റിന്റെ കോസ്റ്റ് 10,000 അല്ല, നേരെ മറിച്ച് 11,100 ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ എക്സ്പെൻസ് ഇൻക്വയർഡ് ഇൻ കണക്ഷൻ വിത്ത് ഒബ്റ്റൈനിങ് എ ലൈസൻസ് ഫോർ സ്റ്റാർട്ടിംഗ് ദ ഫാക്ടറി സ്റ്റാർട്ടപ്പിന് വേണ്ടി ലൈസൻസ് വേണ്ടി വന്നു, അതിന് 10,000 രൂപ ചെലവാക്കി. എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദെൻ 1,000 rupees പെയ്ഡ് ഫോർ റിമൂവൽ ഓഫ് എ സ്റ്റോക്ക് ടു എ ന്യൂ സൈറ്റ്. ഒരു പുതിയ സൈറ്റിലേക്ക് നമ്മൾ സ്റ്റോക്കിനെ മാറ്റി, എന്തെങ്കിലും ഒരു ബിസിനസ് എൻഹാൻസ്മെന്റ്, പ്രോഫിറ്റ് എൻഹാൻസിബിലിറ്റി വരുന്നുണ്ടോ? പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി കൂടുന്നുണ്ടോ? ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി, എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി വരുന്നുണ്ടോ? നോ. So that is a revenue expenditure. Then third one, rings and pistons of an engine were changed at a cost of 5,000 to get full efficiency. അതായത് full efficiency means ആ എഞ്ചിന് ഓൾറെഡി ഉണ്ടായിരുന്ന എഫിഷ്യൻസി എത്രയാണോ ആ എഫിഷ്യൻസിയിലേക്ക് ഈ എഞ്ചിനെ തന്നെ എത്തിക്കാൻ, ഈ എഞ്ചിനെ ആ എഫിഷ്യൻസിയിലേക്ക് തന്നെ എത്തിക്കാനായിട്ട് നമുക്ക് റിങ്സ് ആൻഡ് പിസ്റ്റൺസിന് ചേഞ്ച് വരുത്തേണ്ടതായിട്ട് വന്നു. വൺസ് ഈ പറഞ്ഞ ചേഞ്ചിലൂടെ, ഈ സാധനങ്ങൾ റിങ്സ് ആൻഡ് പിസ്റ്റൺസ് ഈ മാറ്റുന്നതിലൂടെ, ചേഞ്ച് വരുത്തുന്നതിലൂടെ ഏർണിംഗ് കപ്പാസിറ്റി, എഫിഷ്യൻസി ഇൻക്രീസ് ആവുന്നുണ്ടെന്ന് പറയുമായിരുന്നെങ്കിൽ ഈ 5,000 rupees നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആക്കി മാറ്റിയേനെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയി മാറിയേനെ. നേരെ മറിച്ചിട്ട് നമുക്കിതിനെ എത്രയായിരുന്നോ ഓൾറെഡി എഞ്ചിനിൽ ഉണ്ടായിരുന്ന കപ്പാസിറ്റി അത് തന്നെ കിട്ടാനായിട്ട് നമുക്കിതിനെ ഒരു പാർട്ട് മാറ്റേണ്ടി വന്നു. സോ നമ്മൾ ഇതിനെ റിപ്പയർ ആയിട്ടാണ് കണക്കാക്കുക, നോട്ട് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ജസ്റ്റ് വൺസ് നമുക്ക് ഉണ്ടാവുന്ന ഈ എഞ്ചിൻ നമുക്ക് മുന്നോട്ടേക്ക് റൺ ചെയ്ത് പോകാൻ വേണ്ടി വരുന്ന ഒരു എക്സ്പെൻഡിച്ചർ മാത്രമാണ്. അല്ലാതെ ഈ 5,000 കൊണ്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല, എക്സ്ട്രാ പ്രോഫിറ്റ് ഒന്നും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. ഈ എക്സ്ട്രാ എന്നൊരു ടേം നമുക്ക് ഇവിടെ ആവശ്യമാണ്. എക്സ്ട്രാ പ്രോഫിറ്റ് ഒന്നും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് നമുക്ക് ഒരിക്കലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവില്ല, അതെന്തായിരിക്കും? റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഫസ്റ്റ് വൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ദെൻ ഫോർ ദ സെക്കൻഡ് വൺ റവന്യൂ എക്സ്പെൻഡിച്ചർ, തേർഡ് വൺ റവന്യൂ എക്സ്പെൻഡിച്ചർ. Ready. Then rupees 2,000 spent as lawyer's fee to defend a suit claiming that the firm's factory site belonged to the plaintiff. The suit was not successful. അതായത് നമുക്ക് ഒരു ലാൻഡിന് വേണ്ടിയിട്ട് നമ്മളൊരു കേസ് നടത്തുകയാണ്. ആ കേസിന് നമ്മൾ ലോയർക്ക് കൊടുക്കുന്ന ഫീസ്, നമ്മൾ ആ ലാൻഡ് ലാസ്റ്റ് സക്സസ്ഫുൾ ആണോ അല്ലയോ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മളെല്ലാതെ കിട്ടുന്ന ആ കേസ് നമുക്ക് സക്സസ്ഫുൾ ആകുന്നോടം വരെയും നമ്മൾ ആ കേസിൽ കളിച്ചു പോകുമ്പോൾ നമ്മൾ ലോയറിന് കൊടുക്കുന്ന ഫീസ് നമുക്ക് എന്തായിട്ടേ വരുള്ളൂ? റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടേ വരത്തുള്ളൂ. Then rupees 1,000 were spent on advertising the introduction of a new product in the market, the benefit of which will be effective during the 4 years. നോർമലി നമുക്ക് നേരത്തെ റൂൾ പ്രകാരം നമുക്ക് ഇതിനെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആക്കി മാറ്റാമായിരുന്നു. അതായത് നമുക്കിപ്പോ ഈ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങാനായിട്ട് ആ പ്രൊഡക്റ്റ് ലോഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് വന്ന അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് 10,000 ഉണ്ടെന്ന് ഇവർ പറഞ്ഞു. എന്നിട്ട് ഈ 10,000ന്റെ ബെനിഫിറ്റ് അവർക്ക് അവരുടെ ഒരു നിഗമനം പ്രകാരം അവർക്ക് 4 വർഷത്തേക്കാണ് ഈ 10,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടുക എന്നാണ് അവർ പറയുന്നത്. അപ്പൊ 4 വർഷത്തേക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമുക്കിതിനെ ഡെഫേർഡ് റവന്യൂ എന്ന് പറയായിരുന്നു. കാരണം ഇതിനൊരു വർഷത്തെ എക്സ്പെൻഡിച്ചർ ആയിട്ട് മാത്രം കാണിക്കാനും കഴിയില്ല. പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷം, 4 വർഷം വരെ നിൽക്കുന്നുള്ളൂ എന്ന് പറയും. അപ്പൊ അതിന് ശരിക്കും റവന്യൂ ആയിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റൽ ആയിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഇടയിൽ നിർത്തിക്കൊണ്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു ഡെഫേർഡ് റവന്യൂ. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് ഇപ്പൊ ഇല്ല. ഇതിന് പകരം നമുക്ക് ഇതിനിപ്പോ ഇല്ല. കാരണം ഇതിന് പകരം നമുക്ക് വന്നതാണ് AS, അക്കോർഡിംഗ് ടു AS 26 പ്രകാരം. അതായത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയണമെങ്കിൽ നമുക്ക് അതിനൊരു ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവണം. ദെൻ ആ ബെനിഫിറ്റിനെ നമുക്ക് ക്യാൻ ബി മെഷേർഡ് റിലയബിളി എന്നാണ് പറയാം. അതായത് നമുക്ക് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാക്കി മാറ്റാം, ഒരു ഐറ്റത്തിനെ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റാക്കി മാറ്റണമെങ്കിൽ നമുക്കതിനെ ആ ഒരു അസറ്റിൽ നമുക്ക് എന്ത് വേണം? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റും വേണം, അതിനെ നമുക്ക് മെഷർ ചെയ്യാനും പറ്റണം. പക്ഷേ ഈ ഒരു അഡ്വർടൈസ്മെന്റ് നമുക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് തരുമെന്ന് ഉറപ്പുണ്ടോ? അഡ്വർടൈസ്മെന്റ് ഇത്രയും രൂപ മെറ്റ് ചെയ്തതുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഇവിടെ 2 lakh ആയിരുന്നു, ഈ 2 ലക്ഷം രൂപയുടെ ആഡ് നമ്മൾ ചെയ്തതുകൊണ്ട് നമുക്കൊരു 4 വർഷത്തെ ബെനിഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. സോ നമുക്കതിനെ അക്കോർഡിംഗ് ടു AS 26 പ്രകാരം നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെഫേർഡ് റവന്യൂ ആയിട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇപ്പൊ ഇല്ല. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇപ്പൊ ഇല്ല. അതിന് പകരം നമുക്ക് എന്തൊക്കെ മാറ്റും? റവന്യൂ എക്സ്പെൻഡിച്ചർ ആക്കി ഇതിനെ ട്രീറ്റ് ചെയ്യാം.
Okay അല്ലേ? Then sixth question. A factory shed was constructed at a cost of rupees 1 lakh. A sum of 5,000 had been incurred for the construction of a temporary hut for storing building materials. ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യാണ്, ₹1 lakh ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യാണ്. ഫാക്ടറി കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് അസറ്റ് ആണ്, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് പറയാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. Then a sum of rupees 5,000 had been incurred for the construction of the temporary hut for storing the building material. അപ്പൊ ഈ ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്, ഈ ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്ത് പോകാനായിട്ട് ഇതിന് വേണ്ട മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യേണ്ട നമുക്ക് നെസസറി ആണ്. ആ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു സൈഡിൽ ഒരു ഫാക്ടറി ഷെഡ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ ഷെഡ് നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ ക്യാപിറ്റൽ ആണോ? ക്യാപിറ്റൽ. കാരണം റെഡി ടു യൂസ് ആകാനായിട്ട് ഒരു അസറ്റ്, ഒരു ഫിക്സഡ് അസറ്റ് റെഡി ടു യൂസ് ആകാൻ വരുന്ന കോസ്റ്റ് മൊത്തം ആ ഫിക്സഡ് അസറ്റിന്റെ പാർട്ടാണ്, ആ ഫിക്സഡ് അസറ്റിന്റെ കോസ്റ്റ് ആണ്. അപ്പൊ ഈ 1 lakhന്റെ കോസ്റ്റ് ആണ് ഈ 5,000. ടോട്ടലി അസറ്റിന്റെ കോസ്റ്റ് ഇപ്പൊ നിലവിൽ എത്രയാണ്? 1,05,000 ആണ്. സോ രണ്ടും നമുക്ക് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. A pair of bullocks of rupees 50,000 was killed by the lightning. A pair of bullocks of rupees 50,000 was killed by the lightning means, bullocks means a livestock. Livestock is a fixed asset. According to AS നമ്മൾ PPE പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. bullocks എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? livestock is a fixed asset. Fixed asset നമുക്ക് ലൂസ് ആയാൽ it is a capital loss ആണ്. The next topic is error. എറേഴ്സിന് നമുക്ക് രണ്ടായിട്ട് തന്നെ തിരിക്കാം. എറർ ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് ക്ലറിക്കൽ എറേഴ്സ്. എറർ ഓഫ് പ്രിൻസിപ്പിൾ മീൻസ് പ്രിൻസിപ്പിൾസ് തെറ്റി റെക്കോർഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടോ, റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടോ ട്രീറ്റ് ചെയ്യുക. അപ്പൊ ട്രയൽ ബാലൻസ് വിൽ എഗ്രി എന്നാണ് അതിനെ പറയാം. ട്രയൽ ബാലൻസ് വിൽ എഗ്രി എന്ന് പറയാനുള്ള റീസൺ എന്താ? ക്യാപിറ്റലിനെ റവന്യൂ ആക്കിയാലും റവന്യൂവിനെ ക്യാപിറ്റൽ ആക്കിയാലും രണ്ടും എന്ത് തന്നെയാണ്? എക്സ്പെൻഡിച്ചർ തന്നെയാണ് അല്ലെ. അപ്പൊ രണ്ടും എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് എക്സ്പെൻസിനെയും എന്താ ചെയ്യാറ്? ഡെബിറ്റാ ചെയ്യാറ്. അപ്പൊ എന്ത് എക്സ്പെൻസും ഡെബിറ്റ് ആയതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസ് എന്താവും? ടാലി ആവും. കാരണം ട്രയൽ ബാലൻസ് എന്തുകൊണ്ട് ടാലി ആവുന്നു? ഒരിക്കലും നമുക്ക് ട്രയൽ ബാലൻസിനെ കംപ്ലീറ്റ് ആക്യുറസി നമുക്ക് ട്രയൽ ബാലൻസ് എന്ന് കിട്ടില്ല എന്ന് പറയാനുള്ള റീസൺ എന്താ? അവിടെയുള്ള എറേഴ്സ് ഫൗണ്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ക്യാപിറ്റലോ റവന്യൂ എക്സ്പെൻഡിച്ചർ തെറ്റി തന്നെ നമ്മുടെ പ്രിൻസിപ്പിൾ തെറ്റി എന്നാണ് പറയാ. പക്ഷേ എന്നിട്ടും നമ്മുടെ ട്രയൽ ബാലൻസ് ടാലിയാണ്. എന്തുകൊണ്ടാണ്? രണ്ടും എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ടാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, പക്ഷെ നമ്മൾ അതിനെ ഗുഡ്സ് പർച്ചേസ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മൾ അതിനെ പർച്ചേസ് അക്കൗണ്ടിലേക്ക് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു. ഇനി അടുത്ത് പറയുകയാണെങ്കിൽ നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു, പക്ഷെ നമ്മൾ അതിനെ എന്തായിട്ട് കാണിച്ചു? ഒരു അസറ്റ് ആയിട്ട് കാണിച്ചു. അങ്ങനെ നമ്മൾ പ്രിൻസിപ്പിൾസ് തെറ്റി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ ട്രീറ്റഡ് ആസ് എ എറർ ഓഫ് പ്രിൻസിപ്പിൾ. Then clerical errors means അതിനെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് എറർ ഓഫ് omission, പിന്നെ ഒന്ന് എറേഴ്സ് ഓഫ് കമ്മീഷൻ, പിന്നെ ഒന്ന് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയും. ഇനി വാട്ട് ഈസ് എറർ ഓഫ് omission? omission മീൻസ് എന്താ? എഴുതാൻ വിട്ടുപോയി ഇല്ലെ, omit ആയി പോയി. അപ്പൊ omission എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ്. കംപ്ലീറ്റ് omission ആവാം, പാർഷ്യൽ omission ആവാം. കംപ്ലീറ്റ് omission മീൻസ് നമ്മൾ സബ്സിഡറി ബുക്സിൽ നിന്നും ഈ എൻട്രി ലെഡ്ജറിലേക്ക് എഴുതിയിട്ടേയില്ല, റെക്കോർഡേ ചെയ്തിട്ടില്ല, ഡെബിറ്റും ചെയ്തിട്ടില്ല, ക്രെഡിറ്റും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് കംപ്ലീറ്റ് omission. ദെൻ പാർഷ്യൽ omission മീൻസ് എന്താണ്? പാർഷ്യൽ മീൻസ് നമ്മൾ സബ്സിഡറി ബുക്കിൽ ഒരു എൻട്രി ക്രിയേറ്റ് ചെയ്തിട്ട് ഈ എൻട്രിയുടെ ഡെബിറ്റ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ലെജറിലേക്ക് പോസ്റ്റ് ചെയ്തു, പക്ഷെ ക്രെഡിറ്റ് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. പാർഷ്യൽ omission ആണ്. ഫോർ എക്സാമ്പിൾ റെന്റ് പേ ചെയ്തു, റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എന്നിട്ട് റെന്റില് നമ്മൾ ടു ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതി, പക്ഷെ ക്യാഷിൽ റെന്റ് പോയതായിട്ട് കാണിച്ചില്ല. ബൈ ക്യാഷ് നമ്മൾ ക്യാഷിൽ ബൈ റെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയില്ല, റെന്റിൽ ടു ക്യാഷ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോ ഇവിടെ റെന്റ് അക്കൗണ്ടില് ഡെബിറ്റ് സൈഡില് ഇവിടെ ക്യാഷ് എന്നും പറഞ്ഞിട്ട് ടു ക്യാഷ് എന്നും പറഞ്ഞിട്ട് വരണം. ദെൻ ക്യാഷില് ബൈ റെന്റ് എന്നും പറഞ്ഞിട്ട് വരണം, പക്ഷെ ക്യാഷിൽ വന്നില്ല, റെന്റിൽ മാത്രമേ വന്നുള്ളൂ എങ്കിൽ ഇറ്റ് ഇസ് എ പാർഷ്യൽ omission. കംപ്ലീറ്റ് omission ആണെങ്കിൽ ഈ റെന്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞ എൻട്രിയെ ലെഡ്ജറിലേക്ക് എഴുതിയിട്ടില്ല എങ്കിൽ നമുക്ക് ഡെബിറ്റും വന്നില്ല, ക്രെഡിറ്റും വന്നില്ല, ട്രയൽ ബാലൻസ് വിൽ എഗ്രി അല്ലേ. പക്ഷേ പാർഷ്യൽ omission ആണെങ്കിൽ ഒരു ഡെബിറ്റ് പോസ്റ്റ് ചെയ്തു, പക്ഷെ കറസ്പോണ്ടിങ് ആയിട്ട് ക്രെഡിറ്റ് വന്നില്ല എങ്കിൽ അവിടെ നമുക്ക് എന്തില്ല? ട്രയൽ ബാലൻസ് വിൽ നോട്ട് എഗ്രി, ട്രയൽ ബാലൻസ് ടാലി ആവില്ല. ഓക്കെ. ദെൻ അടുത്തത് കോമ്പൻസേറ്റിംഗ് എറർ. കോമ്പൻസേറ്റിംഗ് എറർ മീൻസ് നമ്മൾ ഒരു എററിനെ മറ്റൊരു എററിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പോ എറർ നമുക്ക് ഫൗണ്ട് ചെയ്യാനും പറ്റിയിട്ടില്ല, പക്ഷെ എററോട്ട് കണ്ടുപിടിക്കാനും പറ്റില്ല. എറർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും, പക്ഷെ ദേ ആർ കോമ്പൻസേറ്റിംഗ് ഈച്ച് അതർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ
സിമ്പിൾ എക്സാമ്പിൾ, എല്ലാ ടെക്സ്റ്റിലുമുള്ള എക്സാമ്പിൾ തന്നെയാണ്. സിമ്പിൾ എക്സാമ്പിൾ, പർച്ചേസിന്റെ ഡെബിറ്റ് സൈഡ് കുറഞ്ഞു കിടക്കുകയാണെന്ന് പറയാണ്. പർച്ചേസിന്റെ ഡെബിറ്റ് സൈഡ് കുറഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ എവിടെ കൂടിക്കിടക്കുക? ക്രെഡിറ്റ് സൈഡ് കൂടിക്കിടക്കുക അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെയിൽസിന്റെ ക്രെഡിറ്റ് സൈഡ് കുറഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ എവിടെ കൂടിക്കിടക്കുക? ഡെബിറ്റ് കൂടിക്കിടക്കുക. അപ്പൊ പർച്ചേസിന്റെ ഡെബിറ്റ് 100 രൂപ കുറഞ്ഞു കിടക്കുക എന്ന് പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടിക്കിടക്കുകയാണ് 100 രൂപ അല്ലെ. ക്രെഡിറ്റ് കൂടിക്കിടക്കുകയാണ്, ക്രെഡിറ്റ് 100 രൂപ. ഓക്കെ, ദെൻ സെയിൽസിന്റെ ക്രെഡിറ്റ് 100 റുപ്പീസ് കുറഞ്ഞു കിടക്കാന്ന് പറഞ്ഞാൽ ഡെബിറ്റ് എന്ത് ചെയ്ത് കിടക്കാണ്? 100 രൂപ കൂടി കിടക്കാണ്. അപ്പൊ ഒരു ഡെബിറ്റ് 100 വന്നു, ക്രെഡിറ്റും 100 വന്നു. കോമ്പൻസേറ്റ് ചെയ്ത് പോയേ, എറർ കോമ്പൻസേറ്റ് ചെയ്ത് പോയേ, ട്രയൽ ബാലൻസ് വിൽ ടാലി അല്ലെ, ടാലി ആയി പോകും. കാരണം ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് ടാലി ആവും. പക്ഷെ നമുക്ക് എറേഴ്സ് ആക്യുറസി, കംപ്ലീറ്റ് ആക്യുറസി നമുക്ക് എവിടുന്ന് തരത്തില്ല? ട്രയൽ ബാലൻസ് തരത്തില്ല. അപ്പൊ ട്രയൽ ബാലൻസ് കൊണ്ട് ഒരിക്കലും നമുക്കത് ആക്യുറസി ആണെന്ന് പറയാൻ കഴിയില്ല. ദെൻ എറേഴ്സ് ഓഫ് കമ്മീഷൻ. എറേഴ്സ് ഓഫ് കമ്മീഷൻ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഒന്ന് എറേഴ്സ് പ്രിൻസിപ്പിളും കംപ്ലീറ്റ് ഓമിഷനും എറേഴ്സ് പ്രിൻസിപ്പിളും ദെൻ കോമ്പൻസേറ്റിംഗും അല്ലാതെ ബാക്കിയുള്ള എറേഴ്സ് എല്ലാം എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, റോങ് എമൗണ്ട് ഇൻ ദ സബ്സിഡിയറി ബുക്സ്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്തത് ഇപ്പൊ റെന്റ് ടു ക്യാഷ് ആയിരുന്നല്ലോ. റെന്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 10,000 ആയിരുന്നു റെന്റ്, പക്ഷെ നമ്മൾ 1000 ആയിട്ട് കാണിച്ചു. ക്യാഷ് പോയതും 1000, റെന്റ് പോയതും 1000, രണ്ടും 1000 ആണെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയില്ലേ? ഈക്വൽ ആയെങ്കിൽ ട്രയൽ ബാലൻസ് വിൽ എഗ്രി. കാരണം ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയി ട്രയൽ ബാലൻസ് ടാലി ആവും. പക്ഷേ എമൗണ്ട് തെറ്റാണ്. പക്ഷെ എന്താണ്? എറർ ഓഫ് കമ്മീഷൻ ആണ് ഇത്. എറർ ഓഫ് കമ്മീഷൻ, ട്രയൽ ബാലൻസ് എന്താകും? ടാലി ആവും. then അടുത്തത് റോങ് കാസ്റ്റിംഗ്. റോങ് കാസ്റ്റിംഗ് മീൻസ് നമ്മുടെ ട്രയൽ ബാലൻസ് നമ്മൾ ടോട്ടൽ ചെയ്തത് തെറ്റിപ്പോയി, ടോട്ടൽ എമൗണ്ട് തെറ്റിപ്പോയി. ദെൻ റോങ് എമൗണ്ട് ഇൻ ദ ലെഡ്ജർ. എമൗണ്ട് നമ്മുടെ ഈ പറഞ്ഞ എൻട്രി എഴുതിയിട്ട് റെന്റ് ടു ക്യാഷ് എന്ന് എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നമ്മൾ എന്തായി? എമൗണ്ട് തെറ്റിപ്പോയി. അപ്പൊ ഡെബിറ്റിൽ ഒരു എമൗണ്ട് ആയി, ഡെബിറ്റിൽ ഒരു എമൗണ്ട് 1000, റെന്റിൽ നമ്മൾ 2 ക്യാഷ് എന്നും പറഞ്ഞിട്ട് എന്താ എഴുതി? 1000 എഴുതി. ക്യാഷിൽ നമ്മൾ 1000 പോയതായിട്ട് കാണിച്ചില്ല, 100 പോയതായിട്ടേ കാണിച്ചുള്ളൂ. അപ്പൊ ഡെബിറ്റിൽ 100 വന്നു, ക്രെഡിറ്റിൽ 1000 വന്നില്ല, 100 വന്നുള്ളൂ. ട്രയൽ ബാലൻസ് ടാലി ആവോ? ഇല്ല. ദെൻ പോസ്റ്റ് റോങ് സൈഡ്. റെന്റില് ബൈ ക്യാഷ് എന്നും ക്യാഷിൽ ടു റെന്റ് എന്നും വന്നു കഴിഞ്ഞാൽ എന്തായി? തെറ്റിപ്പോയില്ലേ? ക്യാഷ് റെന്റ് കൊടുക്കുന്നതിന് പോലെ ക്യാഷ് കൂടുവോ? ഇല്ല, ക്യാഷ് കുറയത്തേ ഉള്ളൂ. പക്ഷെ നമ്മളാണെങ്കിൽ സൈഡ് മാറ്റിയിട്ട് അവിടെ കൊണ്ട് എഴുതി ബൈ റെന്റിന് പകരം ഇവിടെ ടു റെന്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ റെന്റ് വന്നു എന്ന അർത്ഥം, ക്യാഷ് കൂടി എന്ന അർത്ഥം. തെറ്റിയില്ലേ? അപ്പൊ ട്രയൽ ബാലൻസ് വിൽ നോട്ട് ടാലി. അപ്പൊ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളാണ് നമുക്ക് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. റെഡി? റോങ് ആയിട്ട് ബാലൻസ് ചെയ്യുക, ബാലൻസ് ടോട്ടൽ ചെയ്തു എന്നിട്ട് കുറച്ച് തെറ്റിപ്പോയി, കുറച്ച് എമൗണ്ട് തെറ്റായിട്ട് എഴുതി, കൂട്ടി കാസ്റ്റിംഗ് ഒരു സൈഡ് കൂട്ടിയത് തെറ്റായി പോയി. ഇങ്ങനെ പല കാരണങ്ങളാൽ നമുക്ക് വരുന്ന മിസ്റ്റേക്കുകളാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ഈ എറേഴ്സ് ഒക്കെ നമ്മളൊക്കെ എങ്ങനെ ഫൗണ്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒന്ന്, നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ട് പക്ഷേ ഏതിന് മുന്നേ ആയിരിക്കണം? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാം. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷവും എറർ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 3 സ്റ്റേജുകളിൽ ഈ സ്റ്റേജിലാണ് നമ്മൾ എന്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക? സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സസ്പെൻസ് അക്കൗണ്ട് ഈ സെക്കൻഡ് സ്റ്റേജ് ആൻഡ് തേർഡ് സ്റ്റേജിലാണ് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഈ സ്റ്റേജിൽ നമ്മൾ എൻട്രി ഇടില്ല. ലെഡ്ജർ അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തേ ഉള്ളൂ? ടു അണ്ടർ കാസ്റ്റിംഗ്, ബൈ അണ്ടർ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻട്രി ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട്, പുതിയൊരു സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് എവിടെ ആയിരിക്കണം? സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജിലേക്കാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോ ഇവിടെ ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട്സിലാണെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ആഫ്റ്റർ ദാൻ പുതിയ അക്കൗണ്ടിംഗ് പീരീഡ്, നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡിലാണ് ഈ കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടുപിടിച്ച് ഡിറ്റക്ട് ചെയ്തത് എപ്പോഴാണ്? നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡിലാണെങ്കിൽ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് എന്താണ്? ഫൈനൽ അക്കൗണ്ട്സ് ആണ്. അങ്ങനെയെങ്കിൽ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം നോമിനൽ അക്കൗണ്ട്സ് ഉണ്ടോ ആ നോമിനൽ അക്കൗണ്ടുകളെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം. റെഡി? അപ്പോൾ ആഫ്റ്റർ എറേഴ്സ് ഡിറ്റക്ട് ചെയ്യണത് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണെങ്കിൽ എല്ലാ നോമിനൽ അക്കൗണ്ടുകളും നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം. എല്ലാ നോമിനൽ അക്കൗണ്ടുകളെയും മാറ്റണം. ഓക്കെ, റെഡി അല്ലേ? പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Then question number 5, പേജ് നമ്പർ 25 നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്.
പേജ് നമ്പർ 25 ക്വസ്റ്റ്യൻ നമ്പർ 5 ജൂൺ 24 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. The trial balance of Rajesh Brothers on 31st March 2023 did not agree. Trial balance agree ചെയ്യുന്നില്ല. Okay. Then in order to close the books, accountant place the difference for 26,700 debit to suspense account. അപ്പോൾ എന്ത് ചെയ്തു? ആ ഡിഫറൻസ് മായാനായിട്ട് ആ ഡിഫറൻസ് എമൗണ്ട് 26,700 ഡെബിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു, അതിലേക്ക് അയാൾ സസ്പെൻസ് അക്കൗണ്ട് അങ്ങ് ഇട്ടു. Then for necessary adjustment in the next period. For necessary adjustment in the next period. Next period means in the after final accounts preparation ലാണ് നമ്മൾ എറേഴ്സ് ഡിറ്റക്ട് ചെയ്തത്. സോ ദാറ്റ് മീൻസ് നോമിനൽ അക്കൗണ്ടുകളെല്ലാം എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്? നോമിനൽ അക്കൗണ്ടുകളെല്ലാം, അതായത് ആഫ്റ്റർ ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ എറേഴ്സ് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ എല്ലാ നോമിനൽ അക്കൗണ്ടുകളെയും നമ്മൾ എങ്ങോട്ടേക്ക് പേരിട്ട് വിളിക്കേണ്ടത്? P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നാണ് വിളിക്കേണ്ടത്. നോമിനൽ അക്കൗണ്ട് എന്നുള്ള പേര് പകരം നമ്മൾ പറയണം P&L അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ അർത്ഥം നെക്സ്റ്റ് പീരീഡ് മീൻസ് അവിടെ എന്താണ്? എറേഴ്സ് ഡിറ്റക്റ്റഡ് ആഫ്റ്റർ ദ ഫൈനൽ അക്കൗണ്ട്സ് ആണ്. സോ ഇവിടെ പറയുന്നുണ്ട്, എടുത്ത് തന്നെ പറയുന്നുണ്ട്, ഓൺ 25th April 2023 ദ ഫോളോയിങ് എറേഴ്സ് അറൈസിംഗ് ഇൻ 2022-23 were detected. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷത്തെ എറേഴ്സ് നമുക്ക് ഡിറ്റക്ട് ചെയ്തു. അതിൽ ഫസ്റ്റ് എറർ എന്ന് പറയുന്നത് എന്താണ്? ₹4,500 allowed as a cash discount to a trade debtor was not debited to the discount account. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കൗണ്ട് അലൗ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് എൻട്രി നോക്കിയേ. ഡിസ്കൗണ്ട് അലൗ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് നമുക്ക് എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ആർക്കാണ് അലൗ ചെയ്യുക? ട്രേഡ് ഡെപ്റ്റേഴ്സിനാണ് നമ്മൾ കൊടുക്കുക. ട്രേഡ് ഡെപ്റ്റർ കുറയാണ്, നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അത്രയും ഡെപ്റ്റേഴ്സ് നമുക്ക് കുറയും, അപ്പൊ ക്രെഡിറ്റ് ചെയ്യും ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ട്രേഡ് ഡെപ്റ്റർ അക്കൗണ്ട്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് അലൗ ചെയ്തു, പക്ഷെ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് എവിടെ വന്നു? കറക്റ്റ്ലി ട്രേഡ് ഡിസ്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. എവിടാ തെറ്റിയത്? തെറ്റിയതാ ഡിസ്കൗണ്ട് ആണ് തെറ്റിയത്. അപ്പൊ ഡിസ്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യാൻ നമ്മൾ ഇതുവരെ ഡെബിറ്റ് ചെയ്തിട്ടില്ല, സോ നമ്മൾ ഒന്ന് ഡെബിറ്റ് ചെയ്ത് കൊടുത്താൽ മതിതാ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റഡ്. സോ നമ്മൾ എന്തിനെ ക്രെഡിറ്റ് ചെയ്യും? ഇനിയും ട്രേഡ് ഡെപ്റ്റർ എന്ന് എഴുതാൻ പറ്റില്ല. ട്രേഡ് ഡെപ്റ്റർ എന്ന് എഴുതി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിന് ഡിസ്കൗണ്ട് കൊടുത്തു, കാരണം എക്സ്ട്രാ ആയിട്ട് ട്രേഡ് ഡെപ്റ്റർ എന്താകും? വീണ്ടും കുറയും, വീണ്ടും നമ്മൾ ക്രെഡിറ്റ് ചെയ്താൽ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും കൊടുക്കരുത്, പകരം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? പകരം നമ്മൾ എഴുതണം ടു സസ്പെൻസ് അക്കൗണ്ട്. എത്രയാണ് ഡിസ്കൗണ്ട്? 4,500. 4,500. മനസ്സിലായില്ലേ? Then second one, credit sale of 6,550 was posted to the credit of the customer's account as 5650. ഇപ്പൊ ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ എൻട്രി നോക്കിയേ. ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ ഡെപ്റ്റർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് എന്നാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് എന്ന് പറയുമ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം ടു സെയിൽസ് എന്നും പറഞ്ഞിട്ട് ചെയ്യണം. ദെൻ സെയിൽസിന്റെ അക്കൗണ്ടിലോ ബൈ ഡെപ്റ്റേഴ്സ് എന്നും പറഞ്ഞിട്ടും ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? ക്രെഡിറ്റ് സെയിൽ വാസ് പോസ്റ്റ് ടു ദ ക്രെഡിറ്റ് ഓഫ് കസ്റ്റമർ അക്കൗണ്ട്. കസ്റ്റമർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ടും വരയ്ക്കാം, സെയിൽസിന്റെ അക്കൗണ്ടും വരയ്ക്കാം. ഇവിടെ ഡെപ്റ്റേഴ്സിൽ വരേണ്ടത് ടു സെയിൽസ് ആണ്, 6,550 രൂപ. സെയിൽസിൽ ബൈ ഡെപ്റ്റേഴ്സ് ആണ് വരേണ്ടത്, 6,550 രൂപ. ഇവിടെ ക്രെഡിറ്റ് സെയിൽ വാസ് പോസ്റ്റഡ് ടു ദ ക്രെഡിറ്റ് ഓഫ് കസ്റ്റമർ അക്കൗണ്ട് എന്നാ, അതായത് സെയിൽസിൽ കറക്റ്റ്ലി പോസ്റ്റഡ്, ബട്ട് കസ്റ്റമറുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം അവരെന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബൈ സെയിൽസ് എന്നും പറഞ്ഞുകൊണ്ടാണ് 6,000 അല്ല കാണിച്ചത്. എത്രയാണ് കാണിച്ചത്? 5,650 രൂപയായിട്ട് കാണിച്ചു. 5,650 രൂപയായിട്ടാണ് ഇവിടെ കാണിച്ചത്. അപ്പൊ എമൗണ്ടും തെറ്റി, പോസ്റ്റിങ്ങും തെറ്റി. അപ്പൊ ഇവിടെ ഇങ്ങനെയല്ല കാണിച്ചത് കേട്ടോ, ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടില്ല, ഇവിടെ തെറ്റ് ഇവിടെ കാണിച്ചിട്ടേ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആകെ നമുക്ക് റെക്ടിഫിക്കേഷൻ ചെയ്യേണ്ടത് ഇതിനെ മാത്രമാണ്, ഇതിനെ ചെയ്യേണ്ട.
ഓക്കെ, അപ്പൊ ഇതിനെ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രെഡിറ്റിനെ ക്യാൻസൽ ആക്കാൻ നമ്മൾ ഒന്ന് ഡെബിറ്റ് ചെയ്യണം. ഏതിനെ തന്നെ? 5650 ഇവിടെയും എഴുതിയാൽ ഇതും ക്യാൻസലായി, ഇതും ക്യാൻസലായി. ദെൻ പിന്നീട് ആ കറക്റ്റ് എമൗണ്ട് എത്രയാ വരണ്ടേ? 6550. അപ്പൊ 5650 ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ആക്കുകയും വേണം, വീണ്ടും ഒരു 6550 റെക്കോർഡ് ചെയ്യാൻ വേണം അല്ലെ? അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം എത്രയാ ഡെബിറ്റ് ചെയ്യേണ്ടത്? 5650 രൂപേനെ എഴുതിയ ഇതും ക്യാൻസലായി. ദെൻ വീണ്ടും കറക്റ്റ് എമൗണ്ട് റെക്കോർഡ് ചെയ്യണം. ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് എമൗണ്ട് റെക്കോർഡ് ചെയ്യണ്ടേ? യെസ്. അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്ര റെക്കോർഡ് ചെയ്യണ്ടേ? 5650 പ്ലസ് 6550. ടോട്ടൽ എത്ര റെക്കോർഡ് ചെയ്യണ്ടേ? 12200 രൂപ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ 12200 രൂപ വേണം ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഇനി കസ്റ്റമർ ഡെപ്റ്റേഴ്സ്, അതായത് നമ്മൾ ക്രെഡിറ്റ് അല്ലേ ചെയ്തത്, അപ്പൊ ഇനി ഇവിടെ എന്താ വേണ്ട? ഇനി ഇവിടെ ഡെബിറ്റാ ചെയ്യേണ്ട. ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റാ ചെയ്യേണ്ട. ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റാ ചെയ്യേണ്ട, ഇവർ ക്രെഡിറ്റ് ആണ് ചെയ്തത്. അപ്പോ നമ്മളിവിടെ കറക്റ്റ് എൻട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇവിടെ എത്ര ഡെബിറ്റ് ചെയ്യണ്ടേ? എത്ര ഡെബിറ്റ് ചെയ്യേണ്ട? 5650 പ്ലസ് 6550. ടോട്ടൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 12200. ടു ഇവിടെ വീണ്ടും സെയിൽസ് എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സെയിൽസ് എന്ന് കൊടുത്താൽ ഇവിടെ വീണ്ടും സെയിൽസിൽ ബൈ ഡെപ്റ്റർ എന്ന് വരണം, അതുകൊണ്ട് പറ്റില്ല. അപ്പൊ അതിന് പകരം അവിടെ എന്ത് ചെയ്യണം? ടു സസ്പെൻസ് അക്കൗണ്ട് 12200. റെഡി അല്ലേ? ഓക്കെ. Machine, third one, machine purchased on 1st October 2022 for 50,000 in cash was posted to purchase account in the ledger. Machine purchased on 1st October 2022 നമ്മൾ പർച്ചേസ് ചെയ്തു മെഷീൻ. അത് 50,000 രൂപയ്ക്കായിരുന്നു, ഇൻ ക്യാഷിനാണ്. പക്ഷെ വാസ് പോസ്റ്റഡ് ടു ദ പർച്ചേസ് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ. പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്തത്. മെഷീൻ പർച്ചേസ് ചെയ്തത് പർച്ചേസ് അക്കൗണ്ടിലേക്ക് വിട്ടു. ആൻഡ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ അതിന് ആപ്ലിക്കബിൾ ആണ് മെഷീന് 15% പെർ ആനം. മെഷീൻ വാങ്ങിയത് എപ്പോഴാണ്? 1st ഒക്ടോബറിലാണ്. റെഡി? അപ്പോ ഇവിടെ ആദ്യം മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി നോക്കാം. മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. എത്ര രൂപയുടെ മെഷീനാണ്? 50,000 രൂപയുടെ മെഷീനാണ്, 50,000. ഓക്കെ, അപ്പൊ ഇതിന് പകരം ഇവിടെ നമ്മൾ എന്താക്കിയ ട്രീറ്റ് ചെയ്തേ? റോങ് എൻട്രി എന്താ? പർച്ചേസിലേക്ക് വിട്ടു എന്നാ പറഞ്ഞല്ലേ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് 50,000. അപ്പൊ നോക്കാം, ഇവിടെ മെഷീനറിക്ക് പകരം ഇവിടെ എന്ത് നമ്മൾ എഴുതി? പർച്ചേസ് എഴുതി. അപ്പൊ റെക്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ശരിക്കും കറക്റ്റ് ആയിട്ട് ഏതിനെയാ ഡെബിറ്റ് ചെയ്യണ്ടേ? കറക്റ്റ് ആയിട്ട് ഡെബിറ്റ് ചെയ്യേണ്ട ഏതിനെ ക്യാൻസൽ ചെയ്യണ്ടേ? ഡെബിറ്റ് ചെയ്ത പർച്ചേസിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ഡെബിറ്റ് ചെയ്ത പർച്ചേസിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പോ എന്തിനെ ഡെബിറ്റ് ചെയ്യണം? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു എന്തിനാ ക്യാൻസൽ ചെയ്യണ്ടേ? പർച്ചേസ്. പക്ഷെ പർച്ചേസ് ഇസ് എ നോമിനൽ അക്കൗണ്ട്. പർച്ചേസ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. പർച്ചേസ് നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് പർച്ചേസ് എന്ന് എഴുതണ്ട, പകരം എന്തെഴുതിയാൽ മതി? ടു പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ വർഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന? റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ? ഈ വർഷം നമ്മൾ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത അസറ്റ് കൂടി എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. പക്ഷെ ശരിക്കും 50,000 രൂപേന്റെ അസറ്റ് ആണോ കൂടിയേ? അല്ല. ഈ വർഷം എത്ര രൂപയുടെ അസറ്റാ കൂടിയേ? 50,000-ല് 1st ഒക്ടോബർ ടു മാർച്ച് വരെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ പോയില്ലേ? 50,000 ഇൻറ്റു 15% ഇൻറ്റു 6 month ഡിപ്രീസിയേഷൻ 3750 പോയി. 50,000 നിന്ന് 3750 പോയാൽ ബാക്കിന് എത്രയേ ഉള്ളൂ? 46,250 രൂപ. 46,250 rupees. ഈ 46,250 rupees ആണ് ഇവിടെ നമുക്ക് മെഷീനറി എമൗണ്ടിൽ കൂടിയത്, അസറ്റ് ആയിട്ട് കൂടിയത് 46,250. ഓക്കെ അല്ലേ? റെഡി? Then next one, sales book was overcast by rupees 10,000 in February 2023. Sales book overcast ആയി. Sales book was overcast means sales കൂട്ടി കാണിച്ചു. സെയിൽസ് കൂട്ടി കാണിക്കുമ്പോൾ ആ സെയിൽസിനെ നമ്മൾ കുറയ്ക്കണം അല്ലെ? അപ്പൊ സെയിൽസിനെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ സെയിൽസിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കാരണം സെയിൽസ് കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ സെയിൽസിനെ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇവിടെ എന്തിനാ? എന്ത് കാരണം കൊണ്ടിട്ടാണ് അവിടെ ഓവർകാസ്റ്റ് ചെയ്ത് കിടക്കുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ ഏത് അക്കൗണ്ടിന് നമുക്ക് ക്രെഡിറ്റ് ചെയ്യണം എന്നറിയില്ല. അപ്പൊ ഒന്നും അറിയില്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ഏതിനെ ഇടണ്ടേ? സസ്പെൻസ്. പക്ഷേ സെയിൽസ് ഈസ് എ
നോമിനൽ അക്കൗണ്ട് നോ. അപ്പൊ അതുകൊണ്ട് സെയിൽസ് എന്ന് എഴുതാൻ പറ്റത്തില്ല. പകരം എന്ത് എഴുതണം? പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സസ്പെൻസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാ? ഓവർകാസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാ? 10,000 ആണ് കൂട്ടി കാണിച്ചത്. അപ്പൊ അതിനെ കുറയ്ക്കുക, 10,000 10,000. പക്കായല്ലേ? ഈ ക്വസ്റ്റ്യൻ പക്കയല്ലേ? Then we have to move on the next question. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളോട് പ്രിപ്പയർ സസ്പെൻസ് അക്കൗണ്ട് എന്നും കൂടെ പറയുന്നുണ്ട് അല്ലെ. ജേർണൽ എൻട്രി റെക്ടിഫൈ ദ എറേഴ്സ് മാത്രമല്ല പ്രിപ്പയർ ദ സസ്പെൻസ് അക്കൗണ്ട് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. സസ്പെൻസ് അക്കൗണ്ട് യെസ്. അപ്പൊ നോക്കാം, സസ്പെൻസ് അക്കൗണ്ടില് പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സസ്പെൻസ്. അപ്പൊ സസ്പെൻസിൽ ബൈ പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എത്ര വരണം? ബൈ പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് 4,500. ദെൻ ഇവിടെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സസ്പെൻസ് ആണ്. സസ്പെൻസിൽ ബൈ ഡെപ്റ്റർ എന്ന് വരണം. ബൈ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ബൈ കസ്റ്റമേഴ്സ് എത്ര വരണം? 12 അല്ല 10,000 ആണ്. എത്രയാണ് എമൗണ്ട്? 12,200 അല്ലേ. ദെൻ ഇവിടെയും പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ടു സസ്പെൻസ് അക്കൗണ്ട് ഉണ്ട് 10,000. നമ്മൾ ലാസ്റ്റ് എഴുതിയത് ഈ എൻട്രി. ബൈ പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, വീണ്ടും ബൈ പി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് 10,000. ദെൻ സസ്പെൻസ് അക്കൗണ്ടിന് ഒരു ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ. ഡെബിറ്റ് ബാലൻസ് സസ്പെൻസിന് പറയണ ഓപ്പണിംഗ് 26,700. അപ്പൊ ടു ബാലൻസ് ബ്രോ ഡൗൺ 26,700 ഉണ്ട്. 26,700 നോക്കുക. 4,500 പ്ലസ് 12,200 പ്ലസ് 10,000 4,500 പ്ലസ് യെസ് 26,500. എറേഴ്സ് എന്തായി? എറേഴ്സ് വിൽ ബി കറക്റ്റഡ്. എല്ലാ എറേഴ്സും റെക്ടിഫൈ ചെയ്തു, കറക്റ്റ് ആക്കി. സസ്പെൻസ് അക്കൗണ്ടിൽ ഇനി എന്തില്ല? ഇനി ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഇല്ല. മൊത്തം നമ്മൾ എന്തായി? റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്തു. റെഡി? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ദെൻ പേജ് നമ്പർ 27 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. December 23 11 മാർക്ക് ക്വസ്റ്റ്യൻ. Rectify the following errors by passing the journal entries. Preeti was paid cash 2,800 but Jyoti was debited by 2,000. അപ്പൊ പ്രീതിക്ക് നമ്മൾ ക്യാഷ് കൊടുത്തു. പ്രീതിക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ പ്രീതി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് 2,800. പക്ഷെ ഇവരിവിടെ എന്ത് ചെയ്തു? പ്രീതിയുടെ അക്കൗണ്ടിൽ പോയിട്ട് ഡെബിറ്റ് ചെയ്തിട്ട് ടു ക്യാഷ് എന്ന് എഴുതാതെ ജ്യോതിയുടെ അക്കൗണ്ടിൽ പോയിട്ട് ഡെബിറ്റ് ചെയ്തു. അതും 2,000 ഡെബിറ്റ് ചെയ്തു. 2,800 അല്ല 2,000. അപ്പൊ എമൗണ്ടും തെറ്റി, അക്കൗണ്ടും തെറ്റി. അപ്പൊ ജ്യോതിനെ ഡെബിറ്റ് ചെയ്തെങ്കിൽ ജ്യോതിയുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ആക്കിയെങ്കിൽ ക്രെഡിറ്റ് ആക്കണം. ജ്യോതിനെ ക്രെഡിറ്റ് ആക്കിയാൽ 2,000 എന്താകും? ക്യാൻസൽ ആവില്ലേ? അപ്പൊ അവിടെ എന്താ ചെയ്യണ്ടേ? ടു ജ്യോതി എന്നാക്കണം. അവിടെ ക്യാൻസൽ ആക്കേണ്ടത് എത്രയാ? 2,000-നെയാണ് ക്യാൻസൽ ആക്കേണ്ടത്. 2,800-നെ ക്യാൻസൽ ആക്കാൻ കഴിയില്ല. കാരണം തെറ്റായിട്ട് അക്കൗണ്ട് ഇതായതുമല്ല, മാത്രവുമല്ല റെക്കോർഡ് ചെയ്തത് മാത്രവുമല്ല എമൗണ്ടും തെറ്റി 2,000 ആണ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തത്. അപ്പൊ ടു ജ്യോതി 2,000 വരണം. ദെൻ ആരെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? പ്രീതി അക്കൗണ്ടിലാണ് 2,800 കൊടുക്കേണ്ടത്. ദെൻ വീണ്ടും ക്രെഡിറ്റിൽ ഒരു 800 വരണം. അതിന് വീണ്ടും ടു ക്യാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷിൽ കറക്റ്റ്ലി നേരത്തെ തന്നെ പോസ്റ്റഡ് ആണ്. പ്രീതി ടു ക്യാഷ് എഴുതിയാൽ ക്യാഷിൽ കറക്റ്റ് പോസ്റ്റഡ് ആണ്. എവിടെ തെറ്റിയത്? പ്രീതി അക്കൗണ്ടിലാണ് തെറ്റിയത്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടേ? ടു സസ്പെൻസ് അക്കൗണ്ട്. ആ 800-ന് എന്താണ്? ടു സസ്പെൻസ് അക്കൗണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ പറയാണ് പ്രീതി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. പ്രീതി ടു ക്യാഷിൽ അവർ അതിന് പകരം ജ്യോതിയിൽ ഡെബിറ്റ് ചെയ്തു. ജ്യോതി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തതും 2,000 ആണ്, 2,800 അല്ല. അപ്പൊ ഡെബിറ്റ് ചെയ്ത ജ്യോതി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യണം. അപ്പൊ ടു ജ്യോതി 2,000. ഇനി ആരെ കറക്റ്റ്ലി ഡെബിറ്റ് ചെയ്യണം? പ്രീതിനെ കറക്റ്റ്ലി ഡെബിറ്റ് ചെയ്യണം. പ്രീതി അക്കൗണ്ട് ഡെബിറ്റ് 2,800 ആണ് കറക്റ്റ്ലി ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ക്രെഡിറ്റ് ആവണം ഒരു 800 കൂടെ. അതിന് നമുക്ക് ക്യാഷ് എന്ന് എഴുതാൻ കഴിയില്ല, കാരണം ക്യാഷിൽ കറക്റ്റ്ലി പോസ്റ്റഡ് ആണ്. സോ ടു സസ്പെൻസ് അക്കൗണ്ട് 800. ദെൻ സെക്കൻഡ് വൺ, ഗുഡ്സ് കോസ്റ്റിംഗ് 10,000 were purchased for various members of the staff and cost was included in purchase. A similar amount was deducted from the salary to the staff members concerned and at payments to the debited to salary account. Goods costing 10,000 were purchased for various members of the സ്റ്റാഫിന് വേണ്ടിയിട്ട് കുറച്ച് 10,000 രൂപയുടെ ഗുഡ്സ് ഈ കമ്പനി പർച്ചേസ് ചെയ്തു. പക്ഷേ അത് ഇവർ എന്ത് ചെയ്തു? പർച്ചേസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. സ്റ്റാഫിന് വേണ്ടി പർച്ചേസ് ചെയ്ത് പർച്ചേസിൽ ഇൻക്ലൂഡ് ചെയ്തു. സ്റ്റാഫിന് വേണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കേണ്ടത് എന്തായിട്ടാണ്? സാലറിയിൽ നിന്നായിട്ട് കൂട്ടാൻ, അതായത് അവർക്ക് സാലറി കൊടുത്തതുപോലെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവർ എന്ത് ചെയ്തു? സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ആണ് ചെയ്തത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ശരിക്കും?
ഇവര് ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ 10,000 ഫോർ സ്റ്റാഫിന് വേണ്ടി കമ്പനി പർച്ചേസ് അല്ലെങ്കിൽ സ്ഥാപനം പർച്ചേസ് ചെയ്തു. അത് ശരിക്കും അവരുടെ സാലറി ആയിട്ട് കാണിക്കുന്നതിന് പകരം ഇവരെന്ത് ചെയ്തു, ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഫേമിന്റെ എന്തായിട്ട് കാണിച്ചു, പർച്ചേസിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു. ദാറ്റ് മീൻസ് പർച്ചേസ് കൂടി കിടക്കാണ് 10,000 രൂപ. പർച്ചേസിന് നമ്മൾ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. ടു പർച്ചേസ് ആയിട്ട് കാണിക്കണം. അപ്പൊ എന്തിനാ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഇവിടെ പർച്ചേസ് ചെയ്ത് ആർക്ക് വേണ്ട, സ്റ്റാഫിന് വേണ്ടിയിട്ടാണ്. സോ സ്റ്റാഫിന് നമ്മൾ സാലറി കൊടുക്കുന്നത് പോലെയാണ്. ഇപ്പൊ സാലറി അക്കൗണ്ട് ഡെബിറ്റഡ് 10,000 ടു പർച്ചേസ് 10,000. Then next one, wages amounting to 7,000 for machinery erection were debited to wages account. അതായത് wages amounting to 7,000 for machinery erection. Machinery erection means മെഷീനറിയുടെ റീകണ്ടീഷനിങ് സ്റ്റേജിലേക്ക്, റീകണ്ടീഷനിങ് മീൻസ് റീകണ്ടീഷൻ ടു റെഡി ഫോർ യൂസ് ആകാനായിട്ട് ഈ മെഷീനറിക്ക് വന്ന റിപ്പയറിംഗ് ചാർജസ് ആണ് 7,000. ആ വേജസ് നമ്മൾ എങ്ങോട്ടേക്കാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, മെഷീനറിന്റെ വാല്യൂയിലേക്ക് തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. മെഷീനറിന്റെ എമൗണ്ട് കൂടുതലായിട്ട് തന്നെ കാണിക്കേണ്ട, പകരം എന്തല്ല, വേജസ് ടു ക്യാഷ് എന്നല്ല കാണിക്കേണ്ട, മെഷീനറി ടു ക്യാഷ് തന്നെ. കാരണം ആസ് പെർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്കൊരു ബിസിനസിന്റെ പ്രോഫിറ്റ് ഒരു ഫിക്സഡ് അസറ്റ് മേടിക്കുമ്പോൾ ആ ഫിക്സഡ് അസറ്റ് റെഡി ടു യൂസ് ആകാൻ വരുന്ന കോസ്റ്റും ആ ഫിക്സഡ് അസറ്റിന്റെ പാർട്ടാണ്, അതിന്റെ കോസ്റ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ വന്ന് ഈ വേജസും ശരിക്കും വേജസ് ടു ക്യാഷ് എന്നല്ല എഴുതേണ്ട, പകരം മെഷീനറി ടു ക്യാഷ്, അതായത് മെഷീനറി അക്കൗണ്ട് വാല്യൂ കൂടുതലായിട്ടാണ് കാണിക്കേണ്ടത്. പക്ഷെ ഇവരെന്ത് ചെയ്തു, വേജസിലേക്ക് ഡെബിറ്റ് ചെയ്തു. അപ്പൊ ആ ഡെബിറ്റ് ചെയ്ത വേജസ് നമ്മൾ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. ടു വേജസ് എന്തിനാ ഡെബിറ്റ് ചെയ്യണം, മെഷീനറി അക്കൗണ്ട്. അപ്പോ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു വേജസ്. കത്തിയില്ലേ, മനസ്സിലായില്ലേ? വേജസ് ടു ക്യാഷ് എന്ന് കാണിച്ചു എന്നാ പറഞ്ഞേ. അപ്പൊ വേജസ് ടു ക്യാഷ് എന്നല്ല കാണിക്കേണ്ട, വേജസിനെ നമ്മൾ ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യാൻ ടു വേജസ് എന്നാണ് എഴുതേണ്ടത്. ദെൻ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, മെഷീനറിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ അടുത്തത്, machinery written off by ₹1,000 has not been posted to depreciation account. Machinery written off by ₹1,000 has not been posted to depreciation account. Depreciation accountലേക്ക് പോസ്റ്റ് ചെയ്തിട്ടില്ല. മെഷീനറി അവിടെ 1,000 രൂപ റൈറ്റ് ഓഫ് ചെയ്തിരുന്നു, അത് എന്ത് ചെയ്തിട്ടില്ല, ഹാസ് നോട്ട് ബീൻ പോസ്റ്റഡ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. അപ്പൊ നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഡിപ്രീസിയേഷൻ കാണിക്കുമ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി എന്നാണ് വരേണ്ടത്. ആ ഡിപ്രീസിയേഷൻ ടു മെഷീനറി എന്ന് വരുന്ന സമയത്ത് ഇവിടെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് മെഷീനറി അക്കൗണ്ടിൽ കറക്റ്റ്ലി പോസ്റ്റഡ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതിൽ മാത്രം കാണിച്ചാൽ മതി, ഡിപ്രീസിയേഷനെ മാത്രം കൂട്ടുക, എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ടു നമ്മൾ വീണ്ടും മെഷീനറി എഴുതില്ല, കാരണം മെഷീനറി എഴുതിയാൽ വീണ്ടും വാല്യൂ കുറയും. മെഷീനറിക്ക് പകരം നമ്മൾ എന്ത് എഴുതും, സസ്പെൻസ് അക്കൗണ്ട് എന്ന് എഴുതും. റെഡി അല്ലേ? The next one, goods purchased for ₹1,000 for proprietor's use were debited to purchase account. Goods personal use ന് വേണ്ടി, proprietor's use means personal use ന് വേണ്ടി പർച്ചേസ് ചെയ്തത് ഇവിടെ ഡെബിറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക്, പർച്ചേസ് അക്കൗണ്ടിലേക്ക്. പർച്ചേസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പർച്ചേസിലേക്ക് ഡെബിറ്റ് ചെയ്യാൻ മീൻസ് അതിനെ ക്യാൻസൽ ചെയ്യണം, കാരണം അവിടെ ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ് ഡെബിറ്റ് വരേണ്ടത്. അപ്പോൾ ക്യാൻസൽ ചെയ്യാനായിട്ട് ടു പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയണം, ടു പർച്ചേസ്. അപ്പൊ എന്തിനാ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യേണ്ടത് ഡ്രോയിങ്സിനെയാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട്. റെഡി അല്ലേ? Then goods purchased for 5,000 were posted as 500 to the purchase account. Goods purchase ചെയ്തു 5,000 rupeesന്, പക്ഷെ പർച്ചേസ് അക്കൗണ്ടിൽ 500 ആയിട്ടാണ് കാണിക്കുന്നത്. പർച്ചേസ് അക്കൗണ്ടിൽ 500 ആയിട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഒന്നെങ്കിൽ ക്യാഷ് എന്നാവാം അല്ലെങ്കിൽ ക്രെഡിറ്റർ എന്നാവാം. പർച്ചേസ് ചെയ്തത് 5,000 രൂപയ്ക്കാണ്. പക്ഷെ ഈ എൻട്രിയിൽ ഈ പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ആയിട്ട് എത്ര കാണിച്ചേക്കുന്നത്, 500 ആയിട്ടാണ് കാണിച്ചത്. അപ്പൊ വീണ്ടും ഇനിയും അവിടെ എത്രയും കൂടെ വരണം, 4,500 കൂടെ വരണം. 4,500 കൂടെ വരാനായിട്ട് വീണ്ടും പർച്ചേസിന് ആകെ ഇപ്പൊ ഡെബിറ്റ് 500 രൂപ വന്നിട്ടുള്ളൂ. ഇനി 5,000 കൂടെ ആവാനായിട്ട് വീണ്ടും പർച്ചേസിന് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് 4,500. ടു ആരെ ക്രെഡിറ്റ് ചെയ്യണം, ക്യാഷോ ക്രെഡിറ്ററോ ചെയ്യാൻ പറ്റുമോ, ഇല്ല, കാരണം അവരുടെ കറക്റ്റ്ലി പോസ്റ്റഡാ. അപ്പൊ കറക്റ്റ്ലി പോസ്റ്റഡ് ആണെങ്കിൽ അവിടെ ഒന്നും എഴുതാനില്ലെങ്കിൽ പിന്നെ എന്താ വരേണ്ട, ടു സസ്പെൻസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സസ്പെൻസ് അക്കൗണ്ട്. മനസ്സിലായോ? ഒന്നും കൂടെ, പർച്ചേസ് ടു ക്യാഷ് അല്ലെങ്കിൽ പർച്ചേസ് ടു ക്രെഡിറ്റർ എന്നാണ് വരേണ്ടത്. ഇവിടെ പർച്ചേസിന്റെ അക്കൗണ്ടിലാണ് 500 ആയിട്ട് കാണിച്ചത്. ദാറ്റ് മീൻസ് കറക്റ്റ്ലി പോസ്റ്റഡ് ടു ദാറ്റ് ക്യാഷ് അക്കൗണ്ട്. ക്യാഷിൽ കറക്റ്റ്ലി പോസ്റ്റഡ് ആണ് അല്ലെ, ക്യാഷിൽ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ക്രെഡിറ്ററിന്റെ അക്കൗണ്ടിൽ കറക്റ്റ് ആയിട്ട് പോസ്റ്റഡ് ആണ്. എവിടെ തെറ്റിയത്,
പർച്ചേസിൽ. അപ്പൊ പർച്ചേസിനെ മാത്രം ഇനിയും കൂട്ടിക്കാണിക്കുക. വീണ്ടും ക്രെഡിറ്ററിനെയോ ക്യാഷിനെയോ കൂട്ടിക്കാണിച്ചാൽ വീണ്ടും അവരുടെ ബാലൻസും കൂടെ റെക്ടിഫൈ എറേഴ്സ് കൂടുതൽ ചെയ്യുക. അപ്പൊ ഏതിനെ മാത്രം കൂട്ടുക? പർച്ചേസിനെ മാത്രം കൂടുക. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു, പിന്നെ അവിടെ വേറെ ഒന്നും അക്കൗണ്ടുകൾ എഴുതാനില്ല, ഇറെലവന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചേർക്കും? സസ്പെൻസ് അക്കൗണ്ട്. Then goods purchased for rupees 200 were posted as 2000 to the purchase account. Goods purchase ചെയ്ത് 200 രൂപയ്ക്ക്, പക്ഷെ നമ്മൾ 2000 ആയിട്ടാ കാണിച്ചേ. അപ്പോ പർച്ചേസ് ചെയ്തത് 200-ന്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് 200. പക്ഷെ ഇതില് 2000 ആയിട്ട് ആ പർച്ചേസ് അക്കൗണ്ടിൽ കാണിച്ചു. അപ്പൊ പർച്ചേസിൽ ഡെബിറ്റ് ആയിട്ട് എത്ര കാണിച്ചു? 200-ന് പകരം 2000 കാണിച്ചു. അപ്പൊ ഇവിടെ 1800 രൂപ കുറയ്ക്കണ്ടേ? കുറയ്ക്കാനായിട്ട് അവിടെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പർച്ചേസിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ടു പർച്ചേസ് 1800. ഇനി എന്തിനാ ഡെബിറ്റ് ചെയ്യും? ഒരു അക്കൗണ്ടിനെയും ഡെബിറ്റ് ചെയ്യാനില്ല. കാരണം തിരിച്ച് റിവേഴ്സ് എൻട്രി വരാം. എപ്പോ? അവിടെ ക്യാഷിലും കറക്റ്റ് ആയിട്ട് തെറ്റായിട്ടാണ് കാണിച്ചത്. ക്യാഷിന് 200 രൂപയല്ല 2000 ആയിട്ട് വന്നത്, 2000 പോയതായിട്ട് കാണിച്ചു. പർച്ചേസിലും 2000 ആയിട്ട് കാണിച്ചെങ്കിൽ റിവേഴ്സ് എൻട്രി ഇടാം. പക്ഷെ ഇവിടെ ക്യാഷിൽ കറക്റ്റ് ആയിട്ട് 200 രൂപ പോയതായിട്ട് തന്നെ കാണിച്ചത്. എവിടെയാണ് പർച്ചേസിൽ മാത്രമാണ് 2000 വന്നായിട്ട് കാണിച്ചത്. ക്യാഷിൽ കറക്റ്റ് ആയിട്ട് 200 പോയതായിട്ടേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് അവിടെ പിന്നെ ഡെബിറ്റ് ചെയ്യാൻ വേറെ അക്കൗണ്ടുകൾ ഇറലവന്റ് ആണ്, ഒന്നുമില്ല. അപ്പൊ ഇപ്പൊ സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് 1800 ടു പർച്ചേസ് അക്കൗണ്ട് 1800. Then അടുത്തത് 1000 rupees received from Preeti was debited to her account. 1000 rupees കിട്ടി എന്ന് പറഞ്ഞ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രീതി 1000 ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ പ്രീതിയുടെ അക്കൗണ്ടിൽ എന്താ വരണ്ടേ? ക്രെഡിറ്റ് ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ പ്രീതിയുടെ അക്കൗണ്ടിൽ എന്ത് പറ്റിപ്പോയി? ഡെബിറ്റ് ചെയ്തു പോയി. ഡെബിറ്റ് ചെയ്തെങ്കിൽ അവിടെ വീണ്ടും ക്രെഡിറ്റ് വരണം. ക്രെഡിറ്റ് എത്ര വരണം? 1000 ആണ് വരേണ്ടത്. 1000 വരണമെങ്കിൽ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കാം. പ്രീതിയുടെ അക്കൗണ്ടിൽ ശരിക്കും ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് 1000 വരണ്ടേ. പക്ഷെ ഇവിടെ ഇങ്ങനെയല്ല. അതിന് പകരം എവിടെ എഴുതി? ഇവിടെയാണ് 1000 എഴുതിയത്. പ്രീതിയുടെ അക്കൗണ്ടിൽ 1000 ഇവിടെ എഴുതി. 1000 ഇവിടെ എഴുതിയെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 1000 കൂടെ ഇടണം. അപ്പൊ ഇതും ക്യാൻസൽ ആയി അല്ലെ? ഇതും ക്യാൻസൽ ആയി. ഇനി ഒരു 1000 കൂടെ വരണം. അപ്പൊ ഇവിടെ എത്രയാ? പ്രീതിനെ ഇപ്പൊ ക്രെഡിറ്റ് ആക്കേണ്ടത് എത്രയാ? 1000 + 1000 2000 ആണ് ക്രെഡിറ്റ് ആക്കേണ്ടത്. സോ റിസീവ്ഡ് ഫ്രം പ്രീതി. അപ്പം ക്യാഷിൽ നമ്മൾ കറക്റ്റ്ലി പോസ്റ്റ് ആണ്. പ്രീതിയുടെ അക്കൗണ്ടിലാണ് തെറ്റായിട്ട് റെക്കോർഡ് ചെയ്തത്. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രീതിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ട് ഇനി എത്ര വരണ്ടേ? 2000. എന്നാലേ നമുക്ക് എന്താവുള്ളൂ? ആദ്യം ഡെബിറ്റ് ചെയ്ത 1000 ക്യാൻസൽ ആക്കിയിട്ട് പിന്നെ ക്രെഡിറ്റിൽ ഒരു 1000 കൂടെ വരണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? പ്രീതിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ എത്ര കാണിക്കണം? 2000 കാണിക്കണം. മനസ്സിലായോ? ഇവിടെ പ്രീതിയുടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ശരിക്കും 1000 ഇവിടെ വരണ്ടേ, പക്ഷെ 1000 അവിടെ വന്നിട്ടില്ല. പകരം എവിടെ വന്നു? 1000 ഡെബിറ്റിൽ വന്നു. ഈ ഡെബിറ്റ് ക്യാൻസൽ ആക്കാൻ ഇവിടെ ഒരു 1000 കൂടെ ഇട്ടാൽ ഇത് രണ്ടും ക്യാൻസൽ ആയി. പിന്നെയും നമ്മൾ എന്ത് വേണം? ക്രെഡിറ്റ് സൈഡിൽ ഒരു 1000 കൂടെ വരണം. ഓക്കെ, അപ്പൊ ക്രെഡിറ്റിൽ ശരിക്കും എത്ര ഇടണ്ടേ? 2000 ഇടണം. അപ്പൊ ടു പ്രീതി എത്ര വരണം? 2000. ദെൻ ക്യാഷിൽ പിന്നെ വരണോ? 1000 പിന്നെ വരണോ? 2000 പിന്നെയും വരണോ? വേണ്ട, ഓൾറെഡി ഇവിടെ 1000 വന്നു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഡെബിറ്റിൽ എന്ത് വരണം? സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രീതി. റെഡി? ദ ലാസ്റ്റ് വൺ, 9th one. The balance in the account of Mr. Rahim 1000 has been written off as a bad but no account has been debited. അതായത് റഹീം അക്കൗണ്ടിൽ 1000 രൂപ റൈറ്റ് ഓഫ് ചെയ്തു ബാഡ് അപ്റ്റ് ആയിട്ട്, പക്ഷെ അക്കൗണ്ടിൽ ഒന്നും ഡെബിറ്റ് ചെയ്തിട്ടില്ല. എവിടെ? നോ അക്കൗണ്ട് ഹാസ് ബീൻ ഡെബിറ്റഡ്. ഡെബിറ്റ് അക്കൗണ്ടിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ഒരു അക്കൗണ്ട് പോലും ഡെബിറ്റ് ചെയ്തിട്ടില്ല. ക്രെഡിറ്റ് ചെയ്തു എന്നാ അർത്ഥം അല്ലെ? അതിന്റെ അർത്ഥം എന്താ? കറക്റ്റ്ലി ക്രെഡിറ്റഡ് ആയി, പക്ഷെ എന്തായിട്ടില്ല? ഒരു അക്കൗണ്ടിലും ഡെബിറ്റ് വന്നിട്ടില്ല. എന്താ ഡെബിറ്റ് വരണ്ടേ? ബാഡ് അപ്റ്റ് അക്കൗണ്ട്. 1000 രൂപ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് ബാഡ് ആയിട്ട് കളയുമ്പോൾ എന്താ വരണ്ടേ? ബാഡ് അപ്റ്റിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടേ. ഇനി റഹീം അത്രയും തരാനില്ല. അപ്പൊ റഹീം എന്നുള്ള ഡെപ്റ്റർ കുറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു അക്കൗണ്ടിനെയും ഡെബിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത് വന്നിട്ടില്ല? ബാഡ് അപ്റ്റ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അപ്പൊ കറക്റ്റ്ലി റഹീമിന്റെ അക്കൗണ്ടിൽ 1000 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് വരണം? ബാഡ് അപ്റ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്രെഡിറ്റിൽ സസ്പെൻസ് അക്കൗണ്ട് ആണ് വരേണ്ടത്. കാരണം റഹീം അക്കൗണ്ടിൽ കറക്റ്റ്ലി പോസ്റ്റഡ് ആണ്. സോ ടു സസ്പെൻസ് അക്കൗണ്ട്. ക്ലിയർ അല്ലേ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 40, June 23, 8th mark question ആണ്. On 1st April 2019, Jeku Limited purchased a machine for rupees 7,20,000 rupees and spent 20,000 on freight and cartage, rupees 15,000 as a transit insurance, 30,000 for a installation and rupees 50,000 as a brokerage.
It was estimated that machine will have a scrap value of rupees 50,000 at the end of its useful life for the year 15 years. On 1st January 2021, repairs and renewals vannu rupees 40,000 and 1st October 2021 this machine was sold for rupees 6,10,000 and another machine was purchased rupees costing 15 lakh and the new machine estimated that this machine will have a scrap value of rupees 1,20,000 at the end of the useful life of 10 years and prepare the machine account for 3 years. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ആദ്യം വരച്ചു വെക്കാം. വരച്ചിട്ട് ആദ്യം പോസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? മെഷീനറി അക്കൗണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എൻട്രി എന്നാണ് പർച്ചേസ് ചെയ്തത്? 1st April 2019 പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് ആണ്. അപ്പൊ അവിടെ 7,20,000 ആണ് മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്ലസ് അതിന്റെ കൂടെ എന്തൊക്കെ കൂട്ടണം? ഫ്രൈറ്റ് ഇൻക്വയർ ആയി 15,000, ട്രാൻസിറ്റ് ഇൻഷുറൻസ് ഇൻക്വയർ ആയി 30,000, ഇൻസ്റ്റാളേഷൻ ഇൻക്വയർ ആയി 15,000 എന്തുവായി? ബ്രോക്കറേജുമായി. അപ്പൊ ഒരു ഫിക്സഡ് അസറ്റ് മേടിക്കുന്ന സമയത്ത് ആ മേടിക്കാനായിട്ട് നമുക്ക് വരുന്ന ഒരു കോസ്റ്റ് ഉണ്ട്. പ്ലസ് നമുക്ക് നമ്മളുടെ കൈകളിലേക്ക് ആ മെഷീൻ എത്താനായിട്ട്, നമ്മളുടെ ആ അസറ്റ് നമ്മുടെ കൈകളിലേക്ക് എത്താനായിട്ടും ദെൻ ആ മെഷീനറി അല്ലെങ്കിൽ ആ അസറ്റ് റെഡി ടു യൂസ് ആവാനായിട്ടും വരുന്ന എല്ലാ കോസ്റ്റും ആ അസറ്റിന്റെ കോസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ടോട്ടൽ 7,20,000 ആണ്. ആ മെഷീനറിയുടെ കോസ്റ്റ് മാത്രം 7,20,000 ആണ്. ദെൻ അത് നമ്മുടെ കൈകളിൽ എത്താനും ദെൻ റെഡി ടു യൂസ് ആവാനും പ്ലസ് എത്രയുണ്ട്? 20,000 പ്ലസ് 15,000 പ്ലസ് 30,000 പ്ലസ് 15,000 ടോട്ടൽ എത്രയായി? 8 lakh ആണ്. അപ്പോൾ ഡേറ്റില് 1/4/2019 എത്രയാണ്? 19 ടു ബാങ്ക് എന്നും പറഞ്ഞിട്ട് 7,20,000 പ്ലസ് 20,000 പ്ലസ് 15,000 plus 30,000 plus 15,000 ടോട്ടൽ എത്രയായി? 8 lakh ആയി. റെഡി അല്ലേ? റെഡി. ദെൻ അടുത്തത് ആ വർഷം പിന്നെ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ 2021 ഉള്ളൂ. പക്ഷെ 2021 ഒന്ന് കരുതിയിട്ട് നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? ഇല്ല. കാരണം അതുവരെ ഓരോ വർഷവും ഇനി മുതൽ നമ്മളൊരു ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർഷവും എന്ത് കൊടുക്കണം? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ. ഇപ്പൊ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണത് എല്ലാ വർഷവും ഇയർ എൻഡിലാണ്. അപ്പൊ 2019 1/4/2019 അപ്പൊ ബിഗിനിങ്ങിൽ തന്നെയാണ് ഈ മെഷീനറി വാങ്ങിയത്. സോ നമുക്ക് 1 year ഡിപ്രീസിയേഷനും ക്ലെയിം ചെയ്യാം അല്ലെ, ബിഗിനിങ്ങിൽ വാങ്ങിയത് കൊണ്ട്. അപ്പൊ 8 lakh ഇവിടെ ആ മെഷീനറിക്ക് സ്ക്രാപ്പ് വാല്യൂ എത്ര പറയുന്നുണ്ട്? 50,000. അപ്പൊ -50,000 ഡിവൈഡഡ് ബൈ, അപ്പൊ കോസ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ എങ്ങനെ കാണുന്നുണ്ട്? ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ വർക്കിംഗ് നോട്ട് നമ്പർ 1 കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഇല്ലേ? കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ അതില് കോസ്റ്റ് ഓഫ് ദ അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഈക്വൽ ടു 8 lakh minus scrap value 50,000 divided by useful life 15 years equal to 50,000 ആണ് നമ്മളുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. 15,000 ആണ്. നമ്മൾ ഫസ്റ്റ് ഏപ്രിൽ തന്നെ വാങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് 1 year ഡിപ്രീസിയേഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ 31st ഇയർ എൻഡിലേക്കാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പൊ 31st March 2020 ബൈ ഡിപ്രീസിയേഷൻ വർക്കിംഗ് നോട്ട് നമ്പർ 1 50,000. ദെൻ നമ്മളിത് ക്ലോസ് ചെയ്യാം. 8 lakh എത്ര വന്നു? ബാലൻസ് 7,50,000. അത് 31st March 2020 നമുക്ക് വന്ന ക്ലോസിംഗ് ബാലൻസ് ആണ്. യെസ്. ഇനി നേരെ ഓപ്പണിംഗ് 1/4/2020 ടു ബാലൻസ് ബ്രൂ ഡൗൺ. പിറ്റേ ദിവസമായപ്പോ പുതിയ ഇയർ ആയല്ലേ. ബാലൻസ് ബ്രൂ ഡൗൺ 7,50,000. ഇനി ആ വർഷം എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഉണ്ടോ? ആ വർഷവും ഒരു ട്രാൻസാക്ഷനും ഒന്നുമില്ല. അപ്പൊ അതേ വർഷം പിറ്റേ വർഷം ഇയർ എൻഡിൽ 31st March 2021 വീണ്ടും നമ്മൾ ഇയർ എൻഡിലേക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ 50,000 തന്നെയാണ്. അതാണ് വർക്കിംഗ് നോട്ട് നമ്പർ 1 തന്നെയാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യണു. 7,50,000 മൈനസ് 50,000 എത്രയാണ്? 7 lakh ആണ് ബാലൻസ് വരുന്നത്. അപ്പൊ ഇയർ എൻഡിലെ ക്ലോസിംഗ് ബാലൻസ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ.
റെഡി അല്ലേ? ദെൻ പിറ്റേന്ന് ഓപ്പണിംഗിലേക്ക് 1/4/21 ടു ബാലൻസ് ബ്രോ ഡൗൺ 7 lakh. റെഡി? ഓക്കെ അല്ലേ? റെഡി. ഇനി 1st January ഈ ഡേറ്റിൽ എന്തോ ഒരു പന്തികളുണ്ട്. 1st January 2021 റിപ്പയർ ആൻഡ് റിന്യൂവൽസ് വന്നു. 40,000 were carried out. അപ്പൊ റിപ്പയർ ആൻഡ് റിന്യൂവൽസ് മീൻസ് റിപ്പയർ ആൻഡ് റിന്യൂവൽസ് അസറ്റിന്റെ പാർട്ട് ആകണമെങ്കിൽ ആ റിപ്പയറിംഗിലൂടെ റിന്യൂവൽസിലൂടെ ഈ മെഷീനറിയുടെ എഫിഷ്യൻസിക്ക് എന്തെങ്കിലും ഒരു ഇൻക്രിമെന്റ് വരുന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി കൂടണം അല്ലെ. അപ്പൊ ബിസിനസിന്റെ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി കൂടാൻ മാത്രം ഒന്നുകൂടെ നമുക്ക് ജസ്റ്റ് റിപ്പയറിംഗ് മാത്രമാണ് അല്ലെ. മെഷീനറിയുടെ എഫിഷ്യൻസി കൂടിയാൽ ബിസിനസിന്റെ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി കൂടും. അപ്പൊ ഇവിടെ നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി കൂടാനുള്ള എഫിഷ്യൻസി അതിന് മാത്രം എന്തെങ്കിലും കൂടുന്നുണ്ടോ? ഇല്ല, ജസ്റ്റ് റിപ്പയറിംഗ് മാത്രം. അപ്പൊ ഈ 40,000 എന്തല്ല? അസറ്റിന്റെ പാർട്ട് അല്ല. പകരം അത് എങ്ങോട്ട് പോകേണ്ടതാണ്? P&L അക്കൗണ്ടിലേക്ക് പോകേണ്ടതാണ്. അപ്പൊ അത് റെക്കോർഡ് ചെയ്യില്ല. സിമ്പിൾ. 1st October 2021 ഈ മെഷീനറി സോൾഡ് ആയി എത്ര രൂപയ്ക്ക് വിറ്റു? 6,10,000 രൂപയ്ക്ക് വിറ്റു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് നോട്ട് നമ്പർ 2 ഇപ്പൊ 1st October വിൽക്കുന്ന അല്ലെ. 1st October വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ 1st October മീൻസ് നമുക്ക് അതുവരെയുള്ള ആ മെഷീനറിന്റെ ബുക്ക് വാല്യൂ കാണാം. ഇപ്പൊ നിലവിൽ നമുക്ക് ബുക്ക് വാല്യൂ ഇവിടെ നമുക്ക് ഹെഡിങ് എഴുതണം. ഹെഡിങ് ആരെഴുതും? കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് വാല്യൂ ആൻഡ് book value of sold machine. Ready? So book value as on 1/4/21 നമുക്ക് എത്ര ബുക്ക് വാല്യൂ ഉണ്ട്? മൊത്തം 7 lakh ഉണ്ട്. Then 1st October വിൽക്കുകയാണെങ്കിൽ അതുവരെയുള്ള ഡിപ്രീസിയേഷൻ വേണം അല്ലെ. അതുവരെയുള്ള ഡിപ്രീസിയേഷൻ വന്നാൽ October 1 വിൽക്കുമ്പോൾ 1st April മുതൽ April, May, June, July, August, September, October 1 വിൽക്കുന്ന. അപ്പൊ സെപ്റ്റംബർ വരെ നമുക്ക് ഡിപ്രീസിയേഷൻ എടുക്കാം. 6 മാസത്തെ ഡിപ്രീസിയേഷൻ. അപ്പൊ 50,000 ആണ് ടോട്ടൽ 1 year ഡിപ്രീസിയേഷൻ ഇൻറ്റു 6/12 25,000. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്മളുടെ 6,75,000 ആണ് 1st October 2021 നമ്മളുടെ മെഷീനറിന്റെ ബുക്ക് വാല്യൂ. അപ്പൊ ബുക്ക് വാല്യൂ ആസ് ഓൺ 1/10/21 നമ്മളുടെ ബുക്ക് വാല്യൂ എത്രയാ? 6,75,000 ആണ്. പക്ഷെ നമ്മൾ വിൽക്കുന്നത് എത്രയ്ക്കാണ്? 6,10,000 അല്ലെ. അപ്പൊ ലെസ് സെയിൽ വാല്യൂ ഓൺ 1/10 6,10,000 ഉള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 65,000 നമുക്ക് എന്താണ്? ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. റെഡി അല്ലേ? ഓക്കെ. ഇനി ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യും? അതുവരെയുള്ള ഡിപ്രീസിയേഷനും റെക്കോർഡ് ചെയ്യണം. ദെൻ വിറ്റത് റെക്കോർഡ് ചെയ്യണം. എത്ര രൂപയ്ക്കാണെന്ന് വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ലോസും റെക്കോർഡ് ചെയ്യണം അല്ലെ. അപ്പൊ നേരെ ഇങ്ങോട്ടേക്ക് വരാം. 1st October 2021 അതുവരെയുള്ള അത് ആ മെഷീനറിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? എത്ര ഡിപ്രീസിയേഷൻ? 25,000. ദെൻ 1/10 വിൽക്കുകയാണ്. ബൈ ക്യാഷ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 6,10,000. ദെൻ ആ ഡേറ്റിൽ തന്നെ നമുക്ക് ലോസ് വന്നത് എത്രയായിരുന്നു? അത് P&L അക്കൗണ്ടിലേക്കാണ് വിടേണ്ടത്. 65,000. റെഡി? ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ ഈ മെഷീനറിന്റെ ഇത്രയും ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഓൾഡ് മെഷീനറി എന്തെങ്കിലും വിൽക്കുകയാണ്. അപ്പൊ 65,000 ലോസ് റെക്കോർഡ് ചെയ്യണം, ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യണം, എത്ര രൂപയ്ക്ക് വിറ്റു എന്നുള്ളതും റെക്കോർഡ് ചെയ്യണം. ദെൻ അടുത്ത എന്താ പറയണേ? Another machinery was purchased costing 15 lakh. പുതിയൊരു മെഷീനറി പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഏത് ഡേറ്റിനാണ്? ഇതേ സെയിം ഡേറ്റിനാണ് അല്ലെ. ഇതേ സെയിം ഡേറ്റിന് പുതിയൊരു മെഷീനറി പർച്ചേസ് ചെയ്തു ഫോർ 15 lakh ആണ്. The new machine was estimated that the machine has a scrap value 1,20,000 ഡിപ്പെൻഡ് സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. And it has a useful life
10 ഇയർ ഉണ്ട്. അപ്പൊ ഇവിടെ വർക്കിംഗ് നോട്ട് നമ്പർ 3 computation of depreciation of a new machine. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാൽക്കുലേഷൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു എങ്ങനെയാണ് അത് മെത്തേഡ് കാണിച്ചു ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഡിപ്രീസിയേഷൻ ഫോർ ദ ന്യൂ മെഷീനറി എന്ന് പറയുന്നത് എത്രയാണ്? കോസ്റ്റ് ഈക്വൽ ടു 15 lakh ആണ്. 15 lakh മൈനസ് 1,20,000 ഡിവൈഡഡ് ബൈ 10 years. 15 lakh minus 1,20,000 divided by 10 years equal to 1,38,000 ആണ് പെർ ഇയർ ഡിപ്രീസിയേഷൻ. പക്ഷെ ഇവിടെ ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ നമ്മൾ ചെയ്യില്ല, കാരണം നമ്മൾ 1 ഒക്ടോബറിനാണ് പർച്ചേസ്. 1 ഒക്ടോബറിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഒക്ടോബറിനാണ്, സോറി ഇവിടെ 1 ഒക്ടോബർ 2021 ആണ് പർച്ചേസ് ചെയ്യുമ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് 15 lakh. ഓക്കെ, അപ്പൊ അതുവരെയുള്ള മെഷീനറി ഡിപ്രീസിയേഷൻ. അപ്പൊ ഇയർ എൻഡിലേക്ക് പോകുന്ന സമയത്ത് ഈ പുതിയ മെഷീനറിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 1,38,000 ഒരു വർഷത്തെയാണ്. പക്ഷെ 1 ഒക്ടോബർ ടു മാർച്ച് വരെ നമുക്ക് 6 മാസം ഡിപ്രീസിയേഷനേ ഉള്ളൂ. സോ 1,38,000 ബൈ എത്രയാണ്? 69,000 ആണ് നമുക്ക് എന്ത് വരുന്നുള്ളൂ? ഡിപ്രീസിയേഷൻ വരുന്നുള്ളൂ. ഇനി നമുക്കിത് ബാലൻസ് ചെയ്യാം. 22,000 minus 25,000 minus 6,10,000 minus 65,000 minus 69,000 14,31,000 ആണ് ക്ലോസിംഗ് ബാലൻസ്. 31,321 ബൈ ബാലൻസ് ക്യാരി ഡൗൺ 1/4/21 ടു ബാലൻസ് ബ്രൂ ഡൗൺ 14,31,000. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓ സോറി ഡേറ്റ് തെറ്റി മോനെ, ഡേറ്റ് തെറ്റി മകാനെ, സോറി. ഈ ഡേറ്റ് ആണ് കേട്ടോ. ഡേറ്റ് തെറ്റി. റെഡി. അപ്പോ ഇയർ എൻഡിലേക്ക് നോക്കുമ്പോൾ 31/3/2022 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാണ്. ടോട്ടൽ ഡിപ്രീസിയേഷൻ 1,38,000 ആയിരുന്നു. നമുക്ക് 6 മാസത്തെ മതി, കാരണം നമ്മൾ വാങ്ങിയത് ഒക്ടോബർ 1-നാണ്. അപ്പൊ 6 മാസത്തെ ഡിപ്രീസിയേഷൻ 69,000. തന്നെ ക്ലോസിംഗ് ബാലൻസ് നോക്കുമ്പോൾ 14,31,000 ഉണ്ട്. മാർച്ച് 31, 2022 നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് 14,31,000 ഉണ്ട്. ദെൻ പിറ്റേ വർഷത്തേക്ക് നമുക്ക് ഓപ്പണിംഗ് ആവും. അപ്പൊ 1/4/2022 ഓപ്പണിംഗ് ബാലൻസ് 14,31,000 ഉണ്ട്. റെഡി അല്ലേ? ദെൻ പേജ് നമ്പർ 11, ക്വസ്റ്റ്യൻ നമ്പർ 12, സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആണ്. ഓൺ 1/1/2021 മെഷീനറി പർച്ചേസ്ഡ് ഫോർ ₹80,000. ഓൺ 1/7/2022 additions were made to the amount of ₹40,000. On 31/3/2023 machinery purchased on 1/7/2022 costing 12,000 was sold for 11,000. And on 36/2023 machinery purchased on 1/1/2021 costing 32,000 was sold for 26,700. On 1/10/2023 additions were made to the amount of 20,000. Depreciation was provided at the rate of 10% per annum on diminishing balance method. Show the machinery accounts for the 3 year from 2021 to 23. അപ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? സൊല്യൂഷനില് മെഷീനറി അക്കൗണ്ട് വരച്ചു വെക്കാം. ഇനി മെഷീനറി അക്കൗണ്ട് നമ്മൾ ഇതേപോലെ വരച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വർക്കിംഗ് നോട്ടിൽ ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം. നമ്മൾ 3 മെഷീൻസ് ആണ് ഇവിടെ പർച്ചേസ് ചെയ്യേണ്ടത്. 1/1/21, 1/7/22, 1/10/23 3 മെഷീൻസ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ 3 മെഷീൻസ് നമ്മൾ 3 കോളമായിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇതേ രീതിയിൽ വരച്ച് വെക്കുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിപ്രീസിയേഷൻ, ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, മെഷീൻ 1, മെഷീൻ 2, മെഷീൻ 3 ആൻഡ് ടോട്ടൽ കോളം. ദെൻ 1/1/21 ഇവിടെ പറയുന്നുണ്ട് ഇയർ എൻഡിങ് എന്ന് പറയുന്നത് 31 ഡിസംബർ ആണ്.
അപ്പൊ 1/1/21 മെഷീൻ പർച്ചേസ് ചെയ്തു ഫോർ 80,000 റുപ്പീസ്. അപ്പൊ ഫസ്റ്റ് എൻട്രി എന്താണ്? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. മെഷീനറി അക്കൗണ്ടിൽ ഫസ്റ്റ് എന്ത് വന്നു? 1/1/21 ടു ബാങ്ക് 80,000 എന്ന് പറഞ്ഞു വന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എന്താണ്? 21 കഴിഞ്ഞ് പിന്നെ 22-നാണ് അല്ലെ. അപ്പൊ 21 അങ്ങോട്ട് കഴിഞ്ഞു, പിന്നെ 22 അപ്പൊ 22 ആകുമ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം? ഡിപ്രീസിയേഷൻ കൊടുക്കണം. ഡിപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിപ്രീസിയേഷനിൽ 1/1/21 ബുക്ക് വാല്യൂ ടോട്ടൽ എത്രയുണ്ടായിരുന്നു? 80,000 ഉണ്ടായിരുന്നു. ഇവിടെ 48,000-ഉം 30,000-ഉമായി കൊടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ 80,000 ഉണ്ടായിരുന്നു. ദെൻ 1/1/21 വാങ്ങിയ മെഷീനറിയിൽ 32,000 രൂപേന്റെ മെഷീനറി നമ്മൾ വിൽക്കുന്നുണ്ട്. എപ്പോ? 30/6 നമ്മൾ വിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ബാക്കി നമ്മളുടെ കയ്യിലും ഉണ്ട് അല്ലെ. അപ്പൊ 30/6 നമ്മൾ ഈ 80,000-ൽ നിന്ന് 32,000 രൂപയുടെ മെഷീനറി വിൽക്കുന്നുണ്ട്, ബാക്കി വിൽക്കുന്നുമില്ല. അപ്പൊ സോ അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാനായിട്ടാണ് 80,000-നകത്ത് 32,000 പോയാൽ ബാക്കി 48. അപ്പൊ 48-ഉം 32 ആയിട്ട് കാണിക്കാനുള്ള റീസൺ. റെഡി അല്ലേ? അപ്പൊ ബുക്ക് വാല്യൂ 48 ഉണ്ട്, 32,000 ഉണ്ട്. റെഡി. അപ്പൊ അതിന്റെ ഡിപ്രീസിയേഷൻ എങ്ങനെയായിരിക്കും? 10% പെർ ആനം ആണ് ഓൺ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണ്. ഇവിടെ 1/1 പർച്ചേസ് ചെയ്തുകൊണ്ട് ഫുൾ ഇയർ ഡിപ്രീസിയേഷനും കിട്ടും. അപ്പൊ 48,000 ഇൻറ്റു 10% 4,800, 32,000 ഇൻറ്റു 10% 3,200. അപ്പൊ ഡിപ്രീസിയേഷൻ ഇയർ എൻഡിലേക്ക് നോക്കുമ്പോൾ 31/12/21 ഡിപ്രീസിയേഷൻ 4,800-ഉം 3,200-ഉം ആയി. ദെൻ ഡിപ്രീസിയേഷൻ പോയിട്ട് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യണം. 31/12/21 ബൈ ഡിപ്രീസിയേഷൻ ടോട്ടൽ 4,800 പ്ലസ് 3,200 8,000 റുപ്പീസ്. ഓക്കെ. ദെൻ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. 80,000 വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ 31/12/21 ബൈ ബാലൻസ് ക്യാരി ഡൗൺ റുപ്പീസ് എത്ര കിട്ടി? 80,000-ന് 8,000 പോയാൽ 72,000 കിട്ടി. അതാണ് ദെൻ പിറ്റേ വർഷം നമുക്ക് 1/1/21 ഓപ്പണിംഗ് ബാലൻസ് ആണ് 72,000. ദെൻ ആ വർഷം എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇനി ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ. 1/7/22 പുതിയൊരു അഡീഷൻസ് വരുന്നുണ്ടല്ലോ. അപ്പൊ പുതിയ മെഷീനറി മേടിക്കുന്നുണ്ടല്ലോ. അപ്പൊ 1/7/22 നമ്മൾ നേരെ റെക്കോർഡ് ചെയ്യാം. 1/7/2022 മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് എത്ര കയറി? 40,000 കൂടെ കയറി. ഇനി നിലനിൽക്കെ നമുക്ക് എന്തും കൂടെ വേണം? ഈ 40,000 റുപ്പീസിന്റെ മെഷീനറിയുടെ ഡിപ്രീസിയേഷനും വേണം. നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾഡ് മെഷീനറി ഡിപ്രീസിയേഷനും നമ്മൾ ആ വർഷം തന്നെ കാണണം. ആ വർഷം നമുക്ക് എന്തെങ്കിലും സെയിൽ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും സെയിൽ ഉണ്ടോ? ഇല്ല. സെയിൽ നടക്കുന്നത് 2023-ലാണ്. സോ നമ്മൾ ആ വർഷം ഈ 2022-ൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാണേണ്ടത് ഈ 40,000-മേലും ദെൻ ബാക്കിയുള്ള 72,000-മേലുമാണ്. അപ്പൊ നേരെ ഡിപ്രീസിയേഷൻ വർക്കിംഗ് നോട്ട് എടുക്കുക. 1/1/22 WDV എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് എമൗണ്ടിന്റെയും ഈ പറഞ്ഞ 48,000-ന്റെയും 32,000 ദാറ്റ് മീൻസ് 80,000 WDV എത്രയുണ്ട്? 48,000 മൈനസ് 4,800 43,200 ദെൻ 32,000 മൈനസ് 3,200 28,800 ആണ്. അങ്ങനെ WDV കിട്ടി. ഇനി നമുക്ക് 1/7 പുതിയ പർച്ചേസ് ആണ്. 1/7 പുതിയ പർച്ചേസ് നടത്തി എത്രയ്ക്കായിരുന്നു? 40,000 റുപ്പീസിന്. അപ്പൊ മെഷീൻ 2-ന്റെ ഇതിലേക്ക് 40,000 എഴുതണം. ദെൻ അതിന് നമ്മൾ ബൈഫ്രക്കേറ്റ് ചെയ്ത് ഇതുപോലെ എഴുതാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/7 വാങ്ങിയ മെഷീനറിയിൽ 12,000 രൂപയുടെ മെഷീനറി നമ്മൾ വിൽക്കുന്നുണ്ട്. ബാക്കി നമ്മൾ വിൽക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിനെ ബൈഫർക്കേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് എഴുതി? 40,000-നകത്ത് 12,000 സെപ്പറേറ്റ് എഴുതി. ദെൻ 28,000 നമ്മൾ എന്ത് ചെയ്ത്? സെപ്പറേറ്റ് എഴുതി. സെപ്പറേറ്റ് എഴുതുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 40,000 റുപ്പീസിന് നമ്മൾ 12,000 രൂപയുടെ മെഷീനറി നമ്മൾ പിന്നീട് വിൽക്കുന്നുണ്ട്. ബാക്കിയാണെങ്കിലോ വിൽക്കുന്നുമില്ല. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് എളുപ്പത്തിനാണ് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 40,000-നെയും 28,000-ഉം 12,000 ആയിട്ട് കാണിച്ചു. അപ്പൊ 1/7/22 നമ്മൾ പർച്ചേസ് ചെയ്തു. എത്ര? 28,000 ആൻഡ് 12,000 റുപ്പീസ് നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്തു. ഇനി 1/7-നായതുകൊണ്ട് ഡിപ്രീസിയേഷൻ നമുക്ക് എത്ര നാളത്തേക്കേ ഉള്ളൂ? 1/7-നായതുകൊണ്ട് തന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസത്തേക്കേ ഉള്ളൂ. അപ്പൊ 28,000 ഇൻറ്റു 10% ഇനി 6 മാസത്തേക്ക് എത്രയായി? 1,400 ആയി. ദെൻ 12,000 ഇൻറ്റു 10% ബൈ 6 മാസത്തേക്ക് എത്രയായി? 600 ആയി. ദെൻ അടുത്ത ഇയർ എൻഡിലേക്കല്ലേ? അപ്പൊ ഇയർ എൻഡിലേക്കായി. പുതിയ മെഷീനറിയുടെ ഡിപ്രീസിയേഷനുമായി. ഇനി നമുക്ക് എന്ത് വേണം? ഓൾഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷനും വേണം. അപ്പൊ ഡിമിനിഷിംഗ് മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ ഇതിന്മേലാണ് 10% എടുക്കുക അല്ലെ? ഡിമിനിഷിംഗ് ആയതുകൊണ്ട്. അപ്പൊ 43,200 ഇൻറ്റു 10% ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ. കാരണം ഓൾഡ് മെഷീനറി ആയതുകൊണ്ട് ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ ആണ്. 43,200 ആൻഡ് 28,800 ഇൻറ്റു 10% 2,880. അപ്പൊ ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ 30
31/12/2022 നമുക്ക് ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്ര വന്നു? 4320 പ്ലസ് 2880 പ്ലസ് 1400 പ്ലസ് 600 ടോട്ടൽ എത്ര വന്നു ഡിപ്രീസിയേഷൻ? 9200 വന്നു. 9200. അപ്പൊ നേരെ നമ്മളുടെ 31/12/22 നമുക്ക് എന്ത് വന്നു? സോറി, ഇതിവിടെ ആണ് 31/12 31/12/22 ബൈ ഡിപ്രീസിയേഷൻ ടോട്ടൽ എത്ര വന്നു? 9200. അപ്പൊ 72,000 നമുക്ക് ഇനി ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉണ്ടായിരുന്നു? 72,000 പ്ലസ് 40,000 ടോട്ടൽ എത്ര വന്നു? 1,12,000 വന്നു. 1,12,000 ദെൻ മൈനസ് ഡിപ്രീസിയേഷൻ 9,200 നമുക്ക് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് എത്ര വന്നു? ബാലൻസ് ക്യാരി ഡൗൺ 1,02,800. റെഡി അല്ലേ? ദെൻ ഇനി ഈ ബാലൻസ് ആണ് നമുക്ക് 1/1/23 നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരിക. ടു ബാലൻസ് ബ്രോ ഡൗൺ 1,02,800 രൂപ. ഇനി ആ വർഷം 2023 എന്താണ് നടക്കുന്നത് നോക്കാം. 2023 ഇവിടെ യെസ് ഓൺ 31/3/2023 മെഷീനറി പർച്ചേസ്ഡ് ഓൺ 1/7 നമ്മൾ പർച്ചേസ് ചെയ്ത് ഏത് മെഷീനറി ആയിരുന്നു? 40,000. അതിൽ 12,000 രൂപയുടെ മെഷീനറി നമ്മൾ 11,000 വിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ മെഷീനറിയിലേക്ക് ആദ്യം വരാം. അപ്പോ 1/1/23 നമ്മൾക്ക് ഓൾഡ് മെഷീനറിന്റെ WDVയും ദെൻ ന്യൂ മെഷീനറിന്റെ WDVയും നമുക്ക് കിട്ടി. അപ്പൊ 1/1/23 നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എത്രയുണ്ട്? 12,000 രൂപയുടെ മെഷീനറി ഇതല്ലേ ഉള്ളത്. ഓക്കെ, ആ 12,000 രൂപയുടെ മെഷീനറിക്ക് ഓപ്പണിംഗ് ബാലൻസ് 1/1/23 എത്രയുണ്ട്? 11,400 റുപ്പീസ് ഉണ്ട്. അത് എപ്പോഴാണ് വിൽക്കുന്നത്? മാർച്ച് 31 വിൽക്കുകയാണ്. അപ്പൊ 3 മാസം ഡിപ്രീസിയേഷൻ. അപ്പൊ 31/3 വിൽക്കുമ്പോൾ അതുവരെയുള്ള ഡിപ്രീസിയേഷൻ കൊടുക്കണം. അപ്പൊ 11,400 ഇൻറ്റു 10% ഇൻറ്റു 3 മാസത്തെ ഡിപ്രീസിയേഷൻ. അപ്പൊ എത്ര വരും? 285 അല്ലെ? അപ്പൊ 11,400 ഇൻറ്റു 10% ഇൻറ്റു 3 മാസത്തെ ഡിപ്രീസിയേഷൻ 285 റുപ്പീസ്. അതുവരെയുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ കുറയ്ക്കുമ്പോൾ 11,400 മൈനസ് 285 11,115 റുപ്പീസ് ആണ് WDV. ഏത് ഡേറ്റില്? 31/3/2023 WDV എന്ന് പറയുന്നത് എത്രയുണ്ട്? 11,115 ഉണ്ട്. ഇത് നമ്മൾ വിൽക്കേണ്ടത് എത്ര രൂപയ്ക്കാണ്? 11,000 റുപ്പീസിനാണ് സോൾഡ് ചെയ്യണത്. സോൾഡ് ഫോർ 11,000 റുപ്പീസ്. ദാറ്റ് മീൻസ് 115 റുപ്പീസ് നമുക്ക് എന്താണ്? നഷ്ടമാണ്. 115 രൂപ നമുക്ക് നഷ്ടമാണ്. അപ്പൊ നേരെ അക്കൗണ്ടിലേക്ക് പോയി 31/3 നമ്മൾ വിൽക്കുമ്പോൾ 11,000 വിൽക്കുന്നു. ദെൻ വിൽക്കുന്ന എൻട്രി നമ്മൾ ആദ്യം എഴുതണം. വിൽക്കുമ്പോൾ അത് എഴുതണം. അപ്പൊ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു എന്നുള്ളത് കാണിക്കണം, എത്ര ലോസ് ആയി എന്നുള്ളത് കാണിക്കണം, എത്ര അതുവരെയുള്ള ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് കാണിക്കണം. അതിലല്ലേ? യെസ്, അതുണ്ടോ നോക്കിയേ, അത് കാണിക്കുന്നുണ്ടോ നോക്കിയേ. എത്ര രൂപയ്ക്ക് വിറ്റു? 11,000 വിറ്റു. എത്ര ഡിപ്രീസിയേഷൻ? 285 ഡിപ്രീസിയേഷൻ. എത്രയാണ് ലോസ്? 115. ഈ 3 കാര്യങ്ങളാണ് മെഷീനറി വിൽക്കുമ്പോൾ മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ടത്. എത്ര രൂപയ്ക്ക് വിറ്റു, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതുവരെയുള്ള മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ. ഇത് നമ്മൾ 3ഉം മറക്കാതെ തന്നെ നോട്ട് ചെയ്ത് വെക്കാം. നമ്മളത് കാണിച്ചു. ദെൻ ആ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് അത് നോക്കുമ്പോൾ 30/6 വീണ്ടും വിൽക്കുകയാണ്. എത്ര? 1/1/21 വാങ്ങിയ മെഷീനറി, അതും 32,000 വാങ്ങിയ, അതായത് 80,000 32,000 മെഷീനറി നമ്മൾ വിൽക്കേണ്ടത് 26,700. അപ്പൊ വീണ്ടും നമുക്ക് വർക്കിംഗ് നോട്ടിലേക്ക് വരാം. 30/6/23 ഡിപ്രീസിയേഷൻ, അതായത് സോറി, അതിന് മുന്നേയുള്ള WDV നമുക്ക് നോക്കാം. അതിന് മുന്നേ 1/1/23 WDV എത്രയുണ്ട്? 32,000 മെഷീനറിക്ക് 1/1/23 എവിടെ? യെസ്, 25,920 റുപ്പീസ് ആണ് 1/1/23 2023 ഓപ്പണിംഗിൽ ഈ 32,000 രൂപയുടെ മെഷീനറിയുടെ ഓപ്പണിംഗ് ബാലൻസ് ആണ് 25,920 റുപ്പീസ്. അപ്പൊ 30/6 വിൽക്കുമ്പോൾ അതുവരെയുള്ള ഡിപ്രീസിയേഷൻ, 30/6 വിൽക്കുമ്പോൾ അതുവരെയുള്ള ഡിപ്രീസിയേഷൻ എങ്ങനെയാ കാണേണ്ടത്? 25,920 ഇൻറ്റു 10% ഇൻറ്റു 30/6 എന്ന് പറയുമ്പോൾ എത്ര മാസമായി? 6 മാസമായി. അപ്പൊ നമുക്ക് എത്രയായി? 1296 ആണ്. 6 മാസം ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ 25,920 ഇൻറ്റു 10% ഇൻറ്റു 6/12 1296 അതുവരെയുള്ള ഡിപ്രീസിയേഷൻ. അപ്പൊ 30/6 ആ മെഷീനറിന്റെ WDV എന്ന് പറയുന്നത് -2520
ഡിപ്രീസിയേഷൻ ആ WD മൈനസ് ചെയ്യുമ്പോൾ 25920 മൈനസ് 1296 24624 ആണ് WD എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വിൽക്കണത് എത്രയ്ക്കാ? 26,700 വിൽക്കുന്നത്. 24,624 റുപ്പീസ് ഉള്ള ഒരു മെഷീനറി നമ്മൾ വിൽക്കുന്നത് സോൾഡ് ചെയ്യണത് 26,700 നമ്മളുടെ ലാഭം എത്രയാണ്? 2076 ആണ് നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഓൺ സെയിൽ നമുക്ക് എത്രയാണ്? 2076. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ഒന്ന്, എത്ര രൂപയ്ക്ക് വിറ്റു, ലാഭമാണോ നഷ്ടമാണോ, അതിലുള്ള ഡിപ്രീസിയേഷൻ. അപ്പൊ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 26,700 വിറ്റു. ലാഭമാണോ? അതെ. അതുവരെയുള്ള ഡിപ്രീസിയേഷൻ ദാ ഉണ്ടല്ലോ. അപ്പൊ നോക്ക, നേരെ ഇതിലേക്ക് വന്നു. 30/6 നമുക്ക് ഇത് ഈ ഡേറ്റ് തെറ്റാട്ടോ. ഓക്കെ, 30/6 നമ്മൾ സെയിൽ ചെയ്തു 26,700. ദെൻ അതുവരെയുള്ള അതിന്റെ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് പറഞ്ഞാൽ 1,286. അത് നമ്മൾ ഇതിലേക്ക് കൊടുത്തു, 30/6 കൊടുത്തു. ഇത് നമുക്ക് വേണ്ടത് 30/6. ഓക്കെ, ദെൻ നമ്മൾ ലാഭത്തിനാണ് നഷ്ടത്തിനാണ് വിറ്റത്? ലാഭത്തിനാണ്. ലാഭം നമ്മൾ എങ്ങോട്ടേക്കാണ് കൊടുക്കണ്ടേ? ഒരു മെഷീനറി വിൽക്കുമ്പോൾ അത് നഷ്ടത്തിനാണെന്നുണ്ടെങ്കിൽ ആ നഷ്ടം നമ്മൾ റെക്കോർഡ് ചെയ്യുക ഈ സൈഡിലേക്കാണ്, ക്രെഡിറ്റ് സൈഡിലേക്കാണ് അല്ലെ. കാരണം മെഷീനറിന്റെ വാല്യൂ കുറഞ്ഞത് കൊണ്ടാണല്ലോ നഷ്ടം സംഭവിച്ചത്. അപ്പൊ ഒരു അസറ്റിന്റെ വാല്യൂ കുറഞ്ഞത് കൊണ്ട് കുറയുമ്പോൾ നമ്മൾ എങ്ങോട്ടേക്ക് റെക്കോർഡ് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഇനി എന്ത് ലാഭമാണെങ്കിൽ അസറ്റിന്റെ വാല്യൂ കൂടിയത് കൊണ്ടാണല്ലോ ലാഭം വന്നത്. അപ്പൊ കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഡെബിറ്റ് ആണ് ചെയ്യുക. അപ്പൊ ആ ലാഭം നമ്മൾ എങ്ങോട്ടേക്ക് എഴുതി? 30/6/23 P&L അക്കൗണ്ടിലേക്ക് 2076 രൂപ നമുക്ക് ലാഭം എഴുതി. റെഡി. ഇനി അത് കഴിഞ്ഞതിന് ബാക്കി നമ്മുടെ പ്രൊസീജിയർ ഉണ്ടാ. ബാക്കിയുള്ള മെഷീനറീസിന്റെ എന്ത് കാണണം? ഡിപ്രീസിയേഷനും കാണണം. കൂടാതെ അതേ വർഷം വീണ്ടും ഒരു മെഷീനറി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ആദ്യം പിന്നെ കാണാം. 1/10/23 നമ്മൾ വീണ്ടും ഒരു മെഷീനറി വാങ്ങി 20,000. അപ്പൊ ആ മെഷീനറി 3 ഉണ്ട്. 1/10/23 ദാ 20,000 രൂപയുടെ മെഷീനറി വാങ്ങി. ഇനി അതിന്റെ ഡിപ്രീസിയേഷൻ എത്ര? നമ്മൾ ആ ഇയർ എൻഡിലേക്ക് ഡിസംബർ വരെ 1/10 ആകുമ്പോൾ 3 മാസത്തെ ഡിപ്രീസിയേഷൻ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പൊ 20,000 ഇൻറ്റു 10% ഇൻറ്റു 3 മാസം ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 500. അത് കുറച്ചാൽ നമുക്ക് എത്രയാണ്? 19,500 ആണ് ഇപ്പോൾ നിലവിലെ WDV. അത് നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമുക്ക് ആദ്യം അത് റെക്കോർഡ് ചെയ്യാം. 30 എപ്പോഴാണ് വാങ്ങിയത്? എപ്പോഴാണ്? ഒക്ടോബർ 1 അല്ലെ. 1/10/23 നമ്മള് അസറ്റ് വാങ്ങി 20,000 റുപ്പീസ്. ദെൻ വാങ്ങിയത് നമ്മൾ എഴുതി. ഇനി പുതിയ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ എത്രയുണ്ട്? 500 ആണ് പുതിയ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ. ഇനി ഈ വിറ്റത് കൂടാതെ ബാക്കിയുള്ള അസറ്റ് ഉണ്ടല്ലോ, ബാക്കിയുള്ളതായി 48,000 അസറ്റും ഉണ്ട്, 28,000 അസറ്റും ഉണ്ട്. അതിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കാണണം. അപ്പൊ 1/1/23 അതിന്റെ WDV എത്ര ഉണ്ടായിരുന്നു? 38,880 ഉണ്ടായിരുന്നു. 38,880 ഇൻറ്റു എത്രയാണ്? ഡയറക്റ്റ് 10% എത്രയാണ്? 3,888 ആണ്. അതേപോലെ 1/1/23 28,000 മെഷീനറിന്റെ WDV എത്രയാ? 26,600 രൂപ. അത് നമ്മൾ ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ 26,600 ഇൻറ്റു 10% 2,660. അത് നമ്മൾ എന്ത് എഴുതി? അപ്പൊ ടോട്ടൽ നമ്മുടെ 31/12 ഇയർ എൻഡിലേക്ക് വരുമ്പോൾ 31st ഡിസംബർ 2023 ഫുൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 3,888 പ്ലസ് 2,660 പ്ലസ് 500. ഇത് ദെൻ ന്യൂ മെഷീനറി 500. ടോട്ടൽ 7,048 ആണ്. പഴയ മെഷീനറിന്റെയും പുതിയ മെഷീനറിയും കൂടെ സ്റ്റിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 31/3/23 സോറി 31/3 അല്ല, ഇയർ എൻഡ് എന്ന് പറയുന്നത് 31/12 ആണ്. 31/12/23 റെഡി. 31/12/23 ഇയർ എൻഡിലേക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 7,048 ആണ്. റെഡി. ഇനി നമുക്ക് ബാലൻസ് ചെയ്യണ സമയത്ത് 1,08,800 പ്ലസ് നമുക്ക് ലാഭം വന്നത് 2,076 പ്ലസ് ബാങ്കിലേക്ക് 26,000 മൈനസ് 11,000 മൈനസ് 285 minus 115 minus 26,700 minus 1,296 minus 7,048 78,432 ആണ് നമ്മളുടെ ക്ലോസിംഗ് ബാലൻസ്. അത് നേരെ എങ്ങോട്ടേക്ക് വരും? 1/1/24 ഓപ്പണിംഗ് ആണ്. ടു ബാലൻസ് ബ്രോ ഡൗൺ 78,432. റെഡി? ഓക്കെ അല്ലേ?
Then next question, page number 12. Page number 12, question illustration number 13. Sanco purchased a machine for rupees 1 lakh on 1/1/2021. Another machine costing 1,50,000 was purchased on 1/7/2022. On 31st December 2023, the machine purchased on 1/1/21 was sold for rupees 50,000. And the company provides depreciation at a 15% depreciation rate on straight line method. The company closes its accounts on 31st December every year and prepare the machinery account, machinery disposal account and the provision for depreciation account. Ready? ഇപ്പോൾ 3 അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. machinery disposal account and provision for depreciation account. 3 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1/1/21 ഗുഡ് മെഷീനറി പർച്ചേസ് ചെയ്തു. അപ്പൊ മെഷീനറി അക്കൗണ്ടിൽ 1/1/21 ടു ബാങ്ക് 1 lakh rupees. ടു ബാങ്ക് 1 lakh rupees ആണ് മെഷീനറി അക്കൗണ്ടിൽ വരേണ്ടത്. ദെൻ നമുക്ക് ഡിപ്രീസിയേഷനിലേക്കാണ് പോകേണ്ടത്. അതായത് 31/1/21 ഇനി നമുക്ക് ഇയർ എൻഡിലേക്കുള്ള ഡിപ്രീസിയേഷനിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇവിടെ 15% സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണ്. അപ്പൊ 1 lakh into 15% 15,000 ആണ്. 15,000 ഡിപ്രീസിയേഷൻ ഇവിടെ മെഷീനറി അക്കൗണ്ടിലല്ല പ്രൊവൈഡ് ചെയ്യേണ്ടത്, പകരം എവിടെയാണ്? മെഷീനറി അക്കൗണ്ട് അല്ല, കാരണം അതിന് പകരം ഇവിടെ പ്രൊവൈഡ് എവിടെയാണ്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിലാണ്. സോ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ പൊതുവെയുള്ള എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് എന്നാണ്. പക്ഷെ അതിന് പകരം ഇവിടെ നമ്മൾ കൊടുക്കും ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്തിനാ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണത്? നമ്മളുടെ ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡില് ഫിക്സഡ് അസറ്റിനെ കോസ്റ്റിൽ തന്നെ കാണിക്കാനായിട്ടാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഫിക്സഡ് അസറ്റിനെ കോസ്റ്റിൽ കാണിക്കും, എന്നിട്ട് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോ പല ഇതിലും ടെക്സ്റ്റിൽ നമ്മൾ കണ്ടുവരുന്നത് ഈ ഡിപ്രീസിയേഷൻ ശരിക്കും നമ്മൾ ഇവിടുന്ന് കുറയ്ക്കാതിരിക്കാനായിട്ടാണ് പ്രൊവിഷൻ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറയുന്നത്. പക്ഷെ പലതിലും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മൈനസ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെയാണ് ശരിക്കും ലോജിക്കലി കറക്റ്റ്. അതായത് അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റിനെ കോസ്റ്റ് ആയിട്ട് തന്നെ കാണിക്കും. ദെൻ ആ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും? ലയബിലിറ്റി സൈഡിലേക്ക് കാണിച്ചാലും കറക്റ്റ് തന്നെയാണ്. സോ നമ്മൾ എന്താ ചെയ്യണം? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ മീൻസ് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുക അല്ലെ, അക്യുമുലേറ്റ്. അപ്പൊ ഡിപ്രീസിയേഷന്റെ എൻട്രി എന്താ? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിൽ ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 15,000 ആണ്. 31/12/2021 ബൈ ഡിപ്രീസിയേഷൻ 15,000 ആണ്. ദെൻ നമ്മൾ ബാലൻസ് ചെയ്യും. അതായത് ഇവിടെ ക്ലോസ് ആവും. ഓക്കെ, ദെൻ അതേ ഡേറ്റിൽ ക്ലോസിംഗ് ബാലൻസ് ഉണ്ട് 15,000. അത് പിറ്റേ വർഷം 1/1/22 ഓപ്പണിംഗ് ബാലൻസ് ആണ് 15,000 ആയി വരാം. ദെൻ അടുത്തതോ, then another machine costing 1,50,000 were purchased on 1/7/2022. 1/7/22 അപ്പൊ അടുത്ത വർഷം 1/7 പുതിയൊരു മെഷീനറി കൂടെ പർച്ചേസ് ചെയ്തു. അപ്പൊ നമുക്ക് മെഷീനറി അക്കൗണ്ട് ആദ്യം ഒന്ന് ക്ലോസ് ചെയ്യാം. ആദ്യം മെഷീനറി അക്കൗണ്ട് ക്ലോസ് ആയി, 1 lakh ക്ലോസ് ആയി. ദെൻ നേരെ ഓപ്പണിംഗ് 1/1/2022 ഓപ്പണിംഗ് വന്നു. ദെൻ അതേ വർഷം 1/7 പുതിയൊരു മെഷീനറി പർച്ചേസ് ചെയ്തു ഫോർ 1,50,000. അപ്പൊ ടു ബാങ്ക് 1,50,000 rupees. അത് കഴിഞ്ഞതിന് ശേഷം ആ വർഷം എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഉണ്ടോ? ഇല്ല. പിന്നെയുള്ളത് 2023 സോ നമ്മൾ ആ 2022 വർഷം അങ്ങ് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. ഡിപ്രീസിയേഷൻ എങ്ങനെയാണ്? നേരത്തെ ഓൾഡ് മെഷീന്റെ ഡിപ്രീസിയേഷൻ സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് എത്ര തന്നെയായിരിക്കും? 15,000 തന്നെ ഈ വർഷവും വരും. ദെൻ പുതിയ മെഷീന്റെ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ്? 1,50,000 rupees ആണ് കോസ്റ്റ്, ഇൻറ്റു 15% ആണ്. അപ്പൊ 1,50,000 into 15% ഇൻറ്റു ജൂലൈയിലാണ് അല്ലെ. ഇപ്പൊ ജൂലൈ മുതൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലെ. അപ്പൊ 6 മാസത്തെ ഡിപ്രീസിയേഷൻ നമുക്ക് മതി. 6 മാസത്തെ. ദാറ്റ് മീൻസ് 11,250. അത് വർക്കിംഗ് നോട്ടായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എഴുതുന്ന അവിടെ ബ്രാക്കറ്റിൽ കാണിക്കാം കേട്ടോ. അപ്പൊ വീണ്ടും നമ്മൾക്ക് പുതിയ മെഷീനറിന്റെ ഉണ്ട്, പഴയ മെഷീനറിന്റെ. അപ്പൊ ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവിഷനിലേക്ക് പോകാം. പ്രൊവിഷനിലേക്ക് നോക്കുമ്പോൾ 1/1/22 നമുക്ക് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ അതേ വർഷം വീണ്ടും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാണ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ഇപ്പൊ പ്രൊവിഷനിൽ ബൈ ഡിപ്രീസിയേഷൻ എന്ന് വരണം. ഇപ്പൊ പ്രൊവിഷനിൽ ബൈ ഡിപ്രീസിയേഷൻ എന്ന് വരണം.
പഴയ മെഷീനറിന്റെ 15,000 രൂപയും പുതിയ മെഷീനറിയുടെ 11,250 റുപ്പീസും. ഇത് വർക്കിംഗ് നോട്ടായിട്ട് ഒന്നെങ്കിൽ സെപ്പറേറ്റ് കാണിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ വർക്കിംഗ് നോട്ട് ഇതിന്റെ ബ്രാക്കറ്റിൽ കാണിച്ചാലും മതി, ഇവിടെ കാണിച്ചാലും മതി. ടോട്ടൽ 11,000 എന്തായിരിക്കണം? 50,000. ഈ പറഞ്ഞ കോളത്തിന്റെ ഉള്ളിൽ കാണിച്ചാലും മതി കേട്ടോ, ഇവിടെ കാണിച്ചാലും മതി. റെഡി, ഓക്കെ. അപ്പൊ ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്രയായി? 15,000 into 11,250. ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 26,250 റുപ്പീസ് ആണ്. അത് 31/12 ചാർജ് ചെയ്തു. ദെൻ ആ വർഷം ഇനിയൊന്നും റെക്കോർഡിംഗ് ഒന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് നേരെ ഓപ്പണിംഗിലേക്ക് നോക്കുമ്പോൾ പ്ലസ് 15,000 ഓപ്പണിംഗ്, കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗും ഈ വർഷത്തെ പുതിയ ഡിപ്രീസിയേഷനോടെ കൂട്ടി നേരെ ക്ലോസിംഗ് ബാലൻസ് എത്രയായി? 41,250 റുപ്പീസ് ആണ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ദെൻ ഇതിന് നേരെ എന്തിലേക്ക് വന്നു? ഓപ്പണിംഗിലേക്ക് വന്നു. 1/1/23 ഓപ്പണിംഗ് ബാലൻസ് എത്രയായി? 41,250 റുപ്പീസ്. ഇനി അവിടേക്ക് നോക്കുമ്പോ അടുത്ത എന്താ പറയണേ? 31/12/23. അപ്പൊ നെക്സ്റ്റ് ഇയറിലെ ഇയർ എൻഡിലേക്ക് നോക്കുമ്പോ മെഷീനറി എന്ന് വാങ്ങിയ മെഷീനറി, ഈ 1/1/21 വാങ്ങിയ മെഷീനറി നമ്മൾ 50,000 വിൽക്കുകയാണ് അല്ലെ. അപ്പൊ വിൽക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ഈ വിൽക്കുന്ന മെഷീനറിനെ ട്രാൻസ്ഫർ ചെയ്യണം. അതുവരെയുള്ള ഡിപ്രീസിയേഷനും മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് വേണം ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ സെക്കൻഡ് ഇയർ മെഷീനറി അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തായിരുന്നോ? യെസ്, ക്ലോസ് ചെയ്യണം. അപ്പൊ 1/1/22 നമുക്ക് നേരെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 2,50,000 ആണ്. അത് 1/1/23 എന്താവും? 2 ഓപ്പണിംഗ് ആവും, 2 ബാലൻസ് ബ്രോഡ് ആവും, 2,50,000 ആവും. ഈ വർഷം 31/12 നമ്മൾ എന്ത് ചെയ്യാണ്? മെഷീനറി വിൽക്കുകയാണ്. ഏത് മെഷീനറിയാ? 1/1/21 വാങ്ങിയ മെഷീനറിയാ. അപ്പൊ ആ മെഷീനറി അക്കൗണ്ടിൽ നിന്നും ഈ 1,00,000 രൂപയുടെ മെഷീനറിനെ എങ്ങോട്ടേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം? മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പൊ മെഷീനറി ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ ഡിസ്പോസ് ചെയ്യുക. ഡിസ്പോസലൊക്കെ എവിടെ കാണിക്കേണ്ടത്? മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. അപ്പൊ മെഷീനറിയിൽ നിന്നും മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ 31/12/23 മെഷീനറിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മെഷീനറി ഡിക്രീസ് ആകും. അപ്പൊ മെഷീനറി കുറയുമ്പോൾ ടു മെഷീനറി എന്ന് വരണം. എങ്ങോട്ടേക്കാ ട്രാൻസ്ഫർ ചെയ്യേണ്ടേ? ഇപ്പൊ ആ മെഷീനറി അസറ്റ് കൂടി നിൽക്കുന്ന ഏത് അക്കൗണ്ടിലാണ്? മെഷീനറി ഡിസ്പോസലിലാണ്. അപ്പൊ ഏതിനാ ഡെബിറ്റ് ചെയ്യേണ്ട? മെഷീനറി ഡിസ്പോസലിനെ ഡെബിറ്റ് ചെയ്യണം. മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി. അപ്പൊ മെഷീനറിയിൽ ബൈ മെഷീനറി ഡിസ്പോസലിൽ നിന്നും മെഷീനറി ഡിസ്പോസലിൽ ടു മെഷീനറി എന്ന് വരണം. അപ്പോ ബൈ മെഷീനറി ഡിസ്പോസൽ എത്രയുടെ മെഷീനറി ആയിരുന്നു? 1,00,000 മെഷീനറി അല്ലായിരുന്നോ? യെസ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു? മെഷീനറി ഡിസ്പോസലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ നേരെ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് പോയി. 2 മെഷീനറി ഇയർ എൻഡ് നമ്മൾ സോൾഡ് ചെയ്യുന്ന ആ ഡേറ്റ് ഉണ്ടല്ലോ, അതാണ് ഈ ഡേറ്റിലേക്ക് 2 മെഷീനറി 1,00,000 റുപ്പീസ്. ഓക്കെ, ഇനി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ് നമ്മുടെ പരിപാടി. ഓക്കെ, നോക്കാം. 1/1/23 നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ദെൻ അതേ വർഷം ഈ പഴയ മെഷീനറി 2 ഡിപ്രീസിയേഷൻ നമ്മൾ കാണണം. എവിടെ? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിൽ ആ 31/12/23 വരെയുള്ള വിൽക്കുന്ന മെഷീനറിന്റെയും കാണണം, വിൽക്കാത്ത മെഷീനറിന്റെയും നമ്മളുടെ ഡിപ്രീസിയേഷൻ കാണണം. വിൽക്കാത്ത മെഷീനറി ഡിപ്രീസിയേഷൻ എങ്ങനെയാ കാണേണ്ടത്? ഇയർ എൻഡിലേക്ക് കാണണം. വിൽക്കുന്ന മെഷീനറി ഡിപ്രീസിയേഷൻ ആ വിൽക്കുന്ന വരെ ഡേറ്റിൽ കാണണം. പക്ഷെ ഇവിടെ ഇയർ എൻഡിലാണ് വിൽക്കുന്നത്. സോ നമുക്ക് രണ്ടും 31 ഡിസംബർ തന്നെയാണ്. അപ്പം സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് പഴയ ഡിപ്രീസിയേഷൻ എത്ര തന്നെയുണ്ട്? എപ്പോഴും ഡിപ്രീസിയേഷൻ മാറുന്നില്ല, 15,000 തന്നെയാണ്. ദെൻ സെക്കൻഡ് മെഷീനറിക്ക് നമ്മൾ കഴിഞ്ഞ തവണ 6 മാസത്തേക്കാണ് ചാർജ് ചെയ്തത്. പക്ഷെ ഇനി 6 മാസത്തേക്കല്ല, ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ ആണ്. ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ മീൻസ് എത്രയാണ്? 22,500 ആണ് ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പോ ഇനി കാണേണ്ടത് ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 22 ടെക്സ്റ്റിലെ മെത്തേഡ് പ്രകാരം ഇവരിവിടെ ചെയ്തേക്കണം. 31/12 വിൽക്കാത്ത മെഷീനറിന്റെ ഡിപ്രീസിയേഷൻ ഇവിടെ കണ്ടു. വിൽക്കുന്നത് നമ്മൾ ഇവരെവിടെ കണ്ടു? മെഷീനറി ഡിസ്പോസലിൽ കണ്ടു. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി? ഇവിടെ തന്നെ വിൽക്കുന്ന ഡേറ്റിലെ ഡിപ്രീസിയേഷൻ നമ്മൾ ഇവിടെ തന്നെ കാണുക. ഇങ്ങനെയും ചെയ്യാം കേട്ടോ, ഇങ്ങനെയും ചെയ്യാം, ടെക്സ്റ്റിലെ മെത്തേഡ് വഴിയും ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന മെത്തേഡിലാണ് ശരിക്കും കറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. വിൽക്കുന്ന മെഷീനറി ഡിപ്രീസിയേഷൻ എത്രയുണ്ട്? 15,000 റുപ്പീസ് ഉണ്ട് അല്ലെ? കാരണം ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ കിട്ടത്തില്ലേ? കാരണം വിൽക്കുന്നത് എപ്പോഴാ? 31 ഡിസംബർ 2023 നമ്മളെ ടെക്സ്റ്റിലെ മെത്തേഡ് ആണ് ഇതെന്ന് പറയുന്നത്. എന്ത്? ഈ ഡിപ്രീസിയേഷൻ ഇവിടെ എഴുതാത്തൊരു മെത്തേഡ് ഉണ്ടല്ലോ, അത് ടെക്സ്റ്റിലെ മെത്തേഡ്. പക്ഷെ ഇങ്ങനെ ചെയ്യണം, ഇതാണ് കുറച്ചുകൂടെ കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 31/12/23 വീണ്ടും വിൽക്കുന്ന മെഷീനറിന്റെ എത്രയുണ്ട്? 15,000 റുപ്പീസ് ഉണ്ട്. റെഡി അല്ലേ? റെഡി.
ഇനി ഈ വിൽക്കാൻ പോകുന്ന മെഷീനറിന്റെ വിൽക്കുന്ന വരെയുള്ള ഡേറ്റിലെ മെഷീനറി ഡിപ്രീസിയേഷൻ എവിടെയുണ്ട്? ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലുണ്ട്. അതെങ്ങനെ എത്ര വരെ ഉണ്ടെന്നാ? ഇത് എത്ര വരെ ഉണ്ടെന്നാ? സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള 15,000 ഉണ്ട്. ദെൻ സെക്കൻഡ് ഇയറിൽ 15 ഉണ്ട്. ദെൻ തേർഡ് ഇയറിൽ 15 ഉണ്ട്. ടോട്ടൽ 15,000 എത്രയുണ്ട്? 45,000 ഡിപ്രീസിയേഷൻ ആണ് നമുക്ക് ഇവിടെ കിടക്കുന്നത്. ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിൽ വിൽക്കാൻ പോകുന്ന മെഷീനറിയുടെ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിയ മെഷീനറി ഡിപ്രീസിയേഷൻ 15,000 ഉണ്ട്. സെക്കൻഡ് ഇയർ ഡിപ്രീസിയേഷനും ഉണ്ട്. ദെൻ വിൽക്കുന്ന ഡേറ്റ് വരെയുള്ള ഡിപ്രീസിയേഷൻ എവിടെയുണ്ട്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ അക്യൂമുലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഈ ഫുൾ ഡിപ്രീസിയേഷൻ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? മെഷീനറി ഡിസ്പോസലിലേക്ക് മാറ്റണം. അപ്പൊ മെഷീനറി ഡിസ്പോസൽ ഇവിടെ എത്ര വരും? 45,000. മൊത്തം 45,000 വേണം മാറ്റാൻ. ഞാൻ കറക്റ്റ് മെത്തേഡിൽ ചെയ്യാണ്. ടെക്സ്റ്റിലെ മെത്തേഡ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. ഞാൻ ഈ ഒരു മെത്തേഡ് കാരണം ഇതാണ് കറക്റ്റ് വേ ഓഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബൈ ഡിപ്രീസിയേഷൻ വിൽക്കുന്ന ഡേറ്റിൽ എന്ത് എഴുതി? ബൈ ഡിപ്രീസിയേഷൻ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് എഴുതി? 15,000 വിൽക്കുന്ന വരെയുള്ള ഡിപ്രീസിയേഷനും കൂടെ നമ്മൾ ഇതിൽ കൂട്ടിക്കാണിച്ചു. എന്നിട്ട് ഇതില് വിൽക്കാൻ പോകുന്ന വിഷയ ഡിപ്രീസിയേഷൻ 15,000 ദെൻ കറന്റ് ഇയർ 15,000 കൂടെ കൂട്ടി ഫുൾ 45,000 ഉണ്ട്. ആ 45,000 നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? അതേ വിൽക്കുന്ന ഡേറ്റിൽ 23-ന് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു 45,000. റെഡി അല്ലേ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാലൻസ് ചെയ്യാനുള്ളതാണ്. ടോട്ടൽ ബാലൻസ് ചെയ്യുക. 41,250 പ്ലസ് 22,500 പ്ലസ് 15,000 ടോട്ടൽ 78,750 ഉണ്ട്. അതിൽ 45,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇനി എത്രയുണ്ട്? 33,750 ആണ് ബാക്കി ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത്. 33,750. ഓക്കെ അല്ലേ? അപ്പൊ 41,250 ആഡ് ചെയ്ത് ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് ഡിപ്രീസിയേഷൻ കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ 22,500 പ്ലസ് കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ വിൽക്കാൻ പോകുന്ന മെഷീനറിന്റെ 15,000 ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 78,750 ഉണ്ട്. ദെൻ അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 45,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 33,750 കിട്ടി. ഓക്കെ, അപ്പൊ ഇത് ആഡ് ചെയ്തു. അപ്പൊ 78 സംതിങ് കിട്ടി. അതിൽ നിന്ന് 45,000 മൈനസ് ചെയ്തപ്പോൾ ക്ലോസിംഗ് ബാലൻസ് പ്രൊവിഷണൽ എത്രയുണ്ട്? 33,750. ഇനി ഇത് നമ്മൾ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്? മെഷീനറി ഡിസ്പോസലിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് അല്ലെ? അപ്പൊ നേരെ മെഷീനറി ഡിസ്പോസലിൽ ഏത് സൈഡിൽ വരണം? ക്രെഡിറ്റ് സൈഡിൽ വരണം. 45,000 45,000 കണ്ടോ? റെഡി അല്ലേ? ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്താലും കറക്റ്റ് മെത്തേഡ് തന്നെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ വേണം ചെയ്യാൻ. കാരണം ഇതും കൂടെ റെക്കോർഡ് ചെയ്തിട്ട് ഫുള്ള് വേണം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ 45,000 വന്നില്ലേ? അപ്പൊ നമ്മൾ 1 lakh ഇവിടെ കൊണ്ടുവന്നിട്ടു. ദെൻ ഡിപ്രീസിയേഷൻ അതുള്ളത് കണ്ടുപിടിച്ചു. ദെൻ ഇപ്പൊ നിലവിൽ അതിന്റെ ബുക്ക് വാല്യൂ എത്രയുണ്ട്? 1 lakh മൈനസ് 45,000 എത്രയാണ്? 55,000 ആണ് ടോട്ടൽ അതിന്റെ ബുക്ക് വാല്യൂ. നമ്മൾ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 50,000 റുപ്പീസിനാണ്. 50,000. അപ്പൊ നമുക്ക് 5,000 എന്താണ്? ലോസ് ആണ്. അപ്പൊ ബാങ്കിൽ വിറ്റ പൈസ എത്രയാണ്? 50,000. ബൈ ബാങ്ക് 50,000. ബാക്കി 5,000 നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ക്ലിയർ അല്ലേ? ഈ ഒരു ക്വസ്റ്റിനും കൂടെ ക്ലിയർ അല്ലേ? 3 അക്കൗണ്ടുകളും കൂടെ വരച്ച് ലെഡ്ജറും കൂടെ വരച്ച് ചെയ്യണ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? പക്ക ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഒന്നെങ്കിൽ ടെക്സ്റ്റിലെ മെത്തേഡ് ഫോളോ ചെയ്യാം. പക്ഷെ ഒന്നുകൂടെ കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്തതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. വെൽ ക്ലിയർഡ് ആയിട്ട് പോവാ കേട്ടോ. ഇതിവിടെ ഞാൻ ഡാർക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവര് 15,000 രൂപ റെക്കോർഡ് ചെയ്തിട്ടില്ല. നമ്മളാണ് റെക്കോർഡ് ചെയ്തത് അല്ലെ? ഇവിടെ 15,000 റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ 15,000 റെക്കോർഡ് ചെയ്യാതെ ഇത് കൂട്ടുമ്പോ 41,250 പ്ലസ് 22,500 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 63,750 ആണ്. രണ്ട് സൈഡിലും ടോട്ടൽ വരേണ്ടത് 63,750 ആണ്. നോക്കാം. പക്ഷെ നമ്മൾ 15,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരണ്ടേ? 78,750 ആണ്. എന്നിട്ട് ഇവിടെ 30 അല്ല വരേണ്ടത്. ഇവിടെ എത്ര വരണം? 45 വരണം. റെഡി അല്ലേ? റെഡി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസംബർ 2024 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് BRS സ്റ്റേറ്റ്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. BRS സ്റ്റേറ്റ്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിസംബർ 2024 ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2A ആണ്. ഓൺ കമ്പയറിംഗ് ദ ക്യാഷ് ബുക്ക് ഓഫ് ശിവം
with the bank passbook for the year ended 31st March 2024. Following discrepancies were noticed. Okay, ഇതെല്ലാം അവിടുത്തെ മിസ്റ്റേക്സ് ആണ് അല്ലേ? ഓക്കെ. Then prepare the bank reconciliation statement as on 31st March 2020. 2024 സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എത്രയുണ്ട്? 1,82,500 ഉണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കയ്യിൽ ഏത് ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആലോചിക്കാം. ക്യാഷ് ബുക്കിന്റെയോ പാസ്ബുക്കിന്റെയോ ഡെബിറ്റ് ബാലൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ നിങ്ങൾക്കറിയാം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ബാലൻസ് ആണ്. ബട്ട് പാസ്ബുക്കിന്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺഫേവറബിൾ ബാലൻസ് ആണ്. ദെൻ ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ ആണ്. പക്ഷെ പാസ്ബുക്കിന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ അല്ല, ഫേവറബിൾ ആണ്. കാരണം എമൗണ്ട് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റഡ് എന്ന് നമുക്ക് മെസ്സേജ് വരാം അല്ലെ, ക്രെഡിറ്റഡ്. അപ്പൊ ക്രെഡിറ്റഡ് എന്ന് മെസ്സേജ് വരുമ്പോൾ ദാറ്റ് മീൻസ് അവിടെ പാസ്ബുക്കിന് പോസിറ്റീവ് ബാലൻസ് വരണമെങ്കിൽ എമൗണ്ട് ക്രെഡിറ്റ് ആവണം. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ എല്ലാം ക്യാഷ് എല്ലാം ബാങ്കിൽ ക്രെഡിറ്റാ ചെയ്യാറ്. സോ അവിടെ പോസിറ്റീവ് ഫിഗർ എന്ന് പറയുന്ന ഫേവറബിൾ ബാലൻസ് എപ്പോഴാണ്? പാസ്ബുക്കിന് ക്രെഡിറ്റ് ആകുമ്പോഴാണ്. ദെൻ ഇവിടെ നമുക്ക് രണ്ട് രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ഒന്നെങ്കിൽ ക്യാഷ് ബുക്കിന്റെയോ പാസ്ബുക്കിന്റെയോ ഡെബിറ്റ് ബാലൻസ് വെച്ചിട്ട്, ഈ ബാലൻസ് വെച്ചിട്ടാണ് BRS സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് എന്തിനെയായിരിക്കണം? ചേഞ്ച് ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിനെ ചേഞ്ച് ചെയ്യുക. കമ്പയർ ടു പാസ്ബുക്ക്. പാസ്ബുക്ക് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് പാസ്ബുക്ക് കുറഞ്ഞു കിടക്കുവാണോ? ക്യാഷ് ബുക്കിനെ കുറയ്ക്കണം. പാസ്ബുക്ക് കൂടി കിടക്കുവാണോ? ക്യാഷ് ബുക്കിനെ കൂട്ടണം. അപ്പൊ ചേഞ്ച് ചെയ്യേണ്ടത് ക്യാഷ് ബുക്കിനെയാണ്. ഇനി അഥവാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ക്യാഷ് ബുക്കിന്റെയോ പാസ്ബുക്കിന്റെയോ ക്രെഡിറ്റ് ബാലൻസ് വെച്ചിട്ടാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. നമ്മൾ ഏതിനെ മാത്രം ആദ്യം എങ്ങനെയാണോ ചേഞ്ച് ഇൻ ക്യാഷ് ബുക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. മീൻസ് നമ്മൾ ആദ്യം കമ്പയർ ചെയ്യേണ്ട ഏതിനെയാണ്? കമ്പയർ ചെയ്തിട്ട് പാസ്ബുക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിനെ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. ഇനി അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ചേഞ്ച് ചെയ്യേണ്ട ഏതിനെയാണ്? ഇങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ടത് പാസ്ബുക്കിനെയാണ് കമ്പയർ ടു ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് കുറഞ്ഞു കിടക്കുകയാണോ? പാസ്ബുക്കിനെയും കുറയ്ക്കാം. ക്യാഷ് ബുക്ക് കൂടി കിടക്കുവാണോ? പാസ്ബുക്കിനെയും കൂട്ടാം. പക്ഷെ അത് നമുക്ക് ഒരിക്കലും ലോജിക്കലി ആപ്ലിക്കബിൾ അല്ല. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫോർ എക്സാമിനേഷൻ പർപ്പസ് മാത്രം നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു വെക്കുക. എന്നിട്ട് ഇത് നമ്മൾക്ക് വരികയാണെങ്കിൽ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരെ ഇതിന്റെ നേരെ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. റെഡി? ഓക്കെ, ഇനി ക്വസ്റ്റിനിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ഏത് ബാലൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണേ? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ്. ഓക്കെ, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പൊ പ്രിപ്പയർ ദ BRS സ്റ്റേറ്റ്മെന്റ് ഓൺ 31st March 2024 എന്ന ഹെഡിങ് എല്ലാം എഴുതി. ഓപ്പണിംഗ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് ഫിഗർ ആണ് ക്യാഷ് ബുക്ക്. എത്രയുണ്ട്? 1,82,500 ഉണ്ട്. ദെൻ ഫസ്റ്റ് എറർ എന്ന് പറയുന്നത് ചെക്ക് ഓഫ് 85,000 ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഓൺ 25th March. 25 മാർച്ചിന് നമ്മൾ 85,000 രൂപേന്റെ ചെക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. പക്ഷെ 25,000 രൂപേന്റെ ചെക്ക് നമുക്ക് എപ്പോഴാണ് കയറിയത്? ഈ മാർച്ചിൽ ഒന്നും കയറിയില്ല, അടുത്ത വർഷം അതായത് 5th April കയറിയത്. ഇപ്പൊ ടോട്ടൽ നമ്മൾ 85,000 ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ ഇത്രയും കൂട്ടി വെക്കും അല്ലെ, 85,000 കൂട്ടും നമ്മൾ. കാരണം നമ്മളുടെ കയ്യിലാണ് നമ്മളാണ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം 85,000 രൂപ നമ്മുടെ ബാങ്കിൽ കൂടും എന്നറിയാം. അപ്പൊ ദാറ്റ് മീൻസ് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ക്യാഷ് ബുക്ക് മീൻസ് എന്താ? ക്യാഷ് ബുക്ക് മീൻസ് അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്യാഷ് ബുക്ക് മീൻസ് ഇവിടെ എന്താണ്? ക്യാഷ് ബുക്കിന്റെ എന്ത് കോളമാണ്? ബാങ്കിന്റെ കോളമാണ്. അത് മറക്കരുതേ. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ടെങ്കിൽ അതിലെ ബാങ്കിന്റെ കോളമാണ് ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ബാങ്കിന്റെ കോളം അത് മറക്കരുത്. അപ്പോ ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ബാങ്കിന്റെ ബാലൻസ് കൂടും. അപ്പൊ നമ്മൾ ക്യാഷ് ബുക്കിൽ പോയിട്ട് ബാങ്കിന്റെ കോളം നേരെ കൂട്ടി വെക്കും. ക്യാഷ് ബുക്കിൽ നേരെ കൂട്ടി വെക്കും. കൂട്ടി വെച്ചിട്ട് നമ്മൾക്ക് ഇപ്പോൾ നമ്മളുടെ ക്യാഷ് ബുക്കിൽ 85,000 രൂപ കൂടി കിടക്കുകയാണ്. ദെൻ നമ്മൾ നോക്കുമ്പോൾ ഈ 31st March വരെയും 25,000 രൂപേന്റെ പൈസ ഇതുവരെയും പാസ്ബുക്കിൽ എന്ത് ചെയ്തിട്ടില്ല? കൂടിയിട്ടില്ല. അപ്പൊ അത്രയും പൈസ പാസ്ബുക്കിൽ കുറഞ്ഞു കിടക്കുകയാണ്. പാസ്ബുക്കിൽ കുറഞ്ഞു കിടക്കുന്നത് കൊണ്ട് കമ്പയർ ടു പാസ്ബുക്ക്, അപ്പൊ ക്യാഷ് ബുക്കിനെ എന്താ ചെയ്യണ്ടേ? പാസ്ബുക്കിന്റെ ബാലൻസിലേക്ക് എത്തിക്കാനായിട്ട് ക്യാഷ് ബുക്കിനെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? 25,000 അല്ല ഡിഫറൻസ്. അപ്പൊ 25,000 കുറയ്ക്കണം. അപ്പൊ ഇവിടെ ലെസ് ചെക്ക് ഡെപ്പോസിറ്റഡ് ഓൺ 25th March നോട്ട് കളക്റ്റഡ് 25,000 എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. Then check amounting to 38,000 drawn on 28th March of which check for rupees 8,000 was presented on
3rd April 38,000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു? 38,000 രൂപയുടെ ചെക്ക് 28 മാർച്ചിന് നമ്മൾ എന്ത് ചെയ്തു? ചെക്ക് ഡ്രോൺ ചെയ്തു. ചെക്ക് ഡ്രോൺ ചെയ്യാൻ മീൻസ് നമ്മൾ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു എന്നാ പറയാം. ചെക്ക് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ ആർക്കോ പൈസ കൊടുക്കാനുണ്ടായിരുന്നു, ആ പൈസ നമ്മൾ എന്ത് കൊടുക്കുക? ചെക്ക് ത്രൂ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പൈസ കൊടുക്കുമ്പോ നമ്മളുടെ കയ്യിൽ നിന്ന് ബാങ്ക് ബാലൻസ് എന്ന പൈസ പോകും നമുക്കറിയാലോ. അപ്പൊ നമ്മളുടെ ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളം എന്തായിരിക്കും? നമ്മൾ കുറച്ച് വെക്കും. അപ്പൊ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് നമ്മൾ എത്ര രൂപ കുറച്ച് വെച്ചിട്ടുണ്ട്? 38,000 രൂപ നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ച് വെച്ചു. പക്ഷെ പാസ്ബുക്കിലാണെങ്കിലോ 31st മാർച്ച് വരെയും എത്ര കുറഞ്ഞിട്ടില്ല? 38,000 കുറഞ്ഞില്ല. ആകെ കുറഞ്ഞത് എത്രയാ? 30,000 അതായത് 8,000 രൂപ പാസ്ബുക്കിൽ എന്ത് ചെയ്ത് കിടക്കുക? കൂടിക്കിടക്കുക. കാരണം ഇതുവരെയും നമ്മളുടെ പാസ്ബുക്കിൽ നിന്ന്, നമ്മുടെ ബാങ്കിൽ നിന്ന് 30,000 പോയിട്ടുള്ളൂ, 8,000 ഇതുവരെയും പോയിട്ടുള്ളൂ. അപ്പൊ 8,000ന്റെ ബാലൻസ് അവിടെ പാസ്ബുക്കിൽ ഇപ്പോഴും കൂടിക്കിടക്കുകയാണ്. അപ്പൊ കമ്പയർ ടു പാസ്ബുക്ക്, ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കുറഞ്ഞു കിടക്കുകയല്ലേ. അപ്പൊ പാസ്ബുക്കിലേക്ക് എത്തിക്കാനായിട്ട് ക്യാഷ് ബുക്കിന് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എത്ര കൂട്ടണം? ഡിഫറൻസ് ആയിട്ടുള്ള 8,000 കൂട്ടണം. അപ്പൊ ആഡ് ചെക്ക് ഇഷ്യൂഡ് ഓൺ 25th മാർച്ച് ബട്ട് നോട്ട് യെറ്റ് പ്രസന്റഡ്. നമ്മൾ 8,000 എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ ക്യാഷ് ബുക്ക് പാസ്ബുക്ക് മനസ്സിലായല്ലോ. ദെൻ എ ചെക്ക് ഫോർ ₹4,000 entered in the cash book but omitted to be banked on 31st മാർച്ച്. 4,000 രൂപയുടെ ചെക്ക് ക്യാഷ് ബുക്കിൽ എൻ്റർ ആയി, പക്ഷെ ബാങ്ക്ഡ് ആവാനായിട്ട് 31st മാർച്ച് ആയി എന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ ആ 4,000 എന്താ ചെയ്യേണ്ടേ? 4,000 രൂപയുടെ ചെക്ക് ക്യാഷ് ബുക്കിൽ എൻ്റർ ആയി എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കിലെ ബാലൻസ് 4,000 എന്ത് ചെയ്ത് കിടക്കുകയാണ്? ക്യാഷ് ബുക്കിലെ ബാലൻസ് 4,000 കൂടി കിടക്കുക. പക്ഷെ ഇതുവരെയും അത് ബാങ്ക്ഡിൽ വന്നിട്ടില്ല. ബാങ്ക്ഡ് ആയിട്ടില്ല മീൻസ് എന്താ? പാസ്ബുക്കിൽ അത് ഒമിറ്റഡ് ആണ്, ഇതുവരെ എൻ്റർ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ പാസ്ബുക്കിൽ ഇതുവരെയും 4,000 കൂടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ്ബുക്കിലെ ബാലൻസ് കുറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ പാസ്ബുക്കിന്റെ ബാലൻസിലേക്ക് എത്തിക്കാൻ ക്യാഷ് ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. So, a check entered in the cash book but not yet banked, 4,000 rupees നമ്മൾ ലെസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ, ബിൽസ് റിസീവബിൾ ഫോർ ₹18,000 previously discounted ₹90 with the bank has been dishonored but advice was received on 3rd April. ബില്ല് റിസീവബിൾ നമ്മൾ നേരത്തെ പ്രീവിയസ്ലി ഡിസ്കൗണ്ട് ചെയ്ത പൈസയായിരുന്നു. എപ്പോഴാണ് BR ഡിസ്കൗണ്ട് ചെയ്യുക? നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എപ്പോഴാണ് ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ട് ആവുക? മെച്യൂരിറ്റി ഡേറ്റിന് മുന്നേ നമ്മൾ കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുമ്പോൾ ബാങ്കുകാർ ഡിസ്കൗണ്ട് ചാർജ് പിടിച്ചിട്ടാണ് നമുക്ക് പൈസ തരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം ഡിസ്കൗണ്ടഡ് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടി ബോധിച്ചു. ഇപ്പൊ ബിൽസ് റിസീവബിളിന്റെ പൈസ കിട്ടി. അപ്പൊ നമ്മളുടെ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ഒക്കെ കൂടി കിടക്കുമായിരിക്കുമല്ലോ. യെസ്, അപ്പോ ക്യാഷ് ബുക്കിന്റെ ബാലൻസും കൂടി കിടക്കുമായിരിക്കും, പാസ്ബുക്കിന്റെ ബാലൻസും കൂടി കിടക്കായിരിക്കും. കാരണം രണ്ടും എൻ്റർ ആയി കഴിഞ്ഞു. പ്രീവിയസ്ലി ഡിസ്കൗണ്ട് മീൻസ് 18,000 രൂപ കിട്ടി ബോധിച്ചു. ഇപ്പൊ 18,000 രൂപയിൽ ഡിസ്കൗണ്ട് ചാർജ് 90 രൂപ പോയിട്ട് 17,910 rupees ആണ് നമുക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ദെൻ വിത്ത് ദ ബാങ്ക്. ഓക്കെ, എല്ലാമായി. പക്ഷെ അത് എന്തായി? ഡിസ്ഹോണർ ആയി. എന്നിട്ടോ ആ അഡ്വൈസ് നമുക്ക് 3rd April വരെയും, അഡ്വൈസ് വാസ് റിസീവ്ഡ് ഓൺ 3rd April. അപ്പൊ 2nd April വഴി നമുക്ക് അറിയത്തില്ലായിരുന്നു. ദാറ്റ് മീൻസ് ഈ 31st മാർച്ച് ഇയർ എൻഡ് വഴി നമ്മൾ അറിയത്തില്ല ഇങ്ങനെ ഒരു ബിൽ ഡിസ്ഹോണർ ആയ വിവരം. റെഡി? ഇപ്പൊ ബില്ല് ഡിസ്ഹോണർ ആവാന്ന് പറഞ്ഞാൽ ആദ്യം ബില്ല് റിസീവ് ചെയ്യുമ്പോൾ അതായത് ബില്ലിന്റെ പൈസ ഈ 18,000-ന് 90 രൂപ ഡിസ്കൗണ്ടും കുറച്ച് 17,910 രൂപ കയറുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ബാലൻസും കൂടും, പാസ്ബുക്കിന്റെ ബാലൻസും കൂടും. ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളവും കൂടും, പാസ്ബുക്കിന്റെ ബാലൻസും കൂടും. പിന്നീട് ഇത് ഡിസ്ഹോണർ ആയി. പക്ഷെ ഡിസ്ഹോണർ ആയ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് അഡ്വൈസ് കിട്ടണത് അഡ്വൈസ് വാസ് റിസീവ്ഡ് ഓൺ 3rd April. അപ്പൊ 31st മാർച്ച് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ബില്ല് ഡിസ്ഹോണർ ആയിട്ടുണ്ട്. ബില്ല് ഡിസ്ഹോണർ ആയാൽ അപ്പൊ ആദ്യം ഇന്റിമേഷൻ എവിടെ? അപ്പൊ ബാങ്കിലാണ്. അപ്പൊ ബാങ്കിൽ നിന്ന് നമുക്ക് ഇന്റിമേഷൻ വന്നു, ഡിസ്ഹോണർ ആയി, പൈസ കുറഞ്ഞു. നമുക്കിതുവരെ അറിയത്തില്ല. ദെൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 31st മാർച്ചിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ പാസ്ബുക്കിൽ നമുക്ക് ഇത്രയും എമൗണ്ട് കുറഞ്ഞെടുക്കുന്നുണ്ട്. എത്ര എമൗണ്ട്? 18,000-ൽ നമുക്ക് ആദ്യം ഡിസ്കൗണ്ട് കുറച്ചിട്ട് നമുക്ക് ക്രെഡിറ്റ് ആയത് 17,910 ആണെങ്കിലും ഡിസ്ഹോണർ ആകുമ്പോൾ നമുക്ക് തിരിച്ച് എത്ര തന്നെ അടയ്ക്കണം? 18,000 തന്നെ തിരിച്ചടയ്ക്കണം. അപ്പൊ ബാങ്കിൽ നിന്ന് ഡിസ്ഹോണർ ആകുമ്പോൾ നമുക്ക് എത്ര രൂപ? 18,000 രൂപ ബാങ്കിന്റെ പാസ്ബുക്കിൽ നിന്ന് ബാങ്കുകാർ പിടിച്ചു, 18,000 രൂപയും പിടിച്ചു.
ഡിസോണറായി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ക്യാഷ് ബുക്കിൽ 18,000 രൂപയും കൂടി കിടക്കുക. കാരണം പാസ്ബുക്കിലെ കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പാസ്ബുക്കിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിന്റെ ബാലൻസിനെ കുറയ്ക്കണം, 18,000 കുറയ്ക്കണം. അപ്പൊ നേരെ ഇവിടെ വരിക, ഡിസ്കൗണ്ടഡ് ബിൽസ് റിസീവബിൾ ഡിസോണർഡ് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക് 18,000 നമ്മൾ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. Then a check of rupees 20,000 wrongly credited in the passbook on 29th March was reversed on 2nd April. A check of rupees 20,000 wrongly credited in the passbook. Wrongly credit ആവാന്ന് പറഞ്ഞാൽ എന്താണ്? Wrongly credited in the passbook means തെറ്റായിട്ട് പാസ്ബുക്കിലേക്ക് ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞാൽ പാസ്ബുക്കിന്റെ ബാലൻസ് നമ്മുടെ കൂട്ടിക്കിടക്കാണ്. On 29th March was reversed on, അത് റിവേഴ്സ്ഡ് ആയി, തിരിച്ചവർ പിടിച്ചു. തെറ്റായിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ കൂട്ടി, പക്ഷെ അത് തിരിച്ചു പിടിച്ചത് എപ്പോഴാ? ഈ വർഷം കഴിഞ്ഞിട്ടാ, 31st March കഴിഞ്ഞിട്ടാണ് അത് തിരിച്ചവർ കുറച്ചത്. അപ്പൊ 31st March വരെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ പാസ്ബുക്കിന്റെ ബാലൻസ് 20,000 രൂപ എന്ത് ചെയ്ത് കിടക്കുകയാണ്? 20,000 രൂപ കൂടി കിടക്കുക. അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ അത്രയും കാലം ക്യാഷ് ബുക്കിന്റെ ബാലൻസ് നമ്മുടെ എന്ത് ചെയ്ത് കിടക്കുകയാണ്? കുറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ 31st March വരെ നമ്മൾ അറിഞ്ഞില്ല. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, ഇത് എന്താണ്? തെറ്റായിട്ട് പാസ്ബുക്കിൽ വന്നൊരു എമൗണ്ട് ആണല്ലേ, തെറ്റായിട്ട് വന്നിടും. അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ആ ബാലൻസിലേക്ക് എത്തിക്കാൻ, ആ എറേഴ്സ് റെക്ടിഫൈ ചെയ്ത് ബാലൻസിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിനെ എന്ത് ചെയ്യണം? പാസ്ബുക്കിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 20,000 രൂപ കൂട്ടണം, 20,000 rupees കൂട്ടണം. അപ്പൊ ചെക്ക് റോങ്ലി ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക് 20,000 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോ ഇവിടെ നമ്മൾ എന്താ ഒന്നുകൂടെ ചെയ്തത്? നമ്മൾ നോക്കിയേ, പാസ്ബുക്കിൽ റോങ്ലി ക്രെഡിറ്റ് ആയി 20,000 രൂപ. ഓക്കെ, റോങ്ലി ക്രെഡിറ്റ്. അപ്പൊ നമ്മുടെ ബുക്കില്, ക്യാഷ് ബുക്കിൽ അത്രയും നമുക്കറിയില്ല, ആയത് നമ്മൾ കുറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ നമ്മൾ 31st March BRS സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുകയാണ്, ഓക്കെ ഇതാണ് എറർ, എന്താണ് റോങ്ലി ക്രെഡിറ്റ്. അപ്പൊ ബാലൻസിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിന്റെ ബാലൻസിലേക്ക് എത്തിക്കാൻ നമ്മൾ ക്യാഷ് ബുക്കിനെ എന്ത് ചെയ്യണം? കൂട്ടണം. എറേഴ്സ് റെക്ടിഫൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ദെൻ പിന്നീട് തിരിച്ചു പിടിച്ചു, ബാങ്കുകാർ അത് റിവേഴ്സ് ചെയ്തു, അത് പക്ഷെ നെക്സ്റ്റ് ഇയർ. അപ്പൊ നെക്സ്റ്റ് ഇയർ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തോളൂ. റെഡി? ദെൻ the bank had wrongly debited rupees 15,000 in the account on 31st March. ബാങ്ക് wrongly ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഇവർക്ക് ഈ റോങ് ആയിട്ട് ചെയ്യുന്നത് ഭയങ്കര കൂടുതലല്ലേ? ഓക്കെ, ബാങ്ക് എന്ത് ചെയ്തു? 15,000 rupees wrongly ഡെബിറ്റ് ചെയ്തു. മീൻസ് പാസ്ബുക്കിൽ നിന്ന് പിടിച്ചു, ബാങ്കിൽ നിന്ന് പൈസ പിടിച്ചു. ആൻഡ് റിവേഴ്സ് ചെയ്ത് തിരിച്ചു കൂട്ടി. പക്ഷെ അത് ഈ വർഷമൊന്നും അല്ല, അടുത്ത വർഷം, നെക്സ്റ്റ്, അതായത് അടുത്ത മാസം, മീൻസ് നെക്സ്റ്റ് ഇയറിലാണ് കൂട്ടിയത് അല്ലെ. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ എറർ എന്താണ്? നമ്മളുടെ ബാങ്കിൽ നിന്ന് തെറ്റായിട്ട് 10,000 രൂപ പിടിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് അവിടെ കൂടിക്കിടക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പാസ്ബുക്കിലേക്കാണ് ഇതിനെ എത്തിക്കേണ്ടത്. അതിനുവേണ്ടി ക്യാഷ് ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ പാസ്ബുക്കിലെ ബാലൻസിലേക്ക് എത്തിക്കാൻ നമ്മൾ ക്യാഷ് ബുക്കിനെ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് വേണ്ടത്. സോ എമൗണ്ട് റോങ്ലി ഡെബിറ്റഡ് ബൈ ദ ബാങ്ക് ₹15,000. റെഡിയല്ലേ? നോക്കാം, ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 1,82,500 പ്ലസ് 8,000 പ്ലസ് 20,000 minus 25,000 minus 4,000 minus 18,000 minus 15,000 1,48,500 ആണ് നമ്മളുടെ എന്ത്? ക്യാഷ് ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏതിലാണ് എൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പാസ്ബുക്കിലാണ്. സോ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റിൽ സ്റ്റാർട്ട് ചെയ്താൽ പാസ്ബുക്കിന്റെ ഏതിനാണ് എൻ്റർ ആവുക? ക്രെഡിറ്റിലാണ്. ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഫിഗർ ആയിരുന്നെങ്കിൽ നേരെ പാസ്ബുക്കിന്റെ എന്ത് ബാലൻസ് തന്നെ ആയേനെ? ഡെബിറ്റ് ബാലൻസ് തന്നെ ആയേനെ. സോ ഇവിടെ പോസിറ്റീവ് ഫിഗർ ആണ് നമുക്ക് കിട്ടിയത്, നെഗറ്റീവ് ഫിഗർ അല്ല. അതുകൊണ്ട് ഏതാണ്? ഡെബിറ്റിൽ സ്റ്റാർട്ട് ചെയ്താൽ നേരെ എന്തിലേക്ക് എൻ്റർ ചെയ്യണത്? ക്രെഡിറ്റ് ബാലൻസിലേക്കാണ് അതിനെ എൻ്റർ ചെയ്യണത്. The next question, December 23 കേട്ടോ, December 2023 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2A ഫസ്റ്റ് വൺ. On 30th September 2023, Sri Sachin Chatterjee's cash book shows that he had an overdraft balance of 400 on his current account at the bank. On checking the cash book with the bank statement, you are finding this type of reasons of in the errors. Then you are required to prepare adjusted cash book and bank reconciliation statement. Adjusted cash book BRS കൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പൊ നേരെ എന്ത് ചെയ്യാം? അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കും BRS സ്റ്റേറ്റ്മെന്റും ആദ്യം വരച്ചു വെക്കാം.
അപ്പൊ ഇങ്ങനെ ഒരു ഈ ഒരു മെത്തേഡിലൂടെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? ക്യാഷ് ബുക്കിൽ വന്ന എറേഴ്സ് കംപ്ലീറ്റ്, ക്യാഷ് ബുക്കിൽ വരാത്ത ഐറ്റംസ് ഉണ്ടോ, ക്യാഷ് ബുക്കിൽ എക്സസ് ആയിട്ട് കുറച്ച് ഐറ്റം ഉണ്ടോ, ക്യാഷ് ബുക്കിൽ എക്സസ് ആയിട്ട് കൂട്ടി വെച്ചിരിക്കുന്ന ഐറ്റം ഉണ്ടോ, ദെൻ ക്യാഷ് ബുക്കിൽ വരാത്ത ഐറ്റംസ്, റെക്കോർഡ് ചെയ്യാത്ത ഐറ്റംസ് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ ക്യാഷ് ബുക്കിന്റെ എറേഴ്സ് കംപ്ലീറ്റ്ലി നമ്മൾ ഈ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? എറേഴ്സിനെ റെക്ടിഫൈ ചെയ്ത് തിരുത്തണം. ദെൻ അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഓപ്പണിംഗ് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഈ എറേഴ്സ് എല്ലാം തിരുത്തി ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ബാലൻസ് ഒന്നെങ്കിൽ ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നോർമൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കാം. ആ ബാലൻസ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഒന്നും കൂടെ നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ BRS പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ വരേണ്ടത്, ക്യാഷ് ബുക്കിൽ വരുന്ന എറേഴ്സ്, ക്യാഷ് ബുക്കിൽ വന്നിട്ടുള്ള എറേഴ്സ് കംപ്ലീറ്റ്ലി ഈ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിലൂടെ നമ്മൾ തിരുത്തിയിട്ട് ഈ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗർ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? രണ്ടാമത്തെ BRS സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ വൺസ് നമ്മൾ ഈ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത ഒരു ഐറ്റം പോലും പിന്നീട് റിപ്പീറ്റ് ആയിട്ട് എവിടെ വരാൻ പാടില്ല? BRSൽ വരാൻ പാടില്ല. അപ്പൊ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് വരാം? ഇതിൽ ബാങ്കിന്റെ എറേഴ്സ് മാത്രമേ വരുള്ളൂ. ബാങ്ക് ഡ്യൂ ടു ടൈമിംഗ് ഡിഫറൻസ് മൂലം ബാങ്ക് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയത്, ബാങ്ക് ട്വൈസ് ആയിട്ട് നമ്മുടെ പേയ്മെന്റിൽ നിന്ന് നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ ട്വൈസ് ആയിട്ട് പിടിച്ചു, അല്ലെങ്കിൽ എക്സസ് ആയിട്ട് ബാങ്ക് അറിയാതെ തന്നെ ബാങ്കിലേക്ക് റോങ് ക്രെഡിറ്റ് ആയി. അപ്പൊ ബാങ്കിന്റെ എറേഴ്സ് കംപ്ലീറ്റ് ആണ് എവിടെ വരിക? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ വരാം. ക്വസ്റ്റ്യൻ വായിക്കാം. ഫസ്റ്റ് വൺ, ഓൺ 30th September ക്യാഷ് ബുക്ക് ഷോസ് ആൻഡ് ഹി ഹാഡ് ആൻ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ്. അപ്പൊ ക്യാഷ് ബുക്കിന് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഇൻ ദ ബുക്സ് ഓഫ് സച്ചിൻ ചാറ്റർജി ക്യാഷ് ബുക്ക് എത്ര വന്നു? ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ബ്രോ ഡൗൺ 400 rupees. ഓപ്പണിംഗ് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. 30/9/23 ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ എഴുതി ബൈ ബാലൻസ് ബ്രോ ഡൗൺ 400 rupees. റെഡി. ദെൻ ഫസ്റ്റ് വൺ, എ ചെക്ക് ഇഷ്യൂഡ്, ഫസ്റ്റ് എറർ ആണ്. എ ചെക്ക് ഇഷ്യൂഡ് ₹1500, check issued ₹1,500 had been entered in the cash book but had been presented into the bank ₹1,000. അതായത് 1500 രൂപയുടെ ചെക്ക് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? ഇഷ്യൂ ചെയ്തത്. അത് ബാങ്കിലേക്ക് പ്രസന്റ് ആയത് എത്രയായിട്ടാണ്? 1000 ബാങ്കിൽ പ്രസന്റ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ബാങ്കിന്റെ എറർ അല്ലേ? നമ്മൾ കറക്റ്റ്ലി നമ്മുടെ ക്യാഷ് ബുക്കിൽ 1500 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ബാങ്കിൽ ആകെ എത്രയേ പ്രസന്റ് ആയിട്ടുള്ളൂ? 1000. അപ്പൊ ആ ഡിഫറൻസ് ആയിട്ടുള്ള 500 എവിടെ വരേണ്ടതാ? അത് BRSൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ വരേണ്ടതാ. ഇനി അത് ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് നമ്മളുടെ ക്യാഷ് ബുക്ക്, അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ടിരിക്കും ഇത് ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്ന് അറിയാനായിട്ട്. കാരണം നമുക്ക് സ്റ്റാർട്ടിങ് ഒരു BRS സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒന്ന് കിട്ടണ്ടേ? ഒന്നെങ്കിൽ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ്, അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ ഡെബിറ്റ്, അങ്ങനെ ആയിരിക്കണ്ടേ? അപ്പൊ ഇവിടെ നമുക്ക് ഒന്നേ കിട്ടുള്ളൂ. ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ആയിരിക്കും കിട്ടുന്നത്, പക്ഷെ ഒന്നെങ്കിൽ ഡെബിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കാം. അത് വെച്ചിട്ട് വേണം BRSൽ നമ്മൾ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്ന് തീരുമാനിക്കാനായിട്ട്. ഓക്കെ, അതെന്നോടെ നിൽക്കട്ടെ. ദെൻ second one, dividend amounting to 150 rupees had been directly deposited into bank. ബാങ്കിലേക്ക് എന്ത് ചെയ്തു? ഡയറക്ട്ലി ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. എത്ര റുപ്പീസ്? ഡിവിഡൻഡ് ₹150 ബാങ്കിലേക്ക് ഡയറക്ട്ലി ഡെപ്പോസിറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി ബാങ്കിലേക്ക് എന്ത് വന്നു? ക്രെഡിറ്റ് ആയി. ഡിവിഡൻഡ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഡെപ്പോസിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇൻകം ആണ് അല്ലെ? അപ്പൊ ക്രെഡിറ്റ് ആയി, എമൗണ്ട് ക്രെഡിറ്റ് ആയി എന്നാ പറയാം. അപ്പൊ എമൗണ്ട് ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന്റെ ബാലൻസ് കൂടി. പക്ഷെ നമ്മൾ എവിടെ അറിഞ്ഞിട്ടില്ല? ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്നാ പറയാ അല്ലെ? അപ്പൊ ക്രെഡിറ്റ് ആയി, ബാങ്കിൽ ക്രെഡിറ്റ് ആയി, ക്യാഷ് ബുക്കിലായി എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ കൂട്ടണം. അപ്പൊ ക്യാഷ് ബുക്കിന്റെ കൂട്ടുക മീൻസ് ക്യാഷ് ബുക്കിന്റെ റെസീപ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡും പേയ്മെന്റ് സൈഡ് ക്രെഡിറ്റ് സൈഡുമാണ്. അപ്പൊ കൂട്ടണമെങ്കിൽ നമ്മൾ ഏത് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ 2 ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് 30/9 2 ഡിവിഡൻഡ് നമുക്ക് എത്ര കൂടി? 150 rupees കൂട്ടണം. ഇവിടെ ക്യാഷ് ബുക്കിൽ. കാരണം ഒന്നും കൂടെ പറയാം, കാരണം എന്താ? ഇവിടെ ഡിവിഡൻഡ് ഡയറക്ട്ലി ബാങ്കിലേക്കാണ് ഡെപ്പോസിറ്റ് ആയത്, ക്യാഷ് ബുക്കിലല്ല. അപ്പൊ ക്യാഷ് ബുക്കിൽ ഇതുവരെ കൂട്ടിയിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. Then bank had credited interest on bank deposit for ₹170, but same has been debited in the cash book on 6th October. അതായത് ബാങ്കിലെ
എന്ത് ചെയ്തു, ബാങ്ക് ഹാഡ് ക്രെഡിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് മേലെ ഇൻട്രസ്റ്റ് ബാങ്കിൽ എന്ത് ചെയ്തു ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പൈസ കൂടി. എവിടെ കൂടി കാണത്തില്ല, ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല. അപ്പൊ ക്യാഷ് ബുക്കിൽ കൂട്ടണ്ടേ, ക്യാഷ് ബുക്കിൽ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, റെസീപ്റ്റ് സൈഡിൽ കൂട്ടണം. അപ്പൊ നേരെ ടു ബാങ്ക് ഇൻട്രസ്റ്റ് 170 rupees. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഓരോ ഇത് വെച്ചിട്ടാണ് നമ്മളുടെ ആ ഒരു പേര് വെച്ചിട്ട് എന്താണ് കൂടിയത്. ഇപ്പൊ ഡിവിഡൻഡ് ആണോ എന്നെങ്കിൽ ടു ഡിവിഡൻഡ്, ദെൻ എന്താ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ടു ഇൻട്രസ്റ്റ്, അങ്ങനെ കാണിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഫോർ ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇത് എക്സിസ്റ്റ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് ഡിവിഡൻഡ് ആണ് കൂടിയത്, ഈ ഡിവിഡൻഡ് ആണ് ഫസ്റ്റ് സ്റ്റേജിൽ. അപ്പൊ ഡിവിഡൻഡ് നമുക്ക് ഇൻകം ആണ്, ഇൻകം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു, ക്യാഷ് അല്ല ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എന്താണ് ഡിവിഡൻഡ്. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ഇവിടെ എന്ത് ഇൻട്രസ്റ്റ് ആണ്, ടു ബാങ്ക് ഇൻട്രസ്റ്റ്, രണ്ടും ഓക്കെ അല്ലേ. ദെൻ അടുത്തത് ഫോർത്ത് വൺ ബാങ്ക് ചാർജസ് ₹50 ഷോൺ ഇൻ ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ബട്ട് ദ സെയിം ഹാഡ് നോട്ട് ബീൻ എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ബാങ്ക് ചാർജ് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് പൈസ പോയി എന്നർത്ഥം അല്ലെ, ബാങ്കിൽ നിന്ന് പൈസ പോയി. പക്ഷെ നമുക്ക് ക്യാഷ് ബുക്കിൽ എൻ്റർ ആയിട്ടുണ്ടോ, അത് ഇല്ല, ക്യാഷ് ബുക്കിൽ അറിഞ്ഞിട്ട്. അപ്പൊ ക്യാഷ് ബുക്ക് ഒന്ന് കുറയ്ക്കണം. ക്യാഷ് ബുക്കിൽ എവിടെന്നാ, ബാങ്ക് കോളത്തുനിന്നാ കുറയ്ക്കണ്ടേ അല്ലെ. ക്യാഷ് ബുക്ക് മീൻസ് 2 കോളം ഉണ്ടാവും, ക്യാഷ് കോളം ഉണ്ടാവും, ബാങ്ക് കോളം, എല്ലാം ബാങ്ക് കോളവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാഷ് ബുക്ക് ഒന്ന് കുറയ്ക്കണം, കുറച്ചിട്ട്. അപ്പൊ ക്യാഷ് ബുക്കിന് കുറയ്ക്കണമെങ്കിൽ ക്യാഷ് ബുക്കിന് ഏത് സൈഡാ പേയ്മെന്റ്, ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അപ്പൊ ബൈ ബാങ്ക് ചാർജസ് ₹50. അപ്പൊ എന്താ എൻട്രി വരേണ്ടത്, ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് വന്നു, ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു, നമ്മളുടെ കയ്യിൽ പൈസ പോകുമ്പോൾ ടു ബാങ്കിൽ ബൈ ബാങ്ക് ചാർജസ്. റെഡി അല്ലേ? ഓക്കെ, ദെൻ ഇവിടെ എന്താണ്, ഇവിടെ ഡിവിഡൻഡും ബാങ്ക് ഇൻട്രസ്റ്റ് ഒക്കെ കൂടുമ്പോൾ ബാങ്കിന്റെ ബാലൻസ് കൂടുവാണ്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റാ ചെയ്യേണ്ടത്. ടു ഡിവിഡൻഡ് എന്ന് പറഞ്ഞ ഇൻകം, ടു എന്തിന്റെ പേരില, ടു ഇൻട്രസ്റ്റ്. മനസ്സിലായി, ഇങ്ങനെയാണ് എൻട്രി ഇടേണ്ടത്. ദെൻ അത് കഴിഞ്ഞിട്ടോ ഫിഫ്ത്ത് വൺ, a check is issued to NK Chatterjee ₹50 was replaced when out of date. It was entered again in the cash book, no other entry being made. Both the checks were included in the total of unpresented checks shown above. A check is issued to NK Chatterjee for 50 was replaced when out of date. It was again in the cash book. Means ഇവിടെ നമ്മൾ ആദ്യം ഒരു 50 രൂപയുടെ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തായിരുന്നു. ഓക്കെ, ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്തു, ആ 50 രൂപ ക്യാഷ് ബുക്കിൽ നമ്മൾ പേയ്മെന്റ് സൈഡിൽ 50 രൂപ പോയതായിട്ട് കാണിച്ചു. പക്ഷെ ആ ചെക്ക് ഔട്ട് ഓഫ് ഡേറ്റ് ആയപ്പോൾ വീണ്ടും നമ്മളൊരു ചെക്ക് 50 രൂപയുടെ കൂടെ കൊടുത്തു. പക്ഷെ ആദ്യം കൊടുത്ത ചെക്കിന്റെ 50 രൂപയുടെ പേയ്മെന്റ് ഉണ്ടല്ലോ, ഈ 50 രൂപ നമ്മൾ പേയ്മെന്റ് ആദ്യം പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എഴുതി വെക്കും, നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതി വെക്കും, പേയ്മെന്റ് ചെക്ക് പോയി എന്ന് പറഞ്ഞിട്ട്, ഇഷ്യൂ ചെയ്തെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് ഔട്ട് ഓഫ് ഡേറ്റ് ആയപ്പോൾ നമ്മൾ ഈ ചെക്ക് നമ്മൾ തിരിച്ചു വന്നതായിട്ട് ക്യാൻസൽ ചെയ്ത് കാണിക്കണ്ടേ, ആ ക്യാൻസലേഷൻ കാണിച്ചില്ല. പകരം ഈ പേയ്മെന്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ ആദ്യം ഒരു 50 രൂപ കാണിച്ചു, എന്നിട്ട് മറ്റേത് ക്യാൻസൽ ചെയ്യാതെ തന്നെ വീണ്ടും ഒരു 50 രൂപയുടെ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു. അപ്പൊ ടോട്ടൽ 100 രൂപ എവിടെ കുറഞ്ഞു കിടക്കുകയാണ്, ക്യാഷ് ബുക്കിൽ നമ്മൾക്ക് കുറഞ്ഞു കിടക്കുകയാണ്. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. എ ചെക്ക് ഈസ് ഇഷ്യൂഡ് ടു NK Chatterjee for ₹50 was replaced when out of date. It was entered again in the cash book, no other entry being made. Both checks are included in the total of unpresented checks shown above. Ready? Then ഇതും അവിടെ നിൽക്കട്ടെ. Then the receipt side of the cash book had been overcasted by 20. അപ്പൊ ക്യാഷ് ബുക്കിന്റെ റെസിപ്റ്റ് സൈഡ് മീൻസ് ഡെബിറ്റ് സൈഡിൽ ഓവർകാസ്റ്റ് ചെയ്ത് കിടക്കാണ്. 20 രൂപ കൂടി കിടക്കാന്ന് പറഞ്ഞാൽ ഇതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ മതി, കുറച്ചാൽ മതി. 20 രൂപ ഇവിടെ എഴുതിയാൽ എന്താ, ഈ 20ഉം കൂടി ക്യാൻസൽ ആയി പോയില്ലേ. അപ്പോ ഇവിടെ ക്യാഷ് ബുക്കിലെ റെസിപ്റ്റ് സൈഡിൽ 20 രൂപ കൂടി കിടക്കാന്ന് പറഞ്ഞാൽ അത് നേരെ ക്രെഡിറ്റ് ചെയ്ത് 20 രൂപ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഈ 20 ക്യാൻസൽ ആവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്, കുറയ്ക്കുകയാണ് വേണ്ടത്. എത്ര, 20 കുറയ്ക്കണം. ബൈ ഓവർകാസ്റ്റിംഗ് എറർ ₹20 എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്തു. റെഡി? ഇനി a check of ₹20 had been entered as a receipt in the cash book instead of as a payment. അതായത് ചെക്ക് എന്ത് ചെയ്തു, a check for ₹20,000 entered as a receipt in the cash book instead of a payment. പേയ്മെന്റ് സൈഡിലേക്ക് ഇവിടെ നമ്മൾ 20 കുറയ്ക്കുന്നതിന് പകരം 20 ഇവിടെ കൊടുക്കുന്നതിന് പകരം പേയ്മെന്റ് സൈഡിൽ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, റെസിപ്റ്റ് സൈഡിൽ 20 കൊടുത്തു. എവിടെ കൊടുത്തില്ല, ഇവിടെ കൊടുത്തില്ല, പകരം ഇവിടെ കൊടുത്തു. അപ്പൊ ഇവിടെ വരണമെങ്കിൽ ഇനി നമ്മൾ ഒരു
ഒരു 20 ഇവിടെ കാണിക്കാൻ വേണം. അപ്പൊ ഈ 20 ക്യാൻസൽ ആയി. ദെൻ വീണ്ടും ഒരു 20 കൂടെ കാണിച്ചാലേ ഉള്ളൂ ഇവിടെ എത്രയാവത്തുള്ളൂ, ക്രെഡിറ്റില് പേയ്മെന്റ് സൈഡിൽ 20 ആവത്തുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കൊടുക്കണം, ടോട്ടൽ നമ്മൾ എത്ര കൊടുക്കണം, 40 ഇവിടെ എഴുതിയാലേ ഉള്ളൂ നമുക്ക് ഒരു 20 ക്യാൻസൽ ആയിട്ട് ഒരു 20 ഇവിടെ എന്താ ഉള്ളൂ, റെക്കോർഡ് ചെയ്യപ്പെടുള്ളൂ. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, ചെക്ക് ഫോർ ₹20 ഹാഡ് ബീൻ എന്റേർഡ് ഇൻ ആസ് എ റെസിപ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് എ പേയ്മെന്റ്. അപ്പൊ എറർ അല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, 40,000 നമ്മൾ എന്ത് ചെയ്യണം, ബൈ പാർട്ടി 40,000 റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി നമുക്ക് 20 അവിടെ ക്യാൻസലും ആയി. ദെൻ നമ്മളവിടെ എന്തുമായി, 20 rupees അവിടെ റെക്കോർഡുമായി. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്ത് നോക്കിയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തെറ്റാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കാം, ചെക്ക് റെസീപ്റ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു, പേയ്മെന്റ് സൈഡിലല്ല. അപ്പൊ ശരിക്കും പേയ്മെന്റ് സൈഡിലായിരുന്നു, പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്ത് എവിടെയാ, റെസീപ്റ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്തത്. ഇത് പേയ്മെന്റ് സൈഡ്, ഇത് റെസീപ്റ്റ് സൈഡ്. ഓക്കെ, അപ്പോ റെസീപ്റ്റ് സൈഡ്, പേയ്മെന്റ് സൈഡ്. 20 രൂപ ഇവിടെ റെക്കോർഡ് ചെയ്തു, പക്ഷെ ശരിക്കും എവിടെ വരേണ്ടിയിരുന്നത്, ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഒരു 20 എഴുതിയാൽ റെക്കോർഡ് ആവോ, ഇല്ല, ഇത് ക്യാൻസൽ ആയി പോത്തേ ഉള്ളൂ. അപ്പൊ ഒരു 20 കൂടെ, അപ്പൊ ടോട്ടൽ എത്ര എഴുതണം, 40 എഴുതിയാലേ ഉള്ളൂ ഈ 20 ക്യാൻസൽ ആയിട്ട് ഇവിടെ 20 റെക്കോർഡ് ആവത്തുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ദെൻ എ ചെക്ക് ഫോർ ₹8 had been incorrectly entered in the cash book as a 88. A ചെക്ക് ഡ്രോൺ ചെയ്തു. ചെക്ക് ഡ്രോൺ ചെയ്യാന്ന് പറഞ്ഞാൽ ചെക്ക് ഇഷ്യൂ ചെയ്യുക. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ പേയ്മെന്റ് സൈഡിലേക്ക് നമ്മൾ എത്ര ഇട്ടു, 8 ആയിരുന്നു വരേണ്ടിരുന്നത്, പക്ഷെ നമ്മൾ എത്ര 88 ആയിട്ട് നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ 8 വരണമെങ്കിൽ ഇവിടേക്ക് നമ്മൾ എത്ര ഇടാൻ മതി, 80. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ഒരു 80 ഇട്ട് കൊടുത്താൽ ഇവിടെ ഈ 80 ക്യാൻസൽ ആയിട്ട് ഇവിടെ എന്താ ഓട്ടോമാറ്റിക്കലി വന്നോളും, ₹8 വന്നോളും. അപ്പൊ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ എത്ര ഇടണം, 80 ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ 2 എറർ ₹80. ഓക്കെ അല്ലേ. ഇങ്ങനെ നമുക്ക് വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യുമ്പോൾ തന്നെ വരച്ച് പെൻസിൽ കൊണ്ട് കേട്ടോ വരച്ച് ചെയ്ത് വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് തെറ്റാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ചെക്ക് ഡ്രോൺ ചെയ്തു. ഡ്രോൺ ചെയ്യാന്ന് പറഞ്ഞാൽ ₹8 ഇവിടെ എഴുതണമായിരുന്നു, പക്ഷെ നമ്മൾ എന്ത് എഴുതി, ഇൻകറക്റ്റ്ലി നമ്മൾ 88 ആയിട്ട് എഴുതി. അപ്പൊ ഇവിടെ ₹8 വരണമെങ്കിൽ ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഒരു 80 ഇട്ട് കൊടുത്താൽ ഇതിനകത്തെ ഈ 80ഉം ഈ 88നകത്തെ 80ഉം ക്യാൻസൽ ആയിട്ട് 8 അവിടെ റെക്കോർഡ് ആയിക്കോളും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡെബിറ്റ് സൈഡിൽ എന്ത് എഴുതണം, ഡെബിറ്റ് ₹80 ഇടണം. റെഡി? ദെൻ ഇനി നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത് ഫസ്റ്റ് വണ്ണും ഫിഫ്ത്ത് വണ്ണും ആണ്. ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് എവിടെയാണ്, BRSലാണ്. കാരണം ബാങ്കിന്റെ എറേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ BRSൽ റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആദ്യം ക്യാഷ് ബുക്കിന്റെ ബാലൻസ് നോക്കാം. ക്യാഷ് ബുക്ക് ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. 400 plus 50 plus 20 plus 40, 510 minus 150 minus 170 minus 80, 110 ആണ്. ഇപ്പൊ 2 ബാലൻസ് ക്യാരി ഡൗൺ ആണ് ₹110. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് ബാലൻസ് എവിടെ വരും, ക്രെഡിറ്റ് സൈഡിൽ തന്നെ വരും. അതായത് ക്യാഷ് ബുക്കിന് എന്ത് ബാലൻസ് ആണ്, ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ BRS സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ BRS സ്റ്റേറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് BRS സ്റ്റേറ്റ്മെന്റ് ആസ് ഓൺ 30/9/2023 ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ അമെന്റഡ് ക്യാഷ് ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എത്രയുണ്ട്, 110 ഉണ്ട്. ഇനി നമുക്കറിയേണ്ടത് ഈ 2 ഐറ്റംസ് ആണ് റെക്കോർഡ് ചെയ്യാത്തത്. ബാക്കി ഒന്നും ഇനി റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ആകെ ഈ 2 ഐറ്റംസ് ആണ് നമ്മൾ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്തത്. ആ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്ത ഈ 2 ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, BRS സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, എ ചെക്ക് ഇഷ്യൂഡ് ₹1,500 ഹാസ് ബീൻ എന്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ബട്ട് ഹാഡ് ബീൻ പ്രസന്റഡ് ഇൻ ടു ദ ബാങ്ക് ₹1,000. അപ്പോ ചെക്ക് നമ്മൾ 1,500 രൂപ ഇഷ്യൂ ചെയ്തു. അപ്പൊ ക്യാഷ് ബുക്ക് 1,500 കുറഞ്ഞു കിടക്കുകയാണ്. ബാങ്കിൽ ആകെ കുറഞ്ഞിട്ടുള്ളത് 1,000 രൂപ മാത്രമാണ് കുറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ടൈമിംഗ് ഡിഫറൻസ് ആണ്. ടൈമിംഗ് ഡിഫറൻസ് ബാങ്കിന്റെ എറേഴ്സും ബാങ്കിന്റെ ടൈമിംഗ് ഡിഫറൻസ് മൂലം. അതായത് ഈ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം, അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണ സമയത്ത് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് ആൻഡ് BRS പ്രിപ്പയർ ചെയ്യണ സമയത്ത് ഈ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കില് ക്യാഷ് ബുക്കിന്റെ എറേഴ്സ് മാത്രമാണ് വരിക. ദെൻ BRSൽ വരിക ഡ്യൂ ടു ടൈമിംഗ് ഡിഫറൻസ് മൂലം വരുന്ന എറേഴ്സും ദെൻ ബാങ്കിന്റെ എറേഴ്സുമാണ് ഇവിടെ ഈ BRS സ്റ്റേറ്റ്മെന്റിൽ വരിക.
അപ്പൊ ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവിടെ റെക്കോർഡ് ചെയ്യാൻ വൈകിപ്പോയി, പ്രസന്റ് ചെയ്യാൻ വൈകിപ്പോയി, അത് എൻകാഷ് ചെയ്യാൻ വൈകിപ്പോയി. അപ്പൊ ബാങ്കിൽ ഉണ്ടാവുന്ന ബാങ്കിന്റെ ടൈമിംഗ് ഡിഫറൻസ് മൂലം ഉണ്ടാവുന്ന എറേഴ്സോ അല്ലെങ്കിൽ ബാങ്ക് വരുത്തുന്ന എറേഴ്സോ, മിസ്റ്റേക്കിലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പിടിച്ചു, അല്ലെങ്കിൽ മിസ്റ്റേക്കിലി നമ്മുടെ അക്കൗണ്ടിലേക്ക് റോങ് ആയിട്ട് എമൗണ്ട് ക്രെഡിറ്റ് ആയി, ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ആണ് എവിടെ വരേണ്ടത്? BRS വരേണ്ടത്. ഇപ്പൊ വൺസ് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത ഒരു ഐറ്റംസും പിന്നെ അവിടെ വരാനും പാടില്ല, BRS വരാനും പാടില്ല. അപ്പൊ ഇവിടെ 1500 രൂപയുടെ ചെക്കാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇഷ്യൂ ചെയ്തത്. അപ്പൊ ക്യാഷ് ബുക്കിൽ നിന്ന് 1500 രൂപ കുറഞ്ഞിട്ടുണ്ട്. പാസ്ബുക്കിലാണെങ്കിൽ എത്രയേ കുറഞ്ഞിട്ടുള്ളൂ? 1000 മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അതായത് ഇവിടെ 500 രൂപ എന്ത് ചെയ്ത് കിടക്കുകയാണ്? കൂടി കിടക്കുകയാണ് പാസ്ബുക്കിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാലൻസ് ഏതാണ്? ക്യാഷ് ബുക്കിന്റെ ബാലൻസ് വെച്ചിട്ടാണ്. ക്യാഷ് ബുക്കിന്റെ ഏത് ബാലൻസ് ആണ്? ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിന്റെയോ പാസ്ബുക്കിന്റെയോ ഓവർ ഡ്രാഫ്റ്റ് മീൻസ് ക്രെഡിറ്റ് ബാലൻസിൽ സ്റ്റാർട്ട് ചെയ്താൽ അവിടെ ചേഞ്ച് ചെയ്യേണ്ടത് ഏതിനെയാണ്? പാസ്ബുക്കിനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. കമ്പയർ ടു ക്യാഷ് ബുക്ക് നമ്മൾ ഏതിനെ ചേഞ്ച് ചെയ്യണം? പാസ്ബുക്കിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ബാലൻസിലേക്ക് എത്തും. ഇവിടെ നോക്കുക ക്യാഷ് ബുക്കിൽ 500 രൂപ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്ത് കിടക്കുക? കുറഞ്ഞു കിടക്കാണ്. പാസ്ബുക്കിലാണെങ്കിലോ 500 രൂപ കുറഞ്ഞിട്ടുമില്ല. അപ്പൊ 500 രൂപ എത്രയും അവിടെ കൂടി കിടക്കാണ്, പാസ്ബുക്കിൽ 500 രൂപ കൂടി കിടക്കുകയാണ്. അപ്പൊ ക്യാഷ് ബുക്കിലേക്ക് എത്തിക്കാൻ പാസ്ബുക്കിനെ എന്ത് ചെയ്യണം? 500 രൂപ കുറയ്ക്കാണ് വേണ്ടത് അല്ലെ? ഒന്നും കൂടെ ഇവിടെ 1500 രൂപയാണ് നമ്മൾ ക്യാഷ് ബുക്കിലേക്ക് എന്ത് ചെയ്തത്? കുറച്ചത്. പക്ഷെ പാസ്ബുക്കിൽ അത്രയും കുറഞ്ഞിട്ടില്ല. പാസ്ബുക്കിൽ ആകെ കുറഞ്ഞ എത്രയേ ഉള്ളൂ? 1000 രൂപയെ കുറഞ്ഞുള്ളൂ. അതായത് 500 രൂപ പാസ്ബുക്കിൽ കൂടി കിടക്കുകയാണ്. അപ്പൊ ക്യാഷ് ബുക്കിലാണെങ്കിലോ അത്രയും രൂപ കുറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ക്യാഷ് ബുക്കിലേക്ക് എത്തിക്കാൻ പാസ്ബുക്കിനെയാണ് കൂട്ടുന്നത്. ഒരു ജസ്റ്റ് ഒരു മെത്തേഡ് മാത്രം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമിനേഷൻ ട്രിക്ക് മാത്രമാണ് പറയണത്, അല്ലാതെ ലോജിക്കലി പറയുകയാണെങ്കിൽ ഇതൊന്നും അല്ല പറയേണ്ടത് കേട്ടോ. അപ്പൊ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 500 എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് 500 നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. റെഡി. ഇനി അടുത്ത 5th ക്വസ്റ്റ്യൻ. A check is issued to N.K. Chatterjee for ₹50 was replaced when out of date and it was entered again in the cash book. No other entry being made. Both the checks were included in the total of unpresented checks shown above. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഓൾറെഡി ഒരു ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തായിരുന്നു 50 റുപ്പീസിന്റെ ചെക്ക്. അത് എന്തായെന്ന് വെച്ചാൽ അത് റീപ്ലേസ് ചെയ്ത് പുതിയൊരു ചെക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അത് റീപ്ലേസ് ചെയ്ത് പുതിയൊരു ചെക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കാം? ഇനി എന്ത് കാരണം കൊണ്ടായിരിക്കാം നമ്മൾ റീപ്ലേസ് ചെയ്ത് പുതിയ ചെക്ക് കൊടുക്കേണ്ടി വന്നത്? ഔട്ട് ഓഫ് ഡേറ്റ്. ചെക്ക് ഈസ് ഔട്ട് ഓഫ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്ത് പുതിയൊരു ചെക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ ഔട്ട് ഓഫ് ഡേറ്റ് ആയ മീൻസ് അവിടെ ഓൾറെഡി ഇവിടെ 2 ചെക്കാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. ചാറ്റർജി ഇഷ്യൂ ചെയ്യുന്നത് 2 ചെക്കാണ്. 50 രൂപയുടെ 2 ചെക്ക് വീതം. ഒരു ചെക്ക് ഔട്ട് ഓഫ് ഡേറ്റ് ആയതുകൊണ്ട് രണ്ടാമത്തെ ചെക്ക് നമ്മൾ എന്ത് ചെയ്തു? ഈ ചാറ്റർജി ഇഷ്യൂ ചെയ്തു. പക്ഷെ ഇത് രണ്ടും എഗൈൻ എന്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്, നോ അതർ എൻട്രി ബീങ് മെയിൻ. ഇത് രണ്ടും ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് കിടക്കുക. അതായത് ക്യാഷ് ബുക്കിൽ ഈ 100 രൂപയും കുറഞ്ഞതായിട്ട് തന്നെ കാണിച്ചേക്കുന്നത്. പേയ്മെന്റ് സൈഡില് ഈ 50 രൂപ ഔട്ട് ഓഫ് ഡേറ്റ് ആയ ചെക്കിന് റിവേഴ്സ് എൻട്രി ഈ ചാറ്റർജി ഇട്ടിട്ടില്ല. പകരം പുതിയൊരു ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോ അതിന്റെ എൻട്രിയും കൂടി ഇട്ടു. അപ്പൊ ഇറ്റ് വാസ് എന്റേർഡ് എഗൈൻ ഇൻ ദ ക്യാഷ് ബുക്ക്. വീണ്ടും ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു, എൻട്രി ഇട്ടു. അപ്പൊ 2 തവണ 100 രൂപയായിട്ട് ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്ത് കിടക്കുകയാണ്? ക്യാഷ് ബുക്കിൽ കുറഞ്ഞു കിടക്കുകയാണ്. പാസ്ബുക്കിനെ സംബന്ധിച്ചിട്ടാകെ 50 റുപ്പീസേ കുറഞ്ഞു കിടക്കുന്നുള്ളൂ. കാരണം ആ ചെക്ക് ഔട്ട് ഓഫ് ഡേറ്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി ആദ്യം റിഫ്ലക്ഷൻ വരെ എവിടെയാണ്? ബാങ്കിലാണ്. അപ്പൊ ബാങ്കിൽ ഇപ്പൊ ആകെ പുതിയൊരു ചെക്ക് ഇഷ്യൂ ചെയ്ത ഈ 50 രൂപ, പുതിയ ചെക്ക് ഇഷ്യൂ ചെയ്ത ഈ 50 രൂപയുടെ മാത്രമാണ് പ്രസന്റ് ആകാനുള്ളതായിട്ട് കിടക്കുന്നുള്ളൂ. അതെവിടെ എത്ര രൂപയാണ്? പാസ്ബുക്കിൽ 50 രൂപ കുറഞ്ഞതായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ കമ്പയർ ചെയ്യണ സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് ഏതിലേക്ക് എത്തിക്കേണ്ടത്? കമ്പയർ ടു ദ ക്യാഷ് ബുക്ക് നമ്മൾ പാസ്ബുക്കിനെയാണ് ചേഞ്ച് ചെയ്യണത് അല്ലെ? അപ്പൊ പാസ്ബുക്കിനെ ചേഞ്ച് ചെയ്യാൻ മീൻസ് ഇവിടെ 100 രൂപ എക്സ്ട്രാ ക്യാഷ് ബുക്കിൽ കുറഞ്ഞായിട്ട് കിടക്കുന്നു. ഇവിടെ ആകെ 50 രൂപയെ കുറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വീണ്ടും നമ്മളെ ക്യാഷ് ബുക്കിനെ ബാലൻസിലേക്ക് എത്തിക്കാനായിട്ട് പാസ്ബുക്കിനെ വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്? 50 റുപ്പീസ് എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് വേണ്ടത്. സോ നമുക്കിവിടെ ലെസ് ക്യാൻസൽഡ് ചെക്ക് ഇഷ്യൂഡ് ₹50. റെഡി. അപ്പൊ ടോട്ടൽ എത്രയായി? ഇനി നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് 110 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 500 ലെസ് ചെയ്തു, 50 റുപ്പീസ് ലെസ് ചെയ്തു. അങ്ങനെ ടോട്ടൽ എത്രയായി? 440 റുപ്പീസ്. അപ്പൊ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയുന്നത് ഇവിടെ എത്രയായി? നെഗറ്റീവ് ഫിഗർ 440 ആയിട്ടോ. -440. റെഡി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ.
ഡിസംബർ 25 ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 25. ദെൻ ഡിസംബർ 2025 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2A ആണ്. ഡിസംബർ 25 ക്വസ്റ്റ്യൻ ആണ്. ഓൺ 31st March 2025, Sandeep's cash book showed a bank overdraft 2,50,000. On comparing with the passbook, the following differences were noted. Okay. Cash and checks amounting to 26,800 were sent to bank on 27 March. But checks 4,600 രൂപയുടെ ചെക്ക് ക്രെഡിറ്റ് ആയത് നെക്സ്റ്റ് മന്തിലേക്കാണ്. ആൻഡ് വൺ ചെക്ക് ഓഫ് 900 വാസ് റിട്ടേൺ ബൈ ദം ആസ് ഡിസ്ഹോണർഡ് 4th April. അപ്പൊ ഇത് ടൈമിംഗ് ഡിഫറൻസ് കൊണ്ട് വന്നതുമായിട്ടുള്ള ബാങ്കിന്റെ എറേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് BRS വരേണ്ടത്. കാരണം ചെക്ക് നമ്മൾ എന്ത് ചെയ്തു, ബാങ്കിലേക്ക് സെൻഡ് ചെയ്തു. പക്ഷെ ചെക്ക് അവിടെ ക്രെഡിറ്റ് ആയത് എത്രയ്ക്കാണ്? 4,600 ചെക്ക് ക്രെഡിറ്റ് ആയത് 2nd April. സോ ടൈമിംഗ് ഡിഫറൻസ് ഡ്യൂ ടു ദ ടൈമിംഗ് ഡിഫറൻസ് ഓഫ് എ ബാങ്കിലെ ടൈമിംഗ് ഡിഫറൻസ് മൂലം വന്ന എറർ ആയതുകൊണ്ട് അത് BRS പ്രിപ്പയർ ചെയ്യേണ്ടത്. Then, during the month of March, Sandeep എന്ത് ചെയ്തു? issued a check of 33,400 to his creditors. ചെക്ക് ഇഷ്യൂ ചെയ്തു. പക്ഷെ 27,400 ചെക്ക് പ്രസന്റ് ആയത് പിന്നീടാണ് അല്ലെ. ആ മാസം പ്രസന്റ് ആയില്ല, പിറ്റേ മാസമാണ്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു എ ടൈമിംഗ് ഡിഫറൻസ്. അത് രണ്ടും നമ്മൾ എവിടെയാണ് വരേണ്ടത്? BRS വരേണ്ടത്. Then, according to Sandeep's standing orders, the bankers have made the following payments during the month of March. Life insurance premium 3,840, ടെലിവിഷൻ ലൈസൻസ് ഫീ 2,400. അപ്പൊ അക്കോർഡിംഗ് ടു സന്ദീപിന്റെ ഓർഡർ പ്രകാരം ബാങ്ക് എന്ത് ചെയ്തു? ബാങ്ക്സ് ഹാവ് മെയ്ഡ് ദ ഫോളോയിങ് പേയ്മെന്റ്സ് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് മാർച്ച്. ബാങ്ക് എന്ത് ചെയ്തു? ഇത്രയും പേയ്മെന്റ്സ് കൊടുത്തു സന്ദീപിന്റെ സ്റ്റാൻഡിംഗ് ഓർഡർ പ്രകാരം. ദെൻ സന്ദീപ് ബാങ്കേഴ്സ് ഹാവ് കളക്ടഡ്. ഇത് ക്യാഷ് ബുക്കിന്റെ എറേഴ്സ് ആണ്. ഓക്കെ, ദെൻ ക്യാഷ് ബുക്കിൽ വരാനുള്ള ഇത് എൻട്രി ആണ്. ദെൻ സന്ദീപ്സ് ബാങ്കേഴ്സ് ഹാവ് കളക്ടഡ് എന്ത് ചെയ്തു? ഡിവിഡൻഡ് കളക്ട് ചെയ്തു. ഓക്കെ, അപ്പോ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു, 2,500 ചാർജ് ചെയ്തു. ഓക്കെ, ഇതെല്ലാം എന്തെങ്കിലും ക്യാഷ് ബുക്കിൽ വരേണ്ട ഐറ്റംസ് ആണ്. ദെൻ BR നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിരുന്നു ഫെബ്രുവരിയിൽ, പക്ഷെ അത് പിന്നെ ഡിസ്കൗണ്ടർ ആയി. ഇതൊന്നും ക്യാഷ് ബുക്കിൽ വരാത്ത ഐറ്റംസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കും ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റും വരച്ചു വെക്കുക. അപ്പൊ ഇൻ ദ ബുക്സ് ഓഫ് സന്ദീപ് ക്യാഷ് ബുക്ക് വരച്ചു വെക്കുക. ഇത് ബാങ്ക് കോളം ഉള്ളിയാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. വരച്ചു വെക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് 2,50,000 ആണ്. അപ്പൊ ബൈ ബാലൻസ് 31st മാർച്ചില് ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 2,50,000 റെക്കോർഡ് ചെയ്യുക ക്രെഡിറ്റ് സൈഡിലേക്ക്. then ഇത് രണ്ടും BRS ഇവിടെ നിൽക്കട്ടെ. അക്കോർഡിംഗ് ടു സന്ദീപ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് പ്രകാരം ബാങ്ക് എന്ത് ചെയ്തു? മെയ്ഡ് ദ പേയ്മെന്റ്സ് എന്നാണ് പറയുന്നത്. പേയ്മെന്റ് കൊടുത്തു എന്നാ പറയണേ. അപ്പൊ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ടെലിവിഷൻ ലൈസൻസ് ഫീ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഡ്രോയിങ്സ് അല്ലെ, ഡ്രോയിങ്സ് ആണ്. അപ്പൊ അയാളുടെ പേയ്മെന്റ് കൊടുത്തു എന്നാണ് പറയുന്നത്. സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് പ്രകാരം ബാങ്ക് കൊടുത്തു എന്ന് പറയുന്നത്. അപ്പൊ ബാങ്കിൽ നിന്ന് പൈസ പോയി. അപ്പൊ അതുപോലെ തന്നെ എവിടെ നിന്നും പോകണം? ക്യാഷിൽ നിന്നും പൈസ പോകണം. ക്യാഷിൽ നിന്ന് ടോട്ടൽ എത്ര പോകണം? 3,840 പ്ലസ് 2,400 ടോട്ടൽ 6,240 ക്യാഷ് ബുക്കിൽ നിന്ന് പോകണം. അപ്പൊ സന്ദീപിന്റെ സ്റ്റാൻഡിംഗ് ഓർഡർ പ്രകാരം ബാങ്കിൽ നിന്ന് പോയി. ഇനി എവിടെ നിന്ന് പോകണം? ക്യാഷ് നിന്ന് പോകണം. ക്യാഷ് നിന്ന് പോകണമെങ്കിൽ ക്യാഷിന്റെ ഈ സൈഡിൽ, ഏത് സൈഡിൽ? ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ബൈ ഡ്രോയിങ്സ് ടോട്ടൽ എത്രയാണ്? 6,240 രൂപ. Then, Sandeep's bankers have collected ₹3,000 as dividend on his shares. സന്ദീപിന്റെ ഓർഡർ പ്രകാരം സന്ദീപിന്റെ ബാങ്ക് എന്ത് ചെയ്തു? ഈ ഡിവിഡന്റ് 3,000 രൂപയ്ക്ക് കളക്ട് ചെയ്തു. അപ്പൊ എവിടെ വന്നിട്ടുണ്ടാവും? ബാങ്കിൽ കൂടി കിടക്കാണ്, ക്യാഷിൽ കൂടിയിട്ടില്ല. അപ്പൊ ക്യാഷിൽ എന്ത് ചെയ്യണം? കൂട്ടണം. ക്യാഷിൽ കൂട്ടണമെങ്കിൽ ഏത് സൈഡിൽ എഴുതണ്ടേ? ഡെബിറ്റ് സൈഡില് ഈ ഡേറ്റില് ടു ഡിവിഡന്റ് എത്ര ഇൻകം വന്നു? 3,000 വന്നു. Then, interest charged by the bank ₹2,500. ഇൻട്രസ്റ്റ് ബാങ്ക് ചാർജ് ചെയ്യുമ്പോൾ ആദ്യം ബാങ്കിൽ നിന്ന് കുറയും. എവിടെ വന്ന് കാണത്തില്ല? ക്യാഷ് ബുക്കിൽ വന്ന് കാണത്തില്ല. അപ്പൊ ക്യാഷ് ബുക്കിൽ നിന്ന് കുറയണം. ക്യാഷ് ബുക്കിൽ നിന്ന് കുറയണമെങ്കിൽ ക്രെഡിറ്റ് സൈഡ്, പേയ്മെന്റ് സൈഡ് ബൈ ഇൻട്രസ്റ്റ് 2,500. ഓക്കെ, then a bills receivable of ₹2,000 discounted with the bank in February 2025 were dishonored on 31st March 2025. ബില്ല് റിസീവബിൾ ഓഫ് ₹2,000 ഡിസ്കൗണ്ട് ചെയ്തു. ബാങ്കിൽ ഫെബ്രുവരിയിൽ ഡിസ്കൗണ്ട് ചെയ്തായിരുന്നു. പക്ഷെ പിന്നീട് ഇത് ഡിസ്ഹോണർ ആയി. ഇപ്പൊ ബില്ല് റിസീവബിൾ ഡിസ്ഹോണർ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എവിടെയാണ് റിഫ്ലക്ഷൻ ആവുക? ബാങ്കിലാണ് അല്ലെ. ഇപ്പൊ ബാങ്ക് ഡിസ്ഹോണർ ആവുക മീൻസ് ബാങ്കിൽ നിന്ന് പൈസ പോയിട്ടുണ്ടാവും. 2,000 രൂപേന്റെ ബില്ല് റിസീവബിള് ബാങ്കിൽ നിന്ന് കുറഞ്ഞു. കാരണം ബില്ല് റിസീവബിള് ഡിസ്ഹോണർ ആയതുകൊണ്ട് ആദ്യം പേയ്മെന്റ് പോകും എവിടെ നിന്നാണ്? ബാങ്കിൽ നിന്നാണ്. എവിടുന്ന് പോയി കാണത്തില്ല? ക്യാഷ് ബുക്കിൽ നിന്ന് പോയി കാണത്തില്ല. അപ്പൊ ക്യാഷ് ബുക്കിൽ നിന്ന് പോക്കണം, കളയണം. അപ്പൊ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കുറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ബില്ല് റിസീവബിൾ ഡിസ്ഹോണർ ആയി 2,000.
ഇനി നമ്മൾ ഇത് ബാലൻസ് ചെയ്യാണ് വേണ്ടത്. ടോട്ടൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 2,50,000 പ്ലസ് 6,240 പ്ലസ് 2,500 പ്ലസ് 2,000 260740 മൈനസ് 3,000 എത്ര വന്നു? ടു ബാലൻസ് ക്യാരി ഡൗൺ ഇയർ എൻഡിലേക്ക് ഇത്ര കിട്ടി. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ ആയതുകൊണ്ട് ഓവർ ഡ്രാഫ്റ്റ് തന്നെയാണ്. അപ്പൊ നേരെ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എഴുതി. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യുക. BRS മാത്രം റെക്കോർഡ് ചെയ്യേണ്ട 2 ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒന്ന്, ക്യാഷ് മൊത്തം ചെക്ക് നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തു. 26,800 രൂപേന്റെ ചെക്ക് ഉണ്ടായിരുന്നു. അതിൽ 4,600 ചെക്ക് എന്നില്ല അന്ന് ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്യാഷ് ബുക്കിൽ ഇത്രയും നമ്മൾ കൂട്ടി വെച്ചിരിക്കുകയാണ്. ക്യാഷ് ബുക്കിൽ ഇത്രയും കൂട്ടി, പക്ഷേ പാസ്ബുക്കിൽ ഇത്രയും കൂടിയോ? ഇല്ല. 4,600 രൂപയുടേത് അത്രയും കുറഞ്ഞു കിടക്കുകയാണ്. കുറഞ്ഞു കിടക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ഇതിനെയാ? പാസ്ബുക്കിനെയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് എഴുതിയാലും മതി. അതെങ്ങനെ ചെയ്യാം? പാസ്ബുക്കിന്റെ ബാലൻസിലേക്ക് കുറവിലേക്ക് എത്തിക്കാൻ നമ്മൾ ക്യാഷ് ബുക്കിനെ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ്. പക്ഷെ ഇവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ക്യാഷ് ബുക്കിന്റെ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്യണം? കൂട്ടണം. 4,600 രൂപ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. ഇതവിടെ നിൽക്കട്ടെ. 4,600 നമ്മൾ കൂട്ടണം. ഒന്നും കൂടെ പറയാം. 26,800 രൂപേന്റെ ചെക്ക് 26,800 രൂപേന്റെ ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് സെൻഡ് ചെയ്തപ്പോൾ ക്യാഷ് ബുക്കിൽ അത്രയും കൂടിക്കിടക്കുകയാണ്. പക്ഷെ പാസ്ബുക്കിലാണെങ്കിൽ 4,600 രൂപ കയറിയില്ല. നമ്മൾക്ക് പിറ്റേ മാസമാണ് കയറിയത്. അപ്പൊ പാസ്ബുക്കിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്രയും രൂപ കുറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ശരിക്കും നോർമലി ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ പാസ്ബുക്കിൽ കുറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ക്യാഷ് ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ക്യാഷ് ബുക്കിനെ പാസ്ബുക്കിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് വേണ്ടത്. ഡിഫറൻസ് എമൗണ്ട് 4,600 നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. പക്ഷെ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ ഏത് ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ക്യാഷ് ബുക്കിന്റെ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് വെച്ചിട്ടായതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ആൻഡ് 1 ചെക്ക് ഓഫ് 900 വാസ് റിട്ടേൺ ബൈ ദം ആസ് ഡിസ്ഹോണേർഡ്. അതായത് 900 റുപ്പീസിന്റെ ചെക്കും എന്തായിട്ടില്ല? പ്രസന്റ് ആയിട്ടില്ല. കാരണം അത് പിന്നീട് എന്തായിട്ടുണ്ട്? ഡിസ്ഹോണർ ആയിട്ടുണ്ട്. സോ അതും 4,600 അതേപോലെ തന്നെ ക്യാഷ് ബുക്കിൽ കൂടിക്കിടക്കുകയാണ്. പാസ്ബുക്കിൽ അത്രയും രൂപ കുറഞ്ഞു കിടക്കുകയാണ്. പാസ്ബുക്കിലേക്ക് എത്തിക്കാനായിട്ട് ക്യാഷ് ബുക്കിനെ കുറയ്ക്കുകയാണ് വേണ്ടത്. സോ ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് ക്യാഷ് ബുക്കിന്റെ ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. ടോട്ടൽ നമ്മൾ എത്ര കൂട്ടണം? 5,500 രൂപ കൂട്ടണം. അടുത്തത്, ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് മാർച്ച് സന്ദീപ് എന്ത് ചെയ്തു? സന്ദീപ് 33,400 രൂപേന്റെ ചെക്ക് ഇഷ്യൂ ചെയ്തു. ഇഷ്യൂ ചെയ്യാൻ മീൻസ് നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് നമ്മൾ അത്രയും രൂപ കുറച്ചു വെച്ചു. പക്ഷെ പാസ്ബുക്കിലാണെങ്കിലോ 27,400 രൂപ ബാങ്കിൽ പിന്നീടാ പ്രസന്റ് ആയത്. എന്ന് പറഞ്ഞാൽ അത്രയും രൂപ ബാങ്കിൽ എന്ത് ചെയ്തിട്ടില്ല? കുറഞ്ഞിട്ടില്ല. അപ്പൊ അത്രയും രൂപ ബാങ്കിൽ ഇതുവരെ എന്ത് ചെയ്ത് കിടക്കുക? കൂടിക്കിടക്കുകയാണ്. അപ്പൊ പാസ്ബുക്കിലേക്ക് എത്തിക്കാനായിട്ട് ക്യാഷ് ബുക്കിനെ എന്താ ചെയ്യേണ്ടത്? കൂട്ടുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഓപ്പോസിറ്റ് മെത്തേഡാണ്. ക്യാഷ് ബുക്കിന്റെ ഓവർ ഡ്രാഫ്റ്റ് ആണ് സ്റ്റാർട്ടിങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കുറയ്ക്കണം. അപ്പൊ ചെക്ക് ഇഷ്യൂ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ആ മെത്തേഡ് പഠിച്ച് വെക്കുകയാണെങ്കിൽ അതാണ്. കാരണം നമുക്ക് ഓപ്പോസിറ്റ് ചിലപ്പോൾ ചിന്തിക്കാൻ മറന്നു പോയെങ്കിലോ അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യാഷ് ബുക്കിൽ നമ്മൾ കുറഞ്ഞു കിടക്കുകയാണ്, പാസ്ബുക്കിൽ നമ്മൾ കൂടിക്കിടക്കുകയാണ്. അപ്പൊ സെക്കൻഡ് മെത്തേഡ് ആയതുകൊണ്ട് ക്യാഷ് ബുക്കിന്റെ ഓവർ ഡ്രാഫ്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ എന്തിനെ ചേഞ്ച് ചെയ്യേണ്ട? പാസ്ബുക്കിനെയാണ്. അപ്പൊ ക്യാഷ് ബുക്കിലേക്ക് എത്തിക്കാൻ പാസ്ബുക്കിനെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. റെഡി? അപ്പോ അങ്ങനെ ബാലൻസ് 25,7,740 പ്ലസ് 5,500 മൈനസ് 27,400 23,840. റെഡി? ദെൻ ഫൈനൽ അക്കൗണ്ട്സ് ക്വസ്റ്റിലേക്ക് പോവാം. പേജ് നമ്പർ 93 ഇല്ലൂസ്ട്രേഷൻ നമ്പർ 5 ആണ്. Mr. Aravind Kumar has a small business enterprise. He has given the trial balance as at 31st March 2023. Mr. Arvind's capital അങ്ങോട്ടാ പോകേണ്ടത്? ബാലൻസ് ഷീറ്റിലേക്കാണ് പോകേണ്ടത്. വെഷനറി ബാലൻസ് ഷീറ്റിലേക്ക് പോകണം. ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പൊ ട്രയൽ ബാലൻസ് ആണെന്ന് ഓർമ്മ വേണം. അപ്പൊ ഡിപ്രീസിയേഷൻ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകണം. P&L അക്കൗണ്ടിലേക്ക് പോകണം. റിപ്പയർസ് ഉണ്ട്, P&L അക്കൗണ്ടിലേക്ക് പോകണം. വേജസ് ഉണ്ട്, വേജസ് എങ്ങോട്ട് പോകണം? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകണം. സാലറീസ് P&L അക്കൗണ്ടിലേക്ക് പോകണം. ഇൻകം ടാക്സ് ഓഫ് മിസ്റ്റർ അരവിന്ദ് ഉണ്ട്, നേരെ എങ്ങോട്ടാ പോകേണ്ടത്? ഡ്രോയിങ്സ് ആയിട്ടാണ് പോകേണ്ടത് അല്ലെ? ഇൻകം ടാക്സ് ഓഫ് മിസ്റ്റർ അരവിന്ദ് ഈസ് ഡ്രോയിങ്സ് ആണ്. അപ്പൊ ബാലൻസ് ഷീറ്റിലേക്ക് പോകണം. ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് ഷീറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബാലൻസ് ഷീറ്റ്, ദെൻ ഡിപ്രീസിയേഷൻ P&L, പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട്, പർച്ചേസ് റിട്ടേൺ ട്രേഡിംഗ് അക്കൗണ്ട്, സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട്, CC ബാങ്ക് ബാലൻസ് ഷീറ്റ്, അക്രൂഡ് ഇൻകം കുമിഞ്ഞുകൂടിയ ഇൻകം കിട്ടാനുള്ളത് അല്ലെ? ബാലൻസ് ഷീറ്റിലേക്ക് പോകണം.
സാലറി ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഷീറ്റിലേക്ക് പോകണം. ബിൽസ് റിസീവബിൾ ബാലൻസ് ഷീറ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് പി ആൻഡ് എൽ, ബിൽസ് പേയബിൾ ബാലൻസ് ഷീറ്റ്, ബാഡ് ഡെപ്റ്റ് പി ആൻഡ് എൽ, ഡിസ്കൗണ്ട് ഓൺ പർച്ചേസ് എന്ന് പറയുന്നത് പി ആൻഡ് എൽ, ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റ്, ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ദെൻ അഡ്ജസ്റ്റ്മെന്റ് വായിക്കാം. Stock as on 31st March closing stock under 60,000. Write off further 6,000 as a bad debt and maintain a provision for rupees 5%. Then goods costing 10,000 were sent on approval basis to a customer for rupees 12,000 on 30th March. This was recorded as an actual sale. Then 2,400 paid ചെയ്തു, rent pay ചെയ്തു for office, debited to landlord account like debit ചെയ്തു, അത് were included in the debtors account. Then general manager is to be given commission at the rate of 10% of net profit after charging his commission, and the works manager is to be given a commission of 12% of net profit before charging the general manager's commission and his own. You are required to prepare the final accounts of Mr. Arvind and also balance sheet. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആദ്യം വരച്ച് വെക്കുക. അപ്പൊ ഇൻ ദ ബുക്സ് ഓഫ് ദ അരവിന്ദ് കുമാർ എന്ന് എഴുതിയിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് വെക്കുക, ബാലൻസ് ഷീറ്റും വരക്കി വെക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റ പേജിലായിട്ട് ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നേരെ ഒരു കോളമായിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഇല്ല എങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എല്ലാം റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഇവിടെ നോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ഇത്. അപ്പൊ സ്റ്റോക്ക് നമ്മൾ ഓപ്പണിംഗ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഓക്കെ. ദെൻ ബാഡ് ഡെപ്റ്റ് ഉണ്ട് അല്ലെ, ബാഡ് ഡെപ്റ്റും ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സും ഉണ്ട്. അപ്പൊ ബാഡ് ഡെപ്റ്റിന് അതിന്മേലുണ്ട്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിലും എന്തുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ദെൻ ഗുഡ്സ് സെൻഡ് ഓൺ rupees 10,000 അപ്രൂവൽ ബേസിലാണ്. അപ്പൊ സെയിൽസിൽ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ടുണ്ട്. ദെൻ rupees 2,400 പെയ്ഡ് ആസ് എ റെന്റ് ഫോർ ദ ഓഫീസ് വാസ് ഡെബിറ്റഡ്. അപ്പൊ റെന്റിന് അവിടെ ഒരു മാറ്റമുണ്ട്. റെന്റ് കൊടുത്തത് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്തു, റെന്റ് കൊടുത്തത് നമ്മൾ ലാൻഡ് ലോഡ് അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്തു എന്നാ പറയണ ഒരു എറർ ഉണ്ട്. ദെൻ ജനറൽ മാനേജേഴ്സ് കമ്മീഷനും വർക്സ് മാനേജേഴ്സ് കമ്മീഷനും. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പോസ്റ്റിംഗ് ആണ്. ആദ്യം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് നേരെ ബാലൻസ് ഷീറ്റിന്റെ ക്യാപിറ്റൽ സൈഡിലേക്ക് 1 lakh, ക്രെഡിറ്റ് സൈഡില് 1 lakh. ദെൻ മെഷീനറി 36,000 ഉണ്ട്. പക്ഷെ ഡിപ്രീസിയേഷൻ കൊടുത്തിരിക്കുന്നത് എവിടെയാണ്, ട്രയൽ ബാലൻസിലാണ് ഡിപ്രീസിയേഷൻ അല്ലെ. ട്രയൽ ബാലൻസിലാണെങ്കിൽ അതിന്റെ അർത്ഥം ഡിപ്രീസിയേഷൻ ഇസ് ഓൾറെഡി ഡിഡക്റ്റഡ് ഫ്രം ദിസ് മെഷീനറി. അതുകൊണ്ട് നേരെ മെഷീനറി അക്കൗണ്ടിൽ 36,000 ഡയറക്റ്റ് പോവാ. നേരെ മെഷീനറി അക്കൗണ്ട് അല്ല, ബാലൻസ് ഷീറ്റിൽ നേരെ മെഷീനറി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, 36,000 ഡയറക്റ്റ് കൊടുക്കുക. ഇവിടുന്ന് ഇനിയും ഡിപ്രീസിയേഷൻ കുറയ്ക്കരുത്. കാരണം ഡിപ്രീസിയേഷൻ കുറയ്ക്കണമായിരുന്നെങ്കിൽ ആ ഡിപ്രീസിയേഷനെ പറ്റി എവിടെ പറയണം, അഡീഷണൽ ഇൻഫർമേഷനിൽ പറയണം. ദാറ്റ് മീൻസ് നമ്മൾ അവിടെ എൻട്രി ഇട്ടിട്ടില്ല. അഡീഷണൽ ഇൻഫർമേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തില്ല, എൻട്രി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എൻട്രി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഡബിൾ എഫക്ട് എന്തായാലും കൊടുക്കണം. പക്ഷേ ഇവിടെ ഡിപ്രീസിയേഷൻ വന്നത് ട്രയൽ ബാലൻസിലായതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്, ഡിപ്രീസിയേഷൻ വന്നത് ട്രയൽ ബാലൻസിലായതുകൊണ്ട് തന്നെ അവിടെ മെഷീനറി അക്കൗണ്ടിൽ ഇസ് ഓൾറെഡി അഡ്ജസ്റ്റഡ് ദാറ്റ് ഡിപ്രീസിയേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നേരെ 36,000 നമ്മൾ റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് വൺ ഡിപ്രീസിയേഷൻ നമ്മളെ പി ആൻഡ് എൽ അക്കൗണ്ട് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി എന്ന് പറഞ്ഞിട്ട് 4,000 rupees പോകണം. അപ്പൊ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് നേരെ പോയി ഡിപ്രീസിയേഷൻ എവിടെ, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി 4,000 rupees. Then next one, റിപ്പയർസ് ടു മെഷീനറിയിലേക്കുള്ള റിപ്പയർസ് 5,200 രൂപ വന്നു. നേരെ പി ആൻഡിലേക്ക് 5,200 രൂപ അതും പോസ്റ്റ് ചെയ്തു. ദെൻ വേജസ് ആണ് 54,000. നമ്മൾ നേരെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോയി, വേജസ് 54,000. ദെൻ സാലറി ഉണ്ട്, അത് നേരെ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കാണ് 21,000 പോണത്. സാലറിയിലും അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, നേരെ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് പോയി 21,000. ദെൻ പിന്നെ എന്താണ്, ഇൻകം ടാക്സ് ഓഫ് മിസ്റ്റർ അരവിന്ദ് ആണ്. മിസ്റ്റർ അരവിന്ദ് കുമാറിന് ഇൻകം ടാക്സ് അടച്ചത് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡ്രോയിങ്സ് ഒക്കെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നേരെ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിലേക്ക് പോയി അവിടെ ലെസ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് 1,000 rupees നമ്മൾ കുറച്ചു. റെഡി. ഇനി അടുത്തത് ക്യാഷ് ഇൻ ഹാൻഡ് 4,000 ഉണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് ഡെബിറ്റ് സൈഡിൽ 4,000 ഉണ്ട്. അപ്പൊ നേരെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമുക്ക് അസറ്റ് ആണ്. അപ്പൊ നേരെ 1,49,000 4,000 ബാലൻസ് ഷീറ്റിൽ നേരെ പോവാ. ക്യാഷ് ആയിട്ട് എത്ര കൊടുത്തിട്ടുണ്ടോ നോക്കുക. ക്യാഷ് ആയിട്ട് എവിടെ ഉണ്ടോ, ക്യാഷ് ഇൻ ഹാൻഡ് 4,000 ഉണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയുണ്ട്, 1,49,000 ഉണ്ട്. ദെൻ
ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് നേരെ പി ആൻഡ് എൽ 5000 ഉണ്ടോ നോക്കുക. 5000 ഉണ്ട്. ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് 5000 പി ആൻഡ് എല്ലേക്ക് കൊടുക്കണം. ദെൻ പർച്ചേസ് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്. അപ്പൊ നേരെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? സോറി, അതിന് മുന്നേ എന്താ ഉള്ളത്? യെസ്, അതന്നെ. പർച്ചേസും ഉണ്ട്, പർച്ചേസ് റിട്ടേണും ഉണ്ട്. അപ്പൊ നേരെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോവുക. പർച്ചേസ് എത്രയുണ്ട്? 2,50,000 ലെസ് പർച്ചേസ് റിട്ടേൺ 3,000. നമുക്ക് ടോട്ടൽ എത്രയായി? 2,47,000. ദെൻ സെയിൽസ് ഉണ്ട്. സെയിൽസിന്റെ ടോട്ടൽ എത്രയാണ്? 4,98,000 ഉണ്ട്. അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ? ഉണ്ട്. അപ്പൊ സെയിൽസ് നേരെ ട്രീറ്റ് ചെയ്യുക ഇന്നർ കോളത്തിലേക്ക് 4,98,000. കാരണം ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇന്നർ കോളത്തിലേക്ക് ട്രീറ്റ് ചെയ്യുക 4,98,000. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് ഗുഡ്സ് കോസ്റ്റിംഗ് 10,000 were sent on approval basis to a customer 12,000. 10,000 രൂപ വില വരുന്ന ഗുഡ്സ് നമ്മൾ 12,000 രൂപയ്ക്ക് വിറ്റു. അത് എപ്പോഴാ വിറ്റത്? 30th മാർച്ചിനാണ്. അപ്പൊ ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവലിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ വിൽക്കുമ്പോൾ അതിന്റെ അപ്രൂവൽ നമുക്ക് എപ്പോഴേ കിട്ടുള്ളൂ? ആഫ്റ്റർ ദാറ്റ് റീസണബിൾ പീരീഡ്. അപ്പൊ ഒരു 3 മാസത്തേക്ക് നമ്മൾ കൊടുത്ത ഗുഡ്സ് ആണെങ്കിൽ 3-ാം മാസമേ നമുക്ക് അതിന്റെ അപ്രൂവൽ ആണോ അതായത് അക്സെപ്റ്റ് ചെയ്തോ റിജക്ട് ചെയ്തോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇയർ എൻഡിൽ നോക്കണ സമയത്ത്, ഇയർ എൻഡിൽ 31st മാർച്ചിൽ നോക്കണ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ സെൻഡ് ഓൺ അപ്രൂവൽ ബേസിൽ നമ്മൾ സെൻഡ് ചെയ്താലും പിന്നീട് റീസണബിൾ ടൈം പീരീഡ് കഴിയുമ്പോൾ തിരിച്ചവർ ഒന്നെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അവർ റിജക്ട് ചെയ്യും. എന്താണെങ്കിലും സെൻഡ് ഓൺ അപ്രൂവൽ ബേസ് ആണോ നമ്മൾ ആക്ച്വൽ സെയിൽസ് പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. ആക്ച്വൽ സെയിൽസ് ദാറ്റ് മീൻസ് ക്രെഡിറ്റ് സെയിൽ പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. ക്രെഡിറ്റ് സെയിൽ പോലെ തന്നെ. ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ അവിടെ എന്താണ്? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽ എന്നാണ് ട്രീറ്റ് ചെയ്യുക. 12,000. പക്ഷെ ഇയർ എൻഡ് ആകുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ആക്ച്വൽ സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യും? റിവേഴ്സ് എൻട്രി എഴുതാറുണ്ട്. കാരണം നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇയർ എൻഡ് ആയിട്ടും അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ആകെ കൊടുത്തത് 30th മാർച്ചിനാണ്. അപ്പൊ നാളെ തന്നെ അക്സെപ്റ്റൻസ് കിട്ടുമോ? ഇല്ല. അപ്പൊ ഈ റിവേഴ്സ് ആയിട്ടും അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല, ഇയർ എൻഡ് ആയിട്ടും അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ റിവേഴ്സ് എൻട്രി ഇടണം. റിവേഴ്സ് എൻട്രി ഈക്വൽ ടു സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡെപ്റ്റർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് റിവേഴ്സ് എൻട്രി 12,000 എഴുതണം, 12,000 എഴുതണം. എന്നിട്ട് ഈ വിറ്റ ഗുഡ്സിന് റിവേഴ്സ് വന്ന ഗുഡ്സിന്റെ കോസ്റ്റ് നമ്മൾ എങ്ങോട്ടേക്ക് ആഡ് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഈ വിറ്റ ഗുഡ്സിന്റെ പ്രൈസ് എത്രയാ? 12,000. അപ്പൊ നമ്മൾ എൻട്രി ആദ്യമേ വിൽക്കുമ്പോൾ നമ്മൾ എന്താ എൻട്രി ഇട്ടിട്ടുണ്ടാവുക? ഡെപ്റ്റർ ടു സെയിൽസ്. അപ്പൊ സെയിൽസിനകത്ത് 12,000 കൂടി കിടക്കുന്നുണ്ട്. പക്ഷെ ഇയർ എൻഡിലെ കൊടുത്തത് കൊണ്ട് 31st മാർച്ച് ഇയർ എൻഡ് ആയി പോയി. അപ്പൊ എന്താകും? നമ്മൾ നേരെ റിവേഴ്സ് എൻട്രി ആക്ച്വൽ എൻട്രി നമ്മൾ റിവേഴ്സ് റിട്ടേൺ വന്നതുപോലെ തന്നെ എഴുതണം. റിവേഴ്സ് എൻട്രി റിട്ടേൺ വന്നു, ഗുഡ്സ് റിട്ടേൺ വന്നതുപോലെ തന്നെ എഴുതണം. അപ്പൊ സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെപ്റ്റർ എന്നാകും. അപ്പൊ സെയിൽസ് നിന്ന് 12,000 കുറയണം. സെയിൽസ് നിന്ന് 12,000 കുറയണം, ഡെപ്റ്റേഴ്സ് നിന്നും 12,000 കുറയണം. അപ്പൊ സെയിൽസ് നേരെ എഴുതി ലെസ് സെൻഡ് ഓൺ അപ്രൂവൽ 12,000 ഇവിടെ കുറയണം. ദെൻ ഡെപ്റ്റേഴ്സിനോടും കൂടി കുറയണം. ഡെപ്റ്റേഴ്സ് ഇവിടെ എത്രയുണ്ട്? ഡെപ്റ്റേഴ്സ് 70,000. അപ്പൊ നേരെ ബാലൻസ് ഷീറ്റിലേക്ക് അത് എഴുതാം. ബാലൻസ് ഷീറ്റിലേക്ക് ഡെപ്റ്റേഴ്സ് എഴുതാം. 70,000 നിന്നും ഗുഡ്സ് ഓൺ അപ്രൂവലിൽ കൊടുത്ത 12,000 നമ്മൾ കുറയ്ക്കണം. ഓക്കെ അല്ലേ? കുറയ്ക്കണം. ഇനി എന്നിട്ട് ഈ 12,000 രൂപേന്റെ ഗുഡ്സിന്റെ കോസ്റ്റ് എത്രയാണ്? 10,000 ആണ്. ഇത് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് റെക്കോർഡ് ചെയ്യുക 60,000 എവിടെയൊക്കെ വരും? ഈ അഡീഷണൽ ഇൻഫർമേഷനിൽ വന്ന കാര്യങ്ങൾക്ക് എപ്പോഴും ഡബിൾ എഫക്ട് ഉണ്ടാവും. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഈക്വൽ ആയിട്ട് തന്നെ വരണം. അപ്പൊ ഈ 60,000 റുപ്പീസ് എവിടെയൊക്കെ വരണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 60,000 ആയിട്ട് വരണം. ദെൻ ബാലൻസ് ഷീറ്റിലും വരണം. പക്ഷേ അവിടെ ഉണ്ടല്ലോ ഈ 60,000 കൂടെ ഏതുകൂടെ കൂട്ടണം? ഈ 12,000 കോസ്റ്റ് എത്രയാ? 10,000 ആണ്. അപ്പൊ 60,000 പ്ലസ് 10,000 നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായിട്ട് കാണിക്കണം? 70. അതാണ് ബാലൻസ് ഷീറ്റില് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് കാണിക്കേണ്ടത്? 70 ആണ് കാണിക്കേണ്ടത്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക് പർച്ചേസ് സെയിൽസ് റെക്കോർഡ് ചെയ്തു. ദെൻ ബാങ്ക് ക്യാഷ് അറ്റ് ബാങ്ക് കാണിക്കേണ്ടത് 7,600. നേരെ ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടോ? ബാങ്ക്. സോറി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ അസറ്റ് സൈഡിൽ ഇല്ല എങ്കിൽ അതിന് എന്ത് ബാലൻസ് ക്രെഡിറ്റ് ആണെന്ന് നോക്കണം. ബാങ്ക് ക്രെഡിറ്റ് ആണ്. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പൊ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ബാങ്കിൽ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡാണ് വരേണ്ടത്, ഡെബിറ്റ് ആണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്താ ഏത് അക്കൗണ്ടിലാണ്? ക്രെഡിറ്റിൽ എവിടെ സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. ദാറ്റ് മീൻസ് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്, കാരണം ക്രെഡിറ്റ് സൈഡ് വന്നിട്ടുണ്ട്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ നേരെ പോയിട്ട് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 7,600. ദെൻ
അക്രൂഡ് ഇൻകം ട്രയൽ ബാലൻസിൽ വന്നാൽ അതിന്റെ അർത്ഥം കിട്ടാനുള്ള ഇൻകം ഒരൊറ്റ ട്രീറ്റ്മെന്റേ ഉള്ളൂ. ട്രയൽ ബാലൻസിന്റെ പ്രത്യേകത എന്താ? ട്രയൽ ബാലൻസിനകത്ത് വരുന്ന എല്ലാ ഐറ്റംസിനും നമുക്ക് ഒരൊറ്റ ട്രീറ്റ്മെന്റേ ഉള്ളൂ. ഒന്നെങ്കിൽ P&L അക്കൗണ്ട്, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ഒറ്റ ട്രീറ്റ്മെന്റേ ഉള്ളൂ. അപ്പൊ ഇവിടെ അക്രൂഡ് ഇൻകം മീൻസ് കുമിഞ്ഞു കൂടി കിട്ടാനുള്ള ഇൻകം ആണ്, നമുക്ക് അസറ്റ് ആണ്. അപ്പൊ നേരെ അസറ്റ് സൈഡിലേക്ക് പോവാ, 3000 രൂപ റെക്കോർഡ് ചെയ്യുക. നേരെ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലേക്ക് പോവാ. അക്രൂഡ് ഇൻകം നമുക്ക് എത്രയുണ്ട്? 3000 രൂപ. അടുത്തത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാനുണ്ട്, നമ്മൾ 4000 കൊടുക്കാനുള്ളത് നമുക്ക് ലയബിലിറ്റി ആണ്, ഒറ്റ ട്രീറ്റ്മെന്റേ ഉള്ളൂ. അപ്പൊ നേരെ ബാലൻസ് ഷീറ്റിലേക്ക് പോവാ. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 4000. റെഡി. ഇനി അടുത്തത് ബിൽസ് റിസീവബിൾ നമുക്ക് എന്താണ്? ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് ബാലൻസ് വരുന്നത്. ബിൽസ് റിസീവബിൾ നമുക്ക് എന്താണ്? അസറ്റ് ആണ്. അപ്പൊ നേരെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലേക്ക് ബിൽസ് റിസീവബിൾ അസറ്റ് സൈഡിലേക്ക് 30,000. അടുത്തതോ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇത് ഓൾഡ് പ്രൊവിഷൻ ആണ്. ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് ഇത് ഓൾഡ് പ്രൊവിഷൻ ആണ്. ഇവിടെ നമ്മൾ പുതിയൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എത്ര പെർസെന്റേജ് ആണ്? 5% ആണ്. അപ്പൊ ഈ ഓൾഡ് പ്രൊവിഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഡെപ്റ്റേഴ്സ് നോക്കണം. ഡെപ്റ്റേഴ്സ് നോക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആക്ച്വൽ ഡെപ്റ്റേഴ്സിൽ നിന്നും അഡീഷണൽ ബാഡ് അപ്റ്റ് കുറച്ചിട്ട് വേണം നമ്മൾ ഈ പ്രൊവിഷൻ എടുക്കാൻ. അപ്പൊ ഡെപ്റ്റേഴ്സിന് മേലെ ഇനി എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ടോ നോക്കിയേ. ഡെപ്റ്റേഴ്സ് ഇവിടെ ഓൾറെഡി 70,000 നിന്ന് നമ്മൾ എത്ര കുറച്ചു? 10,000 കുറച്ചു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് ഇല്ലേ? യെസ്. 2,400 പെയ്ഡ് ആസ് റെന്റ് ഫോർ ഓഫീസ് വാസ് ഡെബിറ്റഡ് ടു ലാൻഡ് ലോഡ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു. അപ്പൊ ലാൻഡ് ലോഡ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെന്റിനെ കയറ്റണം. അപ്പൊ റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ലാൻഡ് ലോഡിനെ ക്യാൻസൽ ചെയ്തിട്ട് ഇത് കയറ്റണം, റെന്റിലേക്ക് കയറ്റണം. അപ്പൊ റെന്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് വരും. ആൻഡ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡെപ്റ്റേഴ്സ്. ഈ ലാൻഡ് ലോഡ് അക്കൗണ്ടിലേക്ക് കൊടുത്തത് ഡെപ്റ്റർ അക്കൗണ്ടിലും കൂടെ ഇൻക്ലൂഡ് ആയി കിടക്കുക 2,400. അപ്പൊ നമ്മൾ ഈ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് പോയിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? 2,400 നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 2,400 നമ്മൾ റിലേറ്റഡ് ടു ലാൻഡ് ലോഡ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ ആക്ച്വൽ ഡെപ്റ്റേഴ്സ് എത്രയായി? 70,000 നമുക്ക് 10,000 കുറഞ്ഞു. ദെൻ 2,400 കുറഞ്ഞു. 57,600 ആയി ഇപ്പൊ. അപ്പൊ ഡെപ്റ്റേഴ്സ്, അപ്പൊ ഇവിടെ നമ്മൾ ഡെപ്റ്റേഴ്സിന് കുറച്ചില്ല, ഡെപ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ആണെന്നായിരുന്നു ഇവിടെ പറഞ്ഞു. ഡെപ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ആണ് ഈ 2,400 നമ്മൾ കുറച്ചു. ദെൻ ലാൻഡ് ലോഡ് അക്കൗണ്ട് മാറ്റിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെന്റിലേക്ക് കൂട്ടുണ്ട്. അപ്പൊ റെന്റ് ഡെബിറ്റഡ് ടു ലാൻഡ് ലോഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ലാൻഡ് ലോഡിനെ ക്യാൻസൽ ചെയ്ത് നേരെ റെന്റ് ആക്കണം. റെന്റിന് നേരെ നമ്മുടെ P&L അക്കൗണ്ടിലേക്ക് നേരെ 2,400 രൂപ വന്നു. അപ്പോ ഇനി നമുക്ക് പ്രൊവിഷനിലേക്ക് പോവാം. അപ്പൊ നോക്കാം. ബാഡ് ഡെപ്റ്റ് ഇപ്പോ ശരിക്കും പറഞ്ഞാല് ഡെപ്റ്റേഴ്സ് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ 70,000 നിന്നും 10,000 കുറച്ചു. ഇൻക്ലൂഡ് ആയി എറർ ആയിട്ടുള്ള 2,400 കുറച്ചു. ഇപ്പൊ 57,600 ഉണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുക? ആക്ച്വൽ ബാഡ് ഡെപ്റ്റ് വീണ്ടും ഫെർദർ ബാഡ് ഡെപ്റ്റ് വന്നു. ആ ഫെർദർ ബാഡ് ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും കുറയ്ക്കുക. അപ്പോ നമുക്ക് ഫെർദർ ബാഡ് ഡെപ്റ്റ് വീണ്ടും കുറയ്ക്കുക. ഫെർദർ ബാഡ് ഡെപ്റ്റ് നമ്മൾ 6,000 വീണ്ടും കുറച്ചു. ഓക്കെ. ദെൻ നമുക്ക് കിട്ടുന്ന 51,600 നമ്മൾ എന്ത് ട്രീറ്റ് ചെയ്യേണ്ടേ? നമുക്ക് പ്രൊവിഷൻ ട്രീറ്റ് ചെയ്യേണ്ടേ. പ്രൊവിഷൻ എത്ര പെർസെന്റേജ് ആണ്? പ്രൊവിഷൻ ഈക്വൽ ടു 5% ആണ് അല്ലെ? 5%. അപ്പോ 70,000 മൈനസ് 12,000 മൈനസ് 6,000 മൈനസ് 2,400 49,500 കാൽക്കുലേറ്റ് ചെയ്തത് മിസ്റ്റേക്ക് ആയേ. 70,000 നിന്നും 12,000 കുറച്ചു. കാരണം റിട്ടേൺ സെൻഡ് ഓൺ അപ്രൂവൽ ബേസിൽ റിട്ടേൺ വന്നതുപോലെ കാണിച്ചില്ല. അപ്പൊ 12,000 കുറച്ചു. 2,400 എറേഴ്സ് കുറച്ചു. 6,000 രൂപ എന്തുകൂടെ കുറച്ചു? ഫെർദർ ബാഡ് അപ്റ്റും 49,600 ഇൻറ്റു 5%. 49,600 ഇൻറ്റു 5%. 2,480 ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? പ്രൊവിഷൻ എന്ന് പറയുന്നത്. പ്രൊവിഷൻ കുറച്ചിട്ട് നമുക്ക് എത്രയുണ്ട്? 47,120 ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ 51,600 തെറ്റാട്ടോ, കാരണം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത മിസ്റ്റേക്ക് ആണ്. 70,000 നമുക്ക് ഡെപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. 12,000 രൂപ റിട്ടേൺ വന്നതുപോലെ കാണിച്ചു, മൈനസ് ചെയ്തു. 2,400 രൂപ എറർ ഉണ്ടായിരുന്നു. 6,000 രൂപ ഫെർദർ ബാഡ് അപ്റ്റും ഉണ്ട്. അതും കുറച്ച് 49,600 ഉണ്ട്. അതിന്മേലെ പ്രൊവിഷൻ 5%. ആൻഡ് ദിസ് ഇസ് ദ ന്യൂ പ്രൊവിഷൻ. ഇതാണ് നമ്മളുടെ ന്യൂ പ്രൊവിഷൻ. ഫെർദർ ബാഡ് അപ്റ്റ് 6,000 വന്നത് നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിലേക്ക് കാണിക്കണം. അപ്പൊ അതിന് മുന്നേ ബാഡ് അപ്റ്റ് ഉണ്ടല്ലോ. ഫർദർ എത്രയുണ്ട്? ബാഡ് അപ്റ്റ് 2,000 ഉണ്ട്. അപ്പൊ നേരെ P&L അക്കൗണ്ടിലേക്ക് പോയിട്ട് ഓൾറെഡി ബാഡ് അപ്റ്റ് 2,000 ഉണ്ട്. വീണ്ടും ഒരു ബാഡ് അപ്റ്റും കൂടെ വന്നു, 6,000 കൂടെ വന്നു. അപ്പൊ ടോട്ടൽ ബാഡ് അപ്റ്റ് എത്രയായി? 8,000 ആയി. ദെൻ പുതിയൊരു പ്രൊവിഷനും കൂടെ വന്നു. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? P&L അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. P&L ഡെബിറ്റ് സൈഡിൽ 2 പ്രൊവിഷൻ എന്ന് വരണം. 2 പ്രൊവിഷൻ എന്ന് വന്നു. വീണ്ടും നമ്മൾ ആഡ്. അപ്പൊ പുതിയൊരു പ്രൊവിഷൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ പ്രൊവിഷൻ നമ്മൾ എന്ത്
ചെയ്യണം? ലെസ് ആണ് ചെയ്യേണ്ടത്. ഇപ്പൊ പഴയ പ്രൊവിഷൻ നമുക്ക് എത്രയായിരുന്നു? പഴയ പ്രൊവിഷൻ നമുക്ക് എത്രയാ? 10,000 ആണ്. 10,000 നമ്മൾ എന്ത് ചെയ്യാ? ലെസ് ചെയ്യാ. അപ്പൊ 2,000 പ്ലസ് 6,000 പ്ലസ് 2,480 മൈനസ് 10,000 480 ആണ് നമ്മളുടെ ബാഡ് ഡെപ്റ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഓക്കെ. ദെൻ ബിൽസ് പേയബിൾ 16,000 ആണ്. ബിൽസ് പേയബിൾ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലേക്ക് നേരെ പോവുക. ബിൽസ് പേയബിൾ 16,000. ഇനി അടുത്ത എന്താണ്? ബാഡ് ഡെപ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഡിസ്കൗണ്ട് ഓൺ പർച്ചേസ്, പർച്ചേസിന്മേൽ ഡിസ്കൗണ്ട് കിട്ടുക, അതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ വന്നേക്കുന്ന ഡിസ്കൗണ്ട് കിട്ടുവാണ്. അപ്പൊ ഇൻഡയറക്റ്റ് ഇൻകം ആണ്, നേരെ പി ആൻഡ് എൽ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകും. ഡിസ്കൗണ്ട് റിസീവ്ഡ് 7,080. അടുത്തതോ ഡെപ്റ്റേഴ്സ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ക്രെഡിറ്റേഴ്സ് എത്രയുണ്ട്? 62,520 rupees. നേരെ ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സിലേക്ക് പോവുക. 62,520 rupees. ഇനി അടുത്ത എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് 74,000. നേരെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 74,000 ഇവിടെയാണ് വരേണ്ടത് കേട്ടോ. 74,000 റെഡി. കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. എല്ലാം റെക്കോർഡ് ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് എല്ലാം റെക്കോർഡ് ചെയ്തു. ഇനി ഉള്ളത് പെൻഡിങ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? 5th 1 6th 1 ആണ് അല്ലെ. അപ്പൊ 5th and 6th 1 എന്താ പറയുന്നത്? 5th 1 പറയാണ് ജനറൽ മാനേജേഴ്സിന് കമ്മീഷൻ കൊടുക്കണം 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ഹിസ് കമ്മീഷൻ. അയാളുടെ കമ്മീഷനും കൂടെ ചാർജ് ചെയ്തതിന് ശേഷം. ഓക്കെ. അപ്പൊ ആഫ്റ്റർ ചാർജിങ് ഹിസ് കമ്മീഷൻ ആണ് 10% ആണ് ഇയാൾക്കുള്ള കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. ഇനി വർക്ക്സ് മാനേജർ കമ്മീഷൻ നമ്മൾ കൊടുക്കണം 12% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. ബിഫോർ ചാർജിങ് ജനറൽ മാനേജേഴ്സ് കമ്മീഷനും അയാളുടെ കമ്മീഷനും, അതായത് വർക്ക്സ് മാനേജറിന്റെ കമ്മീഷൻ കൊടുക്കുന്നതിന് മുന്നേ എത്ര നെറ്റ് പ്രോഫിറ്റ് ഉണ്ടോ ആൻഡ് ജനറൽ മാനേജേഴ്സിന് കമ്മീഷൻ കൊടുക്കുന്നതിന് മുന്നേ എത്ര നെറ്റ് പ്രോഫിറ്റ് ഉണ്ടോ ആ നെറ്റ് പ്രോഫിറ്റിന്റെ 12% ഇവർക്കുള്ള കമ്മീഷൻ. അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടിട്ട് അതിന്റെ 12% ഈ വർക്ക്സ് മാനേജറിന്റെ കമ്മീഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ബിഫോർ ചാർജിങ് ജനറൽ മാനേജേഴ്സ് കമ്മീഷൻ ആൻഡ് ഹിസ് ഓൺ, അയാളുടെ കമ്മീഷനും ജനറൽ മാനേജറിന്റെ കമ്മീഷനും കൊടുക്കുന്നതിന് മുന്നേ എത്ര നെറ്റ് പ്രോഫിറ്റ് ഉണ്ടോ അതിന്റെ 12% ഇയാൾക്കുള്ള നെറ്റ് പ്രോഫിറ്റ്, ഇയാൾക്കുള്ള കമ്മീഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം GP കാണണം. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, സെയിൽസ് നമ്മൾ എഴുതി. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ടോട്ടൽ നമ്മൾ ചെയ്യാം. 4,86,000 plus 70,000 minus 74,000 plus 2,47 minus 54,000 1,81,000 ആണ് നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ക്രെഡിറ്റ് സൈഡിലേക്ക് 1,81,000 ട്രാൻസ്ഫർ ചെയ്തു. ദെൻ 1,81,000 പ്ലസ് 7,080 ഇൻഡയറക്ട് ഇൻകം ടോട്ടൽ 1,88,080 ആണ്. അത് നമ്മൾ എന്തൊക്കെ മൈനസ് ചെയ്യണം? മൈനസ് 21,000 minus 5,200 minus 4,000 minus 5,000 minus 2,400 minus 480 minus ഇനിയൊന്നും ചെയ്യാനില്ല, സോറി, ഇത് നമ്മളുടെ വേറെ തന്നെയാണ്. ഓക്കെ. ഇപ്പൊ മൈനസ് ചെയ്തപ്പോ ഇതുവരെ മൈനസ് ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 1,50,000 ആണ് നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ്. റെഡി. അപ്പൊ ടോട്ടൽ 1,88,080 ഇത്രയും എക്സ്പെൻസും മൈനസ് ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? ഇതുവരെ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,50,000 ആണ് നെറ്റ് പ്രോഫിറ്റ്. ഇതാണ് നമ്മളുടെ ജനറൽ മാനേജർക്ക് കമ്മീഷൻ കൊടുക്കുന്നതിന് മുന്നേയും അയാൾക്ക് കൊടുക്കുന്നതിന് മുന്നേ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് 1,50,000 into 12%. 18,000 ആണ് വർക്ക്സ് മാനേജറിന്റെ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ടു വർക്ക്സ് മാനേജേഴ്സ് കമ്മീഷൻ എത്രയായി? 18,000. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ജനറൽ മാനേജറിന്റെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ഈസ് കമ്മീഷൻ ആണ്. ബിഫോർ ചാർജിങ് ആണെങ്കിൽ ഡയറക്റ്റ് ഇൻറ്റു ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ആഫ്റ്റർ ചാർജിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അസംഷൻ എങ്ങനെ എടുക്കണ്ടേ? അസംഷൻ കമ്മീഷൻ ചാർജ് ചെയ്തതിന് ശേഷം നെറ്റ് പ്രോഫിറ്റ് 100 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ ചാർജ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു? കമ്മീഷൻ എന്ന് പറയുന്നത് 10 രൂപയാണെങ്കിൽ 10 ആണെന്നല്ലോ അല്ലെ, 10% അല്ലേ കമ്മീഷൻ. അപ്പൊ 100ന്റെ 10% 10. അപ്പൊ 100 rupees നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ. അപ്പൊ ചാർജ് ചെയ്യുന്നതിന് മുന്നേ 10 രൂപ കമ്മീഷൻ ചാർജ് ചെയ്യുന്നതിന് മുന്നേ നെറ്റ് പ്രോഫിറ്റ് എത്രയുണ്ടായിരുന്നു? 1,110 ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ എടുക്കുന്നത്. അതായത് 100 രൂപ എന്തുണ്ട്? നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ ഉണ്ട്. അതിന്മേൽ 10% ആയിട്ട് 10 രൂപയാണ് നമ്മളുടെ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ കമ്മീഷൻ 10 രൂപ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് എത്രയുണ്ടായിരുന്നു?
ഇത് ആഫ്റ്റർ ചാർജിങ് ആണ് ഈ 100 എന്ന് പറയുന്നത്. ആഫ്റ്റർ ചാർജിങ് ദ നെറ്റ് പ്രോഫിറ്റ് ആണ്. കമ്മീഷൻ ചാർജിനും ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് 100 രൂപ. കമ്മീഷൻ 100 രൂപ ചാർജ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കിട്ടണമെങ്കിൽ പ്ലസ് 10 ചെയ്ത 110 ആയിരുന്നു നേരത്തെ പ്രോഫിറ്റ്. അപ്പൊ ഇവിടെ പറയണം, ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് എത്രയായിരുന്നു ഇപ്പോഴത്തെ നിലവിലെ നെറ്റ് പ്രോഫിറ്റ് നോക്കാം. മൈനസ് 21,5,200 minus 4,000 minus 5,000 minus 2,400 minus 480 minus 18. ഈ 18,000 കൂടെ കുറച്ച് കഴിയുമ്പോൾ ഇതുവരെയുള്ള പ്രോഫിറ്റ് നമുക്ക് എത്രയാണ്? 1,32,000 ആണ്. ഈ 1,32,000 എന്ന് പറയുന്നത് 1110 ആണ്. ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12,000 ഈക്വൽ ടു 12,000. ഇതാണ് നമ്മളുടെ കമ്മീഷൻ ഓഫ് ജനറൽ മാനേജർ 12,000. അപ്പൊ 1,32,000 നിന്നും 12,000 കൂടെ കുറച്ചാൽ ബാക്കി ഇനി എത്രയാണ് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ്? ഈക്വൽ ടു 1,20,000. റെഡിയല്ലേ? ഇതെങ്ങനെ എടുത്തേ? ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ ദ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 100 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ 100ന്റെ 10% കമ്മീഷൻ, അപ്പൊ 10 രൂപയാണ്. സോ അവിടെ 100 പ്ലസ് കമ്മീഷൻ ചാർജ് ചെയ്യുന്നതിന് മുന്നേ അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 1,110 ആണ്. സോ 1,30,000 എന്ന് പറയുന്നത് അപ്പൊ എത്ര പെർസെന്റേജ് കമ്മീഷൻ ചാർജിന് മുന്നേ അല്ലേ? 1,110 ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കമ്മീഷൻ കിട്ടും. അപ്പൊ 1,32,000 ഡിവൈഡ് ബൈ 1,110 ഇൻറ്റു 30. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ കറക്കിയെടുത്തു? എന്തുകൊണ്ട് ഇങ്ങനെ കറക്കിയെടുക്കാനുള്ള റീസൺ ഇവിടെ പറയുന്നുണ്ട്. ജനറൽ മാനേജേഴ്സിന്റെ കമ്മീഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ ആണ് നെറ്റ് പ്രോഫിറ്റിന്മേൽ 10%. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കറക്കി ചെയ്യാനുള്ള റീസൺ. 1,32,000 ആയിരുന്നു ഇതുവരെയുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മൈനസ് 12,000 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,20,000 കിട്ടി. ഈ 1,20,000 നേരെ നമ്മളുടെ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യുക. അപ്പൊ 1,00,000 മൈനസ് 1,000 പ്ലസ് 1,20,000 2,19,000 ആണ്. ദെൻ പ്ലസ് 62,520 പ്ലസ് 4,000 പ്ലസ് 7,600 പ്ലസ് 16,000 39,110 ഉണ്ട്. ദെൻ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 18,000 12,000 എന്ന് പറഞ്ഞാൽ മൊത്തം 30,000 നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. കൊടുക്കണമെങ്കിൽ അവിടെ നമുക്ക് ക്യാഷിന് ബാലൻസ് വേണം. ക്യാഷിന്റെ ബാലൻസിൽ നിന്ന് നമുക്ക് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ക്യാഷിന് ബാലൻസ് ഇല്ല, ആകെ 4,000 രൂപയുള്ളൂ. അപ്പൊ കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട്. അപ്പൊ അവിടെ കമ്മീഷൻ പേയബിൾ എത്രയും കൂടെ വന്നു? 30,000 കൂടെ വന്നു. ടോട്ടൽ 3,39,120 ആണ്. ഇനി അസറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ 1,49,000 36 70 47 120 bill receivable 30,000 4,000 accrued income 3,000 3,39,120. Ready? Then next question, illustration number 6. Illustration number 6, page number 95. Mr. Abhay runs a small shop and deals in various goods. He has not been able to tally his trial balance and close it by taking the difference to suspense account. It is given below. Abhay's capital, drawings, fixed asset, opening stock, purchase and return, sales and returns due from the customers and to creditors, expense, cash, bank deposit, suspense account, advertising expense. Mr. Abhay has requested to help in tallying his trial balance and also prepare his final accounts. On investigation of his books, you get the following information. Closing stock of 45,000 at cost and could sell over this value. അപ്പോൾ NRVയും എന്ത് തന്നെയാണ്? 45,000 തന്നെയാണ്. Depreciation 13,500 needs to be provided for the year. A withdrawal slip indicated a cash withdrawal of 15,000 which was charged as a drawings. However, it was noticed that 11,000 was used for the business purpose only and was entered expense in the cash book. And was entered as an expense in the cash book. Then goods worth rupees 19,000 were purchased on 24th March 2023 and sold on 29th March for 23,750. Sales were recorded correctly but the purchase invoice was missed out. Purchase return of 1,500 were routed through sales return. Parties account was correctly posted. Expense included 3,750 related to the period after 31st March. Purchase book was overclassed by the 1,000 and posting to suppliers account is correct. Advertising will be used for generating revenue for 5 years. Okay. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റിലേക്ക് ലാസ്റ്റ് ടാലി ആക്കണം.
ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? അബേസ് ക്യാപിറ്റൽ എങ്ങോട്ടാ പോകേണ്ടത്? ബാലൻസ് ഷീറ്റിലേക്കാണ് പോകേണ്ടത്. ഡ്രോയിങ്സ് പോകേണ്ടത് ബാലൻസ് ഷീറ്റ്. ഫിക്സഡ് അസറ്റ് ബാലൻസ് ഷീറ്റ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്? ട്രേഡിംഗ് ആണ്. ദെൻ പർച്ചേസ് ആൻഡ് റിട്ടേൺസ് ട്രേഡിംഗ്, സെയിൽസ് ആൻഡ് റിട്ടേൺസ് ട്രേഡിംഗ്, ഡ്യൂ ഫ്രം കസ്റ്റമേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റ്, ഈ എക്സ്പെൻസ് P&L അക്കൗണ്ട്, ക്യാഷ് ബാലൻസ് ഷീറ്റ്, ബാങ്ക് ഡെപ്പോസിറ്റ് ബാലൻസ് ഷീറ്റ്, ആൻഡ് ദെൻ സസ്പെൻസ് അക്കൗണ്ട്, അഡ്വർടൈസിംഗ് ഈസ് P&L അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് അവിടെ റെക്ടിഫൈ ചെയ്യണം എറേഴ്സിനെ. എത്രയുണ്ട്? 4000 ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. ഓക്കെ. മിസ്റ്റർ അബി ഹാസ് റിക്വസ്റ്റഡ് യു ടു ദ ഹെൽപ്പ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 45,000 ഉണ്ട്. അപ്പൊ അതിന് മുന്നേ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുന്നേ ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യണം. അബേസിന്റെ ക്യാപിറ്റൽ ഇതെല്ലാം നമ്മൾ എന്തിലേക്ക് റെക്കോർഡ് ചെയ്യണം? ആദ്യം അബേസ് ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ് നേരെ എന്ത് ചെയ്യാം? നമുക്ക് റെക്കോർഡ് ചെയ്യാം, ബാലൻസ് ഷീറ്റിലേക്ക് റെക്കോർഡ് ചെയ്യാം. ദെൻ ഫിക്സഡ് അസറ്റ് റെക്കോർഡ് ചെയ്യാം, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിലേക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യാം. ദെൻ പർച്ചേസ് ഉണ്ട് 6,75,000. അതോടുകൂടി റിട്ടേൺസ് എന്ത് ചെയ്യുക? റിട്ടേൺസ് ഉണ്ട് 13,500. അത് നേരെ ലെസ് ചെയ്ത് കാണിക്കുക. അപ്പൊ പർച്ചേസ് 6,75,000 ദെൻ ലെസ് റിട്ടേൺസ് എന്ന് കാണിക്കുക. പർച്ചേസ് ഓപ്പണിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്തു. ദെൻ പിന്നെ സെയിൽസ് ഉണ്ട് 8,50,000 ഉണ്ട്. ദെൻ അതിന്റെ ഇതും എത്രയുണ്ട്? റിട്ടേൺസ് എത്രയുണ്ട്? 34,000. അപ്പൊ സെയിൽസ് നേരെ വരിക, സെയിൽസ് കാണിക്കുക, ദെൻ ലെസ് റിട്ടേൺസ് കാണിക്കുക. Then due from the customers, debtors and creditors. Debtors 95,000 and creditors 3,25,000 ബാലൻസ് ഷീറ്റിലേക്ക് റെക്കോർഡ് ചെയ്യുക. ഈ എക്സ്പെൻസ് ഉണ്ട്, എക്സ്പെൻസ് 45,750 ഉണ്ട്. അപ്പോൾ എക്സ്പെൻസിന് അത് ഇന്നർ കോളത്തിലേക്ക് എഴുതുക. കാരണം ഇവിടെ എക്സ്പെൻസിന് എന്ത് പറയുന്നുണ്ട്? ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. പർച്ചേസിനും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ദെൻ സെയിൽസ് റിട്ടേണിനും ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഇന്നർ കോളത്തിലേക്ക് വേണം എമൗണ്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇന്നർ കോളത്തിലേക്ക് എമൗണ്ട് കൊടുക്കുക. എക്സ്പെൻസും ഇന്നർ കോളത്തിലേക്ക് തന്നെ കൊടുക്കുക. ദെൻ ക്യാഷ് നെഗറ്റീവ് ഫിഗർ ആണ്. അവിടെ നമുക്ക് എറേഴ്സ് റെക്ടിഫൈ ചെയ്യാനായിട്ടുണ്ട്. അവിടെ എഴുതാനായിട്ട് വരട്ടെ കേട്ടോ, പെൻഡിങ് ഇടുക. ദെൻ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട് 55,000. നേരെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുക. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്ക് ബാങ്ക് എവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുക. ഡെപ്റ്റേഴ്സിനെ റെക്കോർഡ് ചെയ്യുക. ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് എല്ലാം റെക്കോർഡ് ചെയ്യുക. ദെൻ പിന്നെ സസ്പെൻസ് അക്കൗണ്ട് എറേഴ്സ് ആണ് അവിടെ നിൽക്കട്ടെ. ദെൻ അഡ്വർടൈസ്മെന്റ്, അഡ്വർടൈസിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെ പറഞ്ഞു. അഡ്വർടൈസിംഗ് വിൽ ബി യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് റവന്യൂ ഫോർ 5 years. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് നമുക്ക് ഈ വർഷം 2 ലക്ഷം രൂപ ചെലവായിട്ട് നമ്മളോട് പറയാണ് ഇതിന്റെ ബെനിഫിറ്റ് 5 വർഷത്തേക്ക് ഉണ്ടെന്ന് പറഞ്ഞാണെങ്കിൽ നേരത്തെ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ അതില്ല. പകരം എന്താണ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഡെഫേർഡ് റവന്യൂ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. അക്കോർഡിംഗ് ടു AS 26 പ്രകാരം നമ്മളോട് പറയാണ് നമുക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസിൽ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി നമുക്കുണ്ടോ? പറയാനായിട്ടൊരു കൺഫർമേഷൻ ഉണ്ടോ? ഇല്ല. സോ നമുക്ക് എത്രയാണോ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ അത് മുഴുവൻ നമുക്ക് ആ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. പകരം ഈ ഒരു കോൺസെപ്റ്റ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് നമുക്ക് ടോട്ടലി എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് തന്നെ നമുക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാം. 2 lakh. ഓക്കെ. ദെൻ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അത് നേരെ നമുക്ക് ട്രേഡിംഗിന്റെ ക്രെഡിറ്റ് സൈഡ് ക്ലോസിംഗ് സ്റ്റോക്കിലേക്കും ബാലൻസ് ഷീറ്റിലേക്കും നമുക്ക് റെക്കോർഡ് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്? 45,000 ഉണ്ട്. 45,000 അത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് എടുക്കണം കേട്ടോ. സ്റ്റോക്ക് 45,000, ഡെപ്റ്റേഴ്സ് 95,000. അപ്പൊ ഇനി നോക്കാം. Then depreciation കൊടുക്കണം. 13,500 needs to be provided for the year. Depreciation നമ്മുടെ P&L അക്കൗണ്ടിലേക്ക് കൊടുക്കണം. Depreciation P&L അക്കൗണ്ടിലേക്ക് depreciation 13,500. ഇവിടെ നമുക്ക് എന്താണ് ഡിപ്രീസിയേഷൻ കൊടുക്കാനുള്ള അസറ്റ് എന്താണ്? ഇവിടെ പറയുന്നുണ്ട് ഫിക്സഡ് അസറ്റ് ഉണ്ട് 1,35,000. അത് നമ്മൾ നേരെ ബാലൻസ് ഷീറ്റിൽ എവിടെ കൊടുത്തിട്ടുണ്ട്? അസറ്റ് സൈഡിലുണ്ട്. ഇതിന്മേൽ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് കുറയ്ക്കുക? 13,500 ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. ദെൻ ടോട്ടൽ എത്രയായിരിക്കും? 1,21,500 ആണ്. എന്തുകൊണ്ട് ഡിപ്രീസിയേഷനുടെ കുറച്ചു? ഇവിടെ അഡ്ജസ്റ്റ്മെന്റിലാണ് ഡിപ്രീസിയേഷൻ തന്നിരിക്കുന്നത്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന എല്ലാ ഐറ്റത്തിനും ഡബിൾ എഫക്ട് ഉണ്ട്. സോ ഡിപ്രീസിയേഷൻ നമ്മൾ P&L അക്കൗണ്ടിലും കാണിക്കണം. കൂടാതെ തന്നെ നമ്മൾ എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ഇനി
അടുത്തത് എ വിഡ്രോവൽ സ്ലിപ്പ് ഓഫ് ഇൻഡിക്കേറ്റഡ് ക്യാഷ് വിഡ്രോവൽ ഓഫ് 15,000 വിച്ച് ആർ ചാർജ്ഡ് ആസ് എ ഡ്രോയിങ്സ്. നമ്മൾ എന്ത് ചെയ്തു, ഒരു വിഡ്രോവൽ സ്ലിപ്പ് വെച്ചിട്ട് 15,000 rupees നമ്മൾ വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്യുമ്പോൾ എൻട്രി എന്താ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് 15,000 എന്നാണ്. പക്ഷേ ഇവരിവിടെ എന്ത് ചെയ്തു, അതിനെ ഡ്രോയിങ്സ് ആയിട്ട് കണക്കാക്കി. 15,000 ഡ്രോയിങ്സ് ആയിട്ട് കണക്കാക്കി. However, it was noticed that 11,000 which was used for business purpose only and was entered as an expense in cash book. അവർ നോട്ടീസ് ചെയ്തു പിന്നീട് 11,000 ബിസിനസിന്റെ എക്സ്പെൻസിന് വേണ്ടി മാത്രം ഉപയോഗിച്ചതാണ്. അത് നമ്മൾ എന്ത് ചെയ്തു, എക്സ്പെൻസ് ആയിട്ട് ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടുമുണ്ട്. അതായത് വിഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യേണ്ടത് ക്യാഷ് ടു ബാങ്ക് എന്നായിരുന്നു. അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് 4,000 രൂപ എന്തുള്ളൂ, കറക്റ്റ് ഡ്രോയിങ്സ് ഉള്ളൂ. അതായത് 15,000 രൂപയിൽ 11 ബിസിനസ് എക്സ്പെൻസിന് വേണ്ടി യൂസ് ചെയ്തത്, ബാക്കി 4,000 ആക്ച്വൽ ഡ്രോയിങ്സ്. അപ്പൊ ശരിക്കും വരേണ്ട എൻട്രി എന്താണ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ്, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ വരുന്ന എൻട്രി എങ്ങനെയായിരുന്നു, എങ്ങനെയായാലും ബാങ്കിൽ നിന്ന് ടോട്ടൽ 15,000 പോയി, അത് പോയിട്ടുണ്ട്, പോയി റെക്കോർഡ് ഓൾറെഡി എൻട്രി റെക്കോർഡ് ചെയ്ത എൻട്രിയാണ്, ബാങ്കിൽ നിന്ന് കറക്റ്റ്ലി പോസ്റ്റഡ് ആണ്. പക്ഷെ ഡ്രോയിങ്സ് ആയിട്ട് 4,000 ക്യാഷിലേക്ക് എത്രയും വരണം, 11,000 വരണം. പക്ഷെ ഇവരിവിടെ എന്തായിട്ടാ കാണിച്ചത്, ഇവരിവിടെതാ ഇങ്ങനെയാണ് കാണിച്ചത്. ഡ്രോയിങ്സ് 15,000 ആയിട്ടും കാണിച്ചു, എക്സ്പെൻസ് 11,000 ആയിട്ടും കാണിച്ചു. അങ്ങനെ ക്യാഷ് മൊത്തം എത്ര പോയതായിട്ട് കാണിച്ചു, 26,000 പോയതായിട്ടാണ് കാണിച്ചത്. അങ്ങനെയാണ് ഇവിടെ ക്യാഷിന് എത്ര എക്സസ് ഫിഗർ ആയിട്ടുള്ള -3,000 നെഗറ്റീവ് ഫിഗർ വന്നത്. അപ്പൊ ഇപ്പൊ നിലവിൽ ക്യാഷിന്റെ ബാലൻസ് എത്രയാ, 3,000 നെഗറ്റീവ് ആണോ, അല്ല. കാരണം ശരിക്കും നമുക്ക് 2 എക്സ്പെൻസ് ആയിട്ട് മൊത്തം 26,000 പോയിട്ടില്ല. 11,000 എന്ന് പറയുന്നത് ശരിക്കും എന്തല്ല ശരിക്കും 11,000 എന്ന് പറയുന്നത് ശരിക്കും ആഡ് ബാക്ക് ചെയ്യണം. കാരണം നമ്മളുടെ കയ്യില് മൊത്തത്തില് ഡ്രോയിങ്സ് ആയിട്ട് എത്രയേ വന്നിട്ടുള്ളൂ, 4,000 ഉള്ളൂ. നമ്മൾ മൊത്തം എക്സ്പെൻസ് എത്രയായിട്ട് കുറച്ചു, 26,000 ആയിട്ട് കുറച്ചു. അപ്പൊ നമുക്ക് തിരിച്ച് റിട്ടേണിൽ റിവേഴ്സ് ചെയ്തെടുക്കണം. അതായത് -3,000 ആയിരുന്നു ക്യാഷ് ബാലൻസ്. അതിൽ റെക്ടിഫിക്കേഷൻ നമുക്ക് എത്ര തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം, 11,000 ആഡ് ബാക്ക് ചെയ്യണം. ഇപ്പോൾ നിലവിൽ ക്യാഷ് ബാലൻസ് എത്രയുണ്ട്, 8,000 ഉണ്ട്. അപ്പൊ നേരെ ബാങ്കിലേക്ക് പോയിട്ട് ക്യാഷ് ബാലൻസ് -3,000 ഉണ്ടായിരുന്നു, റെക്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് എത്രയുണ്ട്, 8,000 ആണ് ഇപ്പോഴത്തെ ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി നമുക്ക് എക്സസ് ആയിട്ട് 11,000 രൂപ കുറച്ച് വെച്ചിരിക്കുകയാണ്. മനസ്സിലായി, കുറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഓൾറെഡി ക്യാഷ് വിഡ്രോവലാകെ മൊത്തത്തിൽ എത്രയേ ഉള്ളൂ, 15,000. ശരിക്കും മൊത്തം 4,000 രൂപയും 11,000 രൂപയും മൊത്തം 15,000 ക്യാഷ് പോയാൽ മതി. പക്ഷെ 15,000 കുറച്ചു, പ്ലസ് വീണ്ടും എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 11,000 കുറച്ചു. അപ്പൊ 15,000ഉം 11,000ഉം ടോട്ടൽ 26,000 ആണ് കുറച്ച് വെച്ചിരിക്കുന്നത്. അത്രയും കുറച്ചത് കൊണ്ടാണ് അവിടെ നെഗറ്റീവ് ഫിഗർ 3,000 വന്നത്. സോ അത്രയും കുറയ്ക്കേണ്ട, എക്സ്ട്രാ കുറച്ച 11,000 നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ എത്രയായി, 8,000 ആയി. മനസ്സിലായില്ലേ, ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയേ, അപ്പൊ ശരിക്കും പറഞ്ഞാല് ഡ്രോയിങ്സ് അപ്പൊ ശരിക്കും എത്രയേ ഉള്ളൂ, 15 നമുക്ക് എത്രയേ ഉള്ളൂ 4,000 ആകെ എത്രയേ ഉള്ളൂ ഡ്രോയിങ്സ് ഉള്ളൂ. എത്രയില്ല ഡ്രോയിങ്സ്, 15,000 ഡ്രോയിങ്സ് ഇല്ല. അപ്പൊ നമ്മൾ നേരെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോയിട്ട് ആഡ് റോങ് ചാർജ് ടു ഡ്രോയിങ്സ്, അതായത് ഡ്രോയിങ്സ് എന്ന് പറയുന്ന എമൗണ്ട് ഇവിടെ പറയുന്നുണ്ട് ഡ്രോയിങ്സ് 75,000 ഡ്രോയിങ്സ് ഉണ്ട്. ആ 75,000-ൽ 15,000 ഡ്രോയിങ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അത്രയും ഇല്ല അല്ലെ, അത്രയും ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ക്യാപിറ്റലിനോടൊപ്പം ഡ്രോയിങ്സ് 75,000 കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തിരിച്ച് എത്ര ആഡ് ബാക്ക് ചെയ്യണം, ആഡ് ബാക്ക് 11,000. കാരണം 11,000 എന്തല്ല, ഡ്രോയിങ്സ് അല്ല, അത് എക്സ്പെൻസിന് വേണ്ടി എടുത്തതായിരുന്നു. അപ്പൊ 75,000 - 11,000. ഈ 75,000-നകത്ത് ഓൾറെഡി 15,000 രൂപ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും എത്രയില്ല, 75,000-നകത്ത് 15,000 ഡ്രോയിങ്സ് ഇല്ല, ആകെ 4,000 ഉള്ളൂ. അപ്പൊ 75,000-നകത്ത് നമുക്ക് എന്താണ് തിരിച്ചെടുക്കേണ്ടത്, തിരിച്ച് റിട്ടേൺ വരുമ്പോ ഒള്ളി ഡ്രോയിങ്സ് എത്രയേ ഉള്ളൂ, 64,000 ഉള്ളൂ. അപ്പൊ 1,50,000 ക്യാപിറ്റൽ നിന്നും 64,000 കുറച്ച് കഴിഞ്ഞാൽ ഔട്ടർ കോളത്തിലേക്ക് ക്യാപിറ്റൽ എത്ര കിട്ടി, 86,000 കിട്ടി. റെഡി ആയില്ലേ, മനസ്സിലായില്ലേ, ഓക്കെ അല്ലേ? അപ്പോ ഡ്രോയിങ്സ് നമ്മൾ 75,000 കുറയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ റോങ്ലി ചാർജ് ചെയ്ത ഡ്രോയിങ്സ് നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. റെഡി. Then goods worth ₹19,000 were purchased on 24th March and sold on 29th March for എത്ര രൂപയ്ക്ക്, 23,750. Then sales were recorded correctly but purchase invoice missed out ആണ്. സോ നമ്മൾ പർച്ചേസ് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19,000 നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസിലേക്ക് ആഡ് ചെയ്യണം. പർച്ചേസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ
പർച്ചേസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ 19,000 പർച്ചേസിലേക്ക് ആഡ് ചെയ്യണം. അതിനോടൊപ്പം ക്രെഡിറ്ററും കൂടും, കാരണം ക്യാഷ് സെയിൽസ് എല്ലാം കടത്തിനാണ് നമ്മൾ വിൽക്കുന്നത്, കാരണം പർച്ചേസ്ഡ് എന്ന് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ക്യാഷ് എന്ന് പറയുന്നില്ല. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് മിസ്ഡ് ഔട്ട് പർച്ചേസ് ക്രെഡിറ്റേഴ്സിന് അവിടെ നിന്ന് 19,000 കുറഞ്ഞു കിടക്കാണ്. അപ്പൊ അത്രയും പർച്ചേസ് കൂടുമ്പോൾ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് എന്തും കൂടും, ക്രെഡിറ്റ് പർച്ചേസും കൂടും. സോ ക്രെഡിറ്റേഴ്സും കൂടും. പേയ്മെന്റ് കൊടുത്തതായിട്ട് നമുക്ക് കാണിക്കാം, ക്യാഷ് പർച്ചേസ് ആയിട്ട് നമുക്ക് വേണേൽ കാണിക്കാം, പക്ഷെ അതിനുള്ള ക്യാഷ് നമ്മളുടെ കയ്യിലില്ല. ഓക്കെ, അപ്പൊ അത്രയും ക്യാഷ് ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ അത്രയും ക്യാഷ് പോയിട്ടില്ല. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് ആണത്. റെഡി. ഇനി പർച്ചേസ് റിട്ടേൺ ₹1,500 were routed through sales return. പാർട്ടീസ് അക്കൗണ്ട് വാസ് കറക്റ്റ്ലി പോസ്റ്റഡ്. പർച്ചേസ് റിട്ടേണിനെ നമ്മൾ സെയിൽസ് റിട്ടേൺ ആയിട്ട് കാണിച്ചു. പക്ഷെ പർച്ചേസ് റിട്ടേൺ വരുമ്പോഴുള്ള എൻട്രി എന്താ? പർച്ചേസ് റിട്ടേൺ വരുമ്പോഴുള്ള എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പർച്ചേസ് റിട്ടേൺ എന്നുള്ളതാണ്. പക്ഷെ ഇയാളുടെ അക്കൗണ്ടിൽ നമ്മൾ കറക്റ്റ്ലി പോസ്റ്റ് ചെയ്തു, പക്ഷെ പർച്ചേസ് റിട്ടേൺ എന്നുള്ളത് നമ്മൾ ഇവിടെ കൊണ്ട് എഴുതി സെയിൽസ് റിട്ടേൺ ആയിട്ടാണ് നമ്മൾ കാണിച്ചത്. അപ്പൊ ഒറ്റ അക്കൗണ്ടേ മിസ്റ്റേക്ക് ഉള്ളൂ. അപ്പൊ നേരെ സെയിൽസ് റിട്ടേണിൽ പോയിട്ട് റിട്ടേൺസിൽ നിന്ന് 1,500 നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേൺ ആയിട്ട് കുറച്ചത് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യാം. അപ്പൊ 34,000 ശരിക്കും പറഞ്ഞാൽ റിട്ടേൺസ് ഇവിടെ ഉണ്ടായിരുന്നു. സെയിൽസ് ആൻഡ് റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്ര കൊടുത്തിട്ടുണ്ടായിരുന്നു? സെയിൽസ് ആൻഡ് റിട്ടേൺസ് 34,000. അപ്പൊ ആക്ച്വലി റിട്ടേൺ എത്രയില്ല? 34,000 ഇല്ല. എത്രയേ ഉള്ളൂ? 1,500 കുറച്ചിട്ട് 32,500 ആക്ച്വൽ സെയിൽസ് റിട്ടേൺ ഉള്ളൂ. അപ്പൊ ശരിക്കും സെയിൽസ് 8,50,000 നിന്ന് എത്ര കുറച്ചാൽ മതി? 32,500 കുറച്ചാൽ മതി. അപ്പൊ 8,17,500 കിട്ടും. അപ്പൊ ശരിക്കും ഇത് ആക്ച്വൽ എന്ത് റിട്ടേൺ ആണ്? പർച്ചേസ് റിട്ടേൺ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പർച്ചേസിന്റെ റിട്ടേൺ 13,500 ആയിരുന്നോ? അല്ല, അതിന്റെ കൂടെ 1,500 കൂടെ കൂടും. ടോട്ടൽ റിട്ടേൺ എത്രയാ? 15,000 ആയിരുന്നു. അപ്പൊ 6,75,000 15,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6,60,000. അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്തിരുന്നു നേരത്തെ. എത്ര? പർച്ചേസ് ആഡ് ബാക്ക് ചെയ്തിരുന്നു. അങ്ങനെ 6,79,000 കിട്ടും. ഇനി അതിന്ന് അടുത്തത് പറയുന്നുണ്ട്, പർച്ചേസ് ബുക്ക് വാസ് ഓവർകാസ്റ്റ് ചെയ്തു. 1,000 രൂപ നമ്മൾ കൂട്ടി കാണിച്ചു. സപ്ലയർ അക്കൗണ്ടിൽ കറക്റ്റ്ലി പോസ്റ്റഡ് ആണ്, പക്ഷെ പർച്ചേസ് നമ്മൾ 1,000 രൂപ കൂട്ടി കാണിച്ചു. അങ്ങനെ 6,79,000 ഉണ്ടായിരുന്നു. അതിൽ 1,000 രൂപ നമ്മൾ കുറയ്ക്കുമ്പോ നമുക്ക് എത്രയായി? 6,78,000 ആയി. ഓക്കെ. Then purchase expense include 3,750 related to period after 31st March. ഈ വർഷം കഴിഞ്ഞിട്ടുള്ള ആക്ച്വൽ എക്സ്പെൻസ് ആണ്. അതായത് എക്സ്പെൻസ് ടോട്ടലി എത്ര ഉണ്ടായിരുന്നു? എക്സ്പെൻസ് എന്ന് പറഞ്ഞ ടോട്ടലി 45,750 ഉണ്ടായിരുന്നു. അത്രയും എക്സ്പെൻസ് ആക്ച്വലി ഈ വർഷത്തെ അല്ല, അതിൽ 3,750 രൂപ നെക്സ്റ്റ് ഇയർ പീരീഡിലെയാണ്. അപ്പൊ ടോട്ടൽ 45,750ക്കകത്ത് ആക്ച്വൽ എക്സ്പെൻസ് ഈ വർഷത്തെ എത്രയേ ഉള്ളൂ എന്നാ നോക്കാം. എക്സ്പെൻസ് അതെ 45,750 ആയിരുന്നു ആക്ച്വൽ എക്സ്പെൻസ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമുക്ക് എത്രയേ ഉള്ളൂ? 42,000 മാത്രമേ എക്സ്പെൻസ് ഉള്ളൂ. 45,750 ഈ 3,750 ഈ വർഷത്തെ അല്ല. സോ ഈ വർഷത്തെ എക്സ്പെൻസ് ആകെ എത്രയേ ഉള്ളൂ? 42,000. അപ്പോ ഈ വർഷത്തെ അല്ല എങ്കിൽ അത് പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് ആണെങ്കിൽ നമ്മൾ മുൻകൂട്ടി അടച്ച എക്സ്പെൻസ് നമുക്ക് അസറ്റ് ആണ്. അപ്പൊ നേരെ അസറ്റിന്റെ സൈഡിൽ 3,750 രൂപ എന്ത് വരണം? പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് വരണം. ഓക്കെ, എല്ലാം റെക്കോർഡ് ആയില്ലേ? ഇനി നേരെ എന്ത് ചെയ്യാ? ബാലൻസ് ചെയ്യാ. സെയിൽസ് 8,50,000 മൈനസ് 32,500 അല്ലെ? ഓക്കെ, അപ്പൊ 8,17,500 പ്ലസ് 45,000 മൈനസ് 36,500 മൈനസ് 6,78,000 ചെയ്യുമ്പോ 1,48,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് 1,48,000 പ്ലസ്. ഇനി നമ്മൾ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല അല്ലെ? അത് വിട്ടുപോയി. എന്റെ പെന്നിന് ചാർജ് കഴിഞ്ഞു പോയി, അതാണ് കേട്ടോ. ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ബാങ്ക് ഡെപ്പോസിറ്റിനകത്ത് നമ്മൾ ഇൻട്രസ്റ്റ് ഏൺഡ് പറയുന്നില്ലേ? യെസ്, ഇൻട്രസ്റ്റ് ഏൺഡ് മീൻസ് ഏത് സൈഡില? ക്രെഡിറ്റ് സൈഡിലെ. ഇൻട്രസ്റ്റ് ഏൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഇൻകം ആണ്, നമുക്ക് ഏൺ ചെയ്യാനുള്ള ഇൻകം ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് ഏൺ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. 5,750 നമ്മളെ P&L അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് ഇൻകം ആണ് നമ്മളുടെ ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്നത്. ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ ഡെപ്പോസിറ്റ് മേൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. സോ നമ്മൾ P&L അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? 5,750. അപ്പൊ നമ്മളുടെ ഇൻഡയറക്റ്റ് ഇൻകം 1,48,000 പ്ലസ് 5,750 മൈനസ് എക്സ്പെൻസ് 42,000, ഡിപ്രീസിയേഷൻ 13,500 മൈനസ് എക്സ്പെൻസ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് 2 lakh. ടോട്ടൽ എത്ര വന്നു? നമുക്ക് നെറ്റ് ലോസ് ആണ് 1,0750 നെറ്റ് ലൂസ് ആണ്. അപ്പൊ നമുക്ക് നേരെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരാം. 1,50,000 നമുക്ക് എന്തുണ്ടായിരുന്നു?
1,50,000 നമുക്ക് എന്തുണ്ടായിരുന്നു, നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ആ 1,50,000 ക്യാപിറ്റലിൽ നിന്നും നമ്മൾക്ക് എത്ര ഡ്രോയിങ്സ് കുറയ്ക്കാം, 64,000 ഡ്രോയിങ്സ് കുറയ്ക്കാം. ദെൻ നമുക്ക് പ്രോഫിറ്റ് ഇവിടെ ലോസ് എത്ര വന്നു, 1,01,750 ലോസ് വന്നു. ഇവിടെ നമുക്ക് 1,50,000 നിന്നും ഡ്രോയിങ്സ് 64,000 കുറച്ചപ്പോൾ തന്നെ എത്രയുണ്ട്, 86,000 ഉള്ളൂ. അതിന്ന് നെറ്റ് ലോസ് കുറയ്ക്കുമ്പോൾ ഇവിടെ നെറ്റ് എന്താവും, നെഗറ്റീവ് ഫിഗർ ആവും. അതുകൊണ്ട് നമ്മൾ നെറ്റ് ലോസ് ഇവിടുന്ന് കുറയ്ക്കാതെ നമ്മൾ എന്ത് ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അസറ്റ് സൈഡിലേക്ക് ഈ ലോസിനെ മാറ്റി. അല്ലായിരുന്നെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഫിഗർ ക്യാപിറ്റൽ ആയാലുള്ള പ്രശ്നം എന്താണ്, ക്യാപിറ്റലിനെ മൊത്തം നമ്മൾ എങ്ങോട്ടേക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും, ഈ അസറ്റ് സൈഡിലേക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെ ഒഴിവാക്കി മൊത്തം വെട്ടലും കുത്തലും വേണ്ട, നേരെ പി ആൻഡ് അക്കൗണ്ട് നേരെ എങ്ങോട്ടേക്ക് ട്രീറ്റ് ചെയ്യുക, അസറ്റ് സൈഡിലേക്ക് ട്രീറ്റ് ചെയ്യുക. അപ്പൊ 1,86,000 പ്ലസ് സൺട്രി ക്രെഡിറ്റേഴ്സ് 3,44,000. ദെൻ അസറ്റ് സൈഡിൽ 121,500 ആണ് അസറ്റിന്റെ ബാലൻസ്. സ്റ്റോക്ക് 45,000, ഡെപ്റ്റേഴ്സ് 95,000, ക്യാഷ് ഇൻ ഹാൻഡ് 8,000 ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് 55,000 ഉണ്ട്. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് 3,750 പ്ലസ് നമ്മുടെ നെറ്റ് ലോസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ 4,30,000 ആണ് നമ്മുടെ ടോട്ടൽ ടാലീഡ് എമൗണ്ട് എന്ന് പറയുന്നത്. റെഡി? Then പേജ് നമ്പർ 127 ഇലുസ്ട്രേഷൻ നമ്പർ 9 ആണ്. പേജ് നമ്പർ 127 ഇലുസ്ട്രേഷൻ നമ്പർ 9 സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ കൂടെയാണ്. From the following particulars furnished by Sri Ramji, prepare trading and profit and loss account for the year ended 31/3/2023. Also draft his balance sheet on that date. Creditors, expense outstanding, fixed asset, stock in hand, cash in hand, cash at bank and sundry debtors, opening and closing balances ഉണ്ട്. ഇത്രയത്തിന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസ് ഉണ്ട്. Then details for the year transactions, cash and discount credited to debtors, sales ഉണ്ട്, return to creditors ഉണ്ട്, cash purchase, drawings through check, then cash deposited into bank, cash sales, collection from debtors, return from debtors, bad debt discount allowed by creditors, then capital introduced by check, expense paid by check, machinery acquired by check, cash withdrawal by bank, payment to creditors by check. Then all are deposited into bank after receiving the cash. Note, Ramji had not sold any fixed asset during the year. ഈ വർഷം ഒരു ഫിക്സഡ് അസറ്റും എന്ത് ചെയ്യുന്നില്ല, സോൾഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ ഇത് വെച്ചിട്ട് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പൊ ഇവിടെ നമുക്കുണ്ടല്ലോ ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് തന്നേക്കുന്നത് ഇവിടെ നമുക്ക് എന്ത് കാണാനായിട്ടാണ്, ഈ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ബിഗിനിങ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ ബാലൻസ് കിട്ടും. അപ്പൊ ഇവിടെ ഓപ്പണിംഗ് വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ത് കിട്ടി, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമ്മളുടെ ഓപ്പണിംഗ് ബാലൻസിന്റെ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്രെഡിറ്റേഴ്സ് ഉണ്ട്, എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്, ഇത് രണ്ടും നമുക്ക് ലയബിലിറ്റി ആണ്. ക്രെഡിറ്റേഴ്സും എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ആണ്. ദെൻ ഫിക്സഡ് അസറ്റ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഇൻ ഹാൻഡ്, സൺട്രി ഡെപ്റ്റേഴ്സ്. ഇത്രയും വെച്ചിട്ട് എന്തായി, സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ടോട്ടൽ നമ്മൾ ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 5,35,400 ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടിയത്. ദെൻ ബാലൻസ് ഷീറ്റിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 5,35,400 വന്നു കഴിഞ്ഞു. ഇനി അടുത്തത് വേണ്ടത് എന്താണ്, ക്ലോസിംഗ്. ഇതെല്ലാം നമുക്കിനി പോസ്റ്റ് ചെയ്യാം. ക്രെഡിറ്റേഴ്സും എക്സ്പെൻസും സ്റ്റോക്കും ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സൺട്രി ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് ഇല്ല, ബാക്കിയെല്ലാം ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റിലേക്ക് ഇതിനെല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്യാം. ബാലൻസ് ഷീറ്റിലേക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് 2,48,000 ആൻഡ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പൊ ക്രെഡിറ്റേഴ്സ് 2,48,000 ഉണ്ട്, എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഫിക്സഡ് അസറ്റ് ഉണ്ട് 2,40,000 ഫിക്സഡ് അസറ്റ്, 2,40,000 ഫിക്സഡ് അസറ്റ്. അതിൽ ഒരു മെഷീനറി, അതിനകത്ത് മെഷീനറി ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ, മെഷീനറി ഉണ്ടെന്ന്. അപ്പൊ അതോടെ നിൽക്കട്ടെ.
അത് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്? 2,22,400. ക്യാഷ് ഇൻ ബാങ്ക് ഉണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും ക്ലോസിംഗ് എഴുതാം. ക്യാഷ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ട്, ദെൻ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്. ടോട്ടൽ നമ്മൾ എഴുതി, ഇത് രണ്ടും എഴുതി. ഇനി അത് കഴിഞ്ഞാൽ സൺട്രി ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. തന്നെ ഇവിടെ ഫിക്സഡ് അസറ്റിൽ എന്തോ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ക്യാഷ് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട് ക്രെഡിറ്റഡ് ടു ഡെപ്റ്റേഴ്സ്, അതായത് നമുക്ക് ടോട്ടൽ ഡെപ്റ്റേഴ്സ് ഇത്രയുണ്ടായിരുന്നു ആൻഡ് ഡിസ്കൗണ്ട് ക്രെഡിറ്റഡ് ടു ഡെപ്റ്റേഴ്സ്. ഇപ്പൊ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു 3,30,600 ഉണ്ട്, 3,30,600 ഉണ്ട്, 3,30,600. ഓക്കെ, ദെൻ സെയിൽസ് ഇവിടെ ടോട്ടൽ എത്രയാണ്? സെയിൽസിൽ ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് ടോട്ടൽ എത്രയാണെന്ന് പറയണേ? 14,36,200 എന്ന് പറയുന്നുണ്ട്. അതിൽ ക്യാഷ് സെയിൽസ് എത്രയാണെന്ന് പറയുന്നുണ്ട്? 92. അപ്പൊ രണ്ട് സെയിൽസും കൂടെ 14,36,200 ഉണ്ട്. അത് നമുക്ക് നേരെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമുക്ക് നേരെ എഴുതാം 14,36,200. അതിന് 92,000 ക്യാഷ് ആണെങ്കിൽ ബാക്കി 13,44,200 നമുക്ക് എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് ആണ്. അത് നമ്മൾ എന്ത് എഴുതി? 2 സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതി. ദെൻ ഇനി നമുക്ക് കളക്ഷൻ ഫ്രം ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് ക്രെഡിറ്റഡ് ടു ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ക്യാഷ് കിട്ടിയതും ഡിസ്കൗണ്ട് അവർക്ക് കൊടുത്തതും കൂടെ മൊത്തം 12,80,000 ഉണ്ട്. അതില് കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് ടോട്ടൽ എത്രയുണ്ട്? 12,50,000. ദാറ്റ് മീൻസ് 12,80,000 മൈനസ് 12,50,000 30,000 റുപ്പീസ് അവർക്ക് നമ്മൾ എന്ത് കൊടുത്തതാണ്? ഡിസ്കൗണ്ട് കൊടുത്തതാണ്. അപ്പൊ ക്യാഷ് അവരുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തത് 12,50,000 ആണ്. അപ്പൊ ബൈ ക്യാഷ് 12,50,000, ഡിസ്കൗണ്ട് അലൗ ചെയ്തത് എത്രയാ? 30. അതെങ്ങനെ കിട്ടി? 12,80,000 മൈനസ് 12,50,000. റെഡി? അപ്പോ ഇനി ആ ഡിസ്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? P&L അക്കൗണ്ടിൽ നമുക്ക് ഡിസ്കൗണ്ട് എക്സ്പെൻസ് ആക്കി എഴുതി കൂടെ? 30,000 എക്സ്പെൻസ് ആക്കി എഴുതി. സെയിൽസ് നമ്മൾ എഴുതിയില്ലേ? സെയിൽസും നമ്മൾ കാണിച്ചു, ടോട്ടൽ സെയിൽസ് നമ്മൾ കാണിച്ചു. ഇനി അടുത്തത് എന്താ പറയണേ? റിട്ടേൺ ഫ്രം ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് റിട്ടേൺ വന്നതുകൊണ്ട് ബാഡ് ഡെപ്റ്റും ഉണ്ട് അല്ലെ? ഇത് നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ എഫക്ട് ചെയ്യില്ലേ? എഫക്ട് ചെയ്യും. അപ്പൊ റിട്ടേൺ വന്നതുകൊണ്ട് 29, ബാഡ് ഡെപ്റ്റും ഉണ്ട് 8,400. ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ക്ലോസിംഗ് ബാലൻസ് 3,30,600 പ്ലസ് 13,44,200 മൈനസ് 12,50,000 മൈനസ് 30,000 മൈനസ് 29,000 മൈനസ് 8,400 3,57,400 ആണ് നമ്മുടെ ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പോയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യാം? ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് റെക്കോർഡ് ചെയ്യാം. ഇനി അടുത്ത എന്താണ്? പർച്ചേസ് പറയുന്നുണ്ടെന്ന് നോക്കിയാൽ. പർച്ചേസ് ട്രേഡിംഗിൽ നമുക്ക് പർച്ചേസ് വേണ്ടേ? പർച്ചേസ് വേണം. അപ്പൊ പർച്ചേസ് ആണെങ്കിൽ ഇവിടെ റിട്ടേൺ ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്, ക്യാഷ് പർച്ചേസ് എന്ന് പറയുന്നുണ്ട്, പിന്നെ ക്രെഡിറ്റ് പർച്ചേസ് അപ്പൊ എത്രയൊന്നും പറയുന്നില്ല. അപ്പൊ ക്യാഷ് പർച്ചേസ് ഉണ്ടെന്ന് മനസ്സിലായി, ക്രെഡിറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ക്രെഡിറ്റ് പർച്ചേസും ഉണ്ടെന്ന് മനസ്സിലായി. സോ നമുക്ക് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കാം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മളിവിടെ ബ്രോ ഡൗൺ എഴുതി, ക്ലോസിംഗ് ബാലൻസും എഴുതി. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഈ ക്രെഡിറ്റേഴ്സിന് നമുക്ക് റിട്ടേൺ ടു ക്രെഡിറ്റേഴ്സ്, നമ്മൾ ക്രെഡിറ്റേഴ്സിന് ഗുഡ്സ് റിട്ടേൺ കൊടുത്തു. റിട്ടേൺ കൊടുക്കുമ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സ് കുറയും. ക്രെഡിറ്റേഴ്സ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിലേക്ക് 8,000 റുപ്പീസ് റിട്ടേൺ നമ്മൾ എഴുതണം. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പറയുന്നേ? പിന്നെ ഡിസ്കൗണ്ട് അലൗ ചെയ്തു ക്രെഡിറ്റേഴ്സിന്. നമ്മൾ ക്രെഡിറ്റേഴ്സിന് നമുക്ക് ഡിസ്കൗണ്ട് അലൗ ചെയ്തു. അപ്പൊ ഡിസ്കൗണ്ട് അലൗ ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സ് കുറയും. സോ നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 14,000 വരണം. 14,000 റെഡി? ഡിസ്കൗണ്ട് വരണം. അപ്പൊ ഈ പറഞ്ഞ രണ്ടും ഏതൊക്കെ? ഈ റിട്ടേൺ വന്നത് ഓക്കെ, നമ്മൾ റിട്ടേൺ വന്നത് ഓക്കെ. ദെൻ ഇവിടെ 14,000 നമുക്ക് എക്സ്പെൻസ് ആണ്, ഡിസ്കൗണ്ട് നമുക്ക് ഇൻകം ആണ്, കാരണം ഡിസ്കൗണ്ട് നമ്മൾ റിസീവ് ചെയ്തതാണ്. അപ്പൊ ആ ഡിസ്കൗണ്ട് നമുക്ക് ഇൻകം ആയതുകൊണ്ട് 14,000 എഴുതി. ഇനി നമ്മൾ ഈ പറഞ്ഞ 29,000 ഇവിടെ റിട്ടേൺ ഉണ്ടായിരുന്നില്ലേ? ഡെപ്റ്റേഴ്സിന് നമുക്ക് തിരിച്ച് റിട്ടേൺ കൊടുത്തതും ക്രെഡിറ്റേഴ്സ് നമുക്ക് റിട്ടേൺ തന്നതും അല്ലെ? അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്താണ്? റിട്ടേൺസ്, പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണുമാണ്. അത് നേരെ ഇനി എന്ത് ചെയ്യാം? ഇതാ ഇങ്ങോട്ടേക്ക് പോവാ. ഇവിടെ ഡെപ്റ്റേഴ്സ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നമുക്ക് റിട്ടേൺ വന്നതുണ്ട് 29. അത് നമുക്ക് ടോട്ടൽ സെയിൽസ് നിന്ന് കുറയ്ക്കണം. 14,36,200 കുറയ്ക്കുമ്പോൾ 14 എത്രയാവും? 14,7,200. ദെൻ ടോട്ടൽ പർച്ചേസ് തന്നെ ആദ്യം കണ്ടുപിടിക്കണം. അത് അവിടെ നിൽക്കട്ടെ, റിട്ടേൺ ക്രെഡിറ്റേഴ്സിന്റെ അവിടെ നിൽക്കട്ടെ. ദെൻ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ എന്തെല്ലാം എഴുതി? റിട്ടേൺ എഴുതി, ഡിസ്കൗണ്ട് എഴുതി. ഇനി നമുക്ക് വേണ്ടത്
പർച്ചേസ് ആണ് അവിടുന്ന് കിട്ടണ്ടേ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് ബൈ ചെക്ക്. നമ്മൾ ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുത്തു 12,05,400. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുത്തത് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റേഴ്സ് ടു ബാങ്ക് എഴുതണം. ദെൻ ഈ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യുമ്പോ, ടോട്ടൽ ബാലൻസ് ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്നത് എന്താണ്? പർച്ചേസ് ആണ്. മൈനസ് ഓപ്പണിംഗ് ബാലൻസ് 3,15,400 നമുക്ക് കിട്ടേണ്ടത് പർച്ചേസ് ആണ്. 11,60,000 റുപ്പീസ് ആണ് നമുക്ക് പർച്ചേസ്. അപ്പൊ ടോട്ടൽ പർച്ചേസ് പറഞ്ഞാൽ ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും ആണ്. അപ്പൊ ഇവിടെ ക്യാഷ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് ടോട്ടൽ പർച്ചേസ് എത്രയായി? 11,80,600. ദെൻ നമ്മൾ ഡെപ്റ്റേഴ്സിനെ അലൗ ചെയ്ത് എന്തുകൊണ്ടായിരുന്നു? റിട്ടേൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗുഡ്സ് റിട്ടേൺ പോയിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സിന്, ഡെപ്റ്റേഴ്സ് സെയിൽസ് അല്ലേ, ക്രെഡിറ്റേഴ്സിന് നമുക്ക് തിരിച്ച് നമ്മൾ പർച്ചേസസ് ആണ് റിട്ടേൺ കൊടുത്തത്. എത്രയായിരുന്നു? എവിടെ 8,000. അപ്പൊ 8,000 റിട്ടേണും കുറഞ്ഞു. അപ്പൊ ഇത് 11,80,600 മൈനസ് 8,000 11,72,600. ഇത്ര നമ്മൾ എഴുതിയില്ലേ? ഇനി എന്തൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ടുണ്ടെന്ന് നോക്കിയേ. ക്യാഷ് പർച്ചേസ് കൂട്ടി എഴുതി. ദെൻ പിന്നെ എന്തൊക്കെയുണ്ട്? ക്യാഷ് വിഡ്രോവൽ, എക്സ്പെൻസ് പെയ്ഡ്, മെഷീനറി എക്യൂർഡ്. ഓക്കെ. ദെൻ ഇവിടെ എക്സ്പെൻസ് പെയ്ഡ് ഉണ്ട് അല്ലെ. എക്സ്പെൻസ് പെയ്ഡ് 1,91,400 ഉണ്ട് എക്സ്പെൻസ് പെയ്ഡ്. അപ്പൊ നമുക്ക് ഇവിടെ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് എക്സ്പെൻസ് വരേണ്ടത് എത്രയാണെന്ന് നോക്കിയാല് ടോട്ടൽ എക്സ്പെൻസ് ഈ വർഷം പേ ചെയ്ത് എത്ര കാണിക്കുന്നത്? എക്സ്പെൻസ് പെയ്ഡ് 1,91,400 ആണ്. ദെൻ ഈ വർഷം ഇനിയും നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എത്രയുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് നമുക്ക് എത്രയുണ്ട്? ടോട്ടൽ 6,600 ഉണ്ട്. അപ്പൊ അത് ഈ വർഷത്തെ എക്സ്പെൻസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ദെൻ കഴിഞ്ഞ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇക്കൊല്ലം കൊടുത്തെങ്കിൽ ഇക്കൊല്ലത്തെ കാണിക്കാൻ പാടില്ല, എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ 12,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ. അതായത് ഇത് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ്, ക്ലോസിംഗ് നമ്മൾ ആഡ് ചെയ്തു, ഓപ്പണിംഗ് നമ്മൾ കുറച്ചു. കാരണം ക്ലോസിംഗ് മീൻസ് നമുക്ക് ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓപ്പണിംഗ് മീൻസ് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല, അതുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പാടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പൊ 1,91,400 പ്ലസ് 6,600 മൈനസ് 12,000, 1,86,000 ആണ് നമ്മളുടെ എക്സ്പെൻസ്. നേരെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 1,86,000 എഴുതി. ദെൻ നമുക്ക് ഇവിടെ ബാഡ് അപ്റ്റ് ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ബാഡ് അപ്റ്റ് ഉണ്ടായിരുന്നു 8,400. അത് നമ്മൾ ബാഡ് അപ്റ്റ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ നമ്മൾ എന്ത് എഴുതി? ബാഡ് അപ്റ്റ് ആക്കി എഴുതി. ദെൻ ഇനി നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചെക്ക്. ക്യാപിറ്റൽ, അപ്പൊ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു 1,70,000. അപ്പൊ നേരെ ക്യാപിറ്റൽ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയായിരുന്നു? ഇവിടുന്ന് കിട്ടിയ ഈ ഓപ്പണിംഗ് നമ്മൾ എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതി. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് 1,70,000 നമ്മൾ ആഡ് ചെയ്ത് ക്യാപിറ്റലിലേക്ക് കൊടുത്തു. ഇനി എന്താണ് വേണ്ടത്? എക്സ്പെൻസ് നമ്മൾ എഴുതി. ദെൻ മെഷീനറി അക്വയർഡ് ബൈ ചെക്ക്. ഓക്കെ. ടോട്ടൽ നമുക്ക് മെഷീനറി ഫിക്സഡ് അസറ്റ് എത്ര ഉണ്ടായിരുന്നു? 2,40,800 ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അവിടെ പറഞ്ഞു മെഷീനറി നമ്മൾ ചെക്ക് കൊടുത്ത് എത്ര വാങ്ങിയിട്ടുണ്ട്? 63,600 നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം. 2,40,800 എന്ന് പറഞ്ഞ് നമുക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഓപ്പണിംഗിൽ നമ്മളുടെ കയ്യിൽ 2,32,200 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ പുതിയ മെഷീനറി എത്ര വാങ്ങി? 63,600 വാങ്ങി. ഓക്കെ. 63,600 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വാങ്ങി. ദെൻ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ പറയുന്നുണ്ടോ? ഡിപ്രീസിയേഷൻ, യെസ്. അതായത് ഇവിടെ ഒന്നും പറയുന്നില്ല ഡിപ്രീസിയേഷൻ. ദാറ്റ് മീൻസ് നമ്മളുടെ കയ്യിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഫിക്സഡ് അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ്, ഫിക്സഡ് അസറ്റിന്റെ അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കാം കേട്ടോ. ഫിക്സഡ് അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോ ഡൗൺ 2,32,200. ക്ലോസിംഗ് ബാലൻസ് 2,40,800. ദെൻ വീണ്ടും ഒരു അഡീഷണൽ പർച്ചേസ് വന്നായിരുന്നു 63,600. അപ്പോ 2,32,200 പ്ലസ് 63,600 മൈനസ്, അപ്പൊ ഇവിടെ എത്രയായി? ടോട്ടൽ 2,95,000
800 ആയി. -240,800 ഇവിടെ വന്ന 55,000 നമുക്ക് ഇവിടെ ബാലൻസിങ് ഫിഗർ വന്നു. ഈ ബാലൻസിങ് ഫിഗർ നമുക്ക് എന്താ? ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ. അപ്പൊ ഇവിടെ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് എത്രയാണ്? 55,000 ഡിപ്രീസിയേഷൻ. അപ്പൊ ഇവിടെ ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന സമയത്ത് ക്ലോസിംഗ് ഫിക്സഡ് അസറ്റിന്റെ ബാലൻസ് ഇവിടെ ഉള്ളിൽ തന്നിട്ടുണ്ട് 2,40,800. ക്ലോസ് ഓപ്പണിംഗ് ആണെങ്കിൽ 2,32,200. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ മൊത്തം വാങ്ങിയത് കുറച്ച് ബാക്കി കിട്ടുമ്പോൾ ഡിഫറൻസ് എത്ര വരുന്നുണ്ട്? 55,000. നമുക്ക് എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ സൺട്രി അസറ്റിൽ നിന്ന് പുതിയ അസറ്റും കൂടെ വാങ്ങിയത് അത് കൂട്ടിയിട്ട് ഡിപ്രീസിയേഷൻ 55,000 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 2,40,800 കിട്ടുക. ആ ഡിപ്രീസിയേഷൻ നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതും കഴിഞ്ഞു. ഇത് നമുക്ക് എന്താ വേണ്ടേ? ക്യാഷിന്റെ ബാലൻസും ബാങ്കിന്റെ ബാലൻസും ഇവിടെ പറയുന്നുണ്ട് അല്ലെ. ഇനി നമുക്ക് എന്താ വേണ്ട? കഴിഞ്ഞൂലേ? മൊത്തം ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പറയുന്നുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ പറയുന്നത് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിക്കണോ? ഇല്ല, വേണ്ടല്ലോ. കാരണം സ്റ്റോക്കിന് ഓപ്പണിംഗ് പറയുന്നില്ല 1,60,800. അത് നമ്മൾ ട്രേഡിംഗിന്റെ ഓപ്പണിംഗിലേക്ക് എഴുതി. അപ്പൊ 1,60,800 മൊത്തം എഴുതി. അപ്പൊ ടോട്ടൽ നമ്മുടെ സെയിൽ വാല്യൂ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് തന്നിട്ടുണ്ട്. മൈനസ് 1,60,800 മൈനസ് 11,72,600. ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 2,96,200. അതിന്ന് നമുക്ക് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട് 14,000. മൈനസ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് അലൗഡ് 30,000 ഉണ്ട്. ബാഡ് അപ്റ്റ് 8,400 ഉണ്ട്. then 1,86,000 എക്സ്പെൻസ് ഉണ്ട്. ഡിപ്രീസിയേഷൻ 55,000 ഉണ്ട്. അങ്ങനെ നെറ്റ് പ്രോഫിറ്റ് എത്രയുണ്ട്? 30,800 ഉണ്ട്. അത് നമ്മൾ നേരെ എങ്ങോട്ടേക്ക് ആഡ് ചെയ്യണം? ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. ക്യാപിറ്റൽ 5,35,400 പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ 1,70,000 പ്ലസ് 30,800 നമ്മളുടെ ഏതും കൂടെ കൂടിയിട്ട് നെറ്റ് പ്രോഫിറ്റും കൂടെ കൂടി ടോട്ടൽ എത്രയായി? 7,36,200. ദെൻ ഇതിനകത്ത് ഇനി നമുക്ക് അറിയേണ്ടത് ക്യാഷ് വിഡ്രോവൽ ഫ്രം ദ സോറി ഡ്രോയിങ്സ് ഉണ്ട്. ഇത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് ബൈ ചെക്ക് എത്രയുണ്ട്? 8,600 ഉണ്ട്. ഓക്കെ, അപ്പൊ മൈനസ് 8,600 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 7,27,600 കിട്ടി. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. 7,27,600 പ്ലസ് 2,48,000 പ്ലസ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് 6,600 ചെയ്തു. ദെൻ ഫിക്സഡ് അസറ്റിന്റെ ബാലൻസ്, സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ടോട്ടൽ ചെയ്യുമ്പോഴും ഇത്ര തന്നെ. റെഡി അല്ലേ? അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എഴുതി, ക്രെഡിറ്റേഴ്സ് എഴുതി, ടോട്ടൽ ഡ്രോയിങ്സ്. അപ്പൊ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് നോക്കുക. അവസാനം ടാലി ആണോ നോക്കുക. ടാലി ആയിരിക്കും. Then December 25 question. ഡിസംബർ 2025 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4B കേട്ടോ. 4B. Chandana Enterprises maintain their books of accounts under single entry system. The balance sheet as on 31st March 2025. Capital account, trade creditors, outstanding expense, furniture, stock, trade debtors, and prepaid insurance, cash in hand and bank. The following are the summary of cash and bank book for the year ended 31st March 2025. Summary of cash and bank book ആണ്. Cash in hand and at bank on 1st April എന്ന് പറയുന്നത് 1,20,000 ഉണ്ട്. Cash sales ഉണ്ട്. Receipt from trade debtors ഉണ്ട്. Then payment to trade creditorsഉം then sundry expense paidഉം drawingsഉം cash in bankഉം എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ബാലൻസും ഉണ്ട് നമ്മുടെ കയ്യിൽ. Additional ആയിട്ട് information, discount allowed to trade debtors and received from trade debtors amounted to
ഇത്ര എമൗണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കൗണ്ടിന്റെ കാര്യം പറയുന്നുണ്ട്. ഡിസ്കൗണ്ട് റെസിപ്റ്റ്. ഓക്കെ. Then annual fire insurance premium 9,000 under which is a part of a sundry expense was paid every year on 1st August for the renewal of the policy. Furniture and fixtures were subject to depreciation definition balance method പ്രകാരം. Then closing balance, stock, debtors, outstanding balance. GP ratio എന്ന് പറയുന്നത് സെയിൽസിന്റെ 10% ആണ്. You are required to prepare the trading and profit and loss account for the year ended. ഓക്കെ, അപ്പൊ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവിടെ വരച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് വേണം. ട്രേഡിംഗ് അക്കൗണ്ടിലേക്കുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇവിടെ ഫോളോയിങ് ദ ബാലൻസസ് ആസ് ഓൺ 31st March 2025. Then the ഓക്കെ, അപ്പോ ഇതിൽ ഡേറ്റിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ് കേട്ടോ. 24 ആണ് ഇവിടെ വരേണ്ടതെന്ന് തോന്നുന്നു. 24 ആണ് ഇവിടെ വരേണ്ടത്. കാരണം ഇയർ എൻഡ് 2025 31st March എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഇവിടെ വരേണ്ടത്. ഓക്കെ, ചെറിയൊരു ഇതിലുണ്ട്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോവാം. ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ഇവിടെ ഉണ്ട്. 31st March 2024 ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. സ്റ്റോക്കിലെ 9,15,000. നേരെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോവാം. സോറി, ഇത് ഇവിടെ നിൽക്കട്ടെ. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോവാം. 9,15,000. ദെൻ നമുക്ക് ഇവിടെ എന്തൊക്കെ വേണം? പിന്നെ ട്രേഡിംഗിൽ നമുക്ക് എന്തൊക്കെ വേണം? പർച്ചേസ് വേണം, സെയിൽസ് വേണം, ഒക്കെ വേണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റിലേക്ക് ഈ എമൗണ്ടുകൾ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റിലേക്ക് ഈ എമൗണ്ടുകൾ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്ത് എഴുതി വെക്കുക. അപ്പൊ ബാലൻസ് ഷീറ്റ് എടുക്കുക. അതിൽ 6,75,000 ഉണ്ട് ക്യാപിറ്റൽ ബാലൻസ്. അത് നേരെ ക്യാപിറ്റൽ ബാലൻസിലേക്ക് എഴുതുക. ദെൻ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആണുള്ളത്. അപ്പൊ ട്രേഡ് ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് വെച്ച് നമുക്ക് ക്ലോസിംഗ് കണ്ടുപിടിക്കണം. അതവിടെ നിൽക്കട്ടെ. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് നമുക്ക് 67,500 ഉണ്ട്. പക്ഷേ ഈ വർഷം കറണ്ട് ഇയർ എക്സ്പെൻഡിച്ചർ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ് ഉണ്ട്. ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സിലും നേരെ എന്ത് ചെയ്യുക? ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സിൽ 1,00,000 എത്രയായിരുന്നു? 50,000 ആണെന്ന് അവർ എഴുതി വെക്കുക. കാരണം നമുക്ക് ഡിപ്രീസിയേഷൻ കുറയ്ക്കാനുണ്ട്. ഇതിന്റെ കോളത്തിലേക്ക് എഴുതുക. ദെൻ സ്റ്റോക്ക് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അത് നമ്മൾ നേരെ ട്രേഡിംഗിലെ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതി കഴിഞ്ഞു. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദെൻ ട്രേഡ് ഡെപ്റ്റേഴ്സ് ഉണ്ട്. അതും നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതിന്റെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടല്ലോ. അപ്പൊ ട്രേഡ് ഡെപ്റ്റേഴ്സ് നേരെ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റിലേക്ക് പോവുക. ബാലൻസ് ഷീറ്റിൽ നമുക്ക് ട്രേഡ് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട് 3,43,000. ദെൻ സ്റ്റോക്ക് ഉണ്ട് 9,75,000. സ്റ്റോക്ക് 9,75,000 ഉണ്ട്. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് 55,200. അതും നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് നമുക്ക് 55,200 നമുക്ക് തന്നിട്ടുണ്ട്. അതും നമുക്ക് ഈ വർഷത്തെ കറണ്ട് ഇയറിന്റെ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ
ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് ആകെ ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഇനി നമുക്ക് എന്തൊക്കെ വേണം? സെയിൽസ് വേണം, പർച്ചേസ് വേണം, ക്ലോസിംഗ് സ്റ്റോക്കും കിട്ടിക്കഴിഞ്ഞു. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗിലേക്ക് എഴുതി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് സെയിൽസും വേണം, പർച്ചേസും വേണം. അപ്പൊ ഇവിടെ ഒരു ഹിന്റ് ഉണ്ട് നമുക്ക് ഓൾറെഡി. 10% GP എത്രയാണെന്നൊക്കെ തന്നിട്ടുണ്ട്. സെയിൽസിന് മേലെ 10% ആണ്. അപ്പൊ നമുക്ക് സെയിൽസും പർച്ചേസും കണ്ടുപിടിക്കണം. ഇവിടെയാണെങ്കിൽ ക്യാഷ് സെയിൽസ് എത്രയാണെന്ന് പറയുന്നുണ്ട്. 1,10,75,000 ആണെന്ന് പറയുന്നുണ്ട്. ദെൻ അവിടെ ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് സെയിൽസ് ഉണ്ടോ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ക്യാഷ് സെയിൽസ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 3,12,000 ആണ്. അങ്ങനെ 3,12,000 നമ്മൾ എന്ത് എഴുതി? ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലെ ടു ബാലൻസ് ബ്രോഡ് ഓൺ ആയിട്ട് എഴുതി നമുക്ക്. ദെൻ അടുത്തത് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് എത്രയാണ്? 3,43,000 ആണ്. അത് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ക്യാരി ഡൗൺ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി നമുക്ക് റെസീപ്റ്റ് ഫ്രം ട്രേഡ് ഡെപ്റ്റേഴ്സ്, അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ എത്രയാണ്? 27,75,000. അത് ട്രേഡ് ഡെപ്റ്റേഴ്സിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരണം. ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വരണം. ദെൻ പിന്നെ എന്തെങ്കിലും ഉണ്ടോ? സൺട്രി എക്സ്പെൻസ് പെയ്ഡ്, ക്യാഷ് സെയിൽസ്, ഇനി ഒന്നുമില്ല. താഴേക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ. ഗ്രോസ്. ദെൻ ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്. ട്രേഡ് ഡെപ്റ്റേഴ്സിന് നമ്മൾ കൊടുത്ത ഡിസ്കൗണ്ട് എത്രയാണ്? 54,000 ആണ്. അപ്പൊ നേരെ ഡെപ്റ്റേഴ്സിൽ ബൈ ഡിസ്കൗണ്ട് 54,000. നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 31,72,000 മൈനസ് 3,12,000. നമുക്ക് ടോട്ടൽ ക്ലോസിംഗ് ബാലൻസ് എത്രയായി? 28,60,000. ഇതാണ് നമ്മളുടെ ക്രെഡിറ്റ് സെയിൽ. അപ്പൊ നമുക്ക് ക്രെഡിറ്റ് സെയിൽ നമുക്ക് എന്തായിട്ട് കിട്ടിയ ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടിയത്. ദെൻ നമുക്ക് ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. അപ്പൊ സെയിൽസിൽ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 1 crore സംതിങ്ങും, ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 28 സംതിങ്ങും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ 1,39,30,000 ആണ് നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ എന്തും കണ്ടുപിടിക്കേണ്ടത്? പർച്ചേസും കണ്ടുപിടിക്കേണ്ടത്. പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാം? പർച്ചേസ് ഇവിടെ പറയുന്നുണ്ടോ നോക്കിയേ. പർച്ചേസ് പറയുന്നുണ്ടോ? ക്രെഡിറ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ. ദെൻ പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് പറയുന്നുണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രേഡ് ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ട് വരയ്ക്കാം. എന്നിട്ട് ആദ്യം ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് 7,57,500. ദെൻ ക്യാഷിൽ അവർക്ക് നമ്മൾ കൊടുത്ത പേയ്മെന്റ് ഉണ്ട്. അപ്പൊ ടു ക്യാഷ് അല്ലെങ്കിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര വരണം? 1,24,83,000 വരണം. ദെൻ അവരുടെ കയ്യിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയതുണ്ട്. ഡിസ്കൗണ്ട് റിസീവ് ചെയ്തു അല്ലെ. എത്രയാണ്? 42,500 ആണ്. അത് നമ്മുടെ ക്രെഡിറ്റേഴ്സിന്റെ ഡെബിറ്റ് സൈഡിൽ വന്നു. ദെൻ നിൽക്കും. ഇനി നമുക്ക് 2 ഐറ്റംസ് വേണം. ഒന്ന് ക്ലോസിംഗ് ബാലൻസും ഇവിടെ മിസ്സിംഗ് ആണ്. ദെൻ പർച്ചേസും ഇവിടെ നമുക്കില്ല. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ പർച്ചേസിനെ പറ്റി എവിടെയും പറയുന്നില്ല, ക്ലോസിംഗ് ബാലൻസ് ഇവിടെ പറയുന്നില്ല. അപ്പൊ പർച്ചേസ് നമുക്ക് എവിടെ നിന്ന് കിട്ടാം? ഇവിടെ അതിന് പകരം നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട്. സെയിൽസിന്റെ 10% ആണ് GP എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കിവിടെ ഇത്രയും വരെ കിട്ടി. നോക്കാം, ട്രേഡിംഗ് അക്കൗണ്ടിലുണ്ടല്ലോ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടി, സെയിൽസ് കിട്ടി, ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടി. ഇനി പർച്ചേസും GPയും കിട്ടാനുണ്ട്. GP = സെയിൽസിന്റെ 10 ആണെങ്കിൽ 1,39,30,000 10% എന്ത്? GP എന്ന് പറയുന്നത്. അപ്പൊ 13,93,000 ടോട്ടൽ എന്ത് വന്നു? GP വന്നു. അങ്ങനെ GPയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഫിഗർ ആയിട്ട് എന്തായിട്ട് കിട്ടുക? പർച്ചേസ് ആണ് കിട്ടുക. പർച്ചേസ് = 1,27,97,000. ഇവിടെ നമുക്ക് എന്തെങ്കിലും ക്യാഷ് സെയിൽസോ ക്യാഷ് പർച്ചേസോ ക്രെഡിറ്റ് പർച്ചേസോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. അപ്പൊ ടോട്ടൽ മൊത്തം എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പൊ നേരെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ പോയിട്ട് ബൈ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ എഴുതുക. ദെൻ നമ്മുടെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ ആയിട്ട് നമുക്ക് കിട്ടുക എന്തായിരിക്കും? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആയിരിക്കും. അത് നമുക്ക് 8,29,000 നമുക്ക് കിട്ടും. അതെങ്ങനെ കിട്ടിയത്? പർച്ചേസ് എങ്ങനെ കണ്ടുപിടിച്ചത്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ബാലൻസ് ഫിഗർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? പർച്ചേസ് കിട്ടി. ഓക്കെ, ബാലൻസ് ഫിഗർ ആയിട്ട് നമുക്ക് പർച്ചേസ് കിട്ടി. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സിന്റെ ക്ലോസിംഗ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 8,29,000 നമ്മൾ നേരെ ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ എഴുതണം 8,29,000 എന്ന് പറഞ്ഞിട്ട്. ദെൻ ട്രേഡിംഗ് അക്കൗണ്ടിന് എന്ത് ചെയ്യുക? നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ട്രേഡിംഗ് അക്കൗണ്ട് GP നമ്മൾ എടുത്ത് നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് എഴുതുക. ദെൻ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റംസ് എക്സ്പെൻസ് ഒക്കെ നമുക്ക് എഴുതാനായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കാം. എന്തെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻ നോക്കാം.
എക്സ്പെൻസ് ഉണ്ടോ? എക്സ്പെൻസ് ഉണ്ടോ? സൺട്രി എക്സ്പെൻസ് പെയ്ഡ് ഉണ്ട് 9,31,5050 ഉണ്ട്. അപ്പൊ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് പെയ്ഡ് ആണ് 9,31,050. ദെൻ അതിന്റെ കൂടെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ്, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് നമുക്ക് ഇവിടെ എത്രയാണ്? 55,200 ഉണ്ട്. ദ ലെസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് എത്രയുണ്ട്? 67,500 ഉണ്ട്. ഓക്കെ, അപ്പൊ 93,1050 പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് 55,200 മൈനസ് 67,500. ടോട്ടൽ നമുക്ക് എക്സ്പെൻസ് എത്രയാണെന്ന് പറയുന്നത് 9,18,750. യെസ്, 9,18,750. ഓക്കെ, ഇതാണ് നമ്മളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. GP എഴുതി. ഇനി നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഡ്രോയിങ്സ് പറയുന്നുണ്ട്. ആ ഡ്രോയിങ്സ് നമ്മൾ നേരെ ബാലൻസ് ഷീറ്റിലേക്ക് പോയിട്ട് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. 3,60,000. ഇനി എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാം? എന്തെങ്കിലും പറയുന്നുണ്ടോ? നോ. ക്യാഷ് സെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്തു, സൺട്രി എക്സ്പെൻസ് എഴുതി, ഡ്രോയിങ്സും എഴുതി. ഓക്കെ, ദെൻ യെസ്, ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും ഉണ്ട്. അപ്പൊ നേരെ ഇവിടെ പോവാ, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോവാ. ഡിസ്കൗണ്ട് അലൗഡ് 54,000, ഡിസ്കൗണ്ട് റിസീവ്ഡ് 42,500. ഓക്കെ, ദെൻ ആനുവൽ ഫയർ ഇൻഷുറൻസ് പ്രീമിയം വർഷത്തിൽ നമുക്ക് 9,000 ആണ്, വിച്ച് ഇസ് എ പാർട്ട് ഓഫ് സൺട്രി എക്സ്പെൻസിന്റെ ഒരു പാർട്ടാണ്. വാസ് പെയ്ഡ് എവരി ഇയർ ഓൺ 1st August ഫോർ ദ റിന്യൂവൽ ഓഫ് ദ പോളിസി. പോളിസി റിന്യൂവലിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എല്ലാ വർഷവും എവരി ഇയർ സൺട്രി എക്സ്പെൻസ് നമ്മൾ ഇൻഷുറൻസ് പേ ചെയ്യുന്നത് എപ്പോഴാണ്? 9,000 rupees എവരി ഇയർ ഓഗസ്റ്റിലാണ് പേ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എവരി ഇയർ ഓഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കാം. 9,000 എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ബൈ 12 എന്ന് പറയുമ്പോൾ ഒരു മാസം നമുക്ക് 750 rupees ആണ് നമുക്ക് എന്ത് വരുന്നത്? ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് വരുന്നത്. എല്ലാ വർഷവും 1st August അടയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയർ എൻഡിങ് എവിടെ തീർന്നു? 31st March കഴിഞ്ഞു. അപ്പൊ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസത്തെ പൈസ, 4 മാസത്തെ എമൗണ്ട്. അതായത് 9,000 എന്ന് പറയുന്നത് വർഷത്തിലാണ്. അപ്പൊ ഒരു മാസത്തിൽ നമുക്ക് ഡിവൈഡ് ബൈ 12 ചെയ്താൽ ഒരു മാസത്തെ കണക്ക് 750 ആണ്. ഒരു മാസം 750 rupees ആണ് നമ്മൾ ആനുവൽ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നത്. ഒരു മാസം 750 ഇതാണ് പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നത്. അപ്പൊ ഇവിടെ 750 എന്ന് പറയുന്നത് ഒരു മാസത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വർഷവും August 1st നമ്മൾ എന്ത് ചെയ്യുന്നത്? റിന്യൂ ചെയ്യുന്നത്. അപ്പൊ 31st March കൊണ്ട് നമ്മുടെ ഇയർ കഴിഞ്ഞാൽ പിന്നെ മുൻകൂട്ടി അടയ്ക്കുന്ന പൈസയാണ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, August 1 അപ്പൊ ജൂലൈ വരെയുള്ള 4 മാസത്തെ പൈസ നമ്മൾ മുൻകൂട്ടി അടയ്ക്കണതല്ലേ. അപ്പൊ 750 × 4 3,000 രൂപ നമ്മൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. അപ്പൊ നേരെ നമ്മൾ ഇനി എന്ത് ചെയ്യാം? ഇവിടെ യെസ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് 3,000. റെഡി അല്ലേ? ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ എക്സ്പെൻസിന് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു. നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് എത്രയുണ്ടായിരുന്നു? ടോട്ടൽ സൺട്രി എക്സ്പെൻസ് ടോട്ടൽ എത്രയുണ്ടായിരുന്നു? ടോട്ടൽ സൺട്രി എക്സ്പെൻസ് നമുക്ക് ടോട്ടൽ എത്രയുണ്ടായിരുന്നു? 9,31,050 ആണ് എക്സ്പെൻസ് പെയ്ഡ് എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തേക്കുന്നത്. എക്സ്പെൻസ് പെയ്ഡ് 9,31,150 ആണ്. ഇനി അവിടെ ഉണ്ടല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് നമ്മൾ ആഡ് ചെയ്തു, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് നമ്മൾ ലെസ് ചെയ്തു. ബിഗിനിങ്ങിൽ എത്രയുണ്ടായിരുന്നു? 55,200 ആയിരുന്നു. അല്ല, സോറി, ബിഗിനിങ്ങിൽ എത്രയുണ്ടായിരുന്നു? 67,500 ആയിരുന്നു. ദെൻ എൻഡിലേക്ക് വന്നപ്പോ 55,200 ആയി. അപ്പൊ സൺട്രി എക്സ്പെൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് ആണ് എന്ത്? ഈ പറഞ്ഞ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 3,000 രൂപ നമ്മൾ എല്ലാ വർഷവും പ്രീപെയ്ഡ് ചെയ്യാറുണ്ട് അല്ലെ. എല്ലാ വർഷവും നമ്മൾ പ്രീപെയ്ഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർഷവും നമ്മൾ കഴിഞ്ഞ വർഷം അടച്ച ഈ 3,000 ഉണ്ടാവില്ല. എല്ലാ വർഷവും August 1 എന്ന് പറയുമ്പോൾ ഈ കറണ്ട് ഇയറിൽ നമ്മുടെ 31st March കൊണ്ട് നമ്മൾ തീരുമ്പോൾ നമ്മൾ മുൻകൂട്ടി അടച്ചിട്ട്, അപ്പൊ നെക്സ്റ്റ് ഇയറിലേക്ക് സംബന്ധിച്ചിട്ട് മുൻകൂട്ടി അടച്ചിട്ട ഫസ്റ്റ് എന്താ? ബിഗിനിങ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് അല്ല, പ്രീപെയ്ഡ് അറ്റ് ദ ബിഗിനിങ് 3,000 തന്നെയാണ്. പ്രീപെയ്ഡ് അറ്റ് ദ എൻഡ് എന്ത് തന്നെയാണ്? 3,000 തന്നെ. പക്ഷെ നിൽ എഫക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ സെയിം എമൗണ്ട് തന്നെ വരുന്നത്. 93,1050 പ്ലസ് 55,200 മൈനസ് 67,500. ഇത് തന്നെ.
റെഡി? ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യാം? മുഴുവനും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു നോക്കിയേ. ഇല്ല, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഡിപ്രീസിയേഷൻ ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സിന് മേൽ എത്ര പെർസെന്റേജ് ആണ്? 15% ആണ് പറയുന്നത്. 15%. ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ് 1,50,000 ഉണ്ട്. അതിന്മേൽ നമുക്ക് 15% ഡിപ്രീസിയേഷൻ. നേരെ ഇതിലേക്ക് പോവാ. 1,50,000 ഇൻറ്റു 15% ഡിപ്രീസിയേഷൻ. 20,500 കുറച്ച് ബാക്കിയാണ്. ഈ 20,500 നമ്മൾ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ ആയിട്ട് എഴുതണം. കഴിഞ്ഞാൽ നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ്, നമ്മളെ P&L അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. 33,900 പ്ലസ് 42,500 മൈനസ് 9,18,750 then 54,000 depreciation 4,40,200 ആണ്. ദെൻ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ നേരെ എന്ത് ചെയ്തു? നെറ്റ് പ്രോഫിറ്റിന് നേരെ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് കുറച്ച് നെറ്റ് പ്രോഫിറ്റ് നേരെ നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ 7,55,250 കിട്ടി. അതിന്റെ കൂടെ നമ്മൾ ട്രേഡ് ക്രെഡിറ്റേഴ്സ് 8,29,000 കൂട്ടി. ദെൻ പ്ലസ് 55,200 ടോട്ടൽ നമുക്ക് ഇത് കിട്ടി. ഇവിടെ നമ്മൾ ടോട്ടൽ റെക്കോർഡ് ആണ്. പക്ഷേ ഇവിടെ ക്യാഷിന്റെ ബാലൻസ് നോക്കിയേ. ക്യാഷിന്റെ ബാലൻസ് 1,20,000 ഉണ്ട്. 1,20,000 ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ക്യാഷ് ബുക്കും കൂടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ക്യാഷ് ബാലൻസ് കിട്ടും. വേണോ? അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്യാഷ് ബുക്കും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഇവിടെ തന്നിരിക്കുന്നത് സമ്മറി ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ബുക്ക് ആണ്. സോ ക്യാഷ് ബുക്കിന്റെ ഓപ്പണിംഗ് ആണ്. സോ നമുക്ക് ഇവിടെ എന്താണ്? ക്യാഷ് ബുക്കിന്റെ ക്ലോസിംഗ് ബാലൻസും ഉണ്ട്. ക്യാഷ് ബുക്കിന്റെ ഓപ്പണിംഗ് ഇവിടെ ഉണ്ട്. ക്യാഷ് ബുക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ ഉണ്ട്. നേരെ അപ്പൊ എന്ത് ചെയ്യുക? ക്യാഷ് ബുക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യാം. 1,09,950 rupees. Okay, 90,950 rupees. Okay, then tally. Then June 2025. Yes, June 2025 question ആണ്. Question number 4. Fourth question. Yes, following information relate to the business of ABC Enterprises. Prepare a trading and profit and loss account for the year ended 31st March 2025 and a balance sheet on that date. Assets and liabilities in the opening and closing balance. Furniture, stock, debtors, creditors, prepaid expense, debtors in the closing illa. Then outstanding expense, prepaid expense, cash and bank balance. Cash transactions during the year. Then additional information. എന്താണ്? ക്യാഷ് കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് ആഫ്റ്റർ അലൗവിംഗ് ഡിസ്കൗണ്ട് ഉണ്ട്. കളക്ഷൻ ഓൺ ഡിസ്കൗണ്ടിംഗ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ഡിസ്കൗണ്ട് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് വെർ പെയ്ഡ് ആൻഡ് 3,90,000 ഫുൾ സെറ്റിൽമെന്റ് ഉണ്ട്. ഫ്രൈറ്റ് ഇൻവേർഡ് പെയ്ഡ് ഉണ്ട്. ഡ്രോയിങ്സ് ഉണ്ട്. പേയ്മെന്റ് ഫോർ ഓഫീസ് ഫർണിച്ചർ ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ക്യാരിങ് 6% ഇൻട്രസ്റ്റ് പർച്ചേസ് അറ്റ് ₹95 200 shares face value 100 on 1st October 2024. And payments made their own. Then expense including salary paid 95,000, miscellaneous receipt, additional information, bill draw ചെയ്തു out of this 20,000 endorsed to creditors and an endorsed bill of exchange 4,000 rupees എന്തായി? Dishonored ആയി. Goods worth ₹9,000 used as advertising material. Then gross profit is 20% on sales ആണ്. Cash book difference treated as a drawings or capital introduced ആണ്. അപ്പൊ ക്യാഷ് ബുക്ക് നമ്മൾ ഉണ്ടാക്കണം. ക്യാഷ് ബുക്കിന്റെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്യാഷ് ബുക്കിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒന്നെങ്കിൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എത്രയുണ്ട്? 2% ഉണ്ട്. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് വരച്ചു വെക്കുക ട്രേഡിംഗ് P&L ബാലൻസ് ഷീറ്റ് വരച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓൺ ഓപ്പണിംഗ് വരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഫർണിച്ചർ, സ്റ്റോക്ക്, ഇത്രയും ഐറ്റംസും ദെൻ ക്യാഷിന്റെ ഓപ്പണിംഗും അല്ലെ. 60,000 അസറ്റ്, സ്റ്റോക്ക് 80,000, ഡെപ്റ്റേഴ്സ് 1,60,000, ക്രെഡിറ്റേഴ്സ് 1,10,000, ദെൻ 6,000 പ്രീപെയ്ഡ് എക്സ്പെൻസ്, മുൻകൂട്ടി അടയ്ക്കണത് അസറ്റ് അല്ലേ. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് കൊടുക്കാനുണ്ട് 12,000. ഓക്കെ, ദെൻ 1,88,000 ആണ് നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്നത്. ഫർണിച്ചർ, ക്ലോസിംഗ് ഇൻവെന്ററി, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് 1,88,000 ആണ്. ആ 1,88,000 നേരെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ എഴുതാം. അടുത്തത്, അപ്പൊ അത് ഇത് കഴിഞ്ഞു.
ഇനി എന്താണ് വേണ്ടത്? ഈ ക്ലോസിംഗ് എല്ലാം നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഫർണിച്ചർ റെക്കോർഡ് ചെയ്യാം, സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യാം, ക്രെഡിറ്റേഴ്സ് റെക്കോർഡ് ചെയ്യാം, പ്രീപെയ്ഡ് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാം, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആൻഡ് ക്യാഷ് ബാലൻസ് ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം മൊത്തം ക്ലോസിംഗ് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഫർണിച്ചർ എത്രയായിരുന്നു? 63,000 ആണ് ഫർണിച്ചർ. അത് അവിടെ നിൽക്കട്ടെ, കാരണം അത് ബൈഫർക്കേറ്റ് ചെയ്ത് കാണിക്കാനുള്ളതാണ്. സോ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? അത് ഫർണിച്ചറിന് മാത്രം നമ്മൾ എഴുതി വെക്കാം. ദെൻ പിന്നെ സ്റ്റോക്ക് ഉണ്ട്, 70,000 സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നേരെ സ്റ്റോക്ക് എന്ന് എഴുതിയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതിയിട്ട് നേരെ ഇൻവെന്ററി 70,000 നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാം. ദെൻ പിന്നെ എന്താണ്? സൺട്രി ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കണം. സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, നേരെ ക്ലോസിംഗ് എഴുതി 1,50,000 എഴുതി വെക്കുക. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് ആയിട്ടുണ്ട് 7,000 റുപ്പീസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാം. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് 18,000 ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് 18,000 ഉണ്ട്. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാലൻസ് എത്രയുണ്ട്? 26,250 ഉണ്ട്. അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാം. റെഡി? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഹലോ ഹലോ ഹലോ, ഓഡിബിൾ അല്ലേ മക്കളെ? ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ പ്രശ്നമില്ല, കാരണം നമ്മള് കുറച്ചുകൂടെ മിങ്കിൾ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, അല്ലേ? ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ കുറച്ചുകൂടെ മിങ്കിൾ ചെയ്തിട്ട് ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ റിലേ കട്ടാവും. നമ്മുടെ റിലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കട്ടാവും. നമ്മൾ എന്താ പറയുന്നത് തന്നെ ബോധം ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ മടുക്കും. കാരണം ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. ഒന്ന് ഇന്ററാക്ഷൻ ഇല്ല, പിന്നെ നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കഴിയുമ്പോൾ ബ്രെയിൻ കട്ടാവും. ഇനി ബ്രെയിൻ കട്ടാന്നൊക്കെ പറഞ്ഞിരുന്നത് ട്രോളാൻ നിൽക്കരുത്. ഇങ്ങനെ പറഞ്ഞ നമുക്ക് ചില സമയത്ത് നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നാമത് ഒരു സ്റ്റുഡിയോ, നമ്മൾ മാത്രം, നമ്മൾ തന്നെ ക്യാമറ, സ്റ്റുഡന്റ് ക്യാമറ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്യാമറ നോക്കുമ്പോൾ ക്യാമറയ്ക്ക് ഒരു റെസ്പോൺസും ഇല്ല. ഇങ്ങനെ അതിങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ണും മിഴിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാനല്ലേ? ഇനി അത്രയും നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ ക്യാഷ് ട്രാൻസാക്ഷൻസിൽ നമ്മൾ പറഞ്ഞു. ക്യാഷ് ട്രാൻസാക്ഷൻസിൽ എന്താ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഒന്നെങ്കിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡ്രോയിങ്സ് ആണ് പറഞ്ഞു. അപ്പൊ നേരെ ക്യാഷ് ബുക്ക് നമുക്ക് ഉണ്ടാക്കാം. ക്യാഷ് ആൻഡ് ബാങ്ക് ബുക്ക് ഉണ്ടാക്കാം. ഓപ്പണിംഗ് ബാലൻസ് 12,000 ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് 12,000. ദെൻ ക്ലോസിംഗ് ഉണ്ട് 26,250 ഉണ്ട്. ക്ലോസിംഗ് 26,250. ദെൻ കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് ആഫ്റ്റർ അലോവിംഗ് ഡിസ്കൗണ്ട് ഓഫ് 15,000. അപ്പൊ നമുക്ക് 15,000 ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ട് നമുക്ക് ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് എത്ര കളക്ഷൻ കിട്ടുന്ന പറയണേ? 5,85,000 കിട്ടി. അപ്പൊ ക്യാഷ് കൂടി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ക്യാഷ് കൂടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? റെസീപ്റ്റ് സൈഡിലേക്ക് എഴുതണം. ഇനി നമുക്ക് ഇവിടെ സെയിൽസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമുക്ക് ആവശ്യമല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും കൂടെ അതിന്റെ ഒപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും. ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ഇവിടെ എത്രയുണ്ടായിരുന്നു? ഓപ്പണിംഗ് 1,60,000 ഉണ്ട്. 1,60,000 എടുത്തു. ദെൻ ഇവിടെ പറഞ്ഞിട്ട് കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് എത്രയാണ്? 5,85,000 ആണ്. ദെൻ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷിലേക്ക് എത്ര കിട്ടി? 5,85,000 കിട്ടി. ദെൻ അതോടെ പറഞ്ഞു ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടാണ്. അപ്പൊ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ഡെപ്റ്റേഴ്സ് കുറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? 15,000 നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഈ ഡിസ്കൗണ്ട് നമുക്ക് നേരെ എവിടെ എഴുതാം? P&L അക്കൗണ്ടിലും നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഡിസ്കൗണ്ട് അലൗഡ് ഡെപ്റ്റേഴ്സിന് എത്രയുണ്ട്? 15,000. ഇത്രയും നമുക്ക് ചിന്ത വരണം, ഇങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് കേട്ടോ. Then collection on discounting bill of exchange after deduction of discount 1,250 by bank total 61,250. Collection of discounting bill of exchange അല്ലെ? അപ്പൊ ബിൽസ് റിസീവബിൾ മേലെ നമുക്ക് കളക്ഷൻ കിട്ടുകയാണ്. ഇപ്പൊ ഡിസ്കൗണ്ട് കുറച്ചിട്ട് എത്ര ബിൽസ് റിസീവബിൾ വന്നു? 61,620 വന്നു. അപ്പൊ നേരെ ക്യാഷ് ബുക്കിലേക്ക് ബിൽസ് റിസീവബിൾ ടോട്ടൽ എത്ര വന്നു? 61,250 വന്നു അല്ലെ? 61,250. ഓക്കെ, അപ്പൊ നേരെ 61,250 ക്യാഷിലേക്ക് നമുക്ക് ക്യാഷ് കൂടി. BR ഡിസ്കൗണ്ട് നമുക്ക് പൈസ കിട്ടുവാണ് ചെയ്യുന്നത്, ക്യാഷ് കൂടി. ദെൻ അതേ ബിൽസ് റിസീവബിൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബില്ല് റിസീവബിൾ അവിടെ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡെപ്റ്റേഴ്സ് കുറയില്ലേ? ഡെപ്റ്റേഴ്സ് കുറയും. അപ്പൊ അത്രയും ഡെപ്റ്റേഴ്സ് നമുക്ക് കുറയുവാണ് ചെയ്തത്. പക്ഷെ ഒരു കാര്യമുണ്ട്.
ഇവിടെ ബില്ല് റിസീവബിൾ അതിന്റെ ഓപ്പണിംഗിൽ എത്രയാണെന്ന് പറയുന്നുണ്ടോ? ബില്ല് റിസീവബിളിന്റെ ഓപ്പണിംഗിൽ എത്രയായിരുന്നു എന്ന് പറയുന്നുണ്ടോ? പറയുന്നുണ്ടോ? ബിൽസ് ഡ്രോൺ 1 lakh ഔട്ട് ഓഫ് ദിസ് 20,000 എൻഡോഴ്സ് ചെയ്തു ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് എൻഡോഴ്സ്ഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്യാൻസൽ ആയി. ഓക്കെ 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 അങ്ങനെയാണെങ്കിലാ ഇവരിവിടെ യെസ് യെസ്. അപ്പോ ഇവിടെ ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് ഇവിടെ ബില്ലിന്റെ കാര്യം പറയുന്നുണ്ട്, ഇവിടെയും ബില്ലിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ബില്ലിന്മേല് എമൗണ്ട് കിട്ടി എന്നല്ലേ പറയുന്നത്? എമൗണ്ട് കിട്ടി, ബില്ല് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് നമുക്ക് എമൗണ്ട് കിട്ടിയ വിവരമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇനി ഇവിടെ ഇങ്ങോട്ടേക്ക് നോക്കുക, ബില്ല് ഡ്രോ ചെയ്തു, അതിനകത്ത് നിന്ന് എൻഡോഴ്സ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നേരെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ബിൽസ് റിസീവബിൾ നമ്മൾ ഇഷ്യൂ ചെയ്യണ സമയത്ത്, ഡ്രോൺ ചെയ്യണ സമയത്ത് ഡെപ്റ്റേഴ്സ് കുറയും ചെയ്യാണ്, ബിൽസ് റിസീവബിൾ കൂടുകയും ചെയ്യാണ്. അപ്പൊ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡെപ്റ്റേഴ്സ്. അപ്പോ ഡെപ്റ്റേഴ്സിൽ ബിൽസ് റിസീവബിൾ ടു എന്ത് വരും? ഡെപ്റ്റേഴ്സ് വരും. ഡെപ്റ്റേഴ്സിൽ ബൈ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് എത്രയും വരണം? 1 lakhും വരണം, 1 lakhും വരണം. റെഡി? ഇനി ഓക്കെ, ക്യാഷിൽ നമ്മൾ റെക്കോർഡ് അവിടെ ഇരിക്കുക അല്ലെ. ഓക്കെ, നോക്കട്ടെ. ദെൻ 20,000 നമ്മൾ എന്ത് ചെയ്തു? എൻഡോഴ്സ് ചെയ്തു ക്രെഡിറ്റേഴ്സിന്. ക്രെഡിറ്റേഴ്സ് എൻഡോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? ബില്ല് BR കുറയും, അസറ്റ് കുറയും. അപ്പൊ 20,000 റുപ്പീസ് എൻഡോഴ്സ് ചെയ്തു. എൻഡോഴ്സ് ടു ആർക്കാണ്? ക്രെഡിറ്റേഴ്സിനാണ് അല്ലെ, ക്രെഡിറ്റേഴ്സിനാണ്. സോ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് നമ്മൾ പോസ്റ്റ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ എടുക്കുക, പ്രിപ്പയർ ചെയ്യുക. ഓപ്പണിംഗും ക്ലോസിംഗും നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ഓപ്പണിംഗ് 1,10,000, ക്ലോസിംഗ് എഴുതി. ദെൻ എൻഡോഴ്സ് ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സ് എന്താകും? ക്രെഡിറ്റേഴ്സ് കുറയും. അപ്പൊ എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബിൽസ് റിസീവബിൾ എന്നാണ്. ഇപ്പൊ ടു ബിൽസ് റിസീവബിൾ 20,000. ഓക്കെ, അങ്ങനെ BR നമ്മൾ എൻഡോഴ്സ് ചെയ്തു. എന്നിട്ട് പിന്നെ ഇവിടെ എന്താ പറയുന്നത്? BR എൻഡോഴ്സ് ചെയ്തു. ആൻഡ് എൻഡോഴ്സ്ഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് 4,000 എന്ത് ചെയ്തു? ഡിസ്ഹോണറുമായി. അപ്പൊ എൻഡോഴ്സ് ചെയ്ത സാധനം ഡിസ്ഹോണർ ആയ മീൻസ് നമുക്ക് ബിൽസ് റിസീവബിൾ എന്തായി? തിരിച്ചു വന്നു. അപ്പൊ ബിൽസ് റിസീവബിൾ വീണ്ടും കൂടി എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ബിൽസ് റിസീവബിൾ 4,000 റുപ്പീസ് എൻഡോഴ്സ്ഡ് ആയി കഴിഞ്ഞാൽ വരുന്ന എൻട്രി എന്താണ്? ബില്ല് റിസീവബിൾ എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വരേണ്ട എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബിൽസ് റിസീവബിൾ. ഇത് കൊടുത്ത എൻഡോഴ്സ് ചെയ്ത ബില്ല് ഡിസ്ഹോണർ ആയാലോ തിരിച്ചു നേരെ BR അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്രെഡിറ്റേഴ്സ് ഇല്ലേ? BR അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്രെഡിറ്റേഴ്സ്. ദെൻ ഈ BR കിട്ടിയ ബില്ല്, ദെൻ ഇത് എൻഡോഴ്സ് ചെയ്ത ബില്ലാണ്. ദെൻ ഇത് ഡിസ്ഹോണർ ആയാൽ BR ടു എന്ത് വരണം? ക്രെഡിറ്റേഴ്സ് വരണം. വീണ്ടും ക്രെഡിറ്റേഴ്സ് കൂടി. ദെൻ ഈ ബിൽസ് റിസീവബിൾ നമ്മൾ ആർക്ക് കൊടുക്കും? ഡെപ്റ്റേഴ്സിനാണ് കൊടുക്കുക. അപ്പൊ ഡെപ്റ്റേഴ്സ് കുറഞ്ഞില്ല, വീണ്ടും കൂടി. ഡെപ്റ്റേഴ്സ് കൂടി. തിരിച്ച് അവര് നമുക്ക് തന്ന ബിൽസ് റിസീവബിൾ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഡെപ്റ്റേഴ്സ് കൂടി. അപ്പൊ നെറ്റ് എഫക്ട്ലി എൻട്രി എന്താ വരേണ്ട? ക്യാൻസൽ ആയിട്ട് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പൊ നേരെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്രെഡിറ്റർ. ക്രെഡിറ്ററിൽ ബൈ ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് എത്ര വരണം? നമുക്ക് ഈ ക്യാൻസൽ ആയ ബില്ലിന്റെ എമൗണ്ട് വരണം. ഓക്കെ, അപ്പൊ നേരെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് പോവാ. ക്രെഡിറ്റേഴ്സ് ടു സൺട്രി ക്രെഡിറ്റേഴ്സ് 4,000 വരണം. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സിലോ? സൺട്രി ക്രെഡിറ്റേഴ്സ് എവിടെ? സൺട്രി ക്രെഡിറ്റേഴ്സ് യെസ്, ബൈ സൺട്രി ഡെപ്റ്റേഴ്സ് 4,000. അതാണ് എൻട്രി വരേണ്ടത്. ഡെപ്റ്റർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്രെഡിറ്റേഴ്സ്. ഡെപ്റ്റർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡെപ്റ്റേഴ്സിൽ ടു ക്രെഡിറ്റേഴ്സ് എന്നും ക്രെഡിറ്റേഴ്സിൽ ബൈ ഡെപ്റ്റേഴ്സ് എന്നും പറഞ്ഞിട്ട് പോണം. ദെൻ അടുത്തത്, അങ്ങനെ ഈ ട്രാൻസാക്ഷനും കഴിഞ്ഞു. ഇനി എന്താണ്? ക്രെഡിറ്റേഴ്സ് ഓഫ് റുപ്പീസ് 4 lakh were paid 3,92,000 ഇൻ ഫുൾ സെറ്റിൽമെന്റ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുവാണ് ചെയ്തത് അല്ലെ. അപ്പൊ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് പോവാ. നമ്മൾ പോവാ. ദെൻ അവർക്ക് പേയ്മെന്റ് കൊടുത്തത് കാണിക്കണം. പേയ്മെന്റ് കൊടുക്കുമ്പോൾ 3 lakh എത്ര കൊടുത്തെന്ന് പറഞ്ഞാൽ 3,92,000 ആയിട്ടാണ് കൊടുത്ത. ബാക്കി നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. ഡിസ്കൗണ്ട് കിട്ടുമ്പോഴും ക്രെഡിറ്റേഴ്സ് കുറയും. എത്ര? 8,000 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് കിട്ടി. ഈ ഡിസ്കൗണ്ട് നമുക്ക് ഇൻകം അല്ലേ? ഇൻകം ആയതുകൊണ്ട് നേരെ P&L അക്കൗണ്ടിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് 8,000. ദെൻ ഫ്രൈറ്റ് ഇൻവേർഡ് പേ ചെയ്തു 30,000. നേരെ ക്യാഷ് ബുക്കിൽ പേയ്മെന്റ് സൈഡിലേക്ക് കൊടുക്കുക. ഫ്രൈറ്റ് ഇൻവേർഡ് 30,000. ദെൻ ഡ്രോയിങ്സ്. ഫ്രൈറ്റ് ഇൻവേർഡ് 30,000 ആണെങ്കിൽ അത് നേരെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരണം. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫ്രൈറ്റ് ഇൻവേർഡ് 30,000. ദെൻ ഡ്രോയിങ് 70,000. നേരെ വീണ്ടും ക്യാഷ് കുറയും. ക്യാഷിൽ നമുക്ക് ഇതായിട്ട്
ഇവിടെ യെസ് ഡ്രോയിങ്സ് 70,000. ദെൻ ആ ഡ്രോയിങ്സ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടില് 70,000 ഡ്രോയിങ്സ് ഉണ്ട്. ഓക്കെ. ദെൻ പേയ്മെന്റ് ഫോർ ഓഫീസ് ഫർണിച്ചർ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നു പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫർണിച്ചർ അല്ലേ? യെസ്, ഫർണിച്ചർ ഉണ്ട്. ഫർണിച്ചർ എത്രയുണ്ട്? ഓപ്പണിംഗിൽ 60,000 ഉണ്ട്. ദെൻ ക്ലോസിംഗിൽ എത്രയുണ്ട്? 63,500 ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെഴുതണം? നമുക്ക് ഫർണിച്ചർ 60,000 ഉണ്ട്. ഫർണിച്ചർ ക്ലോസിംഗ് 63,500. ദെൻ നോക്കാം, ഫർണിച്ചറിന്റെ ഓപ്പണിംഗില് 60,000 ഉണ്ടായിരുന്നു. ഓക്കെ. ദെൻ ക്ലോസിംഗിൽ 63,500 ഉണ്ട്. ഇവിടെ ഫർണിച്ചറിന് പേയ്മെന്റ് വേണ്ടി നമ്മൾ എത്ര കൊടുത്തു? 10,000 കൊടുത്തു. അപ്പൊ ഫർണിച്ചർ നമുക്ക് കൂടുകയും ചെയ്തു. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇവിടെ നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 60 ഉണ്ടായിരുന്നു. ക്ലോസിംഗ് ബാലൻസ് 63,500 ഉണ്ടായിരുന്നു. ദെൻ ഓഫീസ് ഫർണിച്ചറിന് വേണ്ടി നമ്മൾ പേയ്മെന്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് പർച്ചേസ് ആണെന്നാണ്. ഇപ്പൊ 70,000 മൈനസ് ക്ലോസിംഗ് 63,500 നമുക്ക് 6,500 എന്താണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബാലൻസ് ഫിഗർ എന്തായിട്ട് വരും? ഡിപ്രീസിയേഷൻ ആയിട്ട് വരും. അപ്പൊ ഡിപ്രീസിയേഷൻ നമ്മൾ നേരെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ കൊണ്ടുപോയി എഴുതുക. എവിടെ എന്റെ ഡിപ്രീസിയേഷൻ? വേർ ഈസ് മൈ ഡിപ്രീസിയേഷൻ? യെസ്, ഡിപ്രീസിയേഷൻ. Then next one, investment carrying annual interest of 6% were purchased at rupees 95. 200 shares ഉണ്ടായിരുന്നു. ഫേസ് വാല്യൂ is rupees 100 each on 1st October 2024. Payment made thereof. Investment carrying annual interest 6% അല്ലെ? അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ആസെറ്റും കൂടെ ഉണ്ട്. ഓക്കെ. അപ്പൊ നേരെ ബാലൻസ് ഷീറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് അപ്പോ ഇവിടെ ഇതിന്റെ കോസ്റ്റ് എത്ര എന്നാ പറഞ്ഞേ? 200 ഷെയർസ് 100 രൂപ ഫേസ് വാല്യൂ ആണെങ്കിൽ നമ്മൾ വാങ്ങിയത് അറ്റ് കോസ്റ്റ് എത്രയ്ക്കാണ്? 95 അപ്പൊ 200 × 95 19,000 റുപ്പീസിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് നമ്മൾ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പേയ്മെന്റ് മേ ബി മെയ്ഡ് എന്നാണ് പറയുന്നത്. അപ്പൊ പേയ്മെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 19,000. 200 × 95 റുപ്പീസ് കൊടുത്ത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങി. ആ ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ എന്ത് ചെയ്തു? പേയ്മെന്റ് മേടിച്ചത് എന്ന് പറഞ്ഞു. സോ 19,000 നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതിന്മേൽ നമുക്ക് 6% എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഈസ് ഓൾവേസ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുക ചെയ്യുന്നത് അല്ലെ? ഇൻട്രസ്റ്റ് കിട്ടുവാണ് ചെയ്യുന്നത്. അപ്പൊ നേരെ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് പോവാ. ദെൻ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുവാണ്. അപ്പൊ
200 ഷെയർസ് ഇൻറ്റു എത്രയാണ് ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ ഇൻറ്റു 100 20,000 ആണ് നമ്മളുടെ എന്ന് പറയുന്നത് മൊത്തം ഇതിന്റെ. അപ്പൊ ഇൻട്രസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വാങ്ങിയത് 95-നാണ്. അപ്പൊ 90,000 ആണെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഫേസ് വാല്യൂന്മേലാണ്. അപ്പൊ 200 ഇൻറ്റു 100 20,000 റുപ്പീസ്. അപ്പൊ ഇവിടെ 95-ന് വാങ്ങിയാലും റെക്കോർഡ് ചെയ്യേണ്ടത് അപ്പൊ അറ്റ് കോസ്റ്റിന് തന്നെയാണ്. പക്ഷെ ഇൻട്രസ്റ്റ് ലഭിക്കുക അറ്റ് കോസ്റ്റ് മേൽ എമൗണ്ടിന്മേലാണ്, 95-ന് മേലല്ല, പകരം നമ്മളുടെ ഫേസ് വാല്യൂന്മേലാണ്. അപ്പൊ 200 ഇൻറ്റു പെർസെന്റേജ് ഇൻറ്റു 6%. പക്ഷെ 1200 വരുന്നുണ്ടെങ്കിലും 1200 മൊത്തം നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം വരത്തില്ല. കാരണം നമ്മൾ പർച്ചേസ് ചെയ്ത് എപ്പോഴാണ്? 1 ഒക്ടോബറിലാണ്. സോ ഇയർ എൻഡിലേക്ക് നോക്കുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മന്ത് 6 മാസം പ്രോഫിറ്റേ കിട്ടുള്ളൂ. സോ 600 രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് നമുക്ക് 600 റുപ്പീസ് വരും. ആ ഇൻട്രസ്റ്റ് ഇൻകം നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ക്യാഷിൽ ഇവിടെ വന്നേനെ, ഈ ഇതിൽ വന്നേനെ. പക്ഷെ ഒന്നും കിട്ടിയതായിട്ട് പറയുന്നില്ല. സോ നമുക്ക് കിട്ടാനുണ്ട് 600 റുപ്പീസ് ഇൻട്രസ്റ്റ്, അക്രൂഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, റെഡി അല്ലേ? ഇനി അടുത്തത് എക്സ്പെൻസ് ഇൻക്ലൂഡിംഗ് സാലറി പെയ്ഡ് 95,000. ഓക്കെ, സാലറി പേ ചെയ്തു 95,000. അപ്പോ ഇവിടെ സാലറി, സോറി, സൺട്രി എക്സ്പെൻസിന്റെ ഇവിടെ നോട്ട്. യെസ്, അപ്പൊ ഇവിടെ സൺട്രി എക്സ്പെൻസ് ടോട്ടൽ എത്രയുണ്ടെന്ന് പറഞ്ഞാൽ 95,000 ഇല്ലേ? 95,000 ഉണ്ട്. അപ്പൊ നമുക്കൊരു വർക്കിംഗ് നോട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യും, അതാണ് നല്ലത്. വേറെ എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ? ഓക്കെ, എക്സ്പെൻസ് ഇൻക്ലൂഡ് സാലറി പെയ്ഡ് എത്രയുണ്ട് ടോട്ടൽ? സാലറി പെയ്ഡ് ടോട്ടൽ എത്രയുണ്ട്? എക്സ്പെൻസ് ഇൻക്ലൂഡ് സാലറി പെയ്ഡ് 95,000. Then add ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ്. നമ്മൾ ഇനി എത്ര കൊടുക്കാനുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിലേക്ക്? ഇനി എത്ര കൊടുക്കാനുണ്ട്? ഈ വർഷം നമ്മൾ 18,000 കൊടുക്കാനുണ്ട്. അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്. പക്ഷെ കഴിഞ്ഞ കൊല്ലം നമ്മൾ കൊടുക്കാനുള്ളത് അത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല. അത് നമ്മൾ കൂട്ടില്ല, നമ്മൾ കുറയ്ക്കണം. അപ്പൊ കൊടുത്തതിനകത്ത് 20,000 ഇൻക്ലൂഡ് ആയിരിക്കണം. അത് ഇൻക്ലൂഡ് ആക്കണ്ട, കുറയ്ക്കണം. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്. അത് ഈ വർഷം നമ്മള് കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗിൽ ഉണ്ടായിരുന്ന പ്രീപെയ്ഡ്, അത് ഈ വർഷത്തേക്ക് കൊടുത്തതായിരിക്കില്ല. അതിപ്പോ ഈ വർഷത്തെ ഇൻകം അല്ലേ. അപ്പോ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് അറ്റ് ദ ഓപ്പണിംഗ്, ബിഗിനിങ് മീൻസ് കഴിഞ്ഞ കൊല്ലവേ കൊടുത്ത എക്സ്പെൻസ് ആണ്, ഇക്കൊല്ലത്തേക്ക് കൊടുത്ത എക്സ്പെൻസ് ആണ്. അത് ഇക്കൊല്ലത്തെ എക്സ്പെൻസ് ആയതുകൊണ്ട് 6,000 നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം, 6,000 കൂട്ടാം. ദെൻ ലെസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇവിടെ അറ്റ് ബിഗിനിങ് ആണെങ്കിൽ അറ്റ് ദ എൻഡിലേക്ക് നമ്മൾ മുൻകൂട്ടി അടച്ചിട്ടിരിക്കുന്ന പ്രീപെയ്ഡ് എക്സ്പെൻസ് 7,000. അത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യുക? 7,000 കുറയ്ക്കുക. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സ്പെൻസ് ഇൻക്ലൂഡിംഗ് സാലറി പെയ്ഡ് 95 ഉണ്ടായിരുന്നു. അതിൽ ഈ വർഷം നമുക്ക് കൊടുക്കാനുള്ളതുണ്ടായിരുന്നു. അത് നമ്മൾ ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്. ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല. അത് 95,000 ഇൻക്ലൂഡ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ദെൻ പ്രീപെയ്ഡ് അറ്റ് ദ ബിഗിനിങ്, കഴിഞ്ഞ കൊല്ലവേ ഈ കൊല്ലത്തേക്ക് നമ്മൾ കൊടുത്ത എക്സ്പെൻസ്, കൊടുത്ത് വെച്ചിരിക്കുന്ന എക്സ്പെൻസ് ഉണ്ടായിരുന്നു. അത് ഇക്കൊല്ലത്തെ എക്സ്പെൻസ് ആണ്. അത് നമുക്ക് കൂട്ടാം. ദെൻ പ്രീപെയ്ഡ് അറ്റ് ദ എൻഡ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പൊ 95,000 പ്ലസ് 18,000 മൈനസ് 20,000 പ്ലസ് 6,000 മൈനസ് 7,000 ടോട്ടൽ എത്രയാണ്? ടോട്ടൽ എക്സ്പെൻസ് ഈക്വൽ ടു 92,000 ആണ് വരേണ്ടത്. അപ്പൊ നേരെ എക്സ്പെൻസിന്റെ അക്കൗണ്ടില് 92,000. റെഡി? ഇനി മിസ്ലേനിയസ് റെസിപ്റ്റ് എത്രയുണ്ട്? 5,000 ഉണ്ട്. മിസ്ലേനിയസ് ഇൻകം എന്ന് പറയുന്നത് റെസിപ്റ്റ് മീൻസ് ഇൻകം ആണ്, 5,000. ദെൻ ഇനി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഗുഡ്സ് വർത്ത് ₹9,000 യൂസ്ഡ് ആസ് എ അഡ്വർടൈസിംഗ് മെറ്റീരിയൽ. സോ അഡ്വർടൈസിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ഗുഡ്സ് യൂസ് ചെയ്തു മീൻസ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് വന്നുള്ളതാണ്. അപ്പൊ എൻട്രി വരേണ്ടത് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ്. എവിടുന്നാ പോക്കുക? പർച്ചേസ് എന്നാണ്. അപ്പൊ ടു പർച്ചേസ് ആണ്. അപ്പൊ പർച്ചേസിന് നമ്മൾ കുറയ്ക്കണം. പർച്ചേസിന് നമ്മൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് കൊടുത്തിട്ട് കുറച്ചിട്ട് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് എന്ന രീതിയിൽ 9,000 എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിലേക്ക് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ എൻട്രി വരേണ്ടത് എന്താണ്? അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പർച്ചേസ്. ടു ക്യാഷിന് പകരം ടു പർച്ചേസ്, അത്രയേ ഉള്ളൂ.
ദെൻ ജി പി ഈക്വൽ ടു സെയിൽസിന്റെ 20% ആണ് അല്ലെ. ഇവിടെ സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. സൺഡ്രി ഡെപ്റ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട്, ബാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. ദെൻ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കണ്ടുപിടിച്ചോ? ഇല്ല, അതും അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ക്യാഷ് ബുക്കിലേക്ക് നമ്മൾ ഇതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ലല്ലോ, അത് മറന്നുപോയല്ലോ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് വരെ റെക്കോർഡ് ചെയ്തുള്ളൂ. എക്സ്പെൻസ് എത്രയായിരുന്നു? എക്സ്പെൻസ് ഇൻക്ലൂഡ് സാലറി പെയ്ഡ് ക്യാഷ് ഇൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ എത്ര പേ ചെയ്തു? പെയ്ഡ് ചെയ്തു. എത്ര പേ ചെയ്തു? 95,000. ദെൻ മിസ്ലേനിയസ് ഇൻകം വന്നിട്ട് റെക്കോർഡ് ചെയ്തോ? ക്യാഷ് നമ്മൾ കൂട്ടി. ദെൻ ഫർണിച്ചർ വന്നതും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ടിക്ക് ഇടാൻ വിട്ടുപോയി. ഫർണിച്ചർക്ക് നമുക്ക് പേയ്മെന്റ് കൊടുത്തിരുന്നു. പുതിയ ഫർണിച്ചർ വാങ്ങിയില്ലായിരുന്നോ? അതും നമ്മൾ ക്യാഷ് കൊടുത്തതായിട്ട് നമ്മൾ കാണിക്കണം. ഇത്രയും നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇത്രയല്ലേ ഉള്ളൂ. ക്യാഷ് ബുക്കിന്റെ ട്രാൻസാക്ഷൻസ് ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇത് റെക്കോർഡ് ചെയ്തു. ദെൻ ഓഫീസ് ഫർണിച്ചർ വാങ്ങിയത് നമ്മൾ ഇതാ ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മറന്നുപോയി, അത് നോട്ട് ചെയ്ത് വെക്കാൻ മറന്നുപോയി. ഫർണിച്ചർ കൊടുത്തത് പേയ്മെന്റ് ചെയ്തു. ഡ്രോയിങ്സ് ഇതെല്ലാം ഓക്കെ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ പേയ്മെന്റ് ഡിഫറൻസ് എന്താണെന്ന് പറയണത്? ഒന്നെങ്കിൽ അത് ഡ്രോയിങ്സ് അല്ലെങ്കിൽ എന്താണെന്നാ പറഞ്ഞ ക്യാപിറ്റൽ. നമുക്കിത് ബാലൻസ് ചെയ്ത് നോക്കാം. $30,000, $10,000, $19,000 minus $95,000 minus $392,000. Sorry. Minus 30,000 minus 16, sorry, minus 10,000 minus 19,000 minus 95,000 minus 392,000 minus 70,000 minus 26250. എത്ര വന്നു? 21,000 നമുക്ക് ഇവിടെയാണ് വന്നത്. ദാറ്റ് മീൻസ് ക്യാഷിൽ അവിടെ എന്താണെന്നുള്ളതാണ്? ഷോർട്ട് ആണെന്നുള്ളതാണ് അല്ലെ. ഷോർട്ട് ആണെങ്കിൽ അവിടെ എന്താക്കി ട്രീറ്റ് ചെയ്യാൻ പറയാം? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡ്രോയിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ആയിരിക്കാം. അപ്പൊ ഇവിടേക്ക് വരികയാണെങ്കിൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ആണ്, ക്യാഷ് കൂടി. പക്ഷെ ഇവിടെ വരികയാണെങ്കിൽ ക്യാഷ് ഷോർട്ട് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇതിനെ ഈ 21,000 നമുക്ക് എന്താക്കി കാണിക്കാം? ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കാം. സോ ഡ്രോയിങ്സ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോവാ. നേരെ ഡ്രോയിങ്സ് പ്ലസ് 21,000. റെഡി? അത്രയായില്ലേ? ഇനി നമുക്ക് ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് പോവാം. ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് പകുതി കൊണ്ട് നിർത്തിയിരിക്കുകയല്ലേ. ഡെപ്റ്റേഴ്സിന്റെ എന്തൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തു? പേയ്മെന്റ്, സോറി, ക്രെഡിറ്റേഴ്സിന്റെ എന്തൊക്കെ റെക്കോർഡ് ചെയ്തു? ഓപ്പണിംഗ് റെക്കോർഡ് ചെയ്തു. പേയ്മെന്റ് പോയി, ഡിസ്കൗണ്ട് കൊടുത്തു, ഡിസ്കൗണ്ട് കിട്ടി, നമുക്ക് BR നമുക്ക് ഡിസ്കൗണ്ട് ആയി. ഡെപ്റ്റേഴ്സ് ഓക്കെ. ദെൻ ഇനി എന്തെങ്കിലും വേണോ? ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഓപ്പണിംഗ്, ക്ലോസിംഗും ഉണ്ടായിരുന്നു. യെസ്, എല്ലാമായി. അപ്പൊ അതിന്റെ അർത്ഥം ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ബാലൻസ് ഫിഗർ ആയിട്ട് എന്ത് കിട്ടണം? പർച്ചേസ് ആണ് കിട്ടേണ്ടത്. പർച്ചേസ്. കാരണം ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്കുണ്ട്. അതിന്റെ അർത്ഥം ബാലൻസ് എവിടെ വന്നു എന്നുള്ളതാണ്. 5,70,000 മൈനസ് 1,10,000 മൈനസ് 4,000. ഇവിടെയാണ് 4,56,000 വന്നത്. ഈ 4,56 എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ടാ? ക്രെഡിറ്റേഴ്സ് കൂടുമ്പോഴാണ് ക്രെഡിറ്റ് സൈഡിൽ വരിക. കൂടുന്നത് എന്ത് റീസൺ കൊണ്ടിട്ടാ? പർച്ചേസ് മൂലം. അപ്പൊ പർച്ചേസ് നമുക്ക് കിട്ടി 4,56,000. അപ്പൊ നേരെ നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരാം. 4,56,000 നമുക്ക് കിട്ടി. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് അവിടെ നമുക്ക് കുറയ്ക്കാനുണ്ടായിരുന്നു. അപ്പൊ 4,56,000 നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഏത് പർച്ചേസ് കിട്ടിക്കഴിഞ്ഞാൽ 9,000 കുറച്ച് നമുക്ക് എന്ത് കിട്ടി? 4,47,000 കിട്ടി. ഓക്കെ. അപ്പൊ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് നമുക്ക് എന്തായിരുന്നു? 9,000 rupees ഉണ്ടായിരുന്നു. അഡ്വർടൈസ്മെന്റ് മീൻസ് ഗുഡ്സ് അഡ്വർടൈസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്തത്. ഓക്കെ. ദെൻ നമുക്ക് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് പോവാം. ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞു, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഡെപ്റ്റേഴ്സിൽ നമുക്ക് എന്തെല്ലാം കിട്ടിയായിരുന്നു? ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, പിന്നെ എന്തുണ്ടായിരുന്നു? ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ക്രെഡിറ്റേഴ്സിന്റെ ബിൽ ഡിസ്ഹോണേർഡ് ഉണ്ടായിരുന്നു. പേയ്മെന്റ് കൊടുത്തതുണ്ട്, ഡിസ്കൗണ്ട് അലൗ ചെയ്തതുണ്ട്, ബിൽസിന്റെ റിസീവബിൾ ഉണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 2 എണ്ണം മിസ്സിംഗ് ആണ്. സെയിലും ബാലൻസ് ഫിഗർ. ക്ലോസിംഗും നമുക്കറിയില്ല അല്ലെ. ക്ലോസിംഗും അറിയില്ല, സെയിൽസും അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് അറിയില്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക്, ട്രേഡിങ്ങിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് അറിയില്ലേ? അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നേരെ പോവാ. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നേരെ പോകുമ്പോ ഓപ്പണിംഗ് സ്റ്റോക്ക് നിങ്ങൾക്ക് അറിയില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് അറിയാം. ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾക്ക് അറിയാലോ. 70,000 ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്. അപ്പൊ നോക്കാം. 70,000 ഓപ്പണിംഗ് അറിയാം, ക്ലോസിംഗ് അറിയാം, പർച്ചേസ് അറിയാം, എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസും വന്ന്. ക്ലോസിംഗ് GP അറിയാവോ? GP അറിയാലോ. കാരണം GP പറയുന്നുണ്ട് സെയിൽസിന്റെ 20 ആണെന്നുള്ളത് പറയുന്നുണ്ട്. സെയിൽസിന്റെ 20. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഓപ്പണിംഗ് സ്റ്റോക്ക്
opening stock 80,000 plus purchase 4,47,000 plus direct expense 30,000 minus closing stock equal to 4,87,000 നമുക്ക് cost of goods sold ആണ്. ഓക്കെ, ദെൻ ഇവിടെ പറയുന്നുണ്ട് എത്രയാണ് സെയിൽസിന്റെ 20 ആണ് ജി പി എന്ന് പറയുന്നത്. അപ്പൊ സെയിൽസ് ഈക്വൽ ടു 100 ആണെങ്കിൽ അതിനോട് കൂടി 20 മൈനസ് ചെയ്താൽ 80% ആണ് എന്ത് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ 4,80,000 ഈക്വൽ ടു 80% ആണെങ്കിൽ നമുക്ക് 4,87,000 എന്ന് പറയുന്നത് 80 ആണെങ്കിൽ നമുക്ക് സെയിൽസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ 4,87,000 ഡിവൈഡ് ബൈ 80%, നമുക്ക് സെയിൽസ് എത്ര കിട്ടി, 6,08,750 കിട്ടി. മനസ്സിലായോ? ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. സെയിൽസിന്റെ ഇത്ര പെർസെന്റേജ് ആണെന്ന് ജി പി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് പറയേണ്ടത്, ജി പി ഇത്ര പെർസെന്റേജ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. എങ്ങനെ ചെയ്യണം, ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ 100 സെയിൽസ് ആണെങ്കിൽ 20 കുറച്ച് കഴിഞ്ഞാൽ 80 ആണ് കോസ്റ്റ്. സോ 4,87,000 ഡിവൈഡ് ബൈ 80% നമുക്ക് എന്ത് കിട്ടും, സെയിൽസിന്റെ എമൗണ്ട് കിട്ടും. ദെൻ സെയിൽസ് മൈനസ് ദിസ് cost of goods sold. Sales minus this cost of goods sold 4,87,000 equal to 1,21,750 ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ജി പി എന്ന് പറയുന്നത്. സോ നമ്മൾ ജി പി ഇവിടെ റെക്കോർഡ് ചെയ്യാം. 1,21,750 എന്നുള്ളതാണ് ജി പി എന്ന് പറയുന്നത്. റെഡി അല്ലേ? റെഡി. അപ്പൊ സെയിൽസ് കിട്ടിയേ. ഈ സെയിൽസ് നമുക്ക് എങ്ങോട്ടേക്ക് ട്രീറ്റ് ചെയ്യാം, സൺട്രി ഡെപ്റ്റേഴ്സിൽ നമുക്ക് സെയിൽസിന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സൺട്രി ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കിട്ടും. ക്ലോസിംഗ് ബാലൻസ് നമ്മൾ നേരെ കൊണ്ടുപോയി എവിടെ എഴുതുക, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കൊണ്ടുപോയിട്ട് സൺട്രി ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് 72,750 എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സിന്റെ 2% ആണെന്ന് പറഞ്ഞു. അപ്പൊ 72,750 ആണ് നമ്മുടെ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ എത്ര പെർസെന്റേജ് ആണ്, 2% ആണ്. അപ്പൊ 1455 ആണ് നമ്മുടെ പ്രൊവിഷൻ. ആ പ്രൊവിഷൻ നമ്മൾ ഇവിടുന്ന് കുറയ്ക്കുകയും ചെയ്തു. നേരെ നമ്മൾ കൊണ്ടുപോയി എവിടെ എഴുതണം, നമ്മളുടെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ പ്രൊവിഷൻ, പി ആൻഡ് എൽ 2 പ്രൊവിഷൻ. അപ്പൊ പി ആൻഡ് എൽ 2 പ്രൊവിഷൻ എന്നാണല്ലോ, അപ്പൊ 2 പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെയും എഴുതണം. റെഡി. ഇനി നമുക്ക് ആകെ ക്ലോസ് ചെയ്യാനുള്ളത് ഏത് അക്കൗണ്ട് ആണെന്നറിയോ, ബിൽസ് റിസീവബിളിന്റെ അക്കൗണ്ട് ആണ്. ബിൽസ് റിസീവബിളിന്റെ അക്കൗണ്ട് നോക്കാം. ഇവിടെ ബിൽസ് റിസീവബിൾ മാറി നമുക്ക് എത്ര രൂപ കിട്ടുന്നെന്നാ പറഞ്ഞേ, 61,250. അപ്പൊ ക്യാഷിലേക്ക് ഇത് വന്നേ. ഓക്കെ, ദെൻ 1,250 നമുക്ക് ഡിസ്കൗണ്ട് ആണ്, ഡിസ്കൗണ്ട് കുറച്ചിട്ടാണ്. അപ്പൊ ഡിസ്കൗണ്ട് ഓൺ ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഇത് നമുക്ക് ബാലൻസ് നമുക്ക് എന്ത് കിട്ടും, ബിൽസ് റിസീവബിളിന്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. റെഡി. ബിൽസ് റിസീവബിളിന്റെ ക്ലോസിംഗ് ബാലൻസ് എങ്ങനെ കിട്ടിയെന്ന്, നമുക്ക് ഇത്രയും 61,250 നമുക്ക് എന്താണ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡിസ്കൗണ്ട് കുറച്ച് നമുക്ക് ബാങ്കിലേക്ക് കയറിയ പൈസയാണ്. അപ്പൊ 1,250 ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡിസ്കൗണ്ട് നമുക്ക് കുറച്ചിട്ട് പൈസ വരുമ്പോൾ ഡിസ്കൗണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ്, ബിൽസ് റിസീവബിളിന്റെ വാല്യൂ കുറയുക ചെയ്യുക. അപ്പൊ ഡിസ്കൗണ്ടും കുറച്ച് ഇതും കുറച്ച് നമുക്ക് ടോട്ടൽ എത്രയുണ്ട്, 17,500 ഉണ്ട്. സോ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ബൈ ബാങ്ക് അക്കൗണ്ട് ഡിസ്കൗണ്ട്. നിങ്ങൾക്ക് എൻട്രി ഇടാനൊക്കെ അറിയില്ല, ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ ബിൽസ് റിസീവബിൾ കുറയുമല്ലേ ചെയ്യുന്നത്. അപ്പൊ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റഡ്, ഡിസ്കൗണ്ട് നമുക്ക് എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബിൽസ് റിസീവബിൾ. അപ്പൊ ബിൽസ് റിസീവബിൾ എന്ത് വരണം, ബൈ ഡിസ്കൗണ്ട് എന്ന് വരണം. ഓക്കെ, അപ്പൊ ഈ ഡിസ്കൗണ്ട് നമ്മൾ എവിടെ ആഡ് ചെയ്യണം, ഈ ഡിസ്കൗണ്ട് നമ്മൾ നേരെ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് വന്നിട്ട് ഡിസ്കൗണ്ട് നമുക്ക് എത്രയായി, ഇപ്പൊ 15,000 മാത്രമല്ല 1,250 ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് ജി പി വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ടോട്ടൽ ബാലൻസ് ചെയ്യാം. സൺട്രി എക്സ്പെൻസ് 92 ആയിരുന്നു, അഡ്വർടൈസ്മെന്റ് 9,000 ഉണ്ടായിരുന്നു, ഡിസ്കൗണ്ട് ടോട്ടൽ 16,250 ഉണ്ട്, ഡിപ്രീസിയേഷൻ 6,500 ഉണ്ട്, ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 1,14,455 ഉണ്ട്. ടോട്ടൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,145 ആണ് ടോട്ടൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുക. ദെൻ ആഡ് ചെയ്തിട്ടോ ടോട്ടൽ ക്യാപിറ്റൽ 1,88,000 മൈനസ് drawings 91,000 പ്ലസ് net profit plus sundry creditors plus outstanding expense. Then asset side നമുക്ക് എത്രയുണ്ട്,
63,500 നമുക്ക് എന്നിട്ട് ഫേർണിച്ചർ ഉണ്ട്. ഓക്കെ, ഫേർണിച്ചർ ഉണ്ട് 63,500. ദെൻ 19,000 ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. 600 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് എക്രൂഡ് ഉണ്ട്. ഇൻവെന്ററി 70,000 ഉണ്ട്. ദെൻ ക്രെഡിറ്റ് ഡെപ്റ്റേഴ്സ് 71,295 ആൻഡ് ബിൽസ് റിസീവബിളിന്റെ ക്ലോസിംഗ് റെക്കോർഡ് ഇങ്ങോട്ടേക്ക് റെക്കോർഡ് 17,500 പ്ലസ് ക്യാഷ് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജോയിന്റ് വെഞ്ചർ ആണ്. ജോയിന്റ് വെഞ്ചർ, യെസ്, ഓക്കെ. അപ്പൊ ജോയിന്റ് വെഞ്ചർ മീൻസ് നിങ്ങൾക്ക് അറിയാലോ. വാട്ട് ഈസ് ജോയിന്റ് വെഞ്ചർ? ജോയിന്റ് വെഞ്ചർ മീൻസ് ഈക്വൽ ടു പാർട്ട്ണർഷിപ്പ് പോലെ തന്നെയാണ്. അപ്പൊ ഒരു ഷോർട്ട് ടേം ബിസിനസ്, അതായത് ഒരു ഷോർട്ട് ടേം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു ഇന്റൻഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ആ ഒരു ബിസിനസ് കഴിഞ്ഞാൽ, ആ ഒരു ബിസിനസ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ജോയിന്റ് വെഞ്ചർ ഇല്ല. അപ്പൊ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു പാർട്ട്ണർഷിപ്പ്. എഗ്രീഡ് റേഷ്യോ ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ചില സമയങ്ങളിൽ കോൺട്രിബ്യൂഷനും ഉണ്ട്. അപ്പൊ കോൺട്രിബ്യൂഷനും എഗ്രീഡ് റേഷ്യോ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇക്വലന്റ് ടു പാർട്ട്ണർഷിപ്പ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാലും ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ബിസിനസ്സിന് വേണ്ടി തുടങ്ങുന്ന ഒരു സംരംഭമാണ് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more പാർട്ടീസ് തമ്മിൽ ഉള്ള എഗ്രിമെന്റ് ഉണ്ടാവും. ദെൻ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ബിസിനസ്, ഒരു സ്പെഷ്യൽ പ്രൊജക്ടിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആയിരിക്കും. ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള അസോസിയേഷൻ ആയിരിക്കും. ദെൻ ടെമ്പററി പാർട്ട്ണർഷിപ്പ് ആയിരിക്കും വിത്തൗട്ട് ദ യൂസ് ഓഫ് എ ഫേം നെയിം. നോർമലി നമ്മൾ ജോയിന്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫേമിന്റെ പേരുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നമ്മൾ എന്താണ്, ടെമ്പററി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പർപ്പസിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ ആ പർപ്പസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, ഈ പറഞ്ഞ ജോയിന്റ് വെഞ്ചർ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫേമിന് ഒരു ബിസിനസ്സിന് ഒരു പേരിടേണ്ട ആവശ്യമുണ്ടോ, നെയിം സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ദെൻ ഹൗവർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസസ് എന്തെന്ന് പറയുന്നത് എഗ്രിമെന്റ് പ്രകാരം P&L റേഷ്യോ, പ്രോഫിറ്റ് ഓർ ലോസ് റേഷ്യോ ഉണ്ടാകും. ഇനിയൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ആ റേഷ്യോ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു ഈക്വലി ആയിരിക്കും. ഇനി പാർട്ടീസ്, ജോയിന്റ് വെഞ്ചറിലെ പാർട്ടീസ് ആണ് കോ വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പാർട്ട്ണർഷിപ്പിലെ മെമ്പേഴ്സ്, ആൾക്കാരെ നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജോയിന്റ് വെഞ്ചേഴ്സിൽ ആൾക്കാർ നമ്മൾ എന്താ വിളിക്കുക, കോ വെഞ്ചേഴ്സ് എന്നാണ് വിളിക്കുക. കോ വെഞ്ചേഴ്സ്, റെഡി. ഇനി നമുക്ക് ആദ്യത്തെ അക്കൗണ്ടിംഗ് ഫോർ ജോയിന്റ് വെഞ്ചർ നമുക്ക് നോക്കി നോക്കാം. അക്കൗണ്ടിംഗ് ഫോർ ജോയിന്റ് വെഞ്ചർ, there are different methods of recording joint venture transactions. അവിടെ നമുക്ക് രണ്ട് മെത്തേഡിലൂടെയാണ് നമ്മൾ കാണിക്കുക. when the separate set of books are not maintained, where the separate set of books are maintained. അതായത് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ജോയിന്റ് വെഞ്ചേഴ്സും ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇപ്പൊ രണ്ട് പാർട്ട്ണർഷിപ്പ് എ ആൻഡ് കോയും ബി ആൻഡ് കോയും കൂടെ ചേർന്നിട്ട് AB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ക്രിയേറ്റ് ആകുന്ന സമയത്ത് ഇവിടെ എ ആൻഡ് കോ ഒന്നെങ്കിൽ എന്ത് ചെയ്യും, ഈ രണ്ടു പേരും സെപ്പറേറ്റ്ലി ഈ ജോയിന്റ് വെഞ്ചറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ബുക്സ് ആർ മെയിൻറ്റെയിൻ. ഇനി ഈ ജോയിന്റ് വെഞ്ചറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നില്ല എങ്കിൽ നോട്ട് സെപ്പറേറ്റ്ലി മെയിൻറ്റെയിൻ. അങ്ങനെ സെപ്പറേറ്റ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 3 ബുക്സുകളാണ്: ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്, ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്, കോ വെഞ്ചേഴ്സ് അക്കൗണ്ട്. ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്, ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്, കോ വെഞ്ചേഴ്സ് അക്കൗണ്ട്. ദെൻ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് നോമിനൽ അക്കൗണ്ട് ആണ്. എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകംസും ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ തന്നെയാണ്. ദെൻ അസറ്റ്സ് വന്നാൽ തന്നെ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ എല്ലാ എക്സ്പെൻസുകളും എന്താ ചെയ്യേണ്ടത്, എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകംസും എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ അസറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിലാണ് സെപ്പറേറ്റ് ബുക്സ് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ പുതിയൊരു അസറ്റ് ജോയിന്റ് വെഞ്ചറിന് വരുന്നുണ്ടെങ്കിൽ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസിൽ ഉണ്ടാവും. ദെൻ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്, അതായത് ജോയിന്റ് വെഞ്ചറുമായിട്ടുള്ള എല്ലാ ചെലവുകൾക്കും വരുമാനങ്ങൾക്കും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അതാണ് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ അതിനകത്തെ മെമ്പേഴ്സ് ആണ് കോ വെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇത് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്, കോ വെഞ്ചേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ,
അക്കൗണ്ടിങ് എൻട്രീസ് എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ ദ കോ-വെഞ്ചേഴ്സ്, ഒന്ന് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്, പിന്നെ എന്തൊക്കെയായിരുന്നു, ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്, കോ-വെഞ്ചേഴ്സ് അക്കൗണ്ട്. ഇതിനകത്ത് തന്നെ അക്കൗണ്ടിങ് എൻട്രീസിൽ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ചെയ്യുമ്പോൾ ഈ പാർട്ട്നേഴ്സ് ഈ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് കൂടും. ആരാണ്? ക്യാപിറ്റൽ അല്ല, കോ-വെഞ്ചേഴ്സ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ടു കോ-വെഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് നമ്മൾ എൻട്രി എന്താ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അതേപോലെ തന്നെയാണ് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കോ-വെഞ്ചേഴ്സ് അക്കൗണ്ട്. റെഡി? Then expense paid through joint bank. Joint ബാങ്കിലൂടെ എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ ജോയിന്റ് വെഞ്ചർ ടു ജോയിന്റ് ബാങ്ക്. ജോയിന്റ് വെഞ്ചറിലെ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യും ടു ബാങ്ക് അക്കൗണ്ട്. ജോയിന്റ് വെഞ്ചർ ടു ജോയിന്റ് ബാങ്ക്. Then expense paid or goods supplied by co-ventures. Co-ventures ആണ് ഈ എക്സ്പെൻസ് പേ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഗുഡ്സ് ഈ ജോയിന്റ് വെഞ്ചറിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തുന്നതോ എന്തല്ല, ഡയറക്റ്റ് ജോയിന്റ് വെഞ്ചർ അല്ല, പകരം നമ്മളുടെ കോ-വെഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ജോയിന്റ് വെഞ്ചറിൽ അപ്പോഴും എന്താകും, ഈ എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഡെബിറ്റ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ബാങ്കിന് പകരം എക്സ്പെൻസ് മെറ്റിയത് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടില്ല, പകരം അത് മെറ്റിയത് ആരാണ്, കോ-വെഞ്ചേഴ്സ് ആണെങ്കിൽ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഇവിടെ കോ-വെഞ്ചേഴ്സിന്റെ അക്കൗണ്ട് ആയിരിക്കും നമ്മൾ ഡെബിറ്റ് ചെയ്യണത്, പകരം ഏതിന് പകരം, ബാങ്കിന് പകരം. Then sale proceeds or collection. Joint bank sale proceeds or collection എന്ന് പറയുമ്പോൾ വിറ്റ് കിട്ടുന്ന പൈസ ജോയിന്റ് ബാങ്കിലേക്ക് പൈസ കൂടും. ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ. ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ. ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ. Okay. Then collections received by co-ventures. Co-venture to joint venture. Co-ventures to joint venture എന്ന് പറയും. Then assets taken over by co-venture. Co-venture to joint venture. അപ്പൊ ഇവിടെ കളക്ഷൻസ്, ഇവിടെ എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഇൻകംസും നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ വിറ്റ് കിട്ടുന്ന പൈസയെല്ലാം നമ്മൾ എന്താ ചെയ്യുക, ക്രെഡിറ്റാ ചെയ്യുക. ഇതിനെ ജോയിന്റ് വെഞ്ചറിനെ. അപ്പൊ ടു ജോയിന്റ് വെഞ്ചർ എന്നാണ് വരേണ്ടത്. വിറ്റ് കിട്ടുമ്പോൾ നമുക്ക് പൈസ കൂടും. അപ്പൊ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ എന്ന് പറയും. Ready? Then collections received by the co-ventures. Co-ventures ആണ് കളക്ഷൻസ് മേടിക്കുന്നെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നില്ല, പകരം co-venturesലേക്ക് പോകും. അപ്പൊ ജോയിന്റ് വെഞ്ചറിൽ എപ്പോഴും ക്രെഡിറ്റ് തന്നെ കൊടുക്കും, പക്ഷെ ബാങ്കിന് പകരം എന്ത് വരും, co-ventures എന്ന് വരും. ഈ എൻട്രിക്ക് ബാങ്കിന് പകരം എന്ത് വരും, co-ventures എന്ന് പറയും. Then asset taken over by the co-ventures. Asset co-ventures ഏറ്റെടുത്തുകൊണ്ട് പോകുമ്പോൾ co-ventures account debited to joint venture. Co-ventures account debited to joint venture. അതായത് ഒരു അസറ്റും നമ്മൾ വാങ്ങിക്കുമ്പോൾ ജോയിന്റ് വെഞ്ചറിലേക്ക് ഒരു അസറ്റ് മേടിക്കുമ്പോഴും ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യാറ്. പക്ഷേ നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. സോ അസറ്റ് ടേക്കൺ ഓവർ ബൈ ദ co-venture എന്ന് പറയുമ്പോൾ co-venture ടു ജോയിന്റ് വെഞ്ചർ. അപ്പൊ ഇത്രയും ആലോചിക്കുക. ഈ എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യും, അസറ്റ് വാങ്ങിയാൽ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇനി എക്സ്പെൻസ് നമ്മൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ co-venture പേ ചെയ്താലും നമ്മൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യും. നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ പോയാലും എല്ലാ co-ventures കൊടുത്താലും ഒക്കെ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ ഡെബിറ്റാ ചെയ്യുന്നത്. റെഡി? ദെൻ പിന്നെ ആലോചിക്കേണ്ടത് അസറ്റ് അല്ലെങ്കിൽ ആ ജോയിന്റ് വെഞ്ചറിലെ ഗുഡ്സ്, മെറ്റീരിയൽസ് ആരെ എടുത്തുകൊണ്ട് പോകാം, co-ventures എടുത്തുകൊണ്ട് പോകും. co-ventures എടുത്തുകൊണ്ട് പോകുമ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഏത് സൈഡിൽ വേണം, ക്രെഡിറ്റ് സൈഡിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Sagar and Paki entered into a joint venture, undertook building construction of P and Co Limited, Mumbai for 5 lakh. Okay, 5 lakh in the contract building construction ആണ് അവർ ഏറ്റെടുത്തത്. Sagar supplied materials for 35,000 and Paki paid 20,000 his architect fee. Sagar contributed 1,25,000 and Paki contributed 75,000 and deposited the same amount in the joint bank account. They paid from joint bank account for the materials 2,80,000 and wages 1,20,000. On the completion of the venture, they received contract price as per the terms. Paki took over the unused materials for 15,000. Profit or loss on the joint venture will be equally. And then 3 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുക, joint venture, co-venture and joint bank account. സോ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ നമ്മൾക്ക് സാഗർ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തു 35,000-ന്, പക്കി 20,000 രൂപയ്ക്ക് ആർക്കിടെക്ട് ഫീയും പേ ചെയ്തു. അപ്പൊ ആര് പേ ചെയ്താലും ജോയിന്റ് വെഞ്ചറിന്റെ എക്സ്പെൻസ് നമ്മൾ ജോയിന്റ് ബാങ്കിൽ നിന്ന് പോയില്ലെങ്കിൽ കൂടെ ആര് മെറ്റീരിയൽ പറയണേ, ഒന്ന് സാഗറും ഒന്ന് പക്കിയും. അപ്പൊ ജോയിന്റ് വെഞ്ചറിലെ എക്സ്പെൻസ് എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്, എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ 35,000 ആരാ കൊടുത്തത്, ബാങ്കിലൂടെ പോകുന്നില്ല, പകരം ടു സാഗർ. ദെൻ ഇവിടെ 20,000 ആർക്കിടെക്ട് ഫീ ആരാ കൊടുത്തത്, ബാങ്കിലൂടെ, ജോയിന്റ് ബാങ്കിലൂടെ പേയ്മെന്റ് പോയില്ല, പകരം ആര് കൊടുത്തു, ടു പക്കി.
ദെൻ കോ വെഞ്ചേഴ്സ് അക്കൗണ്ട് ഇത് എഫക്ട് ചെയ്യും. അപ്പൊ കോ വെഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് പോലെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുക. ദെൻ 2 എമൗണ്ട് കോളം വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം, നമുക്കിവിടെ എക്സ്പെൻസ് മെറ്റ് ചെയ്ത് ആരാന്നാണ് പറഞ്ഞത്? എക്സ്പെൻസ് 35,000ന്റെയും 20,000ന്റെയും എക്സ്പെൻസ് മെറ്റ് ചെയ്തത് സാഗറും പക്കിയും. അപ്പൊ ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഇപ്പുറത്ത് നമ്മൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ് ആണ്. അപ്പൊ സാഗറിന്റെ അവിടെ ക്രെഡിറ്റില് 35,000, പക്കിയുടെ അവിടെ ക്രെഡിറ്റില് 20,000 വരണം. ദെൻ അത് കഴിഞ്ഞിട്ട് Sagar contributed 1,25,000 and Paki contributed 75,000 and deposited the same amount in the joint bank account. രണ്ടുപേരും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ പോലെ തന്നെ ഇവിടെയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1,25,000 കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജോയിന്റ് ബാങ്കിലേക്ക് പൈസ വരികയാണ് ചെയ്യുക. സോ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കോ വെഞ്ചേഴ്സ് എന്ന് പറയാം. ബാങ്കിലേക്ക് പൈസ വരും, ബാങ്കിലേക്ക് പൈസ വരുമ്പോൾ ഡെബിറ്റ് ചെയ്യണം 2 എമൗണ്ട്. ആരുടെയൊക്കെ പേരിൽ? ടു സാഗർ, ടു പക്കി. ദെൻ ടു സാഗറിനെ പക്കിയുടെ അക്കൗണ്ടിലോ ബൈ വരണം, ബൈ ജോയിന്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കോൺട്രിബ്യൂഷൻ വരണം. ദെൻ അടുത്തത് ദേ പെയ്ഡ് ഫ്രം ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഫോർ ദ മെറ്റീരിയൽസ് വേജസിന് വേണ്ടി ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് വഴി നമ്മൾ പേ ചെയ്തു. അപ്പൊ അതും എക്സ്പെൻസ് തന്നെയാണ്. പക്ഷെ എന്താണ്, അവർ ആരല്ല പേ ചെയ്യുന്ന? കോ വെഞ്ചേഴ്സ് അല്ല. അപ്പൊ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ ടു ജോയിന്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ 2,80,000, 1,20,000, 4,00,000 പേ ചെയ്തു. Okay. Then on completion of the venture, they received contract price as per the terms. അപ്പോൾ കംപ്ലീഷൻ കഴിഞ്ഞിട്ട് ഈ ജോയിന്റ് വെഞ്ചർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് കിട്ടി? കോൺട്രാക്ട് പ്രൈസ് അവർക്ക് കിട്ടി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ദെൻ പക്കി took over the unused materials. അപ്പൊ ഇവിടെയുള്ള ഈ മെറ്റീരിയൽസിൽ ഇവര് 15,000 രൂപയ്ക്ക് പക്കി എന്ത് ചെയ്തു? ഗുഡ്സ് ഏറ്റെടുത്ത് കൊണ്ടുപോയി. ഗുഡ്സ് വന്നപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ, ഗുഡ്സ് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ആരുടെ പേരിൽ? ആരെ ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന? പക്കിയുടെ പേരിലാണ്. സോ ബൈ പക്കി 15,000. ദെൻ പക്കിയുടെ അക്കൗണ്ടിൽ നേരെ എന്ത് വരണം? ടു ജോയിന്റ് വെഞ്ചർ 15,000. റെഡി? ആ എൻട്രി മനസ്സിലായി കഴിഞ്ഞാൽ എൻട്രി നേരെ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ മെറ്റീരിയൽസ് ഏറ്റെടുത്തുകൊണ്ട് പോകുമ്പോൾ ജോയിന്റ് വെഞ്ചറിൽ നമുക്ക് സെയിൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം അല്ലെ. അറ്റ് സെയിൽ പ്രോഫിറ്റ് പ്രൈസിന് അല്ലെങ്കിൽ കൂടെ മെറ്റീരിയൽ ഇവിടെ കിടക്കുന്നുണ്ട്, അത് ഏറ്റെടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ സെയിൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. സോ അവിടെ ബാങ്കിന് പകരം, ജോയിന്റ് ബാങ്കിന് പകരം ഗുഡ്സ് ഏറ്റെടുത്തോണ്ട് പോയത് പക്കി ആയതുകൊണ്ട് പക്കിയുടെ പേര് എഴുതും. ദെൻ പക്കിയുടെ അക്കൗണ്ടിൽ ടു ജോയിന്റ് വെഞ്ചർ എന്ന് എഴുതും. Then profit or loss on joint venture will be shared by Sagar and Paki equally അവർ എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യാന്ന് പറയാണ് പ്രോഫിറ്റോ ലോസസും. അപ്പൊ ഇനി എന്തെങ്കിലും അവിടെ റെക്കോർഡ് ചെയ്യാനുണ്ടോ എന്ന് തന്നെ നോക്കിയേ. ഇനി എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാനുണ്ടോ? ഉണ്ടല്ലോ, കാരണം കോൺട്രാക്ട് പ്രൈസ് അവരെ കിട്ടിയെന്ന് പറയുന്നില്ലേ. വൺസ് ജോയിന്റ് വെഞ്ചർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കോൺട്രാക്ട് പ്രൈസ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. എത്രയാണ് കോൺട്രാക്ട് പ്രൈസ്? 5,00,000 rupees ആണ് കോൺട്രാക്ട് പ്രൈസ് വരുന്നത്. കോൺട്രാക്ട് പ്രൈസ് വരുന്നത് എത്രയാണ്? 5,00,000 rupees ആണ്. അപ്പൊ അവിടെ കിട്ടുമ്പോ ഓൺ കംപ്ലീഷൻ ദേ റിസീവ് ദ കോൺട്രാക്ട് പ്രൈസ് മീൻസ് കിട്ടുമ്പോൾ ജോയിന്റ് ബാങ്ക് കൂടും. ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ. ജോയിന്റ് വെഞ്ചറിൽ ഇൻകം ആണ് കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻകം ആണെങ്കിൽ ബൈ ജോയിന്റ് ബാങ്ക് 5,00,000. അപ്പൊ ജോയിന്റ് ബാങ്കിലേക്ക് പൈസ കൂടും 5,00,000. ആ 5,00,000 ഇവർക്ക് എങ്ങനെ വീതിക്കാനാണ് പറയുന്നത്? ജോയിന്റ് വെഞ്ചറിൻ്റെത് ഈക്വലി വീതിക്കാനാണ് പറയുന്നത്. ഈക്വലി വീതിക്കാൻ പറയുമ്പോ അങ്ങനെ ജോയിന്റ് ബാങ്കിലേക്ക് നമുക്ക് 5,00,000. അപ്പൊ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ. അപ്പൊ ജോയിന്റ് ബാങ്കിലേക്ക് 5,00,000 വരണം. ജോയിന്റ് ബാങ്കിലേക്ക് 5,00,000 വരണം. 5,00,000 ജോയിന്റ് ബാങ്കിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ വരുന്ന എൻട്രി എന്താണ്? ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ. അപ്പൊ ജോയിന്റ് വെഞ്ചറിൽ നമുക്ക് ഇൻകം വന്നു 5,00,000 വന്നു. അപ്പൊ ജോയിന്റ് ബാങ്കിലേക്ക് പൈസ കൂടണം, 5,00,000 കൂടി. ഓക്കെ, ഇത്രയെല്ലാം റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ബാലൻസ് എന്നുള്ളതാണ്. ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 60,000 കിട്ടും. ഈ 60,000 നമുക്ക് ഈക്വലി വീതിക്കാനാണ് പറയുന്നത്. അപ്പൊ ഈക്വലി നമ്മൾ വീതിക്കുക 60,000 rupees നമ്മൾ ഈക്വലി വീതിക്കണം 30. ഈ പ്രോഫിറ്റ് നമുക്ക് ആർക്കാ കൊടുക്കുകയാണ്? കോ വെഞ്ചേഴ്സിനാണ് കൊടുക്കുക. അപ്പൊ കോ വെഞ്ചേഴ്സിന് പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ ഏത് സൈഡിലാണ് വരേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്. കാരണം പ്രോഫിറ്റ് വീതിക്കുമ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു സാഗർ ടു
പക്കി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു സാഗർ പക്കി എന്ന് പറയുമ്പോൾ സാഗറിനെയും പക്കിയുടെ അക്കൗണ്ടിൽ ബൈ ജോയിന്റ് വെഞ്ചർ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? എൻട്രി വരുന്നത് എങ്ങനെയാ? ജോയിന്റ് വെഞ്ചർ ടു സാഗർ അക്കൗണ്ട് ടു പക്കി അക്കൗണ്ട്. പക്കീടിന്റെ സാഗറിന്റെ അക്കൗണ്ടിൽ ബൈ ജോയിന്റ് വെഞ്ചർ റെക്കോർഡ് ചെയ്തു. ദെൻ കോ വെഞ്ചേഴ്സിന്റെ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? കോ വെഞ്ചേഴ്സിന്റെ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1,90,000 കിട്ടി, 1,10,000 കിട്ടി. അത് നേരെ എങ്ങോട്ടേക്കാണ് വിടേണ്ടത്? ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വിടേണ്ടത്. ദെൻ നമുക്ക് ബാലൻസ് ഫിഗർ ആയിട്ട് കോ വെഞ്ചേഴ്സിന്റെ അക്കൗണ്ട് നമുക്ക് എത്ര കിട്ടി? 1,90,000 1,10,000. അത് നേരെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക? ടാലി ആക്കുക കേട്ടോ. ഓക്കെ. Then next എന്ന് പറയുന്നത് മെത്തേഡ് നമ്പർ 2, when separate set of books are not maintained for the joint venture. അതായത് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ ഇവരെങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് അവർ പറയുന്നത്. സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് റെക്കോർഡ് ചെയ്യുന്നില്ല മീൻസ് ജോയിന്റ് വെഞ്ചറിനായിട്ട് ഇവർ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല. ഇവർ അല്ലാതെ തന്നെ എന്ത് ചെയ്യാണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ദ co-ventures when decide to not to keep the separate set of books of accounts, കാരണം ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തിന് വേറൊരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് പ്രിപ്പയർ ചെയ്യണം? അത്രയും വലിയ എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ എന്തിനു മാറ്റണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരിവിടെ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ എന്തില്ല? there is no joint bank account is open and co-ventures does not contribute in cash. അപ്പൊ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ക്യാഷ് ആയിട്ട് ഇവർ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം എന്തില്ല? ക്യാഷ് കോൺട്രിബ്യൂഷൻ ഇല്ല. അതുകൊണ്ട് ഇല്ലാത്തത് പക്ഷം അവിടെ എന്തില്ല? ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. Then each co-venture, ഇനി ഓരോ co-venturesഉം അവരെന്താ പ്രിപ്പയർ ചെയ്യുക? ജോയിന്റ് വെഞ്ചറും അതർ co-ventures accounts in his books. അതായത് ഓരോരുത്തരുടെ ബുക്കിലും ജോയിന്റ് വെഞ്ചറും മറ്റു co-ventures അക്കൗണ്ടുമാണ് ഇവരെ പ്രിപ്പയർ ചെയ്യണത്. അപ്പൊ നാച്ചുറലി ദ പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റഡ് ബൈ ഈച്ച് co-venture. അപ്പൊ ഓരോ co-venturesഉം എന്ത് ചെയ്യും? സെപ്പറേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യും. സെയിം ആയിരിക്കും ആൻസർ. അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ലോസും നമുക്ക് കിട്ടുന്ന ലോസും സെയിം ആയിരിക്കണം. പക്ഷെ ഇവിടെ എന്തില്ല? ഒരുമിച്ചൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. അതായത് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല മീൻസ് ജോയിന്റ് വെഞ്ചറിനകത്ത് സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ഇല്ല. അപ്പൊ അതിന് പകരം ഓരോ co-venturesഉം സെപ്പറേറ്റ്ലി ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഈച്ച് co-venturesന്റെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ എ ബി ആണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ എ ആൻഡ് ബി ഒന്നിച്ച് ജോയിന്റ് വെഞ്ചർ ആണെങ്കിൽ എ എന്ത് ചെയ്യുന്നുണ്ട്? ജോയിന്റ് വെഞ്ചറും ബിന്റെ അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബി ആണെങ്കിൽ ജോയിന്റ് വെഞ്ചറും എന്റെ അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. Then each co-venture will take into account all transaction done by himself and by co-ventures as well. അതായത് എ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്റെ ട്രാൻസാക്ഷൻ എ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ദെൻ ബി ചെയ്തതും എ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ദെൻ ബി ചെയ്യുമ്പോൾ എ ചെയ്ത ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബി ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസും ബി എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. Then when each co-venture keeps records of all the transactions, ഓരോ co-venturesഉം എല്ലാ റെക്കോർഡ്സും അയാളുടെ ട്രാൻസാക്ഷനും മറ്റ് co-venturesന്റെ ട്രാൻസാക്ഷനും കൂടെ മുഴുവനായിട്ടും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ when the goods are supplied and expense paid by A ആണെങ്കിൽ മൊത്തം ഗുഡ്സും സപ്ലൈ ചെയ്യേണ്ടത് എക്സ്പെൻസ് പേ ചെയ്യേണ്ടത് എ ആണെങ്കിൽ എന്റെ ബുക്സിൽ എങ്ങനെയായിരിക്കും റെക്കോർഡ് ചെയ്യേണ്ടത്? ജോയിന്റ് വെഞ്ചറിൽ എപ്പോഴും നമുക്ക് എക്സ്പെൻസ് ഈസ് ഡെബിറ്റഡ് ആണ്. ടു എവിടെ എന്താണ് വരണത്? ക്യാഷ് പേ എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ ടു ക്യാഷ്, ഗുഡ്സ് ആണെങ്കിൽ ടു ഗുഡ്സ് അങ്ങനെയാണ് വരേണ്ടത്. ഇനി അഥവാ എന്റെ ബുക്സിൽ ബിന്റെ ട്രാൻസാക്ഷനും എന്റെ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗുഡ്സ് സപ്ലൈ ചെയ്യണത് ആരാണ്? ബി ആണെങ്കിലോ ജോയിന്റ് വെഞ്ചർ ടു ആരുടെ പേര് വരും? ടു ബി എന്ന് മാത്രമേ വരുള്ളൂ. അല്ലാതെ ടു ക്യാഷ് എന്നോ ടു ഗുഡ്സ് എന്നോ ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. Then when advance is given by A to B, അഡ്വാൻസ് എ ബിക്ക് കൊടുക്കുമ്പോൾ അവിടെ നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ്. ഇവിടെ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ടു ബാങ്ക് ഓർ ടു ക്യാഷ് എന്നാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എക്സ്പെൻസ് പേ ചെയ്യണത് ക്യാഷിലൂടെ അല്ല, നമ്മൾ ബില്ല് കൊടുക്കുകയാണെങ്കിൽ ടു ബിൽസ് പേയബിൾ എന്നാണ്. അപ്പൊ ബി അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽസ് പേയബിൾ ഓർ ടു ക്യാഷ്. ഓക്കെ. Then the sale proceeds are received by A. നമുക്കാണ് വിറ്റ പൈസ നമ്മൾ കിട്ടുന്നെങ്കിൽ അവിടെ നമുക്ക് എന്താണ്? സെയിൽ പ്രൊസീഡ്സ് റിസീവ്ഡ് ബൈ എ ആണെങ്കിൽ നമുക്ക് പൈസ കൂടും. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ജോയിന്റ് വെഞ്ചറിന് അപ്പോഴും ഇപ്പോഴും ആര് റിസീവ് ചെയ്താലും ജോയിന്റ് വെഞ്ചറിന് ഇൻകം ആണ്. കാരണം വിറ്റ പൈസയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ജോയിന്റ് വെഞ്ചറിന് എന്താണ്? ഇൻകം ആണ്. ഇനി അഥവാ സെയിൽ പ്രൊസീഡ്സ് റിസീവ് ചെയ്യേണ്ടത് എ അല്ല ബി ആണെങ്കിലും നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല, ക്യാഷിന് പകരം ബി വരും. ബി അക്കൗണ്ട് ഡെബിറ്റ് ടു ജോയിന്റ് വെഞ്ചർ. അപ്പോഴും ഇപ്പോഴും ജോയിന്റ് വെഞ്ചറിന് എന്താണ്? ഇൻകം ആണ്.
Then unsold goods taken over by A. വിറ്റ് അൺസോൾഡ് ഗുഡ്സ് ആരെ എടുത്തുകൊണ്ട് പോയി? എ ഏറ്റെടുത്തുകൊണ്ട് പോകുമ്പോൾ അപ്പോഴും നമ്മൾ വിറ്റ പോലെ തന്നെ കണക്കാക്കണം എന്നാണ്. പ്രോഫിറ്റ് മാർജിൻ അല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുക, കോസ്റ്റ് പ്രൈസിന് തന്നെയാണ്, ഏറ്റെടുത്തുകൊണ്ട് പോയ പൈസയ്ക്ക് തന്നെയാണ്. പക്ഷെ വിറ്റതുപോലെ തന്നെ ഗുഡ്സ് അവിടെ കുറയണ്ടേ? അപ്പൊ ഡെബിറ്റ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ വരുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്ത് വെക്കും. അപ്പൊ മെറ്റീരിയൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ അൺസോൾഡ് ഗുഡ്സ് ടേക്കൺ ഓവർ ബൈ എ ആണെങ്കിൽ ജോയിന്റ് വെഞ്ചറിന്റെ ഇത് സൈഡിൽ തന്നെ വരണം. വിൽക്കുമ്പോൾ നമ്മൾ എവിടെ എഴുതാറ്? ജോയിന്റ് വെഞ്ചറിന്റെ ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ കൊണ്ടുപോകുമ്പോഴും ക്രെഡിറ്റ് സൈഡിൽ തന്നെ. പക്ഷെ അവിടെ ബാങ്ക് എന്നില്ല, പകരം അയാളുടെ പേരാണ്. ആരെ കൊണ്ടുപോകുന്നത്? എ ആണെങ്കിൽ അവിടെ ഗുഡ്സ് എന്ന് എഴുതും. ഇനി എന്റെ ബുക്കിൽ നോക്കുന്ന സമയത്ത് ബി ആണ് കൊണ്ടുപോകുന്നെങ്കിൽ ഗുഡ്സ് എന്നല്ല, അതിന് പകരം ബി എന്ന പേര് എഴുതും. ഓക്കെ, അപ്പൊ എന്റെ ബുക്സിലാണ് എ തന്നെ ഏറ്റെടുത്തുകൊണ്ട് പോയതാണെങ്കിൽ ഗുഡ്സ് എന്ന് എഴുതും. ഇനി എന്റെ ബുക്കാണ് ബി ഏറ്റെടുത്തുകൊണ്ട് പോയതാണെങ്കിൽ ബിന്റെ പേരാണ് എഴുതുന്നത്. റെഡി? ഈ ഒരു ക്വസ്റ്റൻ നമുക്ക് ചെയ്ത് നോക്കാം. അനിൽ ആൻഡ് മുകേഷ് entered into a venture taken for a job ₹2,40,000. They provide the following information regarding the expenditure incurred by them. ഓക്കെ, ദെൻ അനില് മുകേഷ്. അനിലിൽ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ട്? അനിൽ മെറ്റീരിയൽ മേടിക്കുന്നുണ്ട്, സിമെന്റ്, ആർക്കിടെക്ട് ഫീസ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. മുകേഷ് ആണെങ്കിൽ 50,000 മെറ്റീരിയൽ, സിമെന്റ്, വേജസ്, ലൈസൻസ് ഫീ, പ്ലാന്റ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മെറ്റീരിയൽസ്, ഇതെല്ലാം സാധനങ്ങളും ആര് വാങ്ങിക്കുന്നുണ്ട്? മുകേഷ് മേടിക്കുന്നുണ്ട്. അപ്പൊ മുകേഷിന് വന്ന എക്സ്പെൻഡിച്ചർ ഇങ്ങനെ, അനിൽ വന്ന എക്സ്പെൻഡിച്ചർ ഇങ്ങനെ. ദെൻ പ്ലാന്റ് വാല്യൂ ചെയ്തപ്പോ 10,000 അറ്റ് ദ എൻഡ് ഓഫ് ദ കോൺട്രാക്റ്റില് പ്ലാന്റ് വാല്യൂ ചെയ്തപ്പോ മുകേഷ് എന്ത് ചെയ്തു? ആ പ്ലാന്റ് വാല്യൂ ചെയ്ത 10,000 രൂപയ്ക്ക് എന്ത് ചെയ്ത് എടുത്തുകൊണ്ട് പോയി? മുകേഷ് ഏറ്റെടുത്തോണ്ട് പോയി. പ്ലാന്റ് വാങ്ങിയത് മുകേഷ് 20,000 രൂപയ്ക്കാണെങ്കിൽ പ്ലാന്റ് ഏറ്റെടുത്തുകൊണ്ട് പോയത് എത്രയ്ക്കാണ്? 10,000 രൂപയ്ക്കാണ്. ഇവിടെ എങ്ങനെ കൊണ്ടുപോകുന്നു, നഷ്ടം വന്നൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല, വന്നു പോയി അത്രമാത്രം. Then you are required to prepare joint venture account and Mukesh account in the books of Anil. അപ്പൊ അനിലിന്റെ ബുക്കില് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം, മുകേഷിന്റെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അനിലിന്റെ ബുക്കിലാണെങ്കിൽ ഇവിടെ ജോയിന്റ് വെഞ്ചറും മുകേഷിന്റെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അനിലിന്റെ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യണം, അനില് മുകേഷിന്റെ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അതേപോലെ ഇവിടെ മുകേഷിന്റെ ബുക്സിൽ പ്രിപ്പയർ ചെയ്യണമോ മുകേഷിന്റെ ട്രാൻസാക്ഷനും പ്രിപ്പയർ ചെയ്യണം. ദെൻ മുകേഷ് അനിലിൽ വന്ന ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യണം. റെഡി? സോ നമുക്ക് ഫസ്റ്റ് ആണ് ജോയിന്റ് വെഞ്ചർ ഇൻ ദ ബുക്സ് ഓഫ് അനിൽ. നമുക്ക് ഫസ്റ്റ് ജോയിന്റ് വെഞ്ചർ നോക്കാം. ഫസ്റ്റ് ജോയിന്റ് വെഞ്ചറിലെ മെറ്റീരിയൽസ് അനിലിന്റെ ബുക്സ് തന്നെയാണ്. അപ്പൊ അനിലിന്റെ ബുക്കിലാണെങ്കിൽ എന്താണ് വരിക? എക്സ്പെൻസ് ആണെങ്കിൽ ടു ബാങ്ക് എന്നും മെറ്റീരിയൽസ് ആണെങ്കിൽ ടു ഗുഡ്സ് എന്നുമാണ് വരിക. അപ്പൊ ഇവിടെ എന്തൊക്കെ എക്സ്പെൻസ് വന്നു എന്നാ പറയണേ? ഫോളോയിങ് റിഗാർഡിംഗ് ദ എക്സ്പെൻഡിച്ചർ. എന്തൊക്കെ എക്സ്പെൻഡിച്ചർ വന്നേ? മെറ്റീരിയൽസ്, സിമെന്റ്, ആർക്കിടെക്ട് ഫീസ്. അപ്പൊ ടു ബാങ്ക് അനിലിന്റെ കയ്യിൽ നിന്ന് പോയി, ടു ബാങ്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ദെൻ മുകേഷിന് എന്തൊക്കെ വന്നേ? ഇത്രയും എക്സ്പെൻസ്. പക്ഷെ അനിലിന്റെ ബുക്കിലായതുകൊണ്ട് മുകേഷിന് ഒരു പേര് മാത്രം എഴുതിയാൽ മതി. അവിടെ എന്താ വരേണ്ടത്? ടു മുകേഷ് അക്കൗണ്ട് ഇത്രയും എക്സ്പെൻസ് വന്നു ടോട്ടൽ. ഓക്കെ, ടു മുകേഷ്. ദെൻ അത് കഴിഞ്ഞിട്ട് പ്ലാന്റ് വാല്യൂ ചെയ്തപ്പോ 10,000 ആയിരുന്നു. അത് നേരെ ആര് ഏറ്റെടുത്തോണ്ട് പോവാണ്? മുകേഷ് ഏറ്റെടുത്തുകൊണ്ട് പോവാണ്. അപ്പൊ നമ്മള് അനിലിന്റെ ബുക്കിൽ നിലനിൽക്കെ അനിലാണ് കൊണ്ടുപോകുന്നെങ്കിൽ ഗുഡ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ആ പ്ലാന്റ് അക്കൗണ്ട് എന്ന് വന്നേനെ. ഇവിടെ അനിലല്ല കൊണ്ടുപോകുന്ന, പകരം ആരാണ്? മുകേഷ് ആണ്. അപ്പൊ മുകേഷ് എന്ന് പറഞ്ഞ പേര് മാത്രം വന്നാൽ മതി. ജോയിന്റ് വെഞ്ചറിനെ സംബന്ധിച്ച് അത് സെയിൽ പോലെ തന്നെയാണ്. ബൈ മുകേഷ്, പ്ലാൻ ടേക്കൺ ഓവർ. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? കോൺട്രാക്ട് പ്രൈസ് ആർക്ക് കിട്ടി? കോൺട്രാക്ട് പ്രൈസ് ഈസ് റിസീവ്ഡ് ബൈ ദ അനിൽ. അനിലിന് കോൺട്രാക്ട് പ്രൈസ് കിട്ടി. അനിലിന് കിട്ടുമ്പോൾ അനിലിന് എന്ത് ആകും? അനിലിന്റെ കയ്യിലേക്ക് ക്യാഷ് വരണത്. അപ്പൊ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ്. ജോയിന്റ് ബാങ്കിലേക്ക്, ജോയിന്റ് ബാങ്ക് അല്ല, ബാങ്കിലേക്ക് അല്ലെങ്കിൽ ക്യാഷിലേക്ക് കൂടും. ഇനി അവിടെ കോൺട്രാക്ട് പ്രൈസ് കിട്ടുമ്പോൾ അനിലിനെ സംബന്ധിച്ചിട്ട് ഇൻകം അല്ല, അനിലല്ല ജോയിന്റ് വെഞ്ചറിനെ സംബന്ധിച്ച് ഇൻകം അല്ലേ? ജോയിന്റ് വെഞ്ചറിനെ സംബന്ധിച്ചിട്ട് കോൺട്രാക്ട് പ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. കോൺട്രാക്ട് പ്രൈസ് കിട്ടുന്നത് ഇൻകം ആണെങ്കിൽ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റിലേക്ക് എഴുതും. ബൈ ബാങ്ക് കോൺട്രാക്ട് പ്രൈസ് 2,40,000. ദെൻ ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 40,000 ആണ്. ഈ 40,000 ഇവിടെ അനിലിന്റെ ബുക്ക് ആയതുകൊണ്ട് അനിലിന്റെ ഷെയർ ഓഫ് 20,000 പോകുന്നത് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ആയിരിക്കണം. ദെൻ അനിലിന്റെ ബുക്ക് ആയതുകൊണ്ട് മുകേഷിന്റെ പ്രോഫിറ്റ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ടു മുകേഷ് എന്ന് എഴുതും. ദെൻ അനിൽ പ്രിപ്പയർ ചെയ്യുന്ന മുകേഷിന്റെ അക്കൗണ്ടിൽ എന്തൊക്കെ വരണം എന്നുള്ളതാണ്. ഇവിടെ മുകേഷിന്റെ അക്കൗണ്ടിൽ ടു മുകേഷ് എന്ന് വന്നാൽ ഇവിടെ ബൈ ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞ ടോട്ടൽ ഇത്ര എക്സ്പെൻസ് വരണ്ടേ? ബൈ ജോയിന്റ് വെഞ്ചർ 1,19,000. ദെൻ ഗുഡ്സ് ഏറ്റെടുത്തുകൊണ്ട് ടോട്ടൽ നോക്കിയേ, ടോട്ടൽ എത്ര എക്സ്പെൻസ് വരുന്നുണ്ടെന്ന് നോക്കിയേ. 50,000, 17,000, 27,000, 5,000, 20,000, 1,19,000. ഓക്കെ. ദെൻ മുകേഷ് പ്ലാന്റ് ഏറ്റെടുത്തോണ്ട് പോകുന്നുണ്ട് 10,000. ബൈ മുകേഷ് ആണെങ്കിൽ മുകേഷിന്റെ അക്കൗണ്ടിൽ ടു ജോയിന്റ് വെഞ്ചർ എന്ന് വരണം. ടു ജോയിന്റ് വെഞ്ചർ 10,000. ദെൻ ഇനി ഇവിടെ വരേണ്ടത് എന്താ? ടു മുകേഷ്
ജോയിന്റ് വെഞ്ചറിന്റെ ഇൻകം അല്ലെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ടു മുകേഷിന് ജോയിന്റ് വെഞ്ചറിൽ വന്നാൽ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ ടു മുകേഷിന് വന്നാൽ മുകേഷിന്റെ അക്കൗണ്ടിൽ ബൈ ജോയിന്റ് വെഞ്ചർ എന്ന് പറയണം. ഇത് തെറ്റാണ്. ബൈ ജോയിന്റ് വെഞ്ചർ 20,000. ദെൻ മുകേഷിന്റെ ബാലൻസ് എത്ര കൊടുക്കാനുണ്ട്? 1,19,000 പ്ലസ് 20 മൈനസ് 10,000 ടോട്ടൽ എത്രയാണ്? 1,29,000 മുകേഷ് വെക്കാനായിട്ടുണ്ട്. 1,29,000. ഇനി മുകേഷിന്റെ അക്കൗണ്ടിൽ നോക്കാം. മുകേഷിന്റെ ബുക്സിൽ നോക്കാം. മുകേഷിന്റെ ബുക്സിൽ ഒന്ന് റബ് ചെയ്ത് നോക്കാം. ഇനി മുകേഷിന്റെ ബുക്കിൽ ഈ എക്സ്പെൻസ് എല്ലാം മുകേഷിനെ സംബന്ധിച്ച് മുകേഷിന്റെ കയ്യിൽ നിന്ന് പോയതാണ്. അപ്പൊ ജോയിന്റ് വെഞ്ചറിൽ ടു ബാങ്ക് എന്നാണ് വരേണ്ടത്. ടു ബാങ്ക് മെറ്റീരിയൽസ്, സിമെന്റ്, വേജസ്, ലൈസൻസ് ഫീ, ഇതെല്ലാം എന്താണ്? ടു ബാങ്കിൽ വരണം. ടോട്ടൽ 1,19,000. ദെൻ ഈ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മുകേഷൻ ടോട്ടൽ എത്രയുണ്ട്? 68,000, 13,000, 10,000. ടോട്ടൽ എത്ര എക്സ്പെൻസ് ഉണ്ട്? 91,000. അത് മുകേഷിന്റെ കയ്യിൽ നിന്ന് പോയതല്ലാത്തത് കൊണ്ട് ടു അനിൽ എന്നിട്ടാൽ മതി. ജോയിന്റ് വെഞ്ചറിൽ ടു അനിൽ ടോട്ടല് 91,000. അപ്പൊ അനിലിന്റെ അക്കൗണ്ടിലോ മുകേഷ് എന്തൊക്കെ ഉണ്ടാക്കണ്ടേ? ജോയിന്റ് വെഞ്ചറും അനിലിന്റെ അക്കൗണ്ടും. അപ്പൊ അനിലിന്റെ അക്കൗണ്ടിലോ ബൈ ജോയിന്റ് വെഞ്ചർ 91,000. ദെൻ ഇവിടെ ഇനി അടുത്തത് എന്താണ്? പ്ലാന്റ് 10,000 രൂപയ്ക്ക് വാല്യൂ ചെയ്തു. അത് മുകേഷ് ഏറ്റെടുത്തുകൊണ്ട് പോയി. ഇവിടെ മുകേഷിന്റെ ബുക്ക് ആണല്ലോ. അപ്പൊ മുകേഷ് ഏറ്റെടുത്തുകൊണ്ട് പോകുമ്പോ അവിടെ എന്താണ് വരേണ്ടത്? ഇവിടെ അനിലിന്റെ പേര് വരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ എന്ത് വരണം? ബൈ പ്ലാന്റ് എന്ന് വരണം. അപ്പൊ ജോയിന്റ് വെഞ്ചറിനെ സംബന്ധിച്ചിട്ട് ഏറ്റെടുത്തുകൊണ്ട് പോവാ മീൻസ് ടേക്കൺ ഓവർ മീൻസ് ഇക്വലൻ ടു സെയിൽസ് തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. 10,000 എന്ത് എഴുതണം? ബൈ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെക്കാം. ഓക്കെ. ദെൻ ഇനി അടുത്ത എന്താണ്? കോൺട്രാക്ട് അനിലിനാണ് കിട്ടിയത്. അപ്പൊ ജോയിന്റ് വെഞ്ചറിന് കോൺട്രാക്ട് പ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞ ഇൻകം ആണ്. പക്ഷെ ഇവിടെ മുകേഷിന് പൈസ കിട്ടുന്നത് കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ജോയിന്റ് വെഞ്ചർ എന്ന് വരില്ല. പകരം എന്ത് വരും? ബാങ്കിന് പകരം അനിൽ എന്ന് പറയും. അപ്പൊ ബൈ അനിൽ 2,40,000. അപ്പൊ അനിലിന്റെ അക്കൗണ്ടിൽ നേരെ ഡെബിറ്റ് സൈഡിൽ 2,40,000. ദെൻ ഇത് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് 40,000 ഉണ്ടായിരുന്നു. ഈ 40,000 20,000 മുകേഷിന്റെ ഷെയർ തന്നെ ആയതുകൊണ്ട് 2 P&L പോകും. ദെൻ അനിലിന്റെ ഷെയർ 20,000 നേരെ എന്ത് ചെയ്യും? ബൈ ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞിട്ട് 20,000. സോ അപ്പോഴും എത്ര തന്നെയാണ്? 1,29,000 തന്നെയാണ് ഇവിടെ അനിലിന് കിട്ടേണ്ടത്. മനസ്സിലായില്ലേ? ഇത്രയും കത്തിയില്ലേ? ദെൻ ഇവിടെ ഉണ്ടല്ലോ, സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഈച്ച് കോവഞ്ചർ, ഓരോ കോവഞ്ചറും എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നു പറഞ്ഞു. ദെൻ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് കോവഞ്ചർ റെക്കോർഡ്സ് ഓൺ ഇറ്റ്സ് ഓൺ ട്രാൻസാക്ഷൻസ്. ഓരോ കോവഞ്ചേഴ്സും അവരവരുടെ ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറയാണ്. ഓക്കെ. ആ കേസിൽ നമുക്ക് എങ്ങനെ നോക്കണ്ടേ? ഇവിടെയാണ് ആസ് എ വേരിയേഷൻ കോവഞ്ചർ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ എ സെപ്പറേറ്റ് മെമ്മോറാണ്ടം ജോയിന്റ് അക്കൗണ്ട് ആണ്, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഓരോ കോവഞ്ചേഴ്സും സെപ്പറേറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യും. In this transactions made by each covenger is shown against their name. അതായത് പേര് കാണിക്കുക എങ്ങനെയായിരിക്കും? അവരുടെ അഗൈൻസ്റ്റ് പേരിലായിരിക്കും. സോ അതർ കോവഞ്ചറിന്റെ അക്കൗണ്ടിന്റെ പേരിലാണ് നമ്മൾ ഇവിടെ നമ്മളെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പക്ഷെ നമ്മളുടെ ട്രാൻസാക്ഷൻ ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ ദിസ് അക്കൗണ്ട് വിൽ റിഫ്ലക്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ജോയിന്റ് വെഞ്ചർ. മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിലും നമുക്ക് എത്രയാണ് ജോയിന്റ് വെഞ്ചറിന്റെ പ്രോഫിറ്റ് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുക? റിസൾട്ട് ആയിട്ട് കിട്ടുക. സോ ദ കോവഞ്ചേഴ്സ് വിൽ കീപ് ആൻ അക്കൗണ്ട് കോൾഡ് ജോയിന്റ് വെഞ്ചർ വിത്ത് അതർ കോവഞ്ചേഴ്സ് അക്കൗണ്ട്. അതർ കോവഞ്ചേഴ്സ് അക്കൗണ്ട് ജോയിന്റ് വെഞ്ചർ വിത്ത് കോവഞ്ചർ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ആണ് നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. വേർ ഓൾ ദ ട്രാൻസാക്ഷൻ ഡൺ ബൈ ഹിം ഓൺലി ആർ റെക്കോർഡഡ്. നമ്മൾ ജോയിന്റ് വെഞ്ചർ വിത്ത് കോവഞ്ചർ എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മളുടെ തന്നെ ട്രാൻസാക്ഷൻ ആയിരിക്കും. നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നമ്മളുടെ ട്രാൻസാക്ഷനും അവരുടെ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓരോ കോവഞ്ചേഴ്സും അവരവരുടെ ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഹെഡിങ് എന്തായിരിക്കും? ജോയിന്റ് വെഞ്ചർ വിത്ത് അതർ കോവഞ്ചർ എന്നായിരിക്കും. റെഡി? അപ്പൊ ഈച്ച് കോവഞ്ചർ സെൻഡ്സ് എ പീരിയോഡിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രാൻസാക്ഷൻ. ഓരോ കോവഞ്ചേഴ്സും പീരിയോഡിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രാൻസാക്ഷൻസ് അവരെന്ത് ചെയ്യും? അതർ കോവഞ്ചേഴ്സിന് എന്ത് ചെയ്യും? സെൻഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ റെസിപ്റ്റ് വെച്ചിട്ട് ഓരോ കോവഞ്ചേഴ്സും എന്താ പ്രിപ്പയർ ചെയ്യുന്നത്? മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. റെഡി?
ദെൻ എൻട്രി നോക്കാം. എമൗണ്ട് റിസീവ്ഡ് ഫ്രം കോവെഞ്ചേഴ്സ് ഇൻ ക്യാഷ്. കോവെഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് വിത്ത് കോവെഞ്ചർ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ദെൻ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് റിസീവബിൾ എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടുവാണ് ചെയ്യുന്നത്. നമുക്ക് ബിൽസ് റിസീവബിൾ ക്യാൻസൽ ആകും. പക്ഷേ അതിനിടയിൽ വരുന്ന ആ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, അത് ജോയിന്റ് വെഞ്ചർ വിത്ത് കോവെഞ്ചറിൽ വേണം വരാൻ. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞു ജോയിന്റ് വെഞ്ചർ വിത്ത് കോവെഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ ജോയിന്റ് വെഞ്ചർ വിത്ത് കോവെഞ്ചറിൽ നമ്മൾ നമ്മുടെ ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുക. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് ഓർ ലോസ് ആണ് കിട്ടേണ്ടത്. അതായത് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ലേ, എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യും, ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യും. ഇതേ റൂൾ തന്നെയാണ് നമ്മൾ എവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതും ജോയിന്റ് വെഞ്ചർ വിത്ത് കോവെഞ്ചർ അക്കൗണ്ടിലും ഫോളോ ചെയ്യേണ്ട റൂളും. ഓക്കെ, അപ്പൊ ഇവിടെ എൻട്രി നോക്കണമെന്നില്ല, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാം. അപ്പൊ എൻട്രി നോക്കണമെന്നില്ല. Yes, Hari and Tom agreed for purchasing and selling furniture in a joint venture. Their profit sharing ratio being 3:2 respectively. Hari purchase ചെയ്തു 10 സോഫ. ഒരു സോഫയ്ക്ക് 10,000 rupees വെച്ചിട്ട് 10 സോഫ ഹരി പർച്ചേസ് ചെയ്തു. ആൻഡ് ഹി സെൻഡ് ദോസ് സോഫാസ് ടു ഓം ഫോർ സെയിൽ. ആഫ്റ്റർ സ്പെൻഡിങ് ഒരു സോഫയ്ക്ക് 1000 രൂപ വെച്ചിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഇൻഷുറൻസും ട്രാൻസ്പോർട്ടേഷനും കൂടി വന്നു. He drew a bill for rupees 50,000 on OM and this bill was discounted at a discount of 5,000 after acceptance. On incurring further expense of rupees 2,000 of the sofas before sale, he sold all the sofas at 15,000 per sofa, giving 5% commission to the dealer. സോ ഹിയർ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത് 3:2 ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഹരി ഇവിടെ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ പ്രിപ്പയർ ദ ജോയിന്റ് വെഞ്ചർ വിത്ത് ഓം അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഹരിയുടെ അക്കൗണ്ടിൽ ജോയിന്റ് വെഞ്ചർ വിത്ത് ഓം അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഹരി റെക്കോർഡ് ചെയ്യേണ്ടത് ഹരിയുടെ ട്രാൻസാക്ഷൻസ് മാത്രമായിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുക, ഇൻ മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും ഉണ്ട്, ജോയിന്റ് വെഞ്ചർ വിത്ത് ഓം അക്കൗണ്ടും ഉണ്ട്. ആദ്യം നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് ജോയിന്റ് വെഞ്ചർ വിത്ത് ഓം അക്കൗണ്ട് നോക്കാം. ഹരി എത്ര പർച്ചേസ് ചെയ്തത്? ഒരു സോഫയ്ക്ക് 10,000 വെച്ചിട്ട് 10 സോഫ എന്ന് പറയുമ്പോൾ ഹരി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ടു ബാങ്ക് ആണ് വരേണ്ടത് അല്ലെ, പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ് വേണ്ടത്. അപ്പൊ 2 ബാങ്ക് ജോയിന്റ് വെഞ്ചർ വിത്ത് ഓമിൽ ഹരിയുടെ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ, ഓമിന്റെ റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ 1 lakh വന്നു. 1 lakh ഇൻറ്റു 10,000 ഇൻറ്റു 10. ദെൻ ഇവിടെ ഹരിക്ക് തന്നെ എന്ത് വന്നു, ഹരി സെൻഡ് ചെയ്ത് കൊടുത്തു. ഒരു സോഫയ്ക്ക് 1000 രൂപ വെച്ചിട്ട് നമുക്ക് എക്സ്പെൻസ് വന്നു ഫോർ ഇൻഷുറൻസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ഓമിന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ വീണ്ടും 2 ബാങ്ക് എക്സ്പെൻസ് വന്നു 1000 രൂപ വെച്ചിട്ട് 10 സോഫയിലേക്ക്. റെഡി? ഇനി ഹി ഡ്രൂ എ ബിൽ ഫോർ rupees 50,000 ഓൺ ഓം ആൻഡ് ദിസ് ബിൽ വാസ് ഡിസ്കൗണ്ട് ചെയ്തു 5,000. അപ്പൊ എത്രയാണ് ഹരിക്ക് വന്ന ഡിസ്കൗണ്ട് ചാർജസ് എക്സ്പെൻസ് എത്രയാണ്? 5,000 എക്സ്പെൻസ് വന്നു. അപ്പൊ ടു ഡിസ്കൗണ്ട് ഓൺ ബില്ല് 5,000 ഹരിക്ക് എന്ത് വന്നു? എക്സ്പെൻസ് ആയിട്ട് വന്നു. ദെൻ ഹരി ബില്ല് ഡ്രോ ചെയ്ത സമയത്ത്, ബില്ല് ഡ്രോ ചെയ്താൽ നമ്മൾ എന്താ പറഞ്ഞ, ബില്ല് ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരുന്നു, ബില്ല് ഡ്രോ ചെയ്യുമ്പോൾ ബിൽസ് റിസീവബിൾ ആണ് വരിക. ബിൽസ് റിസീവബിൾ ഹരിയാണ് ഡ്രോ ചെയ്യണത് അല്ലെ. അപ്പൊ ഹരിയുടെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഹരി ഡ്രോ ചെയ്യുമ്പോൾ ബില്ല് റിസീവബിൾ ഹരിക്ക് കൂടും. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു അവിടെ എന്താ വരേണ്ടത്? ടു ജോയിന്റ് വെഞ്ചർ വിത്ത് ഓം അക്കൗണ്ട്. ഹരിയുടെ ബുക്കില് ഹരിയാണ് ബില്ല് ഡ്രോ ചെയ്യണത്. അപ്പൊ ഹരിക്ക് ബിൽസ് റിസീവബിൾ കൂടുക ചെയ്യുന്നത്. അപ്പൊ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ജോയിന്റ് വെഞ്ചർ വിത്ത് ഓം അക്കൗണ്ട്. അപ്പൊ ജോയിന്റ് വെഞ്ചർ വിത്ത് ഓം അക്കൗണ്ടിൽ ബൈ ബിൽസ് റിസീവബിൾ 50,000. ഓക്കെ, ഇത്രയും നമ്മൾ റെക്കോർഡ് ചെയ്തു. ദെൻ അടുത്തത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുക എല്ലാം, അതായത് ജോയിന്റ് വെഞ്ചർ വിത്ത് ഓം അക്കൗണ്ടിൽ നമ്മൾ ഹരിയുടെ ട്രാൻസാക്ഷൻസ് മാത്രമായിരുന്നു റെക്കോർഡ് ചെയ്തത്. പക്ഷെ മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ ഹരിയുടെയും ഓമിന്റെയും ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യും. അപ്പൊ ഇവിടെ 10 സോഫ കൊടുക്കുമ്പോൾ എന്തായി? 2 ഇൻ ദ ബുക്സ് ഓഫ് ഹരി അല്ലേ. അപ്പൊ ഹരിയുടെ പൈസ പോയിട്ട് റെക്കോർഡ് ചെയ്യാലോ. അപ്പൊ 2 ബാങ്ക് ഹരിയുടെ 1 ലക്ഷം പോയി. ദെൻ 2 ബാങ്ക് ഹരിയുടെ 10,000 പോയി. ദെൻ 2 ഡിസ്കൗണ്ട് വന്നു നമുക്ക് 5,000.
ഇനി അടുത്തത് എന്താ, ഓമിന് എന്തോ ഒരു പൈസ ചെലവായി അല്ലെ, ഓമിനാണ് 2000 രൂപ ഇവിടെ സെയിലിന് മുന്നേ എക്സ്പെൻസ് ആയി. അപ്പൊ 2 ഓം, കാരണം ഇത് നമ്മുടെ ബുക്കാണ്, ഹരിയുടെ ബുക്കാണ്. ഹരിയുടെ ബുക്കാണെങ്കിൽ ഹരിക്ക് വന്ന എക്സ്പെൻസ് ഒക്കെ 2 ബാങ്ക് എന്ന് എഴുതാം. ഓമിന് വന്ന എക്സ്പെൻസ് ഹരിയുടെ അക്കൗണ്ടിൽ ആരുടെ പേരിട്ടാൽ മതി, ഓമിന്റെ അക്കൗണ്ട് ഇട്ടാൽ മതി. അപ്പൊ 2 ഓം ബ്രാക്കറ്റിൽ എക്സ്പെൻസ് എന്ന് കൊടുക്കുക, 2000 റുപ്പീസ് നമുക്ക് എക്സ്പെൻസ് വന്നു. ഇനി ഹി സോൾഡ് 15,000 പെർ സോഫ. അപ്പൊ 10 സോഫയ്ക്ക്, ഒരു സോഫയ്ക്ക് 15,000 വെച്ചിട്ട് 10 സോഫ വിറ്റു അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1,50,000 റുപ്പീസ്. വിൽക്കുന്നത് ആരാണ്, ഓമാണ് വിൽക്കുന്നത്. അപ്പൊ ഹരിയുടെ അക്കൗണ്ടിൽ അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കൂട്ടി ജോയിന്റ് വെഞ്ചറിന്റെ ഈ ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ കഴിയില്ല, കാരണം ഹരി അല്ല വിൽക്കുന്നത്. ഹരി വിറ്റാലേ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ വിൽക്കുന്നത് ആരാണ്, ഓമാണ്. സോ ബൈ ഓം എന്ന് പറഞ്ഞിട്ട് 15,000 into 10, 1,50,000. ഇനി ഇതിന്മേലെ സെയിൽസിന്മേലെ അവരൊക്കെ എത്ര കൊടുത്തു, 5% കമ്മീഷൻ കൊടുത്തു. അപ്പൊ ആർക്കാ കമ്മീഷൻ കൊടുക്കുന്നത്, ഹരിക്കല്ല. ഹരിക്കായിരുന്നെങ്കിൽ അവിടെ ഇത് വന്നേനെ, കമ്മീഷൻ എന്ന് വന്നേനെ. പക്ഷെ ഇവിടെ ഓമിനായതുകൊണ്ട് 2 എന്ത് വന്നു, 2 ഓം 1,50,000 into 5%, 7,500 റുപ്പീസ്. ദെൻ ഇതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തുമ്പോ 5,000, 2,000, 7,500, 25,500 ഇത് 3:2 റേഷ്യോ ആണ് വീതിക്കുക. ദെൻ ഈ റേഷ്യോയില് ഇവിടെ ഹരിന്റെ ഷെയർ എത്രയാണ്, 15,300 ആ 15,300 ഹരിക്ക് എന്ത് വന്നു, 2 P&L അക്കൗണ്ട് എന്നാണ് വരേണ്ടത്, 2 P&L അക്കൗണ്ട്. അപ്പൊ ഹരിയുടെ ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഹരിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 2 P&L ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ബാലൻസ് ഹരിക്ക് നമുക്ക് സെറ്റിൽ ചെയ്യാനുള്ള പൈസയാണ് 80,300. ബാലൻസ് ക്യാരി ഡൗൺ. ഇത്രയുമാണ് ജോയിന്റ് വെഞ്ചറിൽ നമുക്ക് നോക്കേണ്ടത്. വെരി ഈസി ചാപ്റ്റർ ആണ്. ഓക്കെ, വെരി ഈസി ചാപ്റ്റർ തന്നെയാണ്. നമുക്ക് നമ്മളുടെ മാരത്തോൺ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പീഡിൽ തന്നെ പോകാൻ കഴിയുള്ളൂ, കാരണം ഫുൾ ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അഥവാ ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം ഈ സെക്ഷനിൽ നമ്മൾ ഈ ഒരു സ്പീഡിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ഡൗൺ ആകും. മാരത്തോൺ സെക്ഷൻ കുറച്ച് സ്പീഡിൽ പോകണം, കാരണം ഫുൾ കവർ ചെയ്ത കുട്ടികളാണെങ്കിൽ അവർക്കത് സ്ലോ മോഡിലേക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ സ്പീഡിൽ പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് കേട്ടിട്ട് ഡൗട്ടുള്ള സെക്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. ഓക്കെ.